വെൽക്കം എല്ലാ മക്കൾക്കും ക്ലാസ്സിലേക്ക് അല്ല ഡിസ്കഷനിലേക്ക് സ്വാഗതം. കെമിസ്ട്രിയുടെ ഡിസ്കഷനിലേക്ക് സ്വാഗതം. ഫിസിക്സ് ഡിസ്കഷനൊക്കെ എല്ലാവരും അറ്റൻഡ് ചെയ്തു, അടിപൊളിയായിട്ട് പോയി എന്നെനിക്കറിയാം. നമുക്കിനി കെമിസ്ട്രി സ്റ്റാർട്ട് ചെയ്യാം. എല്ലാവർക്കും എന്നെ കാണാനും കേൾക്കാനും പറ്റുന്നുണ്ടെങ്കിൽ ഒരു തംസപ്പോ ഒരു ഹാർട്ടൊക്കെ ഇട്ടേടാ മക്കളെ. ചാറ്റ് ബോക്സ് ഒന്ന് മിന്നിച്ചേടാ മക്കളെ. നമുക്ക് വേഗം സ്റ്റാർട്ട് ചെയ്യാം. ചാറ്റ് ബോക്സ് ഒന്ന് മിന്നിക്കൂ മക്കളെ, കുറച്ച് എനർജി കാണട്ടെ ചാറ്റ് ബോക്സിൽ. പോരട്ടെ. യെസ് കൂൾ. അപ്പോൾ നമുക്ക് നേരെ ഡിസ്കഷനിലേക്ക് സ്റ്റാർട്ട് ചെയ്യാം. അതിനു മുമ്പ് ഐ ഹോപ്പ് ഓൾ മൈ സ്റ്റുഡൻസ് ആർ സ്റ്റേയിങ് ഹെൽത്തി, ഹാപ്പി, മോട്ടിവേറ്റഡ്, ബ്ലെസ്ഡ് ആൻഡ് ഫിയർലെസ്. ഞാൻ എപ്പോഴും പറയുന്നതാണ്, ഈ 5 കാര്യങ്ങൾ പ്രിപ്പറേഷൻ ജേർണിക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളതാണ്. ഓക്കെ, ഹാപ്പി ആയിട്ടിരിക്കാൻ നോക്കുക, ഹെൽത്തി ആയിട്ടിരിക്കാൻ നോക്കുക, മോട്ടിവേറ്റഡ് ആയിട്ടിരിക്കാൻ നോക്കുക, ലക്ഷ്യം മുന്നിൽ കണ്ട് മുന്നോട്ട് പോവുക. അതേപോലെ തന്നെ ബ്ലെസ്ഡ് ആയിട്ടിരിക്കുക, ഫിയർലെസ് ആയിട്ടിരിക്കുക. ഇത് ലോകാവസാനമാണ്, ഈ എക്സാം ലോകാവസാനമാണെന്ന് വിചാരിച്ച് പോകരുത്. ഇറ്റ്സ് എ വെരി ഇമ്പോർട്ടൻറ്റ് എക്സാമിനേഷൻ. അതിനുവേണ്ടി മാക്സിമം ട്രൈ ചെയ്യുക. ഓക്കെ മക്കളെ. സോ നമുക്ക് നേരെ ക്ലാസ് തുടങ്ങാം, ഡിസ്കഷൻ തുടങ്ങാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, solubility curves of 4 ionic salts A, B, C and D are given below. ഓക്കെ, ഇതിൽ നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചോ, സോലിബിലിറ്റി വേഴ്സസ് ടെമ്പറേച്ചർ ആണ്. എയുടെയും ബിയുടെയും കേസിൽ സോലിബിലിറ്റി ഈസ് ഇൻക്രീസിങ് വിത്ത് ടെമ്പറേച്ചർ. കണ്ട ഗ്രാഫ് കണ്ടാൽ തന്നെ അറിയാം. സിയുടെയും ഡിയുടെയും കേസിൽ സോലിബിലിറ്റി ഈസ് ഡിക്രീസിങ് വിത്ത് ഇൻക്രീസിങ് ടെമ്പറേച്ചർ. ടെമ്പറേച്ചർ കൂട്ടുമ്പോൾ സോലിബിലിറ്റി കുറയുകയാണ്. മക്കളെ, ഇത് പല രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്യാം. പക്ഷെ വളരെ രസകരമായിട്ട് ഇക്വിലിബ്രിയം എന്ന ചാപ്റ്റർ ഉപയോഗിച്ചിട്ട് സാർ ഇത് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഞാനിപ്പോൾ ഒരു സോളിഡ്, എല്ലാവരും നോക്കുക, അയോണിക് സോൾട്ട് എന്ന് വെച്ചാൽ സോളിഡ്സ് അല്ലേ മക്കളെ. സോളിഡ് പ്ലസ് ലിക്വിഡ് ഇൻ ഇക്വിലിബ്രിയം വിത്ത് സൊല്യൂഷൻ. ഇങ്ങനെ ഒരു ഇക്വിലിബ്രിയം ഇമാജിൻ ചെയ്ത് നോക്കൂ. സോളിഡ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇവിടെ, അതായത് ഞാനൊരു കാര്യം ചെയ്യാം, ഇങ്ങനെ എഴുതുന്നതിന് പകരം സൊല്യൂട്ട് പ്ലസ് സോൾവെന്റ് എന്ന് എഴുതാം. സൊല്യൂട്ട് പ്ലസ് സോൾവെന്റ്. ഇവിടെ സൊല്യൂട്ട് സോളിഡ് ആണ്, സോൾവെന്റ് ലിക്വിഡ് ആണ്. അയണിക് സോൾട്ട് അല്ലേ, അയണിക് സോൾട്ട് എന്ന് വെച്ചാൽ സോളിഡ് ആണ് സൊല്യൂട്ട്. ഓക്കെ, അതേപോലെ സോൾവെന്റ് ലിക്വിഡ് ആണ്, ഗിവിങ് യു സൊല്യൂഷൻ. മക്കളെ, നമുക്കറിയാം ഇക്വിലിബ്രിയം ചാപ്റ്ററിൽ നിന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഫോർ എൻഡോതെർമിക് റിയാക്ഷൻസിൽ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ ഫോർവേഡ് ഡയറക്ഷനിലേക്കാണ് ഇക്വിലിബ്രിയം പോവുക, നമുക്കറിയാലോ. അതേപോലെ തന്നെ എക്സോതെർമിക് റിയാക്ഷനിൽ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ ബാക്ക്വേർഡ് ഡയറക്ഷനിലേക്കാണ് ഇക്വിലിബ്രിയം പോവുക. ഇത് നമ്മൾ ഇക്വിലിബ്രിയത്തിൽ പഠിച്ചതാ 11ാം ക്ലാസ്സിൽ. മക്കൾ, അപ്പോൾ ഈ ഇക്വിലിബ്രിയത്തിൽ അവർക്ക് വേണ്ടത് നോക്കിയേ, ഇൻ വിച്ച് കേസ് ദ വാല്യൂ ഓഫ് എൻതാൽപ്പി ഓഫ് സൊല്യൂഷൻ വിൽ ബി നെഗറ്റീവ്. അതായത് വാല്യൂ ഓഫ് എൻതാൽപ്പി നെഗറ്റീവ് എന്ന് വെച്ചാൽ എക്സോതെർമിക് ഡിസൊല്യൂഷൻ പ്രോസസ്. അതായത് ഡിസൊല്യൂഷൻ നടക്കുന്നത് എക്സോതെർമിക് ആണ്, അതായത് ഡെൽറ്റ എച്ച് നെഗറ്റീവ് ആണ്. സോ ബേസിക്കലി എക്സോതെർമിക്കിൽ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ ബാക്ക്വേർഡ് ഡയറക്ഷൻ എന്ന് പറയുമ്പോൾ സൊല്യൂട്ടും സോൾവെന്റും വേർതിരിഞ്ഞ് വരും. അതായത് സൊല്യൂഷൻ, അതായത് ഫോർവേഡ് ഡയറക്ഷനിലേക്ക് പോകുമ്പോഴാണ് സൊല്യൂഷൻ ഫോം ആവുന്നത്. ഈ ഇക്വിലിബ്രിയം നോക്കിയേ, ഫോർവേഡ് ഡയറക്ഷനിലേക്ക് പോകുമ്പോഴാണ് ഇക്വിലിബ്രിയം സൊല്യൂഷൻ ഫോം ആവുന്നത്, അതായത് സോലിബിലിറ്റി ഇൻക്രീസ് ആവുന്നത്, സൊല്യൂട്ട് സോൾവെന്റിൽ ഡിസോൾവ് ആവുന്നത് ഫോർവേഡ് ഡയറക്ഷനിലേക്ക് പോകുമ്പോഴാണ്. പക്ഷേ ഇത് എക്സോതെർമിക് റിയാക്ഷൻ ആയതുകൊണ്ട് ബാക്ക്വേർഡ് ഡയറക്ഷനിലേക്കാണ് പോകുന്നത്. ബാക്ക്വേർഡ് ഡയറക്ഷൻ എന്ന് പറയുമ്പോൾ ബേസിക്കലി സോലിബിലിറ്റി കുറഞ്ഞു വരുന്നു. സോ ബേസിക്കലി നമ്മൾ ഇത്ര നോക്കിയാൽ മതി, ഏതിലാണ് സോലിബിലിറ്റി കുറയുന്നത്, ടെമ്പറേച്ചർ കൂടുമ്പോൾ സോലിബിലിറ്റി ഏതിലാണ് കുറയുന്നത് നോക്കിയാൽ മതി. കാര്യം ഫോർ എക്സോതെർമിക് റിയാക്ഷൻസ്, അതായത് എൻതാൽപ്പി നെഗറ്റീവ് ആവണമെങ്കിൽ ടെമ്പറേച്ചർ കൂട്ടുമ്പോൾ ബാക്ക്വേർഡ് ഡയറക്ഷനിലേക്ക് പോകും. ബാക്ക്വേർഡ് ഡയറക്ഷൻ എന്ന് വെച്ചാൽ ഈ ഡയറക്ഷൻ, അതായത് സൊല്യൂഷനിൽ നിന്ന് സോളിഡ് ആൻഡ് ലിക്വിഡിലേക്ക് വേർതിരിഞ്ഞ് പോകും. സോളിഡ് പ്ലസ് ലിക്വിഡ് ഗിവിംഗ് യു സൊല്യൂഷൻ, അപ്പോഴാണ് സോലിബിലിറ്റി കൂടുന്നത്. നേരെ തിരിച്ചാണെങ്കിൽ സോലിബിലിറ്റി കുറയുകയാണ് ചെയ്യുന്നത്, ബാക്ക്വേർഡ് ഡയറക്ഷൻ ആണെങ്കിൽ സോലിബിലിറ്റി കുറയുകയാണ് ചെയ്യുന്നത്. മനസ്സിലായ മക്കളെ? ഫൈൻ. സോ ഇത് ഇക്വിലിബ്രിയം എന്ന ചാപ്റ്റർ വെച്ചിട്ട് സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. സോ ബേസിക്കലി ആൻസർ വരുന്നത് സി ആൻഡ് ഡി. കാര്യം സി ആൻഡ് ഡിയിലാണ് സോലിബിലിറ്റി ഈസ് ഡിക്രീസിങ് വിത്ത് ടെമ്പറേച്ചർ. മനസ്സിലായോ കുട്ടന്മാരെ? ഫൈൻ. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. 1 mole of each of following solutes are taken in 5 moles of water. 1 mole is taken in 5 moles of water.
NaCl, potassium sulfate, sodium phosphate, glucose. Assuming 100% ionization of the electrolyte, the freezing point will be in the order. മക്കളെ നമുക്കറിയാം depression and freezing point is equal to I into Kf into molality. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കണം മൊളാലിറ്റി ഈ 4 ഓപ്ഷനിലും സെയിം ആണ്. കാര്യം 1 mole is taken in 5 moles of water. മൊളാലിറ്റി സെയിം ആയിരിക്കും. അതേപോലെ Kf സെയിം ആണ്. കാര്യം Kf depends only on solvent. Kf സെയിം ആണ്. സോ ഡെൽറ്റ TF depends on I. ഡെൽറ്റ TF depends on I. NaClന്റെ I എന്താണ് മക്കളെ? 100% dissociation. NaClന്റെ I എന്താണ്? I is equal to number of cations plus number of anions. അല്ലേ? Number of cations plus number of anions if 100% dissociation നടക്കുകയാണെങ്കിൽ 100% dissociation ആണെങ്കിൽ I is equal to number of cations plus number of anions. അല്ലേ മക്കളെ? സോ NaClന്റെ കേസിൽ അത് 2 ആണ്. അതേപോലെ K2SO4ന്റെ കേസിൽ അത് 3 ആണ് മക്കളെ. അതേപോലെ Na3PO4ന്റെ കേസിൽ അത് 4 ആണ്. കാര്യം 4 കാറ്റയോൺസ് ഉണ്ട്. 3 സോഡിയവും 1 ഫോസ്ഫേറ്റും. ഗ്ലൂക്കോസിന്റെ കേസിൽ ഐയുടെ വാല്യൂ 1 ആണ്. കാര്യം ഗ്ലൂക്കോസ് സ്പ്ലിറ്റ് ചെയ്യില്ല. K2SO4 എന്തുകൊണ്ടാണ് 3 ആയത്? 2 പൊട്ടാസ്യവും 1 സൾഫേറ്റും ഉണ്ട്. NaCl 1 സോഡിയവും 1 Cl ഉണ്ട്. സോ 2 ആണ്. സോ ബേസിക്കലി ഇതിൽ ഏറ്റവും കൂടുതൽ ഡിപ്രഷൻ വരാൻ പോകുന്നത് Na3PO4 കാര്യം I വാല്യൂ ഇസ് ദ മാക്സിമം. അപ്പോൾ ഡെൽറ്റ TF വിൽ ബി ദ മാക്സിമം ഫോർ Na3PO4. ഡെൽറ്റ TF മാക്സിമം ആണെങ്കിൽ ആക്ച്വൽ വാല്യൂ ഓഫ് ഫ്രീസിംഗ് പോയിന്റ് മിനിമം ആയിരിക്കും. ഡെൽറ്റ TF മാക്സിമം ആണെങ്കിൽ ഡിപ്രഷൻ മാക്സിമം ആണെങ്കിൽ ആക്ച്വൽ വാല്യൂ മിനിമം ആയിരിക്കും അല്ലേ? അതായത് Na3PO4ന്റെ സൊല്യൂഷനിലാണ് ഡിപ്രഷൻ നന്നായിട്ടുള്ളത്. ഇപ്പോൾ 0 ഡിഗ്രി സെൽഷ്യസ് ആണ് വാട്ടറിന്റെ ഫ്രീസിംഗ് പോയിന്റ്. അവിടെ നിന്ന് ഏറ്റവും കൂടുതൽ താഴത്തേക്ക് പോയത് Na3PO4ന്റെ സൊല്യൂഷനാണ്. ഡിപ്രഷൻ ഏറ്റവും കൂടുതൽ Na3PO4 അതായത് ആക്ച്വൽ ഫ്രീസിംഗ് പോയിന്റ് ഏറ്റവും കുറവ് സീനായിരിക്കും അല്ലേ? അത് കഴിഞ്ഞിട്ട് ഏതായിരിക്കും? ബി ആയിരിക്കും. അത് കഴിഞ്ഞിട്ട് ഏതായിരിക്കും? എ ആയിരിക്കും. ഏറ്റവും ഹയസ്റ്റ് ഫ്രീസിംഗ് പോയിന്റ് വരാൻ പോകുന്നത് ഡി ആയിരിക്കും. അപ്പോൾ ഇങ്ങനെ ആലോചിച്ചാൽ മതി. ഡിപ്രഷൻ ഇൻ ഫ്രീസിംഗ് പോയിന്റ് കൂടുതലാണെങ്കിൽ ആക്ച്വൽ ഫ്രീസിംഗ് പോയിന്റ് കുറവായിരിക്കും. ഡിപ്രഷൻ ഇൻ ഫ്രീസിംഗ് പോയിന്റ് കൂടുതലാണെങ്കിൽ ആക്ച്വൽ ഫ്രീസിംഗ് പോയിന്റ് കുറവായിരിക്കും. സോ ബേസിക്കലി ഇവിടെ ആൻസർ വരാൻ പോകുന്നത് ഡി ആണ് കേട്ടോ മക്കളെ. ഡി ഗ്രേറ്റർ ദാൻ എ ഗ്രേറ്റർ ദാൻ ബി ഗ്രേറ്റർ ദാൻ സി. ഓക്കേടാ മക്കളെ. നെക്സ്റ്റ്, the best colligative property used for the determination of molecular mass of polymers. മക്കളെ ഇത് കുട്ടന്മാരെ ഇത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ് NCERT-ന്ന്. ദി ആൻസർ ഇസ് ഓസ്മോട്ടിക് പ്രഷർ. ഇതിൻ്റെ കാരണവും കൂടി അറിഞ്ഞിരുന്നാൽ അത്രയും നല്ലതാണ് മക്കളെ. ബാക്കി എല്ലാ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസിനും ഇപ്പോൾ ഡെൽറ്റ TB ആയിക്കോട്ടെ, ഡെൽറ്റ TF ആയിക്കോട്ടെ, ഓക്കെ, ഇവിടെയൊക്കെ നമ്മൾ മേജർലി യൂസ് ചെയ്യുന്നത് മൊളാലിറ്റിയാണ്. മൊളാലിറ്റി, ഇറ്റ് ഡിപ്പെൻസ് ഓൺ മൊളാലിറ്റി. പക്ഷെ ഓസ്മോട്ടിക് പ്രഷറിൽ ഇറ്റ് ഡിപ്പെൻസ് ഓൺ മൊളാരിറ്റി. മൊളാരിറ്റി എന്ന ടേം ആണല്ലോ വരുന്നത് അല്ലേ? ICRT, ആ സി എന്ന് വെച്ചാൽ മൊളാരിറ്റി അല്ലേ? മൊളാരിറ്റി ഈസ് ഈസിയർ ടു മെഷർ. പ്രാക്ടിക്കൽ സിറ്റുവേഷനിലാണ് ഞാൻ പറയുന്നത്. കാര്യം മൊളാരിറ്റി എന്ന് വെച്ചാൽ നമ്പർ ഓഫ് മോൾസ് ബൈ വോള്യൂം ആണല്ലോ. ഇറ്റ്സ് ഈസിയർ ടു മെഷർ. മറ്റേത് ഇറ്റ്സ് ബേസ്ഡ് ഓൺ മാസ് ഓഫ് സോൾവെന്റ്, കുറച്ചും കൂടെ പാടാണ്. അതേപോലെ തന്നെ ഓസ്മോട്ടിക് പ്രഷറിന്റെ വാല്യൂസ്, പ്രാക്ടിക്കൽ വാല്യൂസ് ആർ ബിഗർ. ഇറ്റ്സ് ഈസിയർ ടു യൂസ്. ഇപ്പോൾ ഡിപ്രഷൻ ഇൻ ഫ്രീസിംഗ് പോയിന്റും എലിവേഷൻ ഇൻ ബോയിലിംഗ് പോയിന്റ് ഒക്കെ ആക്ച്വൽ വാല്യൂസ് ആർ വെരി വെരി സ്മോൾ. ഇറ്റ്സ് നോട്ട് വെരി ഈസി ടു യൂസ്. ഇപ്പോൾ ഒരു പ്രാക്ടിക്കൽ യൂസിന് വേണ്ടി അത് പെട്ടെന്ന് അങ്ങനെ ഒരു കൺവീനിയൻറ്റ് യൂസേജ് വരില്ല അതിനും. അതുകൊണ്ടാണ് ഓസ്മോട്ടിക് പ്രഷർ ഈസ് ദ ബെസ്റ്റ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി ഫോർ ഡിറ്റർമിനേഷൻ ഓഫ് മോളിക്കുലർ മാസസ്. ഇതൊന്നും ഓർത്ത് വയ്ക്കുക. ഓക്കെ മക്കളെ, സിമ്പിളാണ്. നെക്സ്റ്റ്, വളരെ സിമ്പിളായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. യു ഹാവ് ദിസ് കോമ്പൗണ്ട് ട്രീറ്റഡ് വിത്ത് ക്ലോറിൻ ആൻഡ് വാട്ടർ. ദേ ആർ ആസ്കിങ് ഫോർ ദ പ്രോഡക്റ്റ് എന്താണ് എന്നാണ് ചോദ്യം. മക്കളെ ഇവിടെ മെക്കാനിസം എന്താണ് ഇവിടെ ആക്ച്വലി നടക്കുന്നത്? CCl3 CH ഡബിൾ ബോണ്ട് CH2. ആദ്യം തന്നെ ക്ലോറിനെ അങ്ങോട്ട് പിടിച്ചെടുക്കും. ഇങ്ങോട്ട് ബാടാ മോനേന്നും പറഞ്ഞ് ക്ലോറിനെ അങ്ങോട്ട് പിടിച്ചെടുക്കും. ക്ലോറിനെ പിടിച്ചെടുക്കാന്ന് വെച്ചാൽ ക്ലോറിനെ അങ്ങോട്ട് ഇങ്ങനെ അറ്റാക്ക് ചെയ്യും. ഈ ക്ലോറിൻ പുറത്തേക്ക് പോകും. ക്ലോറിൻ്റെ ഈ ലോൺ പെയർ ഇങ്ങോട്ട് വരും. നിങ്ങൾക്കറിയാം എന്ത് ഇൻ്റർമീഡിയറ്റ് ആണ് ഫോം ചെയ്യണമെന്ന്. യു നോ വാട്ട് ഇസ് ഇൻ്റർമീഡിയറ്റ് ഫോംഡ് അല്ലേ? ഇൻ്റർമീഡിയറ്റ് എന്താണ്? CCl3 CH CH2 Cl. ഇങ്ങനെ ഒരു ഇൻ്റർമീഡിയറ്റ് അവിടെ ഫോം ചെയ്യും അല്ലേ മക്കളെ? ഇങ്ങനെ ഒരു ഇൻ്റർമീഡിയറ്റ് അവിടെ ഫോം ചെയ്യും. ആണോ മക്കളെ? ഇനി നെക്സ്റ്റ്,
നെക്സ്റ്റ് സ്റ്റെപ്പിൽ എല്ലാവരും നോക്കിക്കേ മക്കളെ, നെക്സ്റ്റ് സ്റ്റെപ്പിൽ H2O. Next step, H2O will act as a nucleophile. H2O will act as a nucleophile and attack this carbon or this carbon. ഇതിൽ ഏത് കാർബൺ ആയിരിക്കും H2O അറ്റാക്ക് ചെയ്യാൻ പോകുന്നത്? H2O അറ്റാക്ക് ചെയ്യാൻ പോകുന്നത് ഏത് കാർബൺ ആയിരിക്കും? H2O അറ്റാക്ക് ചെയ്യാൻ പോകുന്നത് ഏത് കാർബൺ ആയിരിക്കും? H2O അറ്റാക്ക് ചെയ്യാൻ പോകുന്നത് ഏത് കാർബൺ ആയിരിക്കും മക്കളെ? H2O അറ്റാക്ക് ചെയ്യാൻ പോകുന്നത് ഏത് കാർബൺ ആയിരിക്കും? പറയൂ 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 പറയൂ. H2O അറ്റാക്ക് ചെയ്യാൻ പോകുന്നത് ഏത് കാർബൺ ആയിരിക്കും? പറയൂ മക്കളെ, പറയൂ പറയൂ പറയൂ. വാട്ടർ എന്ന ന്യൂക്ലിയോഫൈൽ അറ്റാക്ക് ചെയ്യാൻ പോകുന്നത് ഏത് കാർബണിലായിരിക്കും? വാട്ടർ എന്ന ന്യൂക്ലിയോഫൈൽ അറ്റാക്ക് ചെയ്യാൻ പോകുന്നത് ഏത് കാർബണിലായിരിക്കും? ഏത് കാർബണിലാണോ കൂടുതൽ പോസിറ്റീവ് ചാർജ് ക്യാരക്ടർ ഉള്ളത്, ഏത് കാർബണിലാണല്ലോ കൂടുതൽ പോസിറ്റീവ് ചാർജ് ക്യാരക്ടർ ഉള്ളത് അവിടേക്ക് അറ്റാക്ക് പോകും. അപ്പോൾ നിങ്ങൾ ചോദിക്കും സർ ഇവിടെ രണ്ട് കാർബണിനും ഇവിടെയും ഒരു പാർഷ്യൽ പോസിറ്റീവ് ചാർജ് ക്യാരക്ടർ ഉണ്ട് എന്ന് വിചാരിക്കുക, ഇവിടെയും ഒരു പാർഷ്യൽ പോസിറ്റീവ് ചാർജ് ക്യാരക്ടർ ഉണ്ട്. പക്ഷേ ഏറ്റവും കൂടുതൽ പാർഷ്യൽ പോസിറ്റീവ് ചാർജ് ക്യാരക്ടർ ഉണ്ടാവാൻ പോകുന്നത് ഈ കാർബണിനായിരിക്കും. ഏറ്റവും കൂടുതൽ പാർഷ്യൽ പോസിറ്റീവ് ചാർജ് ക്യാരക്ടർ ഉണ്ടാവാൻ പോകുന്നത് ഈ കാർബണിലായിരിക്കും. അതെന്തുകൊണ്ടാ മക്കളെ ഈ കാർബണിൻ്റെ തൊട്ടടുത്ത് CCl3 അറ്റാച്ച്ഡ് ആണ്. CCl3 ഈസ് ആൻ ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ്. അപ്പോൾ പാർഷ്യൽ പോസിറ്റീവ് ചാർജ് ക്യാരക്ടർ ഈ കാർബണിലും കൂടുതൽ ഈ കാർബണിലായിരിക്കും പാർഷ്യൽ പോസിറ്റീവ് ചാർജ് ക്യാരക്ടർ. അപ്പോൾ ഈ വാട്ടർ വന്ന് അറ്റാക്ക് ചെയ്യാൻ പോകുന്നത് ഈ കാർബണിലായിരിക്കും. ക്ലോറിൻ്റെ അവിടെ ഒരു പോസിറ്റീവ് ചാർജ് ഉണ്ട്. വാട്ടർ വന്ന് അറ്റാക്ക് ചെയ്യാൻ പോകുന്നത് ഈ കാർബണിലായിരിക്കും. അങ്ങനെ കാർബണിൽ അറ്റാക്ക് ചെയ്യുമ്പോൾ ഈ രണ്ട് ഇലക്ട്രോൺസും ഈ ക്ലോറിനിലേക്ക് പോകും. നമുക്ക് കിട്ടാൻ പോകുന്ന പ്രോഡക്റ്റ് എന്ന് പറയുന്നത് CCl3 CH Cl CH2 OH. മക്കളെ വാട്ടർ വന്ന് അറ്റാക്ക് ചെയ്ത് ഡീപ്രോട്ടോണേഷൻ എന്ന് പറഞ്ഞൊരു സ്റ്റെപ്പും ഉണ്ട്. അത് സാർ ഇവിടെ കാണിച്ചിട്ടില്ല. വെള്ളം വന്ന് അറ്റാക്ക് ചെയ്യും, അത് കഴിഞ്ഞ് വെള്ളത്തിൽ നിന്ന് ഡീപ്രോട്ടോണേഷൻ സംഭവിക്കും. വെള്ളം വന്ന ന്യൂക്ലിയോഫൈൽ വന്ന് അറ്റാക്ക് ചെയ്യും, അത് കഴിഞ്ഞ് വെള്ളത്തിൽ നിന്ന് ഡീപ്രോട്ടോണേഷൻ സംഭവിക്കും. അതായത് H+നെ ചവിട്ടി പുറത്താക്കും. അങ്ങനെയാണ് OH അവിടെ വരുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു പോയിന്റ്, CCl3 എന്ന് പറഞ്ഞ സ്ട്രോങ് ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് ഉള്ളത് കൊണ്ട് ഇവിടുത്തെ പാർഷ്യൽ പോസിറ്റീവ് ചാർജ് വിൽ ബി ലെസർ ദാൻ ഇവിടുത്തെ പാർഷ്യൽ പോസിറ്റീവ് ചാർജ്. കാര്യം കൂടുതൽ പോസിറ്റീവ് ചാർജ് ക്യാരക്ടർ ഇവിടെ ആയിരിക്കും. കാര്യം ഇവിടെ പോസിറ്റീവ് ചാർജ് വന്നാൽ അത് അൺസ്റ്റേബിൾ അല്ലേ. അപ്പോൾ കൂടുതൽ പോസിറ്റീവ് ചാർജ് ക്യാരക്ടർ ഈ കാർബണിലായിരിക്കും. എവിടെയാണോ കൂടുതൽ പോസിറ്റീവ് ചാർജ് ക്യാരക്ടർ ഉള്ളത് അവിടേക്കല്ല ന്യൂക്ലിയോഫൈൽ അറ്റാക്ക് ചെയ്യുള്ളൂ. എവിടെയാണോ കൂടുതൽ പോസിറ്റീവ് ചാർജ് ക്യാരക്ടർ ഉള്ളത് അവിടേക്കല്ല ന്യൂക്ലിയോഫൈൽ അറ്റാക്ക് ചെയ്യുള്ളൂ. സോ ന്യൂക്ലിയോഫൈൽ വിൽ കം ആൻഡ് അറ്റാക്ക് ഓവർ ദാറ്റ്. മനസ്സിലായോ മക്കളെ? ഗോട്ട് ഇറ്റ്? മനസ്സിലായോ? ഗോട്ട് ഇറ്റ്? നേരെ മറിച്ച് ഇവിടെ ഇപ്പോൾ CH3 ആയിരുന്നെങ്കിലോ, CCl3ക്ക് പകരം അവിടെ CH3 ആയിരുന്നെങ്കിൽ മര്യാദയ്ക്ക് ഇവിടെ വന്ന് അറ്റാക്ക് ചെയ്തേനെ. കാര്യം ഇവിടെയാണ് കൂടുതൽ പാർഷ്യൽ പോസിറ്റീവ് ചാർജ് ക്യാരക്ടർ ഉണ്ടാവുക. H2Oന് ഇവിടെ വന്ന് അറ്റാക്ക് ചെയ്യാനേ തോന്നുള്ളൂ. കാര്യം CH3 ഈസ് ആൻ ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ്. അപ്പോൾ പോസിറ്റീവ് ചാർജ് ക്യാരക്ടർ കൂടുതൽ ഇവിടെ ആയിരിക്കും. മനസ്സിലായോ മക്കളെ? ഗോട്ട് ഇറ്റ്? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. അപ്പോൾ ബേസിക്കലി ഇതിൽ ആൻസർ വരുന്നത് എവിടെയാണ്? ഇതിൽ ആൻസർ വരുന്നത് B ആണ് അല്ലേ. B വിൽ ബി ദി ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. എല്ലാവരും നോക്ക്. ഈ ഒരു പെർട്ടിക്കുലർ കോമ്പൗണ്ട് ഇസ് ട്രീറ്റഡ് വിത്ത് സിങ്ക് ഡസ്റ്റ്. ബേസിക്കലി ഇതൊരു വിസിനൽ ഡൈഹാലൈഡ് ആണ്, വിസിനൽ ഡൈബ്രോമൈഡ് ആണ്. സിങ്ക് ഡസ്റ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യുമ്പോൾ ബേസിക്കലി നിങ്ങൾക്കറിയാം രണ്ട് ബ്രോമിനെയും തട്ടിയെടുത്തുകൊണ്ട് പോകും. ആൽക്കീൻ ആണ് പ്രോഡക്റ്റ്. പക്ഷേ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, ആൽക്കീൻ എന്ന് പറയുമ്പോൾ വേണമെങ്കിൽ അത് സിസ് പ്രോഡക്റ്റ് ആവാം, ട്രാൻസ് പ്രോഡക്റ്റ് ആവാം. അപ്പോൾ ബേസിക്കലി അത് സിസ് ആണോ ട്രാൻസ് ആണോ എന്ന് അറിയാനായിട്ട് നിങ്ങൾ അതിൻ്റെ കോൺഫോർമേഷൻ നോക്കണം. നമ്മൾ ഈ കോമ്പൗണ്ടിനെ കാണുന്നത് ഇത് ബേസിക്കലി ഫിസ്ചർ പ്രൊജക്ഷൻ ആണല്ലോ. ദിസ് ഇസ് ദ ഫിസ്ചർ പ്രൊജക്ഷൻ. ഫിസ്ചർ പ്രൊജക്ഷൻ ശരിക്കും പറഞ്ഞാൽ എങ്ങനെയാണ് മക്കളെ? ഫിസ്ചർ പ്രൊജക്ഷൻ എന്ന് വെച്ചാൽ ശരിക്കും പറഞ്ഞാൽ എല്ലാവർക്കും അറിയാലോ, ഹൊറിസോണ്ടൽ ഗ്രൂപ്പ്സ് ആർ ഫേസിങ് ടുവേർഡ്സ് യു ആൻഡ് vertical groups are facing away from you. അതാണ് ഫിസ്ചർ പ്രൊജക്ഷൻ. അല്ലേ മക്കളെ? അതാണ് ഫിസ്ചർ പ്രൊജക്ഷൻ. അപ്പം ഞാൻ ബേസിക്കലി ഇതിനെ സോഹോഴ്സിൽ വരയ്ക്കുകയാണ്. ഒന്നുമില്ല, ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇങ്ങനെയൊന്നും നിങ്ങൾ ചെയ്യണമെന്നില്ല, നിങ്ങൾക്ക് മനസ്സിൽ തന്നെ ചെയ്യാം. പക്ഷേ അറിയാത്ത മക്കൾക്കൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ വേണ്ടിയിട്ട് ഇത് സോഹോഴ്സിൽ വരയ്ക്കുമ്പോൾ ബ്രോമിൻ ഇവിടെ,
ഈ പി എച്ചും ഈ എച്ചും ഞാൻ വരയ്ക്കുകയാണ്. ഈ പി എച്ച് ഇവിടെ വരും, ഈ എച്ച് ഇവിടെ വരും. അതേപോലെ ബാക്കിൽ ഇവിടെ എച്ച്, ഇവിടെ ബ്രോമിൻ, ഇവിടെ പി എച്ച്. ഇങ്ങനെയാണ് സോഹോഴ്സ് വരയ്ക്കുമ്പോൾ കിട്ടുന്നത്. പക്ഷേ നമുക്കറിയാം ഇവിടെ ആൻറ്റി എലിമിനേഷനാണ് സംഭവിക്കുന്നത്. ആൻറ്റി എലിമിനേഷൻ്റെ പ്രത്യേകത എന്താ? നമുക്കറിയാം ആരൊക്കെയാണ് എലിമിനേറ്റ് ചെയ്യാൻ പോകുന്നത്. ഈ ബ്രോമിനെയാണ് എലിമിനേറ്റ് ചെയ്യാൻ പോകുന്നത്. ഈ സിങ്ക് വെച്ച് എലിമിനേറ്റ് ചെയ്യുമ്പോൾ ഇറ്റ്സ് ആൻറ്റി എലിമിനേഷൻ. അതായത് ഒരു ബ്രോമിൻ ഇങ്ങനെയാണെങ്കിൽ മറ്റേ ബ്രോമിൻ നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് നിൽക്കണം. ഒരു ബ്രോമിൻ ഇങ്ങനെയാണെങ്കിൽ മറ്റേ ബ്രോമിൻ നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് നിൽക്കണം. എന്നാൽ മാത്രമാണ് പ്രോപ്പർ എലിമിനേഷൻ നടക്കുള്ളൂ. സോ ബേസിക്കലി ഞാൻ എന്ത് ചെയ്യുന്നു വെച്ചാൽ ഈ ഒരു ബോണ്ടിനെ ജസ്റ്റ് ഒന്ന് റൊട്ടേറ്റ് ചെയ്യും. റൊട്ടേറ്റ് ചെയ്യാന്ന് വെച്ചാൽ ഞാൻ റൊട്ടേറ്റ് ചെയ്യണ്ട, മോളിക്യൂള് തന്നെ തനിയെ റൊട്ടേറ്റ് ചെയ്യും. അങ്ങനെ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഈ ബ്രോമിൻ നേരെ മേളിലേക്ക് വരും, ഈ എച്ച് ഈ സൈഡിലേക്ക് വരും, പി എച്ച് കുറച്ച് ഈ സൈഡിലേക്ക് പോകും. എൻ്റെ പദ്ധതി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബ്രോമിൻ്റെ നേരെ ഓപ്പോസിറ്റ് മറ്റേ ബ്രോമിനെ വരുത്തണം, അല്ലേ? ഈ ബ്രോമിൻ്റെ നേരെ ഓപ്പോസിറ്റ് മറ്റേ ബ്രോമിനെ വരുത്തണം. അപ്പം അങ്ങനെ വരുത്തുമ്പോൾ നമുക്ക് സോഹോഴ്സ് പ്രൊജക്ഷൻ ഇങ്ങനെ കിട്ടും. സോഹോഴ്സ് പ്രൊജക്ഷൻ എല്ലാവരും നോക്കിക്കേ. ഇവിടെ ബ്രോമിൻ വരും, നേരെ വന്ന് മറ്റേ ബ്രോമിൻ്റെ നേരെ ഇവിടെ വന്നു. ഈ ഹൈഡ്രജനെ റൊട്ടേറ്റ് ചെയ്ത് ഈ പൊസിഷനിൽ വരുത്തും, അതായത് ഇവിടെ വരുത്തും. ഈ പി എച്ച് ഈ ഒരു പൊസിഷനിൽ വരും, അതായത് ഇവിടെ വരും. ഓക്കെ, പിന്നെ ഈ പി എച്ചും ഈ എച്ചും അവിടെ തന്നെ നിൽക്കും. അവിടെ തന്നെ നിൽക്കും. ഇനി സിങ്ക് വെച്ച് ട്രീറ്റ് ചെയ്യുമ്പോൾ ഈ ബ്രോമിനും പോവും. നടുക്കൊരു ഡബിൾ ബോണ്ട് വരും. അപ്പോൾ ബേസിക്കലി ഇവിടെ ഒരു ഡബിൾ ബോണ്ട് വരും, അല്ലേ? അങ്ങനെ ഡബിൾ ബോണ്ട് വരുമ്പോൾ നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയേ മക്കളെ, സൂക്ഷിച്ച് നോക്കിയേ ഈ മോളിക്യൂളിനെ, ഈ ഹൈഡ്രജനും ഈ പി എച്ചും സെയിം സൈഡ്, ഈ പി എച്ചും ഈ ഹൈഡ്രജനും സെയിം സൈഡ്, നടുക്കൊരു ഡബിൾ ബോണ്ട് ഇവിടെ വരും. സോ ബേസിക്കലി നമുക്ക് കിട്ടാൻ പോകുന്ന ആൽക്കീൻ്റെ സ്ട്രക്ചർ ഇങ്ങനെയായിരിക്കും. ഞാൻ സോഹോഴ്സ് വെച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. ഒറ്റ കാര്യം ഓർത്താൽ മതി, സിങ്ക് എന്ന് വെച്ചാൽ ആൻറ്റി എലിമിനേഷൻ ആണ്. അപ്പോൾ വിസിനൽ ഡൈഹാലൈഡ്സിൽ ഏതൊക്കെ രണ്ട് ഹാലജനാണ് പോണത്, അവന്മാർ ഓപ്പോസിറ്റ് പൊസിഷനിലേക്ക്, ആൻറ്റി പെരിപ്ലെയിനാർ എന്നൊക്കെ പറയും അതിനെ, ആ പൊസിഷനിൽ നിൽക്കണം. അതായത് ഒരുത്തൻ താഴ്ത്തോട്ടാണെങ്കിൽ മറ്റവൻ നേരെ മേളിലേക്ക് നിൽക്കണം. അപ്പോൾ അത് വരുത്താനായിട്ട് നമ്മൾ ആ മോളിക്യൂളിനെ ഒന്ന് റൊട്ടേറ്റ് ചെയ്യണം. റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടേ നിങ്ങൾ റിയാക്ഷൻ നടത്താൻ പാടുള്ളൂ. അപ്പോൾ നിങ്ങൾ ചോദിക്കും, സാർ അപ്പോൾ മോളിക്യൂൾ ശരിക്കും റൊട്ടേറ്റ് ചെയ്യും. ശരിക്കും ഈ റിയാക്ഷൻ നടക്കാൻ വേണ്ടി ആ സിഗ്മ ബോണ്ട് ഉണ്ടല്ലോ, ഈ കാർബൺ സിഗ്മ ബോണ്ട് ചെറുതായിട്ടൊന്ന് റൊട്ടേറ്റ് ചെയ്യും. എന്നാൽ മാത്രമാണ് പ്രോപ്പറായിട്ട് എലിമിനേഷൻ നടക്കുക. മനസ്സിലാവുന്നുണ്ടോ കുട്ടന്മാരെ? മനസ്സിലാവുന്നുണ്ടോ മക്കളെ? സോ ബേസിക്കലി ഇവിടെ ആൻസർ എന്താ വരിക? പി എച്ച് ഇൻ ട്രാൻസ്പൊസിഷൻസ് ആൻസർ വിൽ ബി ബി ആയിരിക്കും ആൻസർ ആയിട്ട് വരിക. ഓക്കേടാ കുട്ടന്മാരെ? ഫൈൻ. അപ്പോൾ നോട്ട് ചെയ്യേണ്ട പോയിന്റ്സ് ഓർക്കുക. വിസിനൽ ഡൈബ്രോമൈഡ്സ് അല്ലെങ്കിൽ ഡൈഹാലൈഡ്സ് സിങ്കായിട്ട് ട്രീറ്റ് ചെയ്യുമ്പോൾ ആൻറ്റി എലിമിനേഷൻ ആണ്. ആൻറ്റി എലിമിനേഷൻ ആവാൻ വേണ്ടിയിട്ട് നമ്മൾ ഓൾറെഡി തന്ന ഡയഗ്രത്തിൽ ചിലപ്പോൾ ആൻറ്റി പൊസിഷനിലായിരിക്കില്ല. അപ്പോൾ ഇത് നമ്മുടെ ടാസ്ക്കാണ് ആൻറ്റി ആക്കാനുള്ളത്. ആൻറ്റി ആക്കിയിട്ട് വേണം റിയാക്ഷൻ നടത്താനായിട്ട്. അപ്പോൾ സ്റ്റെപ്പുകൾ, ആ സ്ട്രക്ചർ നിങ്ങളുടെ മനസ്സിൽ വേണം. ഒരു പ്രോബ്ലത്തിനെ എങ്ങനെ ബ്രേക്ക് ഡൗൺ ചെയ്ത് സോൾവ് ചെയ്യാം, എന്തൊക്കെയാണ് കാര്യങ്ങൾ ഓർക്കേണ്ടത് എന്നുള്ളത് നിങ്ങളുടെ മനസ്സിൽ വേണം. സാർ ഇപ്പോൾ ഓർത്ത പോലെ തന്നെ നിങ്ങൾ ഓർക്കണം. ഓക്കെ, നെക്സ്റ്റ്, ലോവർ വേപ്പർ പ്രഷർ ഇസ് എക്സേർട്ടഡ് ബൈ. മക്കളെ നമുക്കറിയാം വി പി ഇസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഇന്റർമോളിക്കുലർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ. അല്ലെ, വേപ്പർ പ്രഷർ എന്ന് വെച്ചാൽ എന്താ? പ്രഷർ എക്സേർട്ടഡ് ബൈ ദ വേപ്പർ പാർട്ടിക്കിൾസ്. ഇപ്പം ഒരു ലിക്വിഡിൻ്റെ ഇന്റർമോളിക്കുലർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കൂടുതലാണെങ്കിൽ അതിൻ്റെ എമൗണ്ട് ഓഫ് വേപ്പർ കുറവായിരിക്കും. കാര്യം എന്താ? വേപ്പറിലേക്ക് പോകാൻ പറ്റില്ല, ഇന്റർമോളിക്കുലർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കൂടുതലാണ്. സോ ഇഫ് ഇന്റർമോളിക്കുലർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഇസ് മോർ, amount of vapor or amount of vaporization, evaporation is less. If evaporation is less, vapor pressure is less. കാര്യം the amount of vapor less ആയിരിക്കും. അപ്പോൾ ഇതിൽ ഏറ്റവും കൂടുതൽ ഇന്റർമോളിക്കുലർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ആർക്കായിരിക്കും? മെർക്യൂറിക്കായിരിക്കും. കാര്യം നിങ്ങൾ മെർക്യൂറിയെ കുറിച്ച് കേൾക്കുമ്പോൾ മെർക്യൂറി ഇസ് ആക്ച്വലി എ മെറ്റൽ, എന്നാലും ഇറ്റ് എക്സിസ്റ്റ് ഇൻ ലിക്വിഡ് സ്റ്റേറ്റ്. പക്ഷെ നിങ്ങൾ മെർക്യൂറി കണ്ടിട്ടുണ്ടാവും. മെർക്യൂറിയെ കുറിച്ച് ആലോചിക്കുമ്പോൾ തന്നെ മനസ്സിലാവും ഇറ്റ്സ് എ വെരി ടൈറ്റ്ലി ബൗണ്ട്. ഇന്റർമോളിക്കുലർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഭയങ്കര കൂടുതലായിരിക്കും.
കുറച്ചെങ്കിലും മെറ്റാലിക് ബോണ്ടിങ് അവിടെ ഉണ്ടാവുമല്ലോ മെർക്യൂരിക്ക്. മെറ്റാലിക് ബോണ്ടിങ് ഈസ് സ്ട്രോങ്ങർ ദാൻ അതർ നോർമൽ ഇന്റർമോളിക്കുലർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻസ്. ഓക്കെ മക്കളെ, ഫൈൻ. സോ ഇന്റർമോളിക്കുലർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻസ് ഏറ്റവും കൂടുതലുള്ള മെർക്യൂരിക്കാണ്. അതുകൊണ്ട് തന്നെ വേപ്പർ പ്രഷർ ഏറ്റവും കുറവ് മെർക്യൂരിക്കായിരിക്കും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. To a mixture containing pieces of zinc, copper and silver, 1 molar H2SO4 was added. H2 gas was found to be evolved. Which of the metals or metals do you think have reacted? Basically, H2SO4 zinc, copper and silver ഉണ്ട്. അതിലേക്ക് H2SO4 ഇടുകയാണ്. ഇതിൽ ഏതവനാണ് H2SO4 ആയിട്ട് റിയാക്ട് ചെയ്യാൻ പോണത്? H2SO4 ആയിട്ട് റിയാക്ട് ചെയ്യാൻ പോണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ ആ ഹൈഡ്രജനെ റീപ്ലേസ് ചെയ്യാൻ പോണത് ആരാണ്? അതിൽ ഹൈഡ്രജനെ റീപ്ലേസ് ചെയ്യാൻ പോകുന്നത് ആരാണ്? ഹൈഡ്രജനെ ആസിഡ്സിൽ നിന്ന് റീപ്ലേസ് ചെയ്യണമെങ്കിൽ ഓൺലി റിയാക്റ്റീവ് മെറ്റൽസ് ക്യാൻ ഡു. ഇലക്ട്രോകെമിക്കൽ സീരീസിൽ ഹൈഡ്രജനയിലും മേളിൽ നിൽക്കുന്ന ആൾക്കാർ, അതായത് ബേസിക്കലി റിഡക്ഷൻ പൊട്ടൻഷ്യൽസ് നെഗറ്റീവ് ആയിട്ടുള്ള ആൾക്കാർ. ഹൈഡ്രജന്റെ റിഡക്ഷൻ പൊട്ടൻഷ്യൽ 0 ആണല്ലോ. റിഡക്ഷൻ പൊട്ടൻഷ്യൽസ് നെഗറ്റീവായിട്ട് നിൽക്കുന്ന ആൾക്കാരാണ് ഹൈഡ്രജനെ ആസിഡ്സിൽ നിന്ന് റീപ്ലേസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഓക്സിഡേഷൻ പൊട്ടൻഷ്യൽ ഓഫ് സിങ്ക് തന്നിട്ടുണ്ട് +0.76. അപ്പോൾ റിഡക്ഷൻ പൊട്ടൻഷ്യൽ എത്രയാണ്? മക്കളെ? -0.76. അവിടെ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും സിങ്കിന് ഹൈഡ്രജനെ റീപ്ലേസ് ചെയ്യാൻ പറ്റും. കോപ്പറിന് പറ്റുമോ? ഇല്ല, റിഡക്ഷൻ പൊട്ടൻഷ്യൽ പോസിറ്റീവാണ്. സിൽവറിന് പറ്റുമോ? ഇല്ല, റിഡക്ഷൻ പൊട്ടൻഷ്യൽ പോസിറ്റീവാണ്. ഇങ്ങനെ ആലോചിച്ചാൽ മതി. ഹൈഡ്രജനെ റീപ്ലേസ് ചെയ്യണമെങ്കിൽ the reduction potential should be negative. റിഡക്ഷൻ പൊട്ടൻഷ്യൽ പോസിറ്റീവ് ആണെങ്കിൽ പറ്റില്ല, റിഡക്ഷൻ പൊട്ടൻഷ്യൽ നെഗറ്റീവ് ആണെങ്കിൽ പറ്റും. ഓക്കെ മക്കളെ, സോ ബേസിക്കലി ഓൺലി സിങ്ക് ക്യാൻ ഡു ഇറ്റ്. സിങ്കിന് മാത്രമേ പറ്റുള്ളൂ. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. വിച്ച് ഗ്രാഫ് കറക്റ്റ്ലി കോറിലേറ്റ്സ് ഇ സെൽ ആസ് എ ഫംഗ്ഷൻ ഓഫ് കോൺസെൻട്രേഷൻ ഫോർ ദ സെൽ? അതായത് ബേസിക്കലി ഇ സെൽ y ആക്സിസിലും എക്സ് ആക്സിസിൽ log ഓഫ് Zn2+/Ag+² അതായത് ബേസിക്കലി എല്ലാവരും നോക്കിയേ, y ആക്സിസിൽ ഇ സെല്ലും EMF ഓഫ് ദ സെല്ലും എക്സ് ആക്സിസിൽ ഈ ടേമും വരണം. വിച്ച് ഓഫ് ദ ഗ്രാഫ്സ് കറക്റ്റ്ലി റെപ്രസെൻറ്റ്സ് ഇറ്റ്? മക്കളെ ഇത് വളരെ സിമ്പിളാണ്. നേൺസ്റ്റ് ഇക്വേഷൻ നോക്കുകയാണെങ്കിൽ നേൺസ്റ്റ് ഇക്വേഷൻ സേസ് ഇ സെൽ ഇസ് ഈക്വൽ ടു E0 ഓഫ് സെൽ -2.303 RT by NF logarithm of reaction quotient. ഈ പെർട്ടിക്കുലർ റിയാക്ഷൻ്റെ റിയാക്ഷൻ കോഷ്യൻ്റ് എന്താ? Zn2+/Ag+² Zn2 concentration by Ag+² by Ag+² അല്ലേ മക്കളെ? സോ ബേസിക്കലി ഇത് നമ്മൾ സ്ട്രെയിറ്റ് ലൈൻ ഇക്വേഷൻ ആയിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ y is equal to C plus mx. C എന്തായിരിക്കും? C will be equal to E0 of cell. m എന്തായിരിക്കും? സ്ലോപ്പ് എന്തായിരിക്കും? -2.303 RT by NF. x എന്താണ്? x ബേസിക്കലി ഇവൻ, അത് ക്വസ്റ്റനിൽ തന്നിട്ടുണ്ടല്ലോ. ഇവനെ x ആയിട്ട് എടുക്കണം, ഇവനെ y ആയിട്ട് എടുക്കണം. അപ്പോൾ ബേസിക്കലി സ്ലോപ്പ് എന്താണ്? -2.303 RT by NF. അത് നെഗറ്റീവ് സ്ലോപ്പ് അല്ലേ? ഇറ്റ്സ് എ സ്ട്രെയിറ്റ് ലൈൻ ഇക്വേഷൻ വിത്ത് എ നെഗറ്റീവ് സ്ലോപ്പ്. അപ്പോൾ ബേസിക്കലി ഇതിൽ ഏതാണ് കറക്റ്റ് ആൻസർ? ആൻസർ വരാൻ പോകുന്നത് ബി ആണ്. നോക്കിയേ, y ഇൻ്റർസെപ്റ്റ് 1.56 ആണ്. കാര്യം നമുക്കറിയാം y ഇൻ്റർസെപ്റ്റ് വരുന്നത് E0 ഓഫ് സെല്ലാണ്. E0 ഓഫ് സെല്ലിൻ്റെ വാല്യൂ ഇവർ തന്നിട്ടുണ്ട് 1.56. അതുകൊണ്ടാണ് ഇവിടെ 1.56 വാല്യൂ വരുന്നത്. മനസ്സിലായോ കുട്ടന്മാരെ? ഇസ് ദാറ്റ് ക്ലിയർ മൈ ഡിയർ ചാമ്പ്യൻസ്? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. When 12,000 coulombs of electricity is passed through the electrolyte, 3 grams of a metal of atomic mass 96.5 grams per mole is deposited. The electrovalency of the metal cation in the electrolyte is. Electrovalency എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് എന്തോ വലിയ ആന കാര്യമാണെന്ന്. ബട്ട് ദേ ആർ ആസ്കിങ് ഫോർ ദി എൻ ഫാക്ടർ. എൻ ഫാക്ടർ ആണ് ബേസിക്കലി ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം ഫാരഡേസ് ഫസ്റ്റ് ലോ വെച്ചിട്ട് W is equal to E by F into Q. W is equal to E by F into Q. E എന്ന് വെച്ചാൽ ഇക്വലന്റ് മാസ് ആണ്. ഇക്വലന്റ് മാസിനെ നമുക്ക് മോളിക്കുലർ മാസ് ഓർ മോളാർ മാസ് ഡിവൈഡഡ് ബൈ എൻ ഫാക്ടർ എന്ന് ഇടാമല്ലോ. മോളാർ മാസ് ഡിവൈഡഡ് ബൈ എൻ ഫാക്ടർ ഇൻറ്റു ഫാരഡേസ് കോൺസ്റ്റന്റ് മൾട്ടിപ്ലൈഡ് ബൈ Q.
അപ്പോൾ ഇതിലെ n factor ആണ് നമുക്ക് കാണേണ്ടത്. n factor ആണ് കാണേണ്ടത്. n factor is equal to molar mass into Q divided by weight into Faraday's constant. Molar mass എത്രയാണ് 96.5 into Q എത്രയാണ് മക്കളെ 12,000 divided by weight എത്രയാണ് 3 into Faraday's constant എത്രയാണ് 96500 അല്ലേ മക്കളെ. സോ ബേസിക്കലി ഇത് കട്ടായി 1000 വരും, ഇത് കട്ടായി 12 വരും, അവസാനം 4 വരും. n factor is equal to 4. ഓക്കെ മക്കളെ, ഫൈൻ. മെറ്റൽ ആയതുകൊണ്ട് +4 ആയിരിക്കും. ഓക്കെ, n factor 4 എന്ന് വെച്ചാൽ മെറ്റൽ ആയതുകൊണ്ട് +4 ആയിരിക്കും. കാര്യം മെറ്റൽ കാറ്റയോൺസ് അല്ലേ ഫോം ചെയ്യാറ് അല്ലേ. സോ ബേസിക്കലി +4 വുഡ് ബി ദി ആൻസർ. ഓക്കെ മക്കളെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വേപ്പർ പ്രഷർ ഓഫ് വാട്ടർ, അസേർഷൻ റീസണിങ് ക്വസ്റ്റ്യൻ ആണ്. വേപ്പർ പ്രഷർ ഓഫ് വാട്ടർ ഇസ് ലെസ് ദാൻ 1.013 ബാർ അറ്റ് 373 കെൽവിൻ. അതെപ്പിടി, അത് തപ്പ് താനേ. 373 കെൽവിൻ എന്ന് വെച്ചാൽ ബോയിലിംഗ് പോയിന്റ് ഓഫ് വാട്ടർ. ബോയിലിംഗ് പോയിന്റ് ഓഫ് എനി ലിക്വിഡിൽ ആ ലിക്വിഡിന്റെ വേപ്പർ പ്രഷർ വിൽ ബി ഈക്വൽ ടു അറ്റ്മോസ്ഫിയറിക് പ്രഷർ. ബോയിലിംഗ് പോയിന്റ് എത്തുമ്പോൾ ഒരു ലിക്വിഡിന്റെ വേപ്പർ പ്രഷർ അറ്റ്മോസ്ഫിയറിക് പ്രഷർ എത്തും. അപ്പോൾ അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്താ 1.013 ബാർ അല്ലേ. അപ്പോൾ 373 കെൽവിനിൽ വാട്ടറിന്റെ വേപ്പർ പ്രഷർ ഇസ് 1.013 ബാർ. ഓക്കെ മക്കളെ, ഫൈൻ. സോ ബേസിക്കലി അസേർഷൻ തന്നെ തെറ്റാണ്. മക്കളെ, അസേർഷൻ തെറ്റാണ്. റീസൺ നോക്കാം. Water boils at 373 Kelvin as a vapor pressure at this temperature becomes equal to atmospheric pressure. അത് കറക്റ്റാ. അതാണല്ലോ ബോയിലിംഗ് പോയിന്റിന്റെ ഡെഫിനേഷൻ. Boiling point is a temperature at which vapor pressure of the liquid becomes equal to atmospheric pressure. That definition adu thanneyanallo. So assertion is false, reason is true. Option D aanu answer. Okay makkale. Good. Next question nokam. ഒരു ആൽക്കീൻ തന്നിട്ടുണ്ട്, ഓസ്മിയം ടെട്രോക്സൈഡ് വെച്ചിട്ട് റിയാക്ട് ചെയ്യുന്നു. ഓസ്മിയം ടെട്രോക്സൈഡ് എന്ന് വെച്ചാൽ ബേസിക്കലി വിസിനൽ ഡയോൾ ഫോം ചെയ്യും. ഓക്കെ, വിസിനൽ ഡയോൾ, അതും സിൻ അഡീഷൻ ആയിരിക്കും. സോ ബേസിക്കലി നമുക്ക് എയുടെ സ്ട്രക്ചർ വരാൻ പോകുന്നത് എല്ലാവരും നോക്കിക്കേ. എയുടെ സ്ട്രക്ചർ വരാൻ പോകുന്നത് ഇങ്ങനെയാണ്. ഇങ്ങനെയാണ്. OH ആൻഡ് OH, രണ്ട് OHും സെയിം സൈഡിലായിരിക്കും. സിൻ അഡീഷൻ ആയിരിക്കും ഓസ്മിയം ടെട്രോക്സൈഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ OH വന്നു. അത് കഴിഞ്ഞിട്ട് ഇറ്റ് ഇസ് ട്രീറ്റഡ് വിത്ത് കോൺസെൻട്രേറ്റഡ് H2SO4. മക്കളെ, ഇങ്ങനെ വിസിനൽ ഡയോൾ ഉണ്ടെങ്കിൽ, ഇഫ് വിസിനൽ ഡയോൾ ഇസ് പ്രസന്റ് ആൻഡ് ഇറ്റ് ഇസ് ട്രീറ്റഡ് വിത്ത് ആൻ ആസിഡ്, ശ്രദ്ധിക്കുക കേട്ടോ. ഇഫ് വിസിനൽ ഡയോൾ ഇസ് പ്രസന്റ് ആൻഡ് ഇറ്റ് ഇസ് ട്രീറ്റഡ് വിത്ത് ആസിഡ്, നമുക്ക് വരാൻ പോകുന്ന റിയാക്ഷൻ ഇസ് കോൾഡ് ആസ് പിനോക്കോൾ റീഅറേഞ്ച്മെന്റ്, അല്ലെങ്കിൽ സിമ്പിളായിട്ട് പിനോക്കോൾ റീഅറേഞ്ച്മെന്റ് എന്ന് പറയാം അതിന്. പിനോക്കോൾ റീഅറേഞ്ച്മെന്റ് ഒന്നുമില്ല, സാറ് പറഞ്ഞു തരാം എന്താ നടക്കാൻ പോണേന്ന്. ആ റിയാക്ഷൻ്റെ പേര് തന്നെ ഉണ്ട്, പിനോക്കോൾ റീഅറേഞ്ച്മെന്റ്, അല്ലെങ്കിൽ സിംപ്ലി പിനോക്കോൾ റീഅറേഞ്ച്മെന്റ്. എന്താ നടക്കാൻ പോണേന്ന് വെച്ച് കഴിഞ്ഞാൽ സാർ ഇവിടെ എഴുതി കാണിച്ചു തരാം, ശ്രദ്ധിക്കുക കേട്ടോ. ഇപ്പോൾ നമുക്കുള്ള കോമ്പൗണ്ട് എന്ന് പറയുന്നത് ഇതാണ്, നമ്മുടെ കയ്യിലിരിക്കുന്ന കോമ്പൗണ്ട് ഇതാണ്. വെൻ എ വിസിനൽ ഡയോൾ ഇസ് ട്രീറ്റഡ് വിത്ത് ആൻ ആസിഡ്, H+നെ OHനെ കണ്ടാൽ പിന്നെ സന്തോഷം വരും. H+ നേരെ പോയിട്ട് OHനെ അറ്റാക്ക് ചെയ്യും. അങ്ങനെ OHനെ അറ്റാക്ക് ചെയ്യുമ്പോൾ നമുക്കറിയാം പ്രോട്ടോണേറ്റഡ് ആവും. OH പ്രോട്ടോണേറ്റഡ് ആയിട്ട് OH2+ ആവും. അങ്ങനെ OH2+ വന്നു കഴിഞ്ഞാൽ പിന്നെ അത് അവിടെ നിൽക്കൂല. പിന്നെ അവൻ എന്ത് ചെയ്യും, ബാഗും പെട്ടിയും കിടക്കെടുത്ത് പോകും. ബിക്കോസ് ഇറ്റ് ഇസ് എ വെരി ഗുഡ് ലീവിങ് ഗ്രൂപ്പ് അല്ലേ. അപ്പോൾ ഈ രണ്ട് ഇലക്ട്രോണിനെയും അടിച്ചുകൊണ്ട് അവൻ അങ്ങോട്ട് പോകും. അപ്പോൾ നമുക്ക് കിട്ടാൻ പോകുന്ന കാർബോ കാറ്റയോൺ എന്താണ്? നമുക്ക് കിട്ടാൻ പോകുന്ന കാർബോ കാറ്റയോൺ വിൽ ബി ദിസ്. ഓക്കെ, ഗോട്ട് ഇറ്റ്. ഇനി നടക്കാൻ പോകുന്ന കാര്യം ശ്രദ്ധിക്കുക. അടുത്ത സ്റ്റെപ്പിൽ we have to try and make this positive charge reach this carbon. അങ്ങനെ ഒരു റീഅറേഞ്ച്മെന്റ് അവിടെ നടക്കും. ഈ പോസിറ്റീവ് ചാർജ് എങ്ങനെയെങ്കിലും ഈ കാർബണിൻ്റെ അടുത്തേക്ക് കൊണ്ടുവരണം. അപ്പം നിങ്ങൾ ആലോചിക്കും, സാർ അതെന്തിനാ അങ്ങനെ കൊണ്ടുവരുന്നത്? ഇനിയിപ്പോൾ അങ്ങനെ കൊണ്ടുവരണമാണെങ്കിൽ തന്നെ എങ്ങനെ അങ്ങനെ കൊണ്ടുവരാന്നുള്ളത് ആദ്യം കാണാം. ബേസിക്കലി ഒന്നുമില്ല, ഈ രണ്ട് ഇലക്ട്രോണിനെ ഈ ബോണ്ട് ബ്രേക്ക് ചെയ്ത് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും. ബേസിക്കലി റിംഗ് എക്സ്പാൻഷൻ പോലെ സംഭവിക്കും.
അതായത് ഈ ബോണ്ട് നേരെ ഇവിടെ വന്ന് ഷിഫ്റ്റ് ചെയ്യും. ഓക്കെ, അതായത് ഈ കാർബണായിട്ട് ആ ബോണ്ട് ബ്രേക്ക് ആവും, ഈ കാർബണായിട്ട് ആ ബോണ്ട് ബ്രേക്ക് ആവും. സോ ബേസിക്കലി നമുക്ക് കിട്ടാൻ പോകുന്ന എന്താണ്, ആ സൈക്ലോബ്യൂട്ടൈൽ റിംഗ് അങ്ങനെയുണ്ട്. പിന്നെ വരാൻ പോകുന്നത് എല്ലാവരും നോക്കിക്കേ, 1 2 3 4 5. It will be a cyclopentyl ring. ആ സൈക്ലോപെൻറ്റൈൽ റിങ്ങിൻ്റെ ഇവിടെ ഒരു OH ഉണ്ട്, ഇവിടെ ഒരു പോസിറ്റീവ് ചാർജും വരും. എല്ലാവരും ശ്രദ്ധിച്ചേ മക്കളെ, എന്താ നടന്നത്? ഈ പെർട്ടിക്കുലർ ബോണ്ട് ഉണ്ടല്ലോ, അതിൽ ഈ 2 ഇലക്ട്രോണും പൊട്ടി നേരെ ഇങ്ങോട്ട് വരും. അപ്പോൾ ഇവിടെ കാർബോകാറ്റയോൺ വരും. അതായത് നമ്മുടെ ടാർഗറ്റ് എന്താണ്? ഈ OHനോട് അറ്റാച്ച് ആയിട്ടുള്ള കാർബണ് പോസിറ്റീവ് ചാർജ് വരും. അപ്പോൾ നിങ്ങൾ സാർ അങ്ങനെ എന്തിനാ പോസിറ്റീവ് ചാർജ് വരുത്തണത്? അങ്ങനെ പോസിറ്റീവ് ചാർജ് വന്നാൽ എന്താ ഗുണം എന്ന് വെച്ചാൽ, ദിസ് പോസിറ്റീവ് ചാർജ് ഇസ് സ്റ്റെബിലൈസ്ഡ് ബൈ ദ ലോൺ പെയർ ഓൺ ഓക്സിജൻ. അങ്ങനെ വരുമ്പോൾ നമുക്ക് കിട്ടാൻ പോകുന്ന സ്ട്രക്ചർ വിൽ ബി ദിസ്. ഓക്കെ മക്കളെ, ഓക്കെ ആണോ മക്കളെ? സോ ബേസിക്കലി നമ്മുടെ ആൻസർ വരാൻ പോകുന്നത് ഏതാണ്? ഡി ആണ്. കേട്ടോ. ഇവിടെ സിൻ അഡീഷൻ വെച്ചിട്ട് വിസിനൽ ഡയോൾ ഫോം ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഈ പെർട്ടിക്കുലർ പ്രോഡക്റ്റ്, ഇതിനെയാണ് പിനോക്കോളോൺ റീഅറേഞ്ച്മെന്റ് എന്ന് പറയുന്നത്. ഒറ്റ കാര്യം ഓർത്താൽ മതി. ഇപ്പം ഞാൻ വേറൊരു എക്സാമ്പിൾ കാണിച്ചു തരാം. ഇതിൽ കുറേ എക്സാമ്പിൾസ് ഉണ്ട്. പിനോക്കോളോൺ റീഅറേഞ്ച്മെന്റിന് കുറേ എക്സാമ്പിൾസ് ഉണ്ട്. പെട്ടെന്ന് ഒരെണ്ണം വേറെ കാണിച്ചു തരാം. ഇപ്പോൾ CH3 OH CH3 ഇങ്ങനെ ഉണ്ടെന്ന് വിചാരിക്കാം. ഇത് ആസിഡായിട്ട് ട്രീറ്റ് ചെയ്യുമ്പോൾ ആദ്യം ഈ OHനെ അറ്റാക്ക് ചെയ്യും. അവിടെ കാർബോകാറ്റയോൺ വരും, അവിടെ കാർബോകാറ്റയോൺ വരും. അത് കഴിഞ്ഞ് നമ്മുടെ നെക്സ്റ്റ് ടാർഗറ്റ് എന്താ? ആ കാർബോകാറ്റയോണിനെ എങ്ങനെയെങ്കിലും ഈ കാർബണിലേക്ക് എത്തിക്കണം, OHന്റെ അടിയിലേക്ക് എത്തിക്കണം. അതിന് റീഅറേഞ്ച്മെന്റ് കിടക്കും. ഈ CH3 ഇങ്ങോട്ട് ഷിഫ്റ്റ് ആവും. അപ്പോൾ എന്ത് പറ്റും? നമുക്ക് CH3OH പ്ലസ് CH3. അത് കഴിഞ്ഞിട്ട് ഈ OHന്റെ ലോൺ പെയർ നേരെ താഴത്തോട്ട് വന്ന് ഈ H+നെ പുറത്തേക്ക് ചാടിച്ച് നമുക്ക് കിട്ടാൻ പോകുന്ന പ്രോഡക്റ്റ് ആണ് ഈ പെർട്ടിക്കുലർ പ്രോഡക്റ്റ്. സോ ബേസിക്കലി ഇതാണ് പിനോക്കോളോൺ റീഅറേഞ്ച്മെന്റ്. ഒരു വിസിനൽ ഡയോൾ ഉണ്ടെങ്കിൽ ആസിഡായിട്ട് ട്രീറ്റ് ചെയ്യുമ്പോൾ നടക്കുന്നതാണ് പിനോക്കോളോൺ റീഅറേഞ്ച്മെന്റ്. ഓക്കെ മക്കളെ, ഫൈൻ. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. Which one of the following compounds undergoes bromination of aromatic ring, electrophilic aromatic substitution? Bromination of the aromatic ring in the fastest rate. ഏറ്റവും ഫാസ്റ്റ് ആയിട്ട് എവിടെയാണ് നടക്കേണ്ടത് മക്കളെ? ഫാസ്റ്റ് ആയിട്ട് നടക്കണമെങ്കിൽ, പെട്ടെന്ന് നടക്കണമെങ്കിൽ the benzene ring should be activated. ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ആയിട്ട് ആക്ടിവേഷൻ നടക്കണം. അതായത് ഇലക്ട്രോൺസിനെ പുഷ് ചെയ്ത് കയറ്റണം ബെൻസീൻ റിങ്ങിൽ. അത് ബേസിക്കലി ഈ ഗ്രൂപ്പിന് പറ്റും. കാര്യം നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഈ കാർബണ് ഇവിടെ 2 ഹൈഡ്രജൻ ഉണ്ട്. അപ്പോൾ ഹൈപ്പർ കോൺജുഗേഷൻ വഴി നടത്താം, ഈ ബെൻസീൻ റിങ് ആക്ടിവേറ്റഡ് ആവും. നമുക്ക് ഓപ്ഷൻ ബി നോക്കാം. ഇവിടെ എന്തായാലും നടക്കും. കാര്യം ഈ ലോൺ പെയർ റെസണൻസ് വഴി ഈ ലോൺ പെയർ ബെൻസീൻ റിങ്ങിനെ, ആ നൈട്രജൻ ബെൻസീൻ റിങ്ങിനെ ആക്ടിവേറ്റ് ചെയ്യും. ഇവിടെ ഹൈപ്പർ കോൺജുഗേഷൻ വഴി ആക്ടിവേഷൻ നടക്കും. പക്ഷേ ഈ നൈട്രജൻ്റെ ലോൺ പെയർ ഇസ് നോട്ട് ഇൻവോൾവ്. കാര്യം അവിടെ കോൺജുഗേഷൻ ബ്രേക്ക് ആവുകയാണ്. ബെൻസീനായിട്ട് കോൺജുഗേറ്റഡ് അല്ല ഈ നൈട്രജൻ. പക്ഷേ ഹൈപ്പർ കോൺജുഗേഷൻ വഴി ബെൻസീൻ റിംഗ് ഇസ് ആക്ടിവേറ്റഡ്. ലാസ്റ്റ് വണ്ണിൽ ഡീആക്ടിവേഷൻ ആണ് സംഭവിക്കുന്നത്. ഇവിടെ നോക്കിയ C ഡബിൾ ബോണ്ട് O ഉണ്ട് അല്ലേ? അപ്പോൾ ബേസിക്കലി ഡീആക്ടിവേഷൻ, ബെൻസീൻ റിംഗിൽ നിന്ന് ഇലക്ട്രോൺസിനെ വലിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ബെൻസീനിലേക്ക് ഇലക്ട്രോൺസിനെ തള്ളുകയല്ല, ബെൻസീൻ റിംഗിൽ നിന്ന് ഇലക്ട്രോൺസിനെ വലിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒബ്വിയസ്ലി അവർ ചോദിച്ചിരിക്കുന്നത് ഏറ്റവും പെട്ടെന്ന് ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തണം. ഏറ്റവും പെട്ടെന്ന് ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തണമെങ്കിൽ ഏറ്റവും കൂടുതൽ ആക്ടിവേഷൻ നടക്കണം. ഏറ്റവും കൂടുതൽ ആക്ടിവേഷൻ ഇതിൽ നടക്കുന്നത് ബിയിലാണ്. കാര്യം ദ ബെൻസീൻ റിംഗ് ഇസ് ഗെറ്റിംഗ് ആക്ടിവേറ്റഡ് ബൈ റെസണൻസ് വഴി ബെൻസീനിലേക്ക് ഇലക്ട്രോൺസിനെ തള്ളുകയാണ് അല്ലേ? റെസണൻസ് വഴി ഇലക്ട്രോൺസിനെ തള്ളുകയാണ്. സോ ബേസിക്കലി ഓർത്തോ പാരാ പൊസിഷൻസ് വിൽ ബി വെരി മച്ച് ആക്ടിവേറ്റഡ്. ബി വിൽ ബി ദി ആൻസർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഈത്തൈൻ ഇൻ HOCl excess A
and propine in HOCl excess B. What will be the answer? എല്ലാവരും നോക്കുക മക്കളെ, HOCl എന്ന് പറയുമ്പോൾ തന്നെ HOCl എന്ന് പറയുമ്പോൾ തന്നെ HOCl is made up of OH minus and Cl plus. ഓക്കെ, അപ്പോൾ ഈത്തൈൻ്റെ കേസ് എടുക്കുകയാണ്. ഈത്തൈൻ്റെ കേസ് എടുക്കുകയാണ്. when it is treated with HOCl, when it is treated with HOCl, basically ഈ പൈ ബോണ്ട് ഓരോരുത്തന്നെ അങ്ങോട്ട് എടുക്കും, സിഎല്ലിനെ അങ്ങോട്ട് എടുക്കും, OH മൈനസ് ഇപ്പുറത്തൊന്ന് അറ്റാക്ക് ചെയ്യും അല്ലേ. സോ ബേസിക്കലി നമുക്ക് OH ഇവിടെ കിട്ടും, അതേപോലെ തന്നെ CHCl വരും ഇവിടെ. നെക്സ്റ്റ് അഗെയിൻ നമുക്ക് HOCl വരും, അഗെയിൻ അടുത്ത HOCl മോളിക്യൂൾ വരും. കാര്യം എക്സസിലല്ലേ, HOCl പിന്നെയും വരും. HOCl പിന്നെയും വരുമ്പോൾ ഈ പൈ ബോണ്ട് വീണ്ടും പോയിട്ട് ഈ CLനെ എടുക്കും. അപ്പോൾ നിങ്ങൾ ചോദിക്കും സർ എന്തുകൊണ്ടാണ്, വേണമെങ്കിൽ ഈ കാർബൺ അറ്റാക്ക് ചെയ്യുകയാണല്ലോ, അതായത് ഈ Cl പ്ലസ് ഈ കാർബണിലേക്ക് വരാൻ പറ്റുമോ, ഈ Cl പ്ലസ് ഈ കാർബണിലേക്ക് വരാൻ പറ്റുമോ, അതോ ഈ കാർബണിലേക്ക് പോകുമോ? ബേസിക്കലി നിങ്ങൾ ആലോചിച്ചാൽ മതി, OH minus will go to the carbocation containing carbon. കാര്യം OH മൈനസ് ന്യൂക്ലിയോഫൈല, കാർബോകാറ്റയോൺ വരാൻ പോകുന്നത് ഇവിടെയാണ്. കാര്യം ദാറ്റ് കാർബോകാറ്റയോൺ വിൽ ബി സ്റ്റെബിലൈസ്ഡ് ബൈ ദ റെസണൻസ് ഓവർ ഹിയർ. ഓക്സിജനിൽ നിന്നുള്ള റെസണൻസ് കാരണം കാർബോകാറ്റയോൺ ഇവിടെയാണ് വരാൻ പോകുന്നത്. അപ്പോൾ കാർബോകാറ്റയോൺ എവിടെയാണോ അവിടെയാണ് OH മൈനസ് പോകുക. സോ OH മൈനസ് ഇങ്ങോട്ട് പോകും, Cl പ്ലസ് ഈ കാർബണിലേക്ക് പോകും. സോ നമുക്ക് കിട്ടാൻ പോകുന്നത് CHOH, എല്ലാവരും നോക്കിക്കേ, CHOH സിംഗിൾ ബോണ്ട് CHCl2. മക്കളെ ജെമിനൽ ഡയോൾസ് എന്ന് വെച്ചാൽ when the same carbon has 2 OH are very unstable, ഭയങ്കര അൺസ്റ്റേബിൾ ആണ്. ഈ ആശാൻ ഭയങ്കര അൺസ്റ്റേബിളാണ്. അത് ഉടനടി എന്തായിട്ട് മാറും, ആൽഡിഹൈഡ് ആയിട്ട് മാറും. ഒരു വാട്ടർ മോളിക്യൂൾ ലൂസ് ചെയ്ത് ആൽഡിഹൈഡ് ആയിട്ട് മാറും. ഓക്കെ ഫൈൻ. സോ ബേസിക്കലി ഇവിടെ നമ്മൾ 2 HOCl ഓൾറെഡി യൂസ് ചെയ്ത് കഴിഞ്ഞു, പക്ഷെ നമുക്ക് HOCl എക്സസിലുണ്ട്. മക്കളെ HOCl is a very strong oxidizing agent. ഇതൊന്ന് ഓർത്ത് വെക്കുക മക്കളെ, HOCl is a very strong oxidizing agent. ആൽഡിഹൈഡ് ഗ്രൂപ്പിനെ വരെയും ഓക്സിഡൈസ് ചെയ്ത് കാർബോക്സിലിക് ആസിഡ് ആക്കാൻ കെൽപ്പുള്ളവരാണ് HOCl. ഇതൊന്ന് ഓർത്ത് വെക്കുക, ഒരു എക്സ്ട്രാ പോയിന്റ് പോലെ. HOCl is a very very strong oxidizing agent. മൈൽഡ് ഓക്സിഡൈസിങ് ഏജൻസ് ആയ ടോളൻസ് റിയേജന്റിനും ബെനഡിക്സിനും വരെയും, ടോളൻസ് ഫെലിങ്സ് ബെനഡിക്സിന് വരെയും ആൽഡിഹൈഡ്സിനെ ഓക്സിഡൈസ് ചെയ്യാം. അപ്പോൾ HOCl എന്ന സ്ട്രോങ് ഓക്സിഡൈസിങ് ഏജന്റ് എന്തായാലും ആൽഡിഹൈഡിനെ എന്തായാലും കാർബോക്സിലിക് ആസിഡ് ആക്കാൻ പറ്റും. സോ ബേസിക്കലി ഇവിടെ നടക്കാൻ പോകുന്നത് ഈ കാർബണിൽ ഗ്രൂപ്പിനെ, എല്ലാവരും നോക്കിയേ, ഈ പർട്ടിക്കുലർ കാർബണിൽ ഗ്രൂപ്പിനെ ഓക്സിഡൈസ് ചെയ്ത് കാർബോക്സിലിക് ആസിഡ് ആക്കും. ഓക്സിഡൈസ് ചെയ്ത് കാർബോക്സിലിക് ആസിഡ് ആക്കും. എന്തുകൊണ്ടാണ്? HOCl is a strong oxidizing agent. അത് ബേസിക്കലി നിങ്ങളൊന്ന് നോട്ട് ചെയ്യുക മക്കളെ, വളരെ വളരെ അധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, COOH. സോ CHCl2 COOH വരും. ഇനിയിപ്പോൾ ബിയിൽ എന്താ നടക്കാൻ പോകുന്നത്? ഇവിടെ എന്താണ് നടക്കാൻ പോകുന്നത്? ഇവിടെ ബേസിക്കലി സോ ആദ്യത്തെ പ്രോഡക്റ്റ് എന്താണ്? CHCl2 COOH. രണ്ടാമത്തെ പ്രോഡക്റ്റ് ബി എന്താണ്? ബേസിക്കലി എല്ലാവരും നോക്കിക്കേ, ഇതേപോലെ തന്നെ CH3COH ഡബിൾ ബോണ്ട് CHCl ഫോം ചെയ്യും ആദ്യത്തെ HOCl ആഡ് ചെയ്യുമ്പോൾ. അത് കഴിഞ്ഞ് രണ്ടാമത്തെ HOCl ആഡ് ചെയ്യുമ്പോൾ CH3COH OH CHCl2 ഫോം ചെയ്യും. ഉടനടി വാട്ടർ റിമൂവ് ചെയ്തിട്ട് നമുക്ക് എന്താ കിട്ടുക? CH3C ഡബിൾ ബോണ്ട് O CHCl2. പക്ഷെ കീറ്റോൺസിനെ ഫെർദർ ഓക്സിഡൈസ് ചെയ്യാൻ പറ്റില്ല. കീറ്റോൺസിനെ HOCl വിചാരിച്ചാൽ ഫെർദർ ഓക്സിഡൈസ് ചെയ്യാൻ പറ്റില്ല. കാര്യം നമ്മുടെ എക്സസ് HOCl ഉണ്ടെങ്കിലും ആദ്യത്തെ HOCl എന്ത് ചെയ്യും? ഇവിടെ OHും ഇവിടെ Clഉം കൊണ്ടുവരും അല്ലേ. കാര്യം ഇവിടെയാണ് കാർബോകാറ്റയോൺ ഫോർമേഷൻ നടക്കുക അല്ലേ, സ്റ്റേബിൾ കാർബോകാറ്റയോൺ ഇവിടെ വരും. അപ്പോൾ അവിടേക്ക് OH മൈനസ് പോകും, Cl പ്ലസ് ഇവിടേക്ക് പോകും. അത് കഴിയുമ്പോൾ നമുക്ക് ഈ പ്രോഡക്റ്റ് കിട്ടും. അത് കഴിഞ്ഞ് രണ്ടാമത്തെ HOCl ഇവിടുത്തെ കാർബണിലേക്ക് ഒരു OHനെയും കൂടി കൊണ്ടുവരും, മറ്റേടത്ത് ഒരു Clനെയും കൂടി കൊണ്ടുവരും. അത് കഴിഞ്ഞിട്ട് ജെമിനൽ ഡയോൾസ് അൺസ്റ്റേബിൾ ആണെന്നറിയാം.
ഉടനടി വാട്ടർ റിമൂവൽ വന്ന് കീറ്റോൺ ഫോം ചെയ്യും, നമുക്ക് ഈ പ്രോഡക്റ്റ് കിട്ടും. പക്ഷേ കീറ്റോൺസ് കനോട്ട് ബി ഫർദർ ഓക്സിഡൈസ്ഡ്. കാര്യം ആ കാർബണിൽ ഹൈഡ്രജൻ ഇല്ല. കാർബണിൽ ഹൈഡ്രജൻ ഉണ്ടെങ്കിൽ ഇറ്റ് ക്യാൻ ബി ഫർദർ ഓക്സിഡൈസ്ഡ്. പക്ഷേ ഇവിടെ ഓക്സിഡേഷൻ നടക്കില്ല. എക്സ്ട്രീം കണ്ടീഷൻസിലൊക്കെ നടക്കും, KMnO4 വിത്ത് എക്സ്ട്രീം ഹീറ്റ് കണ്ടീഷൻസ്. പക്ഷെ അതൊക്കെ എക്സ്ട്രീം കണ്ടീഷൻസിൽ മാത്രം. ഇവിടെ HOCl കനോട്ട് ബി യൂസ് ടു ഓക്സിഡൈസ് ഇറ്റ്. ഓക്കെ മക്കളെ? ഓക്കെ, സോ ബേസിക്കലി ഇവിടെ ആൻസർ വരാൻ പോകുന്നത് ഡി ആണ്. ഡി വിൽ ബി ദി ആൻസർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. അറേഞ്ച് ദ ഫോളോയിങ് ഇൻ ദ ഡിക്രീസിംഗ് ഓർഡർ ഓഫ് ബേസിക് സ്ട്രെങ്ത്. Basic strength നിങ്ങൾക്കറിയാം is directly proportional to plus m group. Okay, when plus m groups are there and inversely proportional to, or basically ഇങ്ങനെ ഇട്ടാൽ മതി, it is directly proportional to electron donating group and inversely proportional to electron withdrawing group. Electron donating group ഉണ്ടെങ്കിൽ basic strength കൂടും, electron withdrawing group ഉണ്ടെങ്കിൽ basic strength കുറയും. അപ്പോൾ എല്ലാവരും നോക്കിക്കേ, സെക്കൻഡ് സ്ട്രക്ചറിൽ NO2 എന്ന ആശാനുണ്ട്. ഈ NO2 എന്ന് പറഞ്ഞ ആശാൻ ഇസ് -m ആൻഡ് -i. CH3 എന്ന് പറഞ്ഞ ആശാൻ ഇസ് +h. ഹൈപ്പർ കോൺജുഗേഷൻ വഴിയാണ് ഇലക്ട്രോൺ ഡെൻസിറ്റി കൂട്ടുന്നത്. ഓക്കെ, അതേപോലെ തന്നെ +i. OCH3 എന്താണ്? +m ഗ്രൂപ്പാണ് ആൻഡ് -i. ബട്ട് +m ആയിരിക്കും ഡോമിനേറ്റിംഗ്. +m ആൻഡ് -i, ബട്ട് +m ആയിരിക്കും ഡോമിനേറ്റിംഗ്. CLO മക്കളെ, CL will be +m and -i, പക്ഷേ -i ആയിരിക്കും ഡോമിനേറ്റിംഗ്. അത് ഓർത്ത് വയ്ക്കുക. ഹാലജൻസിൻ്റെ കേസിൽ -i ആയിരിക്കും ഡോമിനേറ്റിംഗ്. കാര്യം ഇത് രണ്ടും ഉണ്ടെങ്കിലും ടോട്ടലി ഇറ്റ് ഇസ് ആൻ ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ്. ഹാലജൻസ്. ഇവിടെ OCH3 is totally an electron donating group. കാര്യം +m ആണ് ഡോമിനേറ്റിംഗ്. CH3 is an electron donating group. NO2 is an electron withdrawing group. So basically നമുക്കറിയാം ബേസിക് സ്ട്രെങ്ത് ഇൻക്രീസസ് വിത്ത് ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ്. ഇതിൽ ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ് OCH3 ആയിരിക്കും. ബിക്കോസ് OCH3 +m വഴിയാണ് പുഷ് ചെയ്യുന്നത്. സോ 4 ആയിരിക്കും ഫോർത്തിലായിരിക്കും ഏറ്റവും കൂടുതൽ ബേസിസിറ്റി. അത് കഴിഞ്ഞ് 3. കാര്യം അത് കഴിഞ്ഞ് ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ് വരുന്നത് CH3 ഗ്രൂപ്പാണ്, മീഥൈൽ ഗ്രൂപ്പാണ്. 3, അത് കഴിഞ്ഞ് 1, അത് കഴിഞ്ഞ് 5, അത് കഴിഞ്ഞ് 2. കാര്യം 2 ആണ് ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ്. NO2 എന്ന് പറയുന്നത് ശക്തനാണ്, ഇലക്ട്രോൺസിനെ വലിച്ചെടുക്കും. -m വഴിയും -i വഴിയും. സ്ട്രോങ്ങസ്റ്റ് -m ഗ്രൂപ്പ് ആൻഡ് സ്ട്രോങ് -i ഗ്രൂപ്പാണ് NO2. ഗോട്ട് ഇറ്റ്? സോ ബിക്കോസ് ഓഫ് ദാറ്റ് പെർട്ടിക്കുലർ റീസൺ ഇതാണ് ലാസ്റ്റ് വരാൻ പോകുന്നത്. ഗോട്ട് ഇറ്റ്? സോ ബേസിക്കലി ഇവിടെ ആൻസർ വരാൻ പോകുന്നത് A ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Which of the following will have the highest bond length? മക്കളെ നിങ്ങൾക്കറിയാം ബോണ്ട് ലെങ്ത് is inversely proportional to bond order. നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഓപ്ഷൻ ബിയിൽ റെസണൻസ് ഉണ്ട്. അതായത് ബേസിക്കലി ഈ ഓക്സിജൻ കാർബണിന് ഒരു പൈ ബോണ്ട് ക്യാരക്ടർ വരും. ഇവിടെ ബേസിക്കലി അവർ മെൻഷൻ ചെയ്തിട്ടുള്ള ഏതിൻ്റെ ബോണ്ട് ലെങ്ത് ആണ് കമ്പയർ ചെയ്യേണ്ടതെന്ന്. പക്ഷേ ലോജിക്കലി നമുക്കറിയാം ടോക്കിംഗ് അബൌട്ട് ഓക്സിജൻ കാർബൺ ബോണ്ട് ലെങ്ത്. സോ ബേസിക്കലി എല്ലാവരും നോക്കിക്കേ മക്കളെ, ഇവിടെ ബിക്കോസ് ഓഫ് റെസണൻസ് ഈ ഓക്സിജൻ കാർബണ് ഒരു പൈ ബോണ്ട് ക്യാരക്ടർ വരും. ഈ റെസണൻസ് കാരണം, ഈ ലോൺ പെയർ ഇങ്ങോട്ട് വരുന്നത് കാരണം ഇവിടെ ഒരു പൈ ബോണ്ട് ക്യാരക്ടർ വരും. പൈ ബോണ്ട് ക്യാരക്ടർ വരും, അതായത് ബോണ്ട് ലെങ്ത് കുറച്ച് ചുരുങ്ങും. ഇവിടെയും അതേപോലെ റെസണൻസ് ഉണ്ട്, അല്ല ഇവിടെയും അതേപോലെ റെസണൻസ് ഉണ്ട് വിത്ത് ദിസ് പൈ ബോണ്ട്. സോ ബേസിക്കലി ഈ ഓക്സിജൻ കാർബണിന് ഒരു പൈ ബോണ്ട് ക്യാരക്ടർ വരും. ഇവിടെയും അതേപോലെ ഈ ഓക്സിജൻ കാർബണിന് ഒരു പൈ ബോണ്ട് ക്യാരക്ടർ വരും. അപ്പോൾ ഈ 3 കേസിലും ബോണ്ട് ലെങ്ത് ഒന്ന് ചുരുങ്ങും. പക്ഷെ ഇവിടെ നമുക്ക് റെസണൻസ് ഇല്ല. ഓക്സിജൻ കാർബണിന് റെസണൻസ് ഇല്ല. ദാറ്റ് മീൻസ് ഇറ്റ് ഇസ് എ സിംഗിൾ ബോണ്ട്. ഇറ്റ് ഇസ് പ്യോർ സിംഗിൾ ബോണ്ട്. ബാക്കി 3 കേസിലും പൈ ബോണ്ട് ക്യാരക്ടർ വരുന്നുണ്ട്. അതുകൊണ്ട് ബാക്കി 3 കേസിലും ബോണ്ട് ലെങ്ത് ഒന്ന് ചുരുങ്ങും. ഫസ്റ്റ് കേസിൽ ചുരുക്കം നടക്കില്ല. ഗോട്ട് ഇറ്റ്? ഫൈൻ. സോ ആൻസർ വരാൻ പോകുന്നത് A ആണ്. ഗോട്ട് ഇറ്റ്? നെക്സ്റ്റ്. Which nitrogen in the following molecule is most basic?
വിച്ച് നൈട്രജൻ ഇസ് മോസ്റ്റ് ബേസിക്? നിങ്ങൾക്കറിയാം ബേസിക് എന്ന് വെച്ചാൽ അവൈലബിലിറ്റി ഓഫ് ലോൺ പെയർ ആണ്. അവൈലബിലിറ്റി ഓഫ് ലോൺ പെയർ ആണ്. ഓപ്ഷൻ 1 ദിസ് ലോൺ പെയർ ഇസ് ഇൻ റെസണൻസ് ഓൺ ദിസ് സൈഡ് ആൻഡ് ദിസ് സൈഡ്. രണ്ട് സൈഡിലേക്കും റെസണൻസ് ഉണ്ട്. രണ്ട് സൈഡിലേക്കും റെസണൻസ് ഉണ്ട്. ഈ നൈട്രജന് രണ്ട് സൈഡിലേക്കും റെസണൻസ് ഉണ്ട്. നമുക്ക് ഈ നൈട്രജൻ്റെ കേസ് നോക്കാം. ദിസ് നൈട്രജൻ ഇസ് ഇൻ റെസണൻസ് ടു വൺ സൈഡ്. ഈ ഒരു പർട്ടിക്കുലർ റെസണൻസ് മാത്രമാണ്. ഈ ഒരു നൈട്രജനോ ഇസ് ഇൻ റെസണൻസ് വിത്ത് ദിസ് കാർബണിൽ ഗ്രൂപ്പ് അല്ലേ? ഫൈൻ. പക്ഷെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം മക്കളെ, ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പം നമ്മൾക്ക് നോക്കണം ഇതിൽ ഏത് ലോൺ പെയർ ആണ് ഈസിലി അവൈലബിൾ. കുറച്ച് കൺഫ്യൂസിങ് ആണ്. പക്ഷെ ഒന്ന് ഇരുത്തി ആലോചിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ദിസ് പൈ ബോണ്ട് is in resonance with this nitrogen and this nitrogen. അതായത് ഈ പൈ ബോണ്ട് is not exclusive to ഈ നൈട്രജൻ. ഈ നൈട്രജന്റെ എക്സ്ക്ലൂസീവ് കോൺജുഗേഷൻ അല്ല ഈ പൈ ബോണ്ട്. ഈ പൈ ബോണ്ട് is in conjugation over here also. അപ്പോൾ this lone pair is not in a very effective resonance. ഒരു highly effective resonanceലല്ല ഈ ലോൺ പെയർ കിടക്കുന്നത്. കാര്യം ഈ പൈ ബോണ്ട് ഈ ലോൺ പെയർ ആയിട്ടും റെസണൻസിലാണ് അല്ലേ മക്കളെ? അതേപോലെ ഈ പൈ ബോണ്ട് ഈ ലോൺ പെയറുമായിട്ടും റെസണൻസിലാണ്. സോ ബേസിക്കലി ഹൈലി എഫക്റ്റീവ് എന്ന് പറയാൻ പറ്റില്ല. റെസണൻസിലാണ്, പക്ഷേ ദീസ് ടു ഇലക്ട്രോൺസ് ഇങ്ങോട്ടും ചാടും. നേരെ മറിച്ച് ഈ ലോൺ പെയർ ഇസ് ഇൻ റെസണൻസ് വിത്ത് ദിസ് ബെൻസീൻ റിംഗ് ആൻഡ് ഓൺ ദിസ് സൈഡ്. ബെൻസീൻ റിംഗിന്റെ റെസണൻസ് അവിടെ ഉണ്ട്. This lone pair is in resonance with this oxygen. ഇവിടെയൊക്കെ ഹൈലി എഫിഷ്യൻറ്റ് റെസണൻസ് നടക്കുന്നുണ്ട്. ഹൈലി എഫിഷ്യൻറ്റ് റെസണൻസ്, അതായത് ഈ രണ്ട് ലോൺ പെയറിനെ കിട്ടാൻ ഭയങ്കര പാടായിരിക്കും. ഈ ലോൺ പെയറിനെ കിട്ടാൻ ഭയങ്കര പാടായിരിക്കും. ബിക്കോസ് ദേ ആർ ഇൻ ഹൈലി എഫിഷ്യൻറ്റ് കോൺജുഗേഷൻ അല്ലെങ്കിൽ ഹൈലി എഫിഷ്യൻറ്റ് റെസണൻസ്. പക്ഷെ ഈ ലോൺ പെയർ റെസണൻസിലൊക്കെ തന്നെയാണ്. പക്ഷെ എന്താണ് പ്രശ്നം എന്താണ്? ദിസ് പൈ ബോണ്ട് ഇസ് ഇൻ, അതായത് എക്സ്ക്ലൂസീവ് ആയിട്ട് ഈ ലോൺ പെയറിൻ്റെ ഒപ്പം മാത്രമല്ല കിടക്കുന്നത്. അതാണ് റീസൺ. ഓക്കെ മക്കളെ, ഫൈൻ, ഗോട്ട് ഇറ്റ്. അപ്പോൾ ബേസിക്കലി ആൻസർ വരാൻ പോകുന്നത് 2 ആണ് ആൻസർ വരാൻ പോകുന്നത്. നെക്സ്റ്റ്, പ്രോഡക്റ്റ് എ ഇൻ ദിസ് പെർട്ടിക്കുലർ റിയാക്ഷൻ. മക്കളെ ഇത് ബേസിക്കലി E1 എലിമിനേഷൻ ആണ്. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഇതേപോലെ ഇഷ്ടം പോലെ ക്വസ്റ്റ്യൻ ജെയിൽ വന്നിട്ടുണ്ട്. ആദ്യം തന്നെ എന്താ പറ്റുക? പ്രോട്ടോണേഷൻ ഓഫ് ആൽക്കഹോൾ അല്ലേ? ഫോർ എക്സാമ്പിൾ H+ ഈ OHനെ എടുക്കും, പ്രോട്ടോണേഷൻ നടത്തും. H+ ഇവിടെയും പ്രോട്ടോണേഷൻ നടത്തും. അപ്പോൾ ഞാൻ 2 സ്റ്റെപ്പ് ഒരുമിച്ച് കാണിച്ചു തരാം. ഇവിടെയും പ്രോട്ടോണേഷൻ നടത്തും, ഇവിടെയും പ്രോട്ടോണേഷൻ. 2 സ്ഥലത്ത് OH ഉണ്ടല്ലോ. ഫൈൻ. അത് കഴിഞ്ഞിട്ട് എന്താ പറ്റുക? ഈ OH2+ അങ്ങോട്ട് ഇറങ്ങിപ്പോവും. അപ്പോൾ തൊട്ടടുത്തുള്ള ഹൈഡ്രജൻ ഹെൽപ്പ് ചെയ്യണ്ടേ? എലിമിനേഷൻ നടക്കുമ്പോൾ തൊട്ടടുത്തുള്ള ഹൈഡ്രജനും പോണല്ലോ. ദേ ഇവിടെ ഒരു ഹൈഡ്രജൻ ഉണ്ടല്ലോ. ഈ ഹൈഡ്രജനും ഇറങ്ങിപ്പോവും. ദർ വിൽ ബി എ പൈ ബോണ്ട് ഓവർ ഹിയർ. അതേപോലെ തന്നെ ഇവിടുത്തെ OH2+ ഇറങ്ങിപ്പോകുമ്പോൾ ഇവിടുത്തെ ഹൈഡ്രജൻ ഇറങ്ങിപ്പോകും. സോ ദർ വിൽ ബി എ പൈ ബോണ്ട് ഓവർ ഹിയർ. സോ ഫൈനലി നമുക്ക് കിട്ടാൻ പോകുന്ന പ്രോഡക്റ്റ് എല്ലാവരും നോക്കിക്കേ. ഇവിടെ പൈ ബോണ്ട് വരും, അതേപോലെ തന്നെ ഇവിടെ പൈ ബോണ്ട് വരും. ഗോട്ട് ഇറ്റ്? ഇവിടെ ഈ മീഥൈൽ ഗ്രൂപ്പ് ഉണ്ട്. ഓക്കെ ആണോ മക്കളെ? ആൻസർ വരാൻ പോകുന്നത് B ആണ്. ഒന്നുകൂടി പറഞ്ഞുതരാം മക്കളെ. H+ ആദ്യം അറ്റാക്ക് ചെയ്യുന്നു. H+ ഏതിനെ അറ്റാക്ക് ചെയ്യുന്നു? ഈ OHനെ. കാര്യം എക്സസ് H+ ഉണ്ടല്ലോ. സോ രണ്ടും പ്രോട്ടോണേറ്റ് ആയിട്ട് OH2+ ഇവിടെ ഫോം ചെയ്യുന്നു, OH2+ ഫോം ചെയ്യുന്നു. ഉടനടി ആ 2 OH2+ ഇറങ്ങിപ്പോവും. കാര്യം അവർ നല്ല ലീവിങ് ഗ്രൂപ്പാണ്. OH2+ വാട്ടർ ആയിട്ട് ഇറങ്ങിപ്പോവും. തൊട്ടടുത്തുള്ള ഹൈഡ്രജൻ കൂടെ ഇറങ്ങിപ്പോവും. ബേസിക്കലി എലിമിനേഷൻ റിയാക്ഷൻ നടക്കുന്നു. ഗോട്ട് ഇറ്റ്? ഫൈൻ. ഇസ് ദാറ്റ് ക്ലിയർ? അപ്പോൾ ബേസിക്കലി ഇവിടെ പൈ ബോണ്ട് വരും, ഇവിടെയും പൈ ബോണ്ട് വരും. ഗോട്ട് ഇറ്റ്? അങ്ങനെ നമുക്കൊരു അരോമാറ്റിക് കോമ്പൗണ്ടും കിട്ടും, വിച്ച് മേക്സ് ഇറ്റ് എക്സെപ്ഷണലി സ്റ്റേബിൾ. ഗോട്ട് ഇറ്റ്? നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. മോസ്റ്റ് റിയാക്റ്റീവ് കോമ്പൗണ്ട് ടുവേർഡ്സ് SN1 റിയാക്ഷൻ. SN1 റിയാക്ഷനിൽ പെട്ടെന്ന് നടക്കണമെങ്കിൽ കാർബോകാറ്റയോൺ ഷുഡ് ബി വെരി മച്ച് സ്റ്റെബിലൈസ്ഡ്. കാർബോകാറ്റയോൺ
നന്നായിട്ട് സ്റ്റെബിലൈസ്ഡ് ആണെങ്കിൽ മാത്രമാണ് SN1 റിയാക്ഷൻ പെട്ടെന്ന് നടക്കുക. അങ്ങനെ നന്നായിട്ട് സ്റ്റെബിലൈസ് ആവുന്നത് ആകെ D മാത്രമേ ഉള്ളൂ. കാര്യം ഡിയിൽ നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മക്കളെ, നിങ്ങൾ വെറുതെ ഇരിക്കല്ല, നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മക്കളെ, നിങ്ങൾ തന്നെ ഒന്ന് വെറുതെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മക്കളെ, നിങ്ങൾ തന്നെ വെറുതെ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഡിയിൽ ഈ അയഡിൻ പോയി, ഈ അയഡിൻ പോകുമ്പോൾ എല്ലാവരും നോക്കുക, നമുക്കിവിടെ ഒരു കാർബോകാറ്റയോൺ കിട്ടും, ഇവിടെ ഒരു കാർബോകാറ്റയോൺ കിട്ടും അല്ലേ. അയഡിൻ പോകുമ്പോൾ അവിടെ ഒരു കാർബോകാറ്റയോൺ കിട്ടും. പക്ഷേ ദാറ്റ് കാർബോകാറ്റയോൺ ക്യാൻ ബി സ്റ്റെബിലൈസ്ഡ്, ഇമ്മൻസ്ലി സ്റ്റെബിലൈസ്ഡ് എന്ന് വേണമെങ്കിൽ പറയണം. ഇമ്മൻസ്ലി സ്റ്റെബിലൈസ്ഡ് ബിക്കോസ് ഈ ലോൺ പെയർ ഈ പൈ ഇലക്ട്രോൺസ് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യണമെന്ന് വിചാരിക്കുക. ആ പൈ ഇലക്ട്രോൺസ് അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ കാണും, എന്ത് കാണും? നിങ്ങൾ കാണും, യു വിൽ ഗെറ്റ് ആൻ അരോമാറ്റിക്. ഇവിടെ പോസിറ്റീവ് ചാർജ് വരുമല്ലോ, ദാറ്റ് മീൻസ് ഇറ്റ് വിൽ ടേൺ ഇൻ ടു ആൻ അരോമാറ്റിക് കോമ്പൗണ്ട്. എല്ലാവരും നോക്കിയേ, ഇത് അരോമാറ്റിക് ആയിട്ട് മാറിയില്ലേ അല്ലേ. സൈക്ലിക്, പ്ലേനാർ, ഫുൾ കോൺജുഗേഷൻ, 4n+2 പൈ ഇലക്ട്രോൺ. ഇത് നോക്കിയേ 2 4 6 4n+2 pi electron. That means that carbocations is immensely stabilized because it becomes an aromatic compound. So basically answer is D. ബാക്കി മൂന്നെണ്ണം നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം. ഇത്രയും സ്റ്റെബിലിറ്റി വരില്ല വേറെ ഒന്നില്ല. Got it? Because aromatic stability is the biggest stability. Aromatic stability കഴിഞ്ഞാൽ equivalent resonance stability, അത് കഴിഞ്ഞ് സാധാ റെസണൻസിൻ്റെ സ്റ്റെബിലിറ്റി, അത് കഴിഞ്ഞാൽ ഹൈപ്പർ കോൺജുഗേഷൻ, അത് കഴിഞ്ഞിട്ടാണ് ഇൻഡക്റ്റീവ് ഇഫക്റ്റിൻ്റെ സ്റ്റെബിലിറ്റി. അരോമാറ്റിക് സ്റ്റെബിലിറ്റി ഈസ് എ ഹയസ്റ്റ്, മനസ്സിലാക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഈ ഒരു പർട്ടിക്കുലർ ഓർഗാനിക് കോമ്പൗണ്ട് ഉണ്ട്, ആൽക്കഹോൾ ഉണ്ട്, ഓക്സിമെർക്യുറേഷൻ ഡീമെർക്യുറേഷൻ എന്ന് പറയുമ്പോൾ ആദ്യം തന്നെ എന്താ കിട്ടുക? മാർക്കോണിക്കോവ് അഡീഷൻ അല്ലേ, മാർക്കോണിക്കോവ് അഡീഷൻ കിട്ടും അല്ലേ. ആദ്യത്തെ സ്റ്റെപ്പിൽ ഓക്സിമെർക്യുറേഷൻ ഡീമെർക്യുറേഷൻ ഓഫ് ആൽക്കീൻസ്, മാർക്കോണിക്കോവ്സ് അഡീഷൻ, അതായത് OH ഇവിടെ വരും, ഈ പൈ ബോണ്ട് പൊട്ടി OH ഇവിടെ വരും, H ഇവിടെ വരും അല്ലേ. മാർക്കോണിക്കോവ്സ് അഡീഷൻ ഓഫ് വാട്ടർ വിത്തൗട്ട് കാർബോകാറ്റോൺ ഫോർമേഷൻ, അതാണ് ഓക്സിമെർക്യുറേഷൻ ഡീമെർക്യുറേഷൻ. അത് കഴിഞ്ഞിട്ട് എന്താ നടക്കുന്നത്? ഇവിടുത്തെ OHഉം ഇവിടുത്തെ OHഉം ബേസിക്കലി ഒരു കാര്യം നമ്മൾ ആലോചിക്കണം, അസിഡിക് കണ്ടീഷൻ ഉണ്ടെന്ന് ഉള്ളതൊന്ന് മനസ്സിൽ വെക്കണം. അസിഡിക് കണ്ടീഷൻ ഉണ്ടെങ്കിൽ ആൽക്കഹോൾസ് ക്യാൻ റിയാക്ട് വിത്ത് ഈച്ച് അതർ, റിമൂവ് എ മോളിക്യൂൾ ഓഫ് വാട്ടർ ആൻഡ് ഈത്തർ ക്യാൻ ബി ഫോംഡ്. അപ്പോൾ ഇവിടെ അസിഡിക് കണ്ടീഷൻ എന്ന് പറഞ്ഞിട്ടില്ല, പക്ഷെ നമ്മൾ ഓപ്ഷനിൽ കാണുമ്പോൾ തന്നെ മനസ്സിലാവും, ദേ വോണ്ട് അസ് ടു ഫോം എൻ ഈത്തർ. ഈത്തർ ആയിരിക്കണം ഫൈനൽ പ്രോഡക്റ്റ് അല്ലേ മക്കളെ. അപ്പം എല്ലാവരും നോക്കിക്കേ മക്കളെ, ഇവിടെ ബേസിക്കലി ഈ OHഉം കമ്പൈൻ ചെയ്ത് ആ മോളിക്യൂൾ ഓഫ് വാട്ടർ ഇസ് ലോസ്റ്റ്. നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ എല്ലാവരും നോക്കിയേ, 1 2 3 4 ഒരു മിനിറ്റ് 1 2 3 4 5 പിന്നെ ആറാമത്തത് ഓക്സിജൻ. സോ ബേസിക്കലി ഇറ്റ് വിൽ ബി എ 6-membered ring. It will be a 6-membered ring with oxygen in it. Okay മക്കളെ, ഫൈൻ. ഇങ്ങനെ ആലോചിച്ചാൽ മതി. ഈ OHൽ നിന്ന് H പോകും, ഇവിടുത്തെ OHഉം പോകും. ഈ OHൽ നിന്ന് H പോകും, ഇവിടുത്തെ OH പോകും. ഗോട്ട് ഇറ്റ്? അപ്പോൾ ഈ രണ്ട് ഗ്രൂപ്പ് അങ്ങനെ തന്നെ നിൽക്കും. ബാക്കിയുള്ള ഈ ഓക്സിജൻ, ഈ ഒരു കാർബൺ 1 2 3 4 5, അപ്പോൾ ഞാൻ ഇവിടുത്തെ 6 എന്നുള്ളത് ഇവിടെയാണ് മെൻഷൻ ചെയ്തത്. 6 എവിടെ വേണമെങ്കിലും മെൻഷൻ ചെയ്യാം. ഫോർ എക്സാമ്പിൾ ആറാമത്തത് ഈ ഓക്സിജനായിട്ട് എടുക്കാം. അപ്പോൾ ഈ ഹൈഡ്രജൻ പോവും, ഈ OH പോവും. അപ്പോൾ നമുക്ക് ബേസിക്കലി കിട്ടുന്ന ഒരു ക്ലോസ്ഡ് റിംഗ് ആണ്, with 5 carbons in it and 1 oxygen. അതാണ് ബേസിക്കലി this one. Got it? മനസ്സിലായോ മക്കളെ? സോ ബേസിക്കലി ആൻസർ വരാൻ പോകുന്നത് B ആണ്. ആൻസർ വിൽ ബി B.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഈ ഒരു പർട്ടിക്കുലർ കോമ്പൗണ്ട് ട്രീറ്റഡ് വിത്ത് HBr. HBr എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം കാർബോകാറ്റോൺ മെക്കാനിസം. ഫസ്റ്റ് കിട്ടുന്നത് എന്താണ്? എല്ലാവരും നോക്കിക്കേ. കാർബോകാറ്റോൺ എവിടെ വരാൻ പോകുന്നത്? ഇവിടെയാണ്. ആൻഡ് വെൻ കാർബോകാറ്റോൺ ഇസ് ഫോംഡ്, ഇവിടെ കാർബോകാറ്റോൺ വരും, ഇവിടെ ഹൈഡ്രജൻ വരും. വെൻ കാർബോകാറ്റോൺ ഇസ് ഫോംഡ്, റീഅറേഞ്ച്മെന്റ് ഇസ് എ പോസിബിലിറ്റി ടു മേക്ക് ഇറ്റ് എ ബെറ്റർ കാർബോകാറ്റോൺ. സോ ബേസിക്കലി റിംഗ് എക്സ്പാൻഷൻ നടക്കും അല്ലേ? ഇവിടുത്തെ ഈ ബോണ്ട് പൊട്ടി ഇങ്ങോട്ട് വന്നിരിക്കും അല്ലേ? അപ്പോൾ ബേസിക്കലി നമുക്ക് എന്ത് കിട്ടും മക്കളെ? എല്ലാവരും നോക്കിക്കേ. വി വിൽ ഗെറ്റ് എ 1 2 3 4 5 മെമ്പേർഡ് റിംഗ്. ഒരു 5 മെമ്പേർഡ് റിംഗ് കിട്ടും. വി വിൽ ഗെറ്റ് എ 5 മെമ്പേർഡ് റിംഗ്. അതിൽ ലെറ്റസ് സേ ഈ കാർബൺ ആണ് കാർബൺ നമ്പർ 1 എന്ന് ഇരിക്കും. അവിടെ 2 CH3 ഉണ്ട്, ഇവിടെ 2 CH3 ഉണ്ട് അല്ലേ? രണ്ടാമത്തെ കാർബണിൽ കാർബോകാറ്റോൺ, അതായത് ഇവിടെ കാർബോകാറ്റോൺ. നമ്പർ ചെയ്ത് നോക്കുക കേട്ടോ, അപ്പോൾ നമുക്ക് കൺഫ്യൂഷൻ ഒഴിവാക്കാൻ പറ്റും. 1 2 3 4 5. അപ്പോൾ 5 മെമ്പേർഡ് റിംഗ് കിട്ടും. ആ 5 മെമ്പേർഡ് റിംഗിൽ നിങ്ങൾ അവിടെ നമ്പറിങ് നടത്തുക. 1 2 3 4 5. ഫസ്റ്റ് പൊസിഷനിൽ 2 CH3 ഉണ്ട്, അതിൻ്റെ തൊട്ടടുത്ത പൊസിഷനിൽ കാർബോകാറ്റോൺ വരും. ഇനി ഇത് ഇവിടെ കൊണ്ടൊന്നും തീർന്നില്ല, കാർബോകാറ്റോൺ സ്റ്റെബിലൈസ് ആക്കണമല്ലോ. സോ ബേസിക്കലി ഈ CH3 വിൽ ഷിഫ്റ്റ് ടു ദിസ് സൈഡ്. കാര്യം യു വിൽ ഗെറ്റ് എ ബെറ്റർ കാർബോകാറ്റോൺ. അതായത് കാർബോകാറ്റോൺ നേരെ ഇങ്ങോട്ട് വരും, കാർബോകാറ്റോൺ നേരെ ടേർഷറി ആയിട്ട് മാറും. അത് കഴിഞ്ഞിട്ട് Br മൈനസ് അറ്റാക്ക് ചെയ്യും. അത് കഴിഞ്ഞിട്ട് Br മൈനസ് അറ്റാക്ക് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും മക്കളെ? Br മൈനസ് അറ്റാക്ക് ചെയ്യുമ്പോൾ you get Br over here. Got it? Fine. So ആൻസർ വരാൻ പോകുന്നത് A ആണ്. മനസ്സിലായോ? ഇപ്പോൾ ഇവിടെ റിംഗ് എക്സ്പാൻഷനും നടക്കുന്നുണ്ട്, റീഅറേഞ്ച്മെൻറ്റും നടക്കുന്നുണ്ട്, ഷിഫ്റ്റിങ്ങും നടക്കുന്നുണ്ട്. റിംഗ് എക്സ്പാൻഷൻ ആൻഡ് ഷിഫ്റ്റിംഗ്. എല്ലാവരും നോക്കിയേ, ആദ്യം കാർബോകാറ്റോൺ ഇവിടെ ഫോം ചെയ്തു, അത് കഴിഞ്ഞ് റിംഗ് എക്സ്പാൻഷൻ നടന്നു, അത് കഴിഞ്ഞ് CH3 മീഥൈൽ ഷിഫ്റ്റ് നടന്നു. സോ ദാറ്റ് യു ഗെറ്റ് എ ടെർഷറി കാർബോകാറ്റോൺ. എന്നിട്ടാണ് Br മൈനസ് അറ്റാക്ക് ചെയ്തത്. ഓക്കെ, സോ കാർബോകാറ്റോൺ മെക്കാനിസം ഉണ്ടെങ്കിൽ എപ്പോഴും സൂക്ഷിക്കുക. നെക്സ്റ്റ്, ടോട്ടൽ നമ്പർ ഓഫ് പൈ ബോണ്ട്സ് ഇൻ അരോമാറ്റിക് കോമ്പൗണ്ട്സ് ഓഫ് ദ ഫോളോയിങ് ഇസ്. അരോമാറ്റിക് കോമ്പൗണ്ട്സ് മാത്രം കൺസിഡർ ചെയ്യുക, അതിൽ എത്ര പൈ ബോണ്ട്സ് ഉണ്ടെന്ന് നോക്കുക. അപ്പോൾ ആദ്യത്തെ ബെൻസീൻ എന്തായാലും അരോമാറ്റിക് ആണ്, അതിൽ 3 പൈ ബോണ്ട്സ് ഉണ്ട് അല്ലേ? രണ്ടാമത്തെ അരോമാറ്റിക് ആണോ? അല്ല. ഇവിടെ നോക്കിയ മക്കളെ, 4n ഇലക്ട്രോൺസ് അല്ല, ആൻറ്റി അരോമാറ്റിക് ആണ്. അപ്പോൾ രണ്ടാമത്തെ അരോമാറ്റിക് അല്ല. മൂന്നാമത്തതോ അരോമാറ്റിക് ആണ്. നോക്കിയ 4n + 2 പൈ ഇലക്ട്രോൺസ്, സൈക്ലിക് പ്ലെയിനാർ 4n + 2 പൈ ഇലക്ട്രോൺസ്, കോൺജുഗേഷനിലുമാണ്. സോ അരോമാറ്റിക് 3 പൈ ബോണ്ട് ഉണ്ട്. നാലാമത്തതോ അരോമാറ്റിക് ആണ്. കാര്യം എന്താ? 2 4 6 ഇലക്ട്രോൺസ്. അപ്പോൾ നിങ്ങൾ ചോദിക്കും സാർ ഇത് കൺസിഡർ ചെയ്യണ്ടേ? വേണ്ട, അതിൽ ഒരെണ്ണം കൺസിഡർ ചെയ്താൽ മതി. ഈ 3 എണ്ണം വെച്ച് തന്നെ അരോമാറ്റിക് നേച്ചർ എസ്റ്റാബ്ലിഷ് ചെയ്ത് കഴിഞ്ഞു. നാലാമത്തെ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. നാലാമത്തത് കോൺജുഗേഷനിലായിരിക്കില്ല, അത് നിങ്ങൾ മനസ്സിലാക്കുക. 3 എണ്ണം തന്നെ ഉപയോഗിച്ച് അരോമാറ്റിസിറ്റി എത്തി. അപ്പോൾ നാലാമത്തെ അവിടെ ഇരിക്കട്ടെ, നാലാമത്തെ വെറുതെ കൗണ്ട് ചെയ്യണ്ട. only count the electrons which are in conjugation. Okay മക്കളെ, got it? So aromatic ആണ്, എത്ര പൈ ബോണ്ട് ഉണ്ട്? 2 പൈ ബോണ്ട്. ഇവിടെയോ this is aromatic, എത്ര പൈ ബോണ്ട് ഉണ്ട്? 1 പൈ ബോണ്ട്. ഇത് അരോമാറ്റിക് അല്ല, ഇത് അരോമാറ്റിക് ആണ്, എത്ര പൈ ബോണ്ട് ഉണ്ട്? 5 പൈ ബോണ്ട്. സോ 5 1 6 8 11 14 will be the answer, 14 will be the answer. ഇതെന്തുകൊണ്ടാണ് അരോമാറ്റിക് ആയത്? നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും. 2 4 6 8 10 4n + 2 സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട് അല്ലേ? ഫൈൻ. സൈക്ലിക് ആണ്, പ്ലെയിനാർ ആണ്, ഫുൾ കോൺജുഗേഷൻ ഉണ്ട്, 4n + 2 റൂള് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട് അല്ലേ മക്കളെ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. A solution of 10 moles of glucose in 100 grams of water freezes at -0.25 degrees Celsius. As ice separates, the freezing point goes down to -0.5 degrees Celsius. How many grams of ice would have separated? മക്കളെ, ഇതൊരു അടിപൊളി ക്വസ്റ്റ്യൻ ആണ്. കോൺസെപ്ച്വലി ഇത് എന്താണ് നടക്കുന്നത് എന്ന് മനസ്സിലാക്കണം. എല്ലാവരും നോക്കിയേ, എൻ്റെ കയ്യിൽ ഇപ്പോൾ ഒരു കണ്ടെയ്നർ ഉണ്ട്, അതിൽ കുറച്ച് വെള്ളമുണ്ട്, അതിൽ ഗ്ലൂക്കോസ് പാർട്ടിക്കിൾസ് ഉണ്ട്. ഓക്കെ, ഫൈൻ. ഇതിൻ്റെ ഫ്രീസിംഗ് പോയിന്റ് എത്രയാണ്? ഇതിൻ്റെ ഫ്രീസിംഗ് പോയിന്റ് തന്നിട്ടുണ്ട്. ഇതിൻ്റെ ഫ്രീസിംഗ് പോയിന്റ് -0.25 എന്ന് തന്നിട്ടുണ്ട്. അപ്പം ഞാൻ -0.25 എത്തുമ്പോൾ ഇത് ഫ്രീസ് ചെയ്യാൻ തുടങ്ങുമ്പോൾ ഇതിൻ്റെ ലെറ്റസ് കുറച്ച് ഭാഗം ഫ്രീസ് ചെയ്യാൻ തുടങ്ങും. എല്ലാം ഒരുമിച്ച് അങ്ങനെയല്ലല്ലോ, കുറച്ച് ഭാഗം ഫ്രീസ് ചെയ്യാൻ തുടങ്ങും. അങ്ങനെ കുറച്ച് ഭാഗം ഫ്രീസ് ചെയ്യാൻ തുടങ്ങുമ്പോൾ മനസ്സിലാക്കണം, ഈ ഫ്രീസ് ചെയ്യുന്ന ഭാഗം, ഒരു സൊല്യൂഷൻ ഫ്രീസ് ആവുമ്പോൾ ഉണ്ടല്ലോ,
ലിസൺ ടു ദിസ്, ഒരു സൊല്യൂഷൻ ഫ്രീസ് ആവുമ്പോൾ ആ ഫ്രീസ് ആവണ ഭാഗത്തുള്ള സൊല്യൂട്ട് എല്ലാം പുറത്തേക്ക് വരും, ക്രിസ്റ്റലൈസ് ഔട്ട് ആവും. ഇത് മനസ്സിലാക്കണം. ആ ഫ്രീസ് ആവുന്ന ഭാഗം ഐസിൻ്റെ ഉള്ളിൽ പോവില്ല, അത് ബേസിക്കലി പുറത്ത് വരും. ബേസിക്കലി ഇപ്പോൾ അതെ ഈ ഭാഗമാണ് ഫ്രീസ് ആവണമെന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പം ഈ രണ്ട് ഗ്ലൂക്കോസ് മോളിക്യൂൾസ് ഉണ്ടല്ലോ, ഈ ഗ്ലൂക്കോസ് മോളിക്യൂളും ഈ ഗ്ലൂക്കോസ് മോളിക്യൂളും, ഈ രണ്ട് ഗ്ലൂക്കോസ് മോളിക്യൂളും നേരെ ബാക്കിയുള്ള വെള്ളത്തിലേക്ക് കയറിപ്പോവും. ഞാൻ ഒന്നും കൂടി പറഞ്ഞുതരാം മക്കളെ. ഫ്രീസിങ് നടക്കുന്ന ഭാഗത്ത് ഉള്ള ഗ്ലൂക്കോസ് മോളിക്യൂൾസ് ബാക്കിയുള്ള വെള്ളത്തിലേക്ക് കയറിപ്പോവും. അപ്പം ബേസിക്കലി മനസ്സിലാക്കേണ്ടത്, ഫ്രീസിങ് നടക്കുമ്പോൾ അതിലടങ്ങിയിട്ടുള്ള സൊല്യൂട്ട് ബാക്കിയുള്ള ഫ്രീസ് ആവാത്ത വെള്ളത്തിലേക്ക് കയറിപ്പോവും. അപ്പോൾ ഫ്രീസ് ആവുന്നത് ആകെ സോൾവെന്റ് മാത്രമാണ്. ഓൺലി ദ സോൾവെന്റ് ഫ്രീസസ് ഔട്ട്. അപ്പോൾ സോൾവെന്റ് ഫ്രീസ് ഔട്ട് ആവും, സൊല്യൂട്ട് ബാക്കിയുള്ള വാട്ടറിലേക്ക് നീങ്ങിപ്പോവും. മനസ്സിലാവുന്നുണ്ടോ മക്കളെ? സോ ബേസിക്കലി ഇങ്ങനെ കുറച്ച് വെള്ളം ഫ്രീസ് ഔട്ട് ആവുമ്പോൾ എന്ത് പറ്റും? ഫ്രീസിങ് പോയിന്റ് ഒന്നും കൂടി കുറയും. കാര്യം എന്താണ്? മൊളാലിറ്റി കൂടുകയാണ് ചെയ്യുന്നത്. നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഇത്രയുമുള്ള സൊല്യൂഷനിൽ കുറച്ച് സോൾവെന്റ് ഫ്രീസ് ആയി പോയി. അപ്പോൾ സോൾവെന്റിന്റെ എമൗണ്ട് കുറയുകയാണ് അവിടെ ചെയ്യുന്നത്, അല്ലേ? ആ സൊല്യൂഷനിൽ ബാക്കിയുള്ള ലിക്വിഡ് സോൾവെന്റിന്റെ എമൗണ്ട് കുറയുകയാണ് അവിടെ ചെയ്യുന്നത്. സോൾവെന്റിന്റെ എമൗണ്ട് കുറയുമ്പോൾ എന്ത് പറ്റും? മൊളാലിറ്റി കൂടും. സൊല്യൂട്ടിന്റെ എണ്ണം കുറയുന്നുണ്ടോ? ഇല്ല. ഞാൻ പറഞ്ഞു, ഫ്രീസായ ഭാഗത്ത് നിന്ന് സൊല്യൂട്ട് ചാടി ബാക്കി ഇങ്ങോട്ട് വരും. അപ്പൊ സൊല്യൂട്ടിന്റെ എണ്ണം കുറയുന്നില്ല, സോൾവെന്റിന്റെ എമൗണ്ട് കുറഞ്ഞു. ദാറ്റ് മീൻസ് മൊളാലിറ്റി ഇൻക്രീസസ്. സൊല്യൂട്ട് ബൈ നമ്പർ ഓഫ് മോൾസ് ബൈ എമൗണ്ട് ഓഫ് സോൾവെന്റ് ആണല്ലോ. മൊളാലിറ്റി ഇൻക്രീസ് ചെയ്യുമ്പോൾ ഡിപ്രഷൻ ഓഫ് ഫ്രീസിങ് പോയിന്റ് വീണ്ടും കൂടും. അതുകൊണ്ടാണ് ഫ്രീസിങ് പോയിന്റ് വീണ്ടും കുറഞ്ഞത്. ഡിപ്രഷൻ കൂടുക വെച്ചാൽ ഫ്രീസിങ് പോയിന്റ് കുറയും. അപ്പോൾ ഇതാണ് ഇതിന്റെ കോൺസെപ്റ്റ്. ഒന്നുകൂടി പറഞ്ഞുതരാം. ഫ്രീസിങ് നടക്കുമ്പോൾ ആ ഫ്രീസ് ചെയ്യുന്ന ഭാഗത്തെ സൊല്യൂട്ട് പാർട്ടിക്കിൾസ് എല്ലാം ബാക്കി ഫ്രീസ് ആവാത്ത വാട്ടറിലേക്ക് പോകും. ഫ്രീസ് ആയി പോകുന്നത് ആകെ പ്യുവർ വാട്ടർ, ആസ് ഇൻ പ്യുവർ H2O ആണ് ഫ്രീസ് ആയി പോകുന്നത്. പ്യുവർ സോൾവെന്റ് മാത്രമാണ് ഫ്രീസ് ആയി പോകുന്നത്. സോ ബേസിക്കലി ആ ടോട്ടൽ സൊല്യൂഷനിൽ ഇപ്പോൾ ഒരു 100 ഗ്രാം സൊല്യൂഷനിൽ 100 ഗ്രാം വാട്ടറിൽ കുറച്ച് വാട്ടർ ഫ്രീസ് ആയി പോകും. 100 ഗ്രാം വാട്ടർ ഉണ്ടല്ലോ, അതിൽ കുറച്ച് വാട്ടർ ഫ്രീസ് ആയി പോകും. പക്ഷേ എമൗണ്ട് ഓഫ് ഗ്ലൂക്കോസ് അത് തന്നെയായിരിക്കും. ബാക്കി ഫ്രീസ് ആവാത്ത വാട്ടറിൽ ഈ 10 ഗ്ലൂക്കോസ് കയറി വരും. ഓക്കെ മക്കളെ? സോ ബേസിക്കലി എല്ലാവരും നോക്കിക്കുക മക്കളെ, നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് ഹൗ മെനി ഗ്രാംസ് ഓഫ് ഐസ് വുഡ് ഹാവ് സെപ്പറേറ്റഡ്. എല്ലാവരും നോക്കിയേ, നമുക്കറിയാം ഡെൽറ്റ ടി എഫ്, ഡിപ്രഷൻ ഇൻ ഫ്രീസിങ് പോയിന്റ്. ഡെൽറ്റ ടി എഫ് ഇസ് നത്തിങ് ബട്ട് ഐ ഇൻറ്റു കെ എഫ് ഇൻറ്റു എം. ആണല്ലോ മക്കളെ? ആദ്യത്തെ കേസിൽ ഡെൽറ്റ ടി എഫ് എന്താണ്? 0.25 ഇസ് ഈക്വൽ ടു ഐ എന്ന് വെച്ചാൽ 1 ആണ്, ഗ്ലൂക്കോസ് ആണ്. കെ എഫ് ഇൻറ്റു മൊളാലിറ്റി എത്രയാണ് ആദ്യത്തെ കേസിൽ? മൊളാലിറ്റി എത്രയാണ്? നമ്പർ ഓഫ് മോൾസ് ഡിവൈഡഡ് ബൈ വെയിറ്റ് ഓഫ് സോൾവെന്റ് ഇൻ കിലോഗ്രാം. 0.1 ആണ്. ഓക്കെ. രണ്ടാമത്തെ കേസിൽ I1 തന്നെ, കെ എഫ് ഇൻറ്റു മൊളാലിറ്റി എത്രയാണ്? നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് 10 തന്നെ. വെയിറ്റ് ഓഫ് സോൾവെന്റ് നമുക്ക് ഇപ്രാവശ്യം അറിയില്ല. വെയിറ്റ് ഓഫ് സോൾവെന്റ് Y ആണ്. കാര്യം നമുക്കറിയില്ല എത്ര ഐസ് ഫ്രീസ് ഔട്ട് ആയി പോകുന്നത്, അതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഇനി ഇത് രണ്ടും ഡിവൈഡ് ചെയ്യുക. 0.5 ഡിവൈഡ് ബൈ 0.25. എല്ലാവരും നോക്കിക്കേ, 0.5 ഡിവൈഡഡ് ബൈ 0.5 ഡിവൈഡഡ് ബൈ 0.25 which is equal to 2. അപ്പോൾ RHS ഡിവൈഡ് ചെയ്യുക. this divided by this. അപ്പോൾ എന്ത് കിട്ടും മക്കളെ? 0.1 by y എന്ന് വരും അല്ലേ? സോ y is equal to 1/20. y is equal to 1/20 കിലോഗ്രാം. അതായത് that is equal to 1/20 into 1000 grams. That is equal to 50 grams. 50 ഗ്രാം ആണ് ദ എമൗണ്ട് ഓഫ് വാട്ടർ ദാറ്റ് ഇസ് ലെഫ്റ്റ്. അതായത് ആദ്യത്തെ സിറ്റുവേഷനിൽ 100 ഗ്രാം ഉണ്ടായിരുന്നു. രണ്ടാമത്തെ സിറ്റുവേഷനിൽ ഐസ് ഫ്രീസ് ആയി പോയപ്പോൾ ബാക്കിയുള്ള വെള്ളം 50 ഗ്രാമേ ഉള്ളൂ. അപ്പൊ എത്ര വെള്ളം ഫ്രീസ് ആയി പോയി മക്കളെ? 50 ഗ്രാം. 50 ഗ്രാം വെള്ളം ബാക്കിയുണ്ട്, 50 ഗ്രാം വെള്ളം ഫ്രീസ് ആയി പോയി. ഓക്കെ മക്കളെ? സോ ബേസിക്കലി ദി ആൻസർ ഓവർ ഹിയർ ഇസ് 50. മനസ്സിലാക്കുക. നെക്സ്റ്റ്, the value of
limiting delta TB by delta TB1 for equimolar solutions of Na2SO4 and NaCl with delta TB and delta TB1 as a respective boiling point elevations. മക്കളെ നമുക്കറിയാം elevation in boiling point is given as I into Kb into molality. മൊളാലിറ്റി സീറോ ആവുക എന്നതിൻ്റെ അർത്ഥം എന്താ? മൊളാലിറ്റി സീറോ എക്സാക്ട്ലി ആവില്ല, സീറോ എന്തായാലും ആവാൻ പറ്റില്ല. ബട്ട് സീറോ ആവാന്ന് വെച്ചാൽ ഇറ്റ്സ് ഡൈല്യൂട്ട്, വെരി ഡൈല്യൂട്ട് സൊല്യൂഷൻ. മക്കളെ വെരി ഡൈല്യൂട്ട് സൊല്യൂഷനിൽ വി നോ ദാറ്റ് ഇൻഫൈനൈറ്റ് ഡൈല്യൂഷനൊക്കെ എത്തുമ്പോൾ വി നോ ദാറ്റ് ഇറ്റ്സ് ഓൾമോസ്റ്റ് 100% ഡിസോസിയേഷൻ. ഓസ്റ്റ്വാൾസ് ഡോഫ് ഡൈല്യൂഷൻ അറിയില്ലേ? മൊളാലിറ്റി ഒക്കെ സീറോയുടെ വക്കത്ത് എത്തുകതിൻ്റെ അർത്ഥം എന്താണ്? ഇറ്റ്സ് ഓൾമോസ്റ്റ് ഇൻഫൈനൈറ്റ് ഡൈല്യൂഷൻ. അല്ലേ മക്കളെ? ഇൻഫൈനൈറ്റ് ഡൈല്യൂഷൻ്റെ വക്കത്താണ് എത്തിയിരിക്കുന്നത്. ഇൻഫൈനൈറ്റ് ഡൈല്യൂഷൻ എന്ന് പറയുമ്പോൾ ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ ഇസ് 100. ഇൻഫൈനൈറ്റ് ഡൈല്യൂഷൻ എത്തുമ്പോൾ ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ ഇസ് 100. ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ 100 ആണെങ്കിൽ ഐയുടെ വാല്യൂ എന്തായിരിക്കും? Na2SO4 ഐയുടെ വാല്യൂ വിൽ ബി 3, NaCl ഐയുടെ വാല്യൂ വിൽ ബി ഈക്വൽ ടു 2. So what will be delta TB? Delta TB by delta TB1 will be equal to I into അല്ലെങ്കിൽ Na2SO4 3 ആണ്, 3 into Kb into M. NaCl 2 ആണ്, I വാല്യൂ 2 ആണ്. സോ 2 into Kb into M. ഇത് രണ്ടും ക്യാൻസൽ ആയിപ്പോൾ you will get 3/2 which is equal to 1.5. Dun set masala. Next question നോക്കാം. The pH of 100 liters of concentrated KCl solution after the electrolysis for 10 seconds using 9.65 ampere at 298 Kelvin. മക്കളെ concentrated KCl എന്ന് പറയുമ്പോൾ concentrated KCl electrolysis നടത്തുമ്പോൾ നിങ്ങൾ നോക്കണം ആനോഡിലെ റിയാക്ഷൻ എന്താണ്, കാത്തോഡിലെ റിയാക്ഷൻ എന്താണ് എന്ന് നോക്കണം. ആനോഡിലെ റിയാക്ഷൻ എന്താണ്, കാത്തോഡിലെ റിയാക്ഷൻ എന്താണ് എന്ന് നോക്കണം. എല്ലാവരും നോക്കുക. ആനോഡിൽ നടക്കാൻ പോകുന്നത് എന്താണ്? ആനോഡിൽ നടക്കാൻ പോകുന്നത് 2Cl minus getting converted to Cl2 plus 2 electron. ഇതാണ് ആനോഡിൽ നടക്കുന്നത്. കാത്തോഡിൽ എന്താ നടക്കുന്നത്? കാത്തോഡിൽ നിങ്ങളൊക്കെ പറയും സർ കാത്തോഡിൽ K+ റെഡ്യൂസ് ആകും. അല്ല, കാത്തോഡിൽ K+ അല്ല റെഡ്യൂസ് ആവുക. കാത്തോഡിൽ വാട്ടർ വിൽ ഗെറ്റ് റെഡ്യൂസ്ഡ്. ഇത് നമ്മൾ പ്രോഡക്റ്റ് ഓഫ് ഇലക്ട്രോളിസിസിലൊക്കെ പഠിച്ചതാണ്. വാട്ടറിൻ്റെ റിഡക്ഷൻ റിയാക്ഷൻ അറിയാലോ. വാട്ടർ വിൽ ഗെറ്റ് കൺവേർട്ടഡ് ടു 2H2 പ്ലസ് water will get converted to H2 plus 2OH minus. വാട്ടർ 2 ഇലക്ട്രോൺ ആയിട്ട് റിയാക്ട് ചെയ്തിട്ട് H2 plus 2OH minus ആയിട്ട് കൺവേർട്ട് ആവും. സോ ബേസിക്കലി ആ സൊല്യൂഷൻ മൊത്തം pH ഇൻക്രീസ് ആവും. കാര്യം OH മൈനസ് ജനറേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. OH minus is generated. K+ അല്ല കാത്തോഡിൽ നടക്കുന്നത്. K+ is not the one that gets reduced. Water gets reduced. So basically നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ മക്കളെ. Water reacts with two water molecules react with 2 moles of electrons to give you 2 moles of OH minus. അപ്പോൾ 2 OH minus പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് വളരെ സിമ്പിളായിട്ട് ഇത് പറഞ്ഞു തരാം മക്കളെ. To produce 2 moles of OH minus, നമുക്ക് വേണ്ടത് 2 moles of electrons ആണ്. 2 moles of electrons എന്ന് വെച്ചാൽ 2 moles of electrons ആണ് വേണ്ടത്. 2 moles of electrons എന്ന് വെച്ചാൽ 2 ഫാരഡേ. അതായത് 2 ഫാരഡേ വെച്ചിട്ട് 2 moles of electrons കിട്ടും. 2 ഫാരഡേ വെച്ചിട്ട് 2 moles of electrons കിട്ടും. നമുക്കിവിടെ 2 ഫാരഡേ എന്ന് വെച്ചാൽ എന്താ? 2 into 96500 coulombs. അല്ലെ, 2 into 96500 coulombs. സോ 2 into 96500 coulombs വെച്ചിട്ട് 2 moles of electrons കിട്ടും. നമുക്കിവിടെ എത്ര coulombs ഉണ്ട്? 9.65 ampere for 10 seconds. അതായത് 96.5 coulombs ഉണ്ട് നമ്മുടെ കയ്യിൽ. അല്ലേ, നമ്മുടെ ഉള്ളത് 96.5 coulombs ആണ്. 9.65 ampere into 10 seconds, 96.5 coulombs. അപ്പോൾ എത്ര moles OH minus ഉണ്ടെന്ന് നോക്കാം. How many OH minus molecules or how many OH minus moles will we get? എല്ലാവരും നോക്കുക. 2 moles for 2 into 96500 coulombs.
2 divided by 2 into 96500 coulombs multiplied by 96.5. അല്ലേ 2 മോൾ OH മൈനസ് എപ്പോഴാണ് കിട്ടുക 2 ഫാരഡേ കൊടുത്താൽ അപ്പോൾ 2 ഫാരഡേ എന്ന് വെച്ചാൽ 2 into 96500 coulombs അപ്പോൾ 2 into 96500 coulombsന് 2 ഫാരഡേ അപ്പോൾ 96.5ന് 2 by 2 into 96500 into 96.5 that is equal to എത്ര ഇവിടെ 1000 വരും that is equal to 10 power minus 3 അതായത് 10 power minus 3 moles OH minus ഉണ്ട് 10 power minus 3 moles OH minus ഉണ്ട് 10 power minus 3 moles OH minus അപ്പോൾ concentration of OH minus എത്രയാണ് concentration of OH minus എന്ന് പറയുമ്പോൾ number of moles divided by volume that is 10 power minus 3 divided by volume എത്രയാണ് 100 that is equal to 10 power minus 5. So concentration of OH minus 10 power minus 5 that means POH is equal to 5 that means pH will be equal to 9 ആണ് ആൻസർ ആയിട്ട് വരിക 9 will be the answer. അടിപൊളി ക്വസ്റ്റ്യൻ ആണ് സെറ്റാണോ സെറ്റ് മസാലയാണോ അടിപൊളി ക്വസ്റ്റ്യൻ ആണ് മക്കളെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ദ നമ്പർ ഓഫ് പ്രോഡക്ട്സ് ഫോംഡ് ഇൻ ദ ഫോളോയിങ് റിയാക്ഷൻ ഇസ് എക്സ്ക്ലൂഡിംഗ് ഒപ്റ്റിക്കൽ ഐസോമേഴ്സ് NBS N bromosuccinimide ബേസിക്കലി അലൈലിക് ബ്രോമിനേഷൻ ആണ് നടക്കുക എല്ലാവരും നോക്കിക്കേ മക്കളെ NBS മെക്കാനിസത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇവർ ആക്ച്വലി എല്ലാ പ്രോഡക്റ്റും കൺസിഡർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് ഇത് JEEയിൽ അഡ്വാൻസ്ഡിൽ ചോദിച്ചിട്ടുണ്ട് ഇതേപോലത്തെ സിമിലർലി ഒരു ക്വസ്റ്റ്യൻ എല്ലാവരും നോക്കുക ആദ്യം തന്നെ നമുക്ക് ഈ പൊസിഷനിൽ അറ്റാക്ക് നടത്താം ആ പൊസിഷനിൽ അറ്റാക്ക് നടക്കുമ്പോൾ രണ്ട് പ്രോഡക്റ്റ് ഫോം ആവും ഏതൊക്കെയാണ് സാറേ ഈ രണ്ട് പ്രോഡക്റ്റ് അതായത് BR മൈനസ് ഒന്നില്ലെങ്കിൽ ഇങ്ങനെ വരാം അല്ലെങ്കിൽ നേരെ ഉള്ളിലോട്ടും പോകാം അല്ലെങ്കിൽ നേരെ ഉള്ളിലോട്ടും പോകാം ഇങ്ങനെയും പോകാം BR ഓക്കെ BR മൈനസ് അല്ല BR ഡോട്ട് ആണ് കേട്ടോ ഫ്രീ റാഡിക്കലാണ് അറ്റാക്ക് ചെയ്യുക BR മൈനസ് അല്ല കൂട്ടന്മാരെ ബിക്കോസ് ഇറ്റ്സ് എ ഫ്രീ റാഡിക്കൽ മെക്കാനിസം അണ്ടർസ്റ്റാൻഡ് ഇറ്റ്സ് എ ഫ്രീ റാഡിക്കൽ മെക്കാനിസം മക്കളെ ബേസിക്കലി എല്ലാവരും നോക്കുക ഇത് രണ്ടും ജോമെട്രിക്കൽ ഐസോമേഴ്സാണ് അല്ലേ ഇവിടെ ഈ BRും ഈ CS3യും ഫേസിങ് ദ സെയിം സൈഡ് ഇവിടെ BRും ഈ CS3യും ഫേസിങ് ഓപ്പോസിറ്റ് സൈഡ് ജോമെട്രിക്കൽ ഐസോമേഴ്സ് അവോയ്ഡ് ചെയ്യാൻ അവർ പറഞ്ഞിട്ടില്ല അല്ലേ ഒപ്റ്റിക്കൽ ഐസോമേഴ്സ് അവോയ്ഡ് ചെയ്യാനാണ് അവർ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ബേസിക്കലി നിങ്ങൾ നോക്കുകയാണെങ്കിൽ ദിസ് കോമ്പൗണ്ട് ഇസ് ഒപ്റ്റിക്കലി ആക്റ്റീവ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഈ കോമ്പൗണ്ട് ഒപ്റ്റിക്കലി ആക്റ്റീവാണ് പക്ഷെ അവരുടെ എനാൻഷ്യോമേഴ്സ് എടുക്കണ്ട എന്നാണ് ക്വസ്റ്റനിൽ തന്നെ പറഞ്ഞിരിക്കുന്നത് സോ ബേസിക്കലി നമുക്ക് രണ്ടെണ്ണം കിട്ടി ഇവിടെ ആദ്യത്തെ രണ്ടാമത്തെ ഓക്കെ ഇനി നെക്സ്റ്റ് നമുക്ക് ഈ പോയിന്റിൽ അറ്റാക്ക് നടത്തുമ്പോൾ ഏതൊക്കെ സ്ട്രക്ചേഴ്സാണ് കിട്ടുക ഈ പോയിന്റിൽ അറ്റാക്ക് നടത്തുമ്പോൾ എല്ലാവരും നോക്കിക്കേ ഇതേപോലെ തന്നെ BR ഒന്നില്ലെങ്കിൽ പുറത്തോട്ട് തള്ളി നിൽക്കാം അല്ലെങ്കിൽ BRന് ഉള്ളിലോട്ടും പോകാം അല്ലേ മക്കളെ സോ ബേസിക്കലി ദീസ് ടു കുഡ് ബി ദി ആൻസർ അഗെയിൻ ഒപ്റ്റിക്കൽ ഐസോമേഴ്സ് കൺസിഡർ ചെയ്യണ്ട നിങ്ങൾ നോക്കുകയാണെങ്കിൽ ദിസ് ഈസ് ഓൾസോ ഒപ്റ്റിക്കലി ആക്റ്റീവ് പക്ഷെ അപ്പോൾ ഒപ്റ്റിക്കലി ആക്റ്റീവ് ആണെങ്കിൽ അവർക്ക് എനാൻഷ്യോമർ ഉണ്ടാവും പക്ഷെ എനാൻഷ്യോമർ കൺസിഡർ ചെയ്യണ്ട സോ ബേസിക്കലി ദാറ്റ് ഇസ് 3 ദിസ് ഇസ് 4 ഇനി നെക്സ്റ്റ് ഉള്ളതാണ് നിങ്ങൾ നോട്ട് ചെയ്യേണ്ടത് അപ്പോൾ നിങ്ങൾ പറയും സർ പക്ഷേ അലൈലിക് പൊസിഷൻസ് കഴിഞ്ഞില്ലേ ഒരു അലൈലിക് പൊസിഷൻ രണ്ടാമത്തെ അലൈലിക് പൊസിഷൻ കഴിഞ്ഞില്ലേ ഇത്രയല്ലേ ഉണ്ടാവുള്ളൂ 4 അല്ലേ ഉണ്ടാവുള്ളൂ അല്ല മക്കളെ ഇവിടെയാണ് മെക്കാനിസം അറിഞ്ഞവർക്കേ മാർക്ക് കിട്ടുള്ളൂ എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം ദിസ് ഇസ് ഫ്രീ റാഡിക്കൽ മെക്കാനിസം NBS എന്ന് പറയുന്നത് ഫ്രീ റാഡിക്കൽ മെക്കാനിസമാണ് ഈ ഫ്രീ റാഡിക്കൽ മെക്കാനിസത്തിൽ ശ്രദ്ധിക്കുക മക്കളെ ഫ്രീ റാഡിക്കൽ മെക്കാനിസത്തിൽ ഇപ്പം ഈ പോയിന്റിൽ ഒരു ഫ്രീ റാഡിക്കൽ ഫോം ചെയ്തു അപ്പോൾ ഈ പോയിന്റിൽ എല്ലാവരും നോക്കുക ഈ പോയിന്റിൽ ഒരു ഫ്രീ റാഡിക്കൽ ഫോം ചെയ്തു അതായത് H ഡോട്ട് പോയി ഹൈഡ്രജൻ ഫ്രീ റാഡിക്കൽ പോയി അവിടേക്ക് BR ഡോട്ട് കയറി വന്നു അങ്ങനെയാണ് ഈ പ്രോഡക്റ്റ് കിട്ടിയത് ഈ രണ്ട് പ്രോഡക്റ്റ് പക്ഷേ ഇവിടെ ഒരു ഫ്രീ റാഡിക്കൽ ഫോം ചെയ്യുമ്പോൾ തന്നെ there is another rearrangement that is possible ഈ പൈ ബോണ്ടിന് പൊട്ടിയിട്ട് ഇങ്ങോട്ട് വരാൻ പറ്റും
Okay, this is possible. 100% possible. 100% possible. 100% possible. അല്ലേ? അപ്പോൾ ബേസിക്കലി ആ ഫ്രീ റാഡിക്കലിന് തെന്നി മാറി ഇങ്ങോട്ട് വരാം. ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നൗ ദിസ് ഇസ് ദി അലൈലിക് പൊസിഷൻ അല്ലേ? ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ ബി ആർ ഡോട്ട് അറ്റാക്ക് ചെയ്യുമ്പോൾ ഫ്രീ റാഡിക്കൽ അറ്റാക്ക് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടാൻ പോകുന്ന പ്രോഡക്റ്റ് ഇതായിരിക്കും CH2Br. ഓക്കെ മക്കളെ, ക്ലിയർ? ഓക്കെ ആണോ? ബി ആർ ഡോട്ട് ബേസിക്കലി വരുന്നത് ബ്രോമിൻ മോളിക്യൂളിൽ നിന്നാണ് കേട്ടോ. BR2 എന്നാണ് ബി ആർ ഡോട്ടിനെ പിടിച്ചെടുക്കുന്നത്. ഓക്കെ മക്കളെ, ഗോട്ട് ഇറ്റ്. അപ്പോൾ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു പോയിന്റ് ഫ്രീ റാഡിക്കൽ മെക്കാനിസം ആണെന്ന് മനസ്സിലാക്കിയാൽ മതി. ഫ്രീ റാഡിക്കൽ മെക്കാനിസം ആണെങ്കിൽ ഒരു ഫ്രീ റാഡിക്കലിന്റെ തൊട്ടടുത്ത് കോൺജുഗേറ്റഡ് ആയിട്ടൊരു പൈ ബോണ്ട് ഉണ്ടെങ്കിൽ ബേസിക്കലി ആ കോൺജുഗേഷൻ കാരണം ഇവിടെ ഫ്രീ റാഡിക്കലിന് വരാൻ പറ്റും. ഓക്കെ മക്കളെ, ദിസ് ഇസ് എക്സ്ട്രീംലി ഇമ്പോർട്ടൻറ്റ്, സൂപ്പർ ഡൂപ്പർ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഫ്രീ റാഡിക്കൽ ഉണ്ടെങ്കിൽ തൊട്ടടുത്ത് പൈ ബോണ്ട് ഉണ്ടോ നോക്കുക. അങ്ങനെയാണെങ്കിൽ ദിസ് വിൽ ഓൾസോ ബി പോസിബിൾ. ഇത് JEE അഡ്വാൻസിലും ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്, ഇതേപോലത്തെ ഒരു ചോദ്യം. ഓക്കെ മക്കളെ, അടിപൊളി ഒരു ചോദ്യമാണ്. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഹൗ മെനി ഓഫ് ദ ഫോളോയിങ് ക്യാൻ എക്സിബിറ്റ് ടോട്ടോമറിസം? ഹൗ മെനി ഓഫ് ദ ഫോളോയിങ് ക്യാൻ? അപ്പോൾ ബേസിക്കലി ആൻസർ എന്താണ് മക്കളെ? 1, 2, 3, 4. ഇനി എന്താണ് മക്കളെ? ഒരെണ്ണം കൂടി പോസിബിൾ ആണ് കേട്ടോ. എല്ലാവരും നോക്കുക. ഇവിടെ നിന്ന് ഒരെണ്ണം കൂടി പോസിബിൾ ആണ്. സാർ അത് വിട്ടുപോയി. ഇതേ എല്ലാവരും നോക്കിയേ. ഈ ഫ്രീ റാഡിക്കൽ ഇവിടെ വരുമല്ലോ. ഇവിടെ വരുമ്പോൾ ഇവിടേക്കും നേരത്തെ പോലത്തെ ലോജിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അതായത് ബേസിക്കലി നമുക്ക് എന്ത് കിട്ടും? പൈ ബോണ്ട് ഇങ്ങനെ CH2 ഡോട്ട്. ഓക്കെ, ആൻഡ് ദെൻ BR ഡോട്ട് വിൽ കം ആൻഡ് അറ്റാക്ക്. BR ഡോട്ട് ഇങ്ങോട്ട് വരും. നമുക്ക് കിട്ടാൻ പോകുന്ന പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഇതായിരിക്കും, CH2Br മീഥൈൽ ഗ്രൂപ്പ്. അപ്പോൾ ഇതൊന്ന്, ഇത് 2, പിന്നെയുള്ള ഈ 4 എണ്ണം. അപ്പോൾ മൊത്തത്തിൽ 6 ആണ് ആൻസർ ആയിട്ട് വരിക. 6 വിൽ ബി ദി ആൻസർ. ഓക്കെ മക്കളെ, ഗോട്ട് ഇറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഹൗ മെനി ഓഫ് ദ ഫോളോയിങ് ക്യാൻ എക്സിബിറ്റ് ടോട്ടോമറിസം? ടോട്ടോമറിസം എക്സിബിറ്റ് ചെയ്യണമെങ്കിൽ ഇപ്പോൾ കീറ്റോ ഇനോൾ ടോട്ടോമറിസം ആണെങ്കിൽ C ഡബിൾ ബോണ്ട് O ആൻഡ് ദർ ഷുഡ് ബി അറ്റ്ലീസ്റ്റ് 1 ആൽഫ ഹൈഡ്രജൻ. തൊട്ടടുത്ത് ഒരു ആൽഫ ഹൈഡ്രജനെങ്കിലും വേണം അല്ലേ? ഇപ്പോൾ ഇവിടെ നോക്കുക, C ഡബിൾ ബോണ്ട് O ഉണ്ട്, ഇവിടെ ആൽഫ ഹൈഡ്രജൻസ് ഉണ്ട്. സോ ദിസ് വിൽ എക്സിബിറ്റ്. ഇവിടെയോ C ഡബിൾ ബോണ്ട് O ഉണ്ട്, ഇവിടെ ആൽഫ ഹൈഡ്രജൻ ഉണ്ടെന്ന് നിങ്ങൾ പറയും. പക്ഷെ മനസ്സിലാക്കുക, ആൽഫ ഹൈഡ്രജൻ ഷുഡ് ബി അറ്റാച്ച്ഡ് ടു sp3 കാർബൺ. sp3 കാർബണിലായിരിക്കണം ആൽഫ ഹൈഡ്രജൻ, അല്ലാണ്ട് sp2 കാർബണിലൊന്നും ആൽഫ ഹൈഡ്രജൻ വന്നിട്ട് കാര്യമില്ല. sp3 കാർബണിലായിരിക്കണം ആൽഫ ഹൈഡ്രജൻ. സോ ദിസ് വിൽ നോട്ട്. നെക്സ്റ്റ് വൺ നോക്കാം. C ഡബിൾ ബോണ്ട് O ഉണ്ട്, ഇവിടെ ആൽഫ ഹൈഡ്രജൻ ഇല്ല. സോ ബേസിക്കലി ദിസ് വിൽ നോട്ട്. നെക്സ്റ്റ് വൺ നോക്കാം. C ഡബിൾ ബോണ്ട് O ഉണ്ട്, ഇവിടെ ആൽഫ ഹൈഡ്രജൻ ഉണ്ട് CH3. സോ ദിസ് വിൽ. നെക്സ്റ്റ് വൺ നോക്കാം. C ഡബിൾ ബോണ്ട് O ഉണ്ട്, ഇവിടെ ആൽഫ ഹൈഡ്രജൻ ഇല്ല, ഇവിടെ ആൽഫ ഹൈഡ്രജൻ ഒക്കെ ഉണ്ട്, പക്ഷേ ദാറ്റ് ഇസ് എ ബ്രിഡ്ജ് ഹെഡ് കാർബൺ. നിങ്ങൾക്കറിയാം, ബ്രിഡ്ജ് ഹെഡ് കാർബണിൽ പൈ ബോണ്ടോ പോസിറ്റീവ് ചാർജോ വരാൻ പറ്റില്ല. ദാറ്റ്സ് ബിക്കോസ് ഓഫ് ബ്രെഡ്സ് റൂൾ. എന്താ പറഞ്ഞേക്കണേന്ന് അറിയാലോ മക്കളെ? ബ്രിഡ്ജ് ഹെഡ് കാർബണിൽ കാർബോകാറ്റയോണോ ഒരു ബ്രിഡ്ജ് ഹെഡ് കാർബണിൽ പൈ ബോണ്ടോ വരാൻ പറ്റില്ല. ദീസ് ടു ആർ ഇമെൻസ്ലി അൺസ്റ്റേബിൾ. അതായത് ബേസിക്കലി പറഞ്ഞാൽ sp2 ഹൈബ്രിഡൈസ് കാർബൺ ബ്രിഡ്ജ് ഹെഡിൽ വരാൻ പറ്റില്ല, ഭയങ്കര അൺസ്റ്റേബിൾ ആയിരിക്കും. sp2 ഹൈബ്രിഡൈസ് കാർബൺ ഈ പൊസിഷനിൽ വരാൻ പറ്റില്ല. കാർബോകാറ്റയോൺ എന്ന് വെച്ചാൽ sp2 ആണല്ലോ, ഡബിൾ ബോണ്ട് എന്ന് വെച്ചാലും sp2 ആണ്. ഡബിൾ ബോണ്ടഡ് കാർബൺ ഓർ കാർബോകാറ്റയോൺ cannot come at bridge head. It will be extremely unstable. സോ ബേസിക്കലി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ മക്കളെ, ഇവിടെ ഇതിൻ്റെ ഈനോള് വരയ്ക്കുകയാണെങ്കിൽ ദ ഈനോൾ വിൽ ഹാവ് എ പൈ ബോണ്ട് ഓവർ ഹിയർ അല്ലേ? നിങ്ങൾ തന്നെ ഇതിൻ്റെ ഈനോളൊന്ന് വരച്ചു നോക്കിയേ മക്കളെ. ഇതിൻ്റെ ഈനോൾ എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു പൈ ബോണ്ട് ഉണ്ടാവും
അല്ലേ? ഇവിടെ OH ഉണ്ടാവും. ഇതിൻ്റെ ഈനോള് നിങ്ങൾ വരയ്ക്കുകയാണെങ്കിൽ ഇവിടെ ഒരു പൈ ബോണ്ട് ഉണ്ടാവും, ഇവിടെ ഒരു OH ഉണ്ടാവും, ഇവിടെ ആ 2 CH3 ഉണ്ടാവും. ഈ പൈ ബോണ്ട് ഇസ് നോട്ട് പോസിബിൾ. കാര്യം അത് ബ്രിഡ്ജ് ഹെഡിൽ വരുന്നതാണ്. ഇറ്റ് ഈസ് ഇംപോസിബിൾ. സോ ബേസിക്കലി ടോട്ടോമറിസം കാണിക്കാൻ പറ്റില്ല. ഈവനും ടോട്ടോമറിസം കാണിക്കില്ല. കാര്യം C ഡബിൾ ബോണ്ട് O ഉണ്ട്, പക്ഷേ എന്തില്ല മക്കളെ, ആൽഫ ഹൈഡ്രജൻ ഇല്ല. ഓക്കെ, സോ ബേസിക്കലി ഇവിടെ വരുന്നത് എത്ര എണ്ണമാണ്? 2 എണ്ണം. 2 വിൽ ബി ദി ആൻസർ. ഓക്കെ, ഓക്കെ ആണോ മക്കളെ? സെറ്റ് ആണോ മക്കളെ? നെക്സ്റ്റ് വൺ നോക്കാം. The number of alkenes that may be hydrogenated to form 2-methyl butane. Number of alkenes that may be hydrogenated to form 2-methyl butane. So basically നായകനെ നമുക്കൊന്ന് നോക്കാം. നായകൻ ഇങ്ങനെയാണ്. 2-methyl butane എന്ന് വെച്ചാൽ ഇതാണ്. ഏതൊക്കെ കോമ്പൗണ്ട് ഹൈഡ്രജനേറ്റ് ചെയ്താലാണ് ഇത് കിട്ടുക? വളരെ സിമ്പിൾ ക്വസ്റ്റൻ ആണ്. ഇവിടെ ഒരു പൈ ബോണ്ടിനെ കൊണ്ടുവരിക, ഇവിടെ ഒരു പൈ ബോണ്ടിനെ ഞാൻ കൊണ്ടുവന്നു. ഇവനെ ഹൈഡ്രജനേറ്റ് ചെയ്താൽ എനിക്കിത് കിട്ടും, അല്ലേ മക്കളെ? നമുക്ക് ഇവിടെ ഒരു പൈ ബോണ്ടിനെ കൊണ്ടുവരാം. അപ്പോൾ ഇവിടെ ഒരു പൈ ബോണ്ടിനെ കൊണ്ടുവരാന്ന് വെച്ചാൽ ദ സെയിം തിങ്. ഇതും സെയിം അല്ലേ? സോ അവിടെ ഒരു പൈ ബോണ്ടിനെ കൊണ്ടുവന്ന കാര്യമില്ല, ഇവിടെ ഒരു പൈ ബോണ്ടിനെ കൊണ്ടുവരാം. സോ ബേസിക്കലി ദിസ് കോമ്പൗണ്ട് ഓൺ ഹൈഡ്രജനേഷൻ ഗിവ്സ് യു 2-methyl butane. അതേപോലെ തന്നെ ഇവിടെ ഒരു പൈ ബോണ്ടിനെ കൊണ്ടുവരാം. അപ്പോൾ ബേസിക്കലി നമുക്ക് ഇതും കിട്ടും. സോ ബേസിക്കലി ഈ മൂന്ന് ആൽക്കീൻസിനെയും ഹൈഡ്രജനേറ്റ് ചെയ്താൽ കിട്ടാൻ പോകുന്നത് ഇതാണ്. ഓക്കെ മക്കളെ, ക്ലിയർ? നെക്സ്റ്റ്, the number of chiral carbons formed by the monochlorination of 2-methyl pentane. 2-methyl pentane എന്ന് ചോദിച്ചാൽ CH3 CH3 CH2 CH3 CH3H CH2 CH2 C1 2 3 4 CH3. മോണോക്ലോറിനേഷൻ എന്ന് വെച്ചാൽ ഒരു ഹൈഡ്രജനെ മാറ്റി ക്ലോറിൻ വരുന്നു. സോ ബേസിക്കലി പല പൊസിഷൻസിൽ ഹൈഡ്രജൻ ഉണ്ട്. എല്ലാവരും നോക്കിക്കേ മക്കളെ, ഇവിടുത്തെ ഒരു ഹൈഡ്രജനെ റീപ്ലേസ് ചെയ്ത് ക്ലോറിൻ വരികയാണെങ്കിൽ, ഇവിടുത്തെ ഒരു ഹൈഡ്രജനെ റീപ്ലേസ് ചെയ്ത് ക്ലോറിൻ വരികയാണെങ്കിൽ നമുക്ക് പ്രോഡക്റ്റ് എന്താ കിട്ടുക? CH2 Cl CH3 H CH2 CH3. ഇവിടെ കൈറൽ കാർബൺ ഉണ്ടോ? ഇവിടെ കൈറൽ കാർബൺ ഉണ്ടല്ലോ. ദിസ് ഇസ് എ കൈറൽ കാർബൺ അല്ലേ? ഇതൊരു കൈറൽ കാർബൺ അല്ലേ? സോ ദാറ്റ്സ് 1 കൈറൽ കാർബൺ. നെക്സ്റ്റ് നമുക്ക് നോക്കാം. ഈ CH3 നമ്മൾ കൺസിഡർ ചെയ്യണ്ട, ബിക്കോസ് ദീസ് 2 CH3 ആർ ദ സെയിം. ഈ ഹൈഡ്രജനെ നമുക്ക് നോക്കാം. ഈ ഹൈഡ്രജനെ റീപ്ലേസ് ചെയ്ത് നോക്കാം. ആ ഹൈഡ്രജനെ റീപ്ലേസ് ചെയ്യുമ്പോൾ കൈറൽ കാർബൺ വല്ലതും കിട്ടുമോ നോക്കാം. ആ ഹൈഡ്രജനെ റീപ്ലേസ് ചെയ്യുമ്പോൾ കൈറൽ കാർബൺ വല്ലതും കിട്ടുമോ? CH2 CH3 കൈറൽ കാർബൺ കിട്ടുന്നുണ്ടോ? ഇല്ല. There is no chiral carbon. So ഇവിടെ ഇല്ല. ഇനി ഇവിടുത്തെ ഹൈഡ്രജനെ റീപ്ലേസ് ചെയ്ത് നോക്കാം. ഇവിടുത്തെ ഹൈഡ്രജനെ റീപ്ലേസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന എന്താണ്? CH3 ഹൈഡ്രജൻ CH Cl CH2 CH3. കൈറൽ കാർബൺ ഉണ്ടോ? ഉണ്ടല്ലോ. ഇതൊരു കൈറൽ കാർബൺ അല്ലേ? ദിസ് എ കൈറൽ കാർബൺ അല്ലേ മക്കളെ? ഫൈൻ. സോ ദാറ്റ് വിൽ ഓൾസോ ഗിവ് യു എ കൈറൽ കാർബൺ. അപ്പോൾ 2 ആയി. ഇനി ഇവിടത്തെ ഹൈഡ്രജൻ ഒന്ന് റീപ്ലേസ് ചെയ്ത് നോക്കാം. അതായത് CH3 ഹൈഡ്രജൻ CH2 CH Cl CH3. എല്ലാവരും നോക്കിയേ, കൈറൽ കാർബൺ ഉണ്ടോ മക്കളെ? ഉണ്ടല്ലോ. ദിസ് ഇസ് എ കൈറൽ കാർബൺ. അപ്പോൾ 3 ആയി. ഇനി ഇവിടത്തെ ഹൈഡ്രജനെ റീപ്ലേസ് ചെയ്ത് നോക്കാം. അവിടുത്തെ ഹൈഡ്രജനെ റീപ്ലേസ് ചെയ്യുമ്പോൾ നമുക്ക് CH3 ഹൈഡ്രജൻ CH2 Cl. ഉണ്ടോ മക്കളെ? കൈറൽ കാർബൺ ഉണ്ടോ? ഇല്ല. ഇത് കൈറൽ കാർബൺ ആണോ? അല്ല. 2 CH3 ഉണ്ട്. ഇത് കൈറൽ കാർബൺ ആണോ? അല്ല. ഇതല്ല. സോ ഇവിടെ ഇല്ല. സോ മൊത്തത്തിൽ പോസിബിലിറ്റി ദർ ഇസ് 1 2 3 chiral carbons are the possibility. Okay മക്കളെ? Okay.
Fine. Next. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. 29ാമത്തെ ക്വസ്റ്റ്യൻ ആണല്ലേ. 29ാമത്തെ. How many statements are correct among the following? How many statements are correct among the following? More stabilizing electronic effect for a carbanion is resonance. Definitely. Carbanion basically hyperconjugation-ലേക്ക് ഒന്നും പോകാൻ പറ്റില്ല. Inductive effect and resonance ഒക്കെ നോക്കുകയാണെങ്കിൽ resonance is the major. Okay, so that's a right statement. That's a right statement. Free radicals can be formed by applying low temperature and IR radiations. No, generally UV radiations ആണ് കൊടുക്കാറ്. UV radiations ആണ് കൊടുക്കാറ്. Okay, so 2 is a wrong statement. Free radical is a neutral species with 7 electrons in the valence shell of carbon atom. Correct ആണ്. That's a correct statement. This is more stable than this. Absolutely not. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ Brett's rule. ഇവിടെ bridgehead carbonൽ carbocation വരാൻ പറ്റില്ല. So that's a wrong statement. This is a wrong statement. A carbocation is trigonal pyramidal in shape. No, it is trigonal planar in shape. Methyl carbanion and NH3 are isostructural and isoelectronic. അല്ലേ? ആണല്ലോ. രണ്ടും pyramidal ആണല്ലോ വരിക. രണ്ടും pyramidal അല്ലേ വരിക. കാർബാനിയോണും അമോണിയയും both have same structure. അപ്പോൾ നിങ്ങൾ ഹൈബ്രിഡൈസേഷൻ നോക്കുകയാണെങ്കിൽ രണ്ടുപേരുടെയും sp3 ഹൈബ്രിഡൈസേഷൻ ആണ്. രണ്ടുപേർക്കും 3 സിഗ്മ ബോണ്ടും ഒരു ലോൺ പെയറും ഉണ്ട്. 3 സിഗ്മ ബോണ്ട്സ് 1 ലോൺ പെയർ. VSEPR തിയറി ഉപയോഗിച്ചിട്ട് സെയിം ഷേപ്പ്. ഇനി സെയിം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആണോ? നൈട്രജനിൽ എത്ര എണ്ണം ഉണ്ട്? നൈട്രജനിൽ 7. ഓരോ ഹൈഡ്രജനിലും 1 ഈച്ച്. സോ ടോട്ടലി 10 ഇലക്ട്രോൺസ് ഓവർ ഹിയർ. കാർബണിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ട്? 6. ഓരോ ഹൈഡ്രജനിലും 1 ഈച്ച്. സോ 6 + 3 9 പ്ലസ് CS3 മൈനസിൽ ഒരു എക്സ്ട്രാ ഇലക്ട്രോൺ ഉണ്ട്. കാർബാനോണിൽ 1 എക്സ്ട്രാ ഇലക്ട്രോൺ ഉണ്ട് അല്ലേ. സോ ദാറ്റ് മീൻസ് 9 + 1 10. സോ ഐസോസ്ട്രക്ചറൽ ആൻഡ് ഐസോഇലക്ട്രോണിക്. അത് കറക്റ്റ് ആണ്. Carbocation is stabilized by minus I effect and destabilized by plus I effect. നേരെ തിരിച്ചാണ്. Carbocation is stabilized by plus I effect and destabilized by minus I effect. So that is wrong. Carbocations can undergo rearrangement if required so as to attain more stability. That's also correct. So first one, first, third, sixth, eighth. 4 statement ഇതിൽ കറക്റ്റ് ആണ്. 4 statement ഇതിൽ കറക്റ്റ് ആണ്. ഓക്കെ മക്കളെ, got it. Next one നോക്കാം. For the electrochemical cell, ഈ ഒരു സെല്ല് തന്നിട്ടുണ്ട്. The standard EMF of the cell is 2.7 at 300 Kelvin. When the concentration of Mg2+ is changed to X molar, the cell potential changes to 2.67. The value of X is, മക്കളെ നമുക്കറിയാം E cell is equal to E naught of cell minus 0.059. ഇവിടെ 300 Kelvin ആണ്. 300 Kelvin ആണെങ്കിൽ ഇത് യൂസ് ചെയ്യാൻ പറ്റില്ല കേട്ടോ. -2.303 എന്ന് തന്നെ ഇടുക. കാര്യം 298 Kelvin ആണെങ്കിലാണ് 0.059 വരിക. അപ്പോൾ 2.303/RT/NF. N എത്രയാണ്? നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻവോൾവ് എത്രയാണ്? Mg2 Mg2+, Cu2+ to Cu. Number of electrons in anode is 2, number of electrons in cathode is 2. അല്ലേ? So basically 2 electrons is the total number of electrons involved in this reaction. ഈ റിയാക്ഷൻ ശരിക്കും എന്തായിരിക്കും? Mg plus U2+ giving you Mg2+ plus Cu. ഇതായിരിക്കും റിയാക്ഷൻ. So 2 electrons involved. So 2.303/RT, 2.303/RT/NF. NF എന്ന് വെച്ചാൽ 2F into log of Mg2+ concentration divided by Mg2+ concentration divided by Cu2+ concentration. Okay, ഇനി E cellന്റെ വാല്യൂ എല്ലാവരും നോക്കിക്കേ മക്കളെ. E cellന്റെ വാല്യൂ 2.67 ആണ് തന്നിട്ടുണ്ട്. E cellന്റെ വാല്യൂ 2.67 ആണ് തന്നിട്ടുണ്ട്. E naught of cellന്റെ വാല്യൂ 2.7 ആണ് തന്നിട്ടുണ്ട്. മൈനസ് 2.303/RT/2F into log of Mg2+ന്റെ കോൺസെൻട്രേഷൻ X ആക്കി. Cu2+ന്റെ കോൺസെൻട്രേഷൻ മാറ്റിയോ? Cu2+ന്റെ കോൺസെൻട്രേഷൻ മാറ്റിയതായിട്ട് അവർ പറയുന്നില്ല. സോ 1 ആയിട്ട് തന്നെ എടുക്കുക. സോ ബേസിക്കലി ഇവിടെ നിന്ന് നമുക്ക് log X കിട്ടും. log X is equal to 2.67 minus 2.7 എത്രയാണ്?
0.03. അപ്പോൾ 0.03 ഞാൻ റീഅറേഞ്ച് ചെയ്തിട്ടുള്ള കാര്യമാണ് എഴുതുന്നത്. 0.03 ഇൻറ്റു 2 ഇൻറ്റു F ഡിവൈഡഡ് ബൈ 2.303 ഇൻറ്റു R ഇൻറ്റു T. T എത്രയാണെന്ന് അറിയാലോ? 300. സോ ടിയുടെ സ്ഥാനത്ത് 300 കൊടുക്കുക. ഗോട്ട് ഇറ്റ്? ഇത് ചെയ്യുമ്പോൾ യു വിൽ ഗെറ്റ്, മൾട്ടിപ്ലൈ ചെയ്ത് നോക്കിയാൽ മതി, യു വിൽ ഗെറ്റ് ദിസ് ടു ബി ഈക്വൽ ടു 1. ദാറ്റ് മീൻസ് എക്സ് ഇസ് ഈക്വൽ ടു 10. എക്സിൻ്റെ വാല്യൂ 10 എന്ന് കിട്ടും. ഓക്കെ മക്കളെ? സോ ദാറ്റ്സ് ഇറ്റ്. എല്ലാവരും മക്കളെ ഒന്നും കൂടി ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്ത് നോക്കിയത് എക്സ്ട്രീംലി ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ തന്നെ കോൺസ്റ്റൻറ്റ് റിവിഷൻ, റിക്കറിങ് റിവിഷൻ വേണം. എക്സ്ട്രീംലി ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ എപ്പോഴും പറയാറുള്ള പോലെ തന്നെ അവസാനം കുഴിച്ച് വെള്ളം കാണുന്നതിന് മുമ്പ് നിർത്താതെ കംപ്ലീറ്റ് ആയിട്ട് പ്രിപ്പറേഷൻ ചെയ്തുകൊണ്ടിരിക്കുക. ഇടയ്ക്ക് വെച്ച് ഡിമോട്ടിവേറ്റഡ് ആയിട്ട് നിർത്തിയൊന്നും പോകരുത്. ഇറ്റ്സ് എക്സ്ട്രീംലി ഇമ്പോർട്ടൻറ്റ്. യു കീപ്പ് അപ്പ് ദ മോട്ടിവേഷൻ ഇൻ മൈൻഡ്. ഏറ്റവും നല്ല കോളേജിൽ എത്തിപ്പെടുക എന്നുള്ളത് നിങ്ങൾ മനസ്സിൽ വെക്കുക. അതിനു വേണ്ടിയാണ് ഇതൊക്കെ ചെയ്യുന്നത് എന്ന് മനസ്സിൽ വെക്കുക. ഓക്കെ മക്കളെ? ഗോ. ഓക്കെ, ഒരു മിനിറ്റ്. മക്കളെ. അബി കഴിഞ്ഞടാ? കഴിഞ്ഞു. ഓക്കെ, ഷിഫ്റ്റ് ചെയ്തോ. ഞാനിപ്പോൾ ഇത് ഇവിടെ ക്ലോസ് ചെയ്യണോ? മക്കളെ ഒരു മിനിറ്റ്, സാർ ഇപ്പോൾ വരും. ഹായ് മക്കളെ. അപ്പോൾ എക്സാം ഒക്കെ എല്ലാവരും നല്ലതായിട്ട് എഴുതിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മളിന്ന് മാത്തമാറ്റിക്സിന്റെ ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യത്തെ 8 ക്വസ്റ്റ്യൻസ് ആണ് ഞാനിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഏതായാലും ശരി, നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇവിടെ കാണാം. എന്തായിരുന്നു ഫസ്റ്റ് ക്വസ്റ്റ്യൻ? വി ആർ റിക്വയർഡ് ടു ഫോം ഡിഫറെന്റ് വേർഡ്സ് വിത്ത് ദ ലെറ്റേഴ്സ് ഓഫ് ദി വേർഡ് ഇന്റീജർ. അപ്പൊ ഇന്റിജർ എന്ന് പറയുന്ന ഒരു വേർഡ് നമുക്ക് തന്നിരിക്കുകയാണ്. ഈ ഇന്റിജർ എന്ന് പറയുന്ന വേർഡിൽ നമുക്ക് കാണാൻ പറ്റും എത്ര ലെറ്റേഴ്സ് ഉണ്ട്? 7 ലെറ്റേഴ്സ് ഉണ്ട്. ശരിയാണല്ലോ? അപ്പൊ ഈ 7 ലെറ്റേഴ്സ് പല രീതിയിൽ നമ്മൾ മാറ്റിമറിച്ചൊക്കെ എഴുതി കഴിഞ്ഞാൽ ടോട്ടൽ എത്ര വേർഡ്സ് കിട്ടും? പക്ഷേ അവർ ചില കണക്കുകൾ പറഞ്ഞിട്ടുണ്ട്, നമുക്ക് അതും കൂടെ നോക്കാം അല്ലെ. ഇവിടെ M1 എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താ? M1 be the number of words in which I and N are never occur together. അപ്പൊ ശരിക്കും ഈ 7 ലെറ്റേഴ്സിനെ നമുക്ക് 7 ഫാക്ടോറിയൽ വേസിൽ എന്ത് ചെയ്യാൻ പറ്റും? പെർമ്യൂട്ട് ചെയ്യാൻ പറ്റും എന്ന് നമുക്കറിയാം. ശരിയല്ലേ? ഇതാണ് ടോട്ടൽ നമ്പർ ഓഫ് അറേഞ്ച്മെന്റ്സ് എന്ന് പറയുന്നത്. പക്ഷെ ഇതെല്ലാം നമുക്ക് വേണ്ട. M1 എന്ന് പറഞ്ഞാൽ എന്തേ ഉള്ളൂ? ഇതിനകത്ത് 2 ലെറ്റേഴ്സ് ഏതൊക്കെയാണ്? ഐയും എന്നും ഒരിക്കലും ഒരുമിച്ച് വരാൻ പാടില്ല. നമുക്കറിയാം കുറെ ആൾക്കാർ ഒരിക്കലും ഒരുമിച്ച് വരാൻ പാടില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യാറുള്ളത്? അവർ ഒരുമിച്ച് വരുന്ന കേസ് എടുത്തിട്ട് ടോട്ടലിൽ നിന്ന് സബ്ട്രാക്ട് ചെയ്താൽ പോരെ. അപ്പൊ ടോട്ടൽ എന്ന് പറയുന്നത് 7 ഫാക്ടോറിയൽ ആണല്ലോ. അപ്പൊ അതിൽ നിന്ന് ഞാൻ എന്ത് സബ്ട്രാക്ട് ചെയ്യണം? ഈ 2 ലെറ്റേഴ്സ് ഒരുമിച്ച് വരുന്ന കേസുകൾ സബ്ട്രാക്ട് ചെയ്യണം. ശരിയല്ലേ? അപ്പൊ ഈ 2 പേര് ഒരുമിച്ച് വരുന്ന കേസ് എങ്ങനെയാണ് നമ്മൾ കുറെ ആൾക്കാർ ഒരുമിച്ച് വരുന്ന കേസുകൾ എടുക്കുന്നത്? ആ ഒരുമിച്ച് വരേണ്ട ആൾക്കാരെ എല്ലാം കൂടി ചേർത്തിട്ട് ഒരൊറ്റയാളാക്കി നോക്കണം. ശരിയാണല്ലോ? അപ്പൊ ഇവിടെ ഞാൻ ഐയും എന്നും കൂടെ ചേർത്ത് ഒരൊറ്റ ലെറ്റർ ആണെന്ന് വിചാരിക്കാൻ പോവാണ്. അപ്പൊ ഐയും എന്നും ഒരൊറ്റ ലെറ്റർ ആണെന്ന് വിചാരിച്ചാൽ പിന്നെ ഇഫക്റ്റീവ്ലി അവിടെ എത്ര ലെറ്റേഴ്സാണ് വരുന്നത്? ഐയും എന്നും കൂടെ ചേരുന്ന ഒരു ലെറ്റർ ഉണ്ട്, പിന്നെ അത് കൂടാതെ ഒരു 5 ലെറ്റേഴ്സും ഉണ്ട് അല്ലെ. അപ്പൊ ടോട്ടൽ 6 ലെറ്റേഴ്സ് ആണല്ലോ. ഈ 6 ലെറ്റേഴ്സിനെ എനിക്ക് 6 ഫാക്ടോറിയൽ വേസിലാണ് അറേഞ്ച് ചെയ്യാൻ പറ്റുന്നത്. ഈ ഓരോ അറേഞ്ച്മെന്റിലും ഈ 2 ലെറ്റേഴ്സ് ഒരുമിച്ചായിരിക്കുന്നത്. പക്ഷെ അവർ ഒരുമിച്ചിരിക്കുമ്പോൾ തന്നെ അവർക്കിടയിൽ 2 രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിരിക്കാം. ശരിയല്ലേ ഞാൻ പറയുന്നത്? അല്ലെ? ഐയും എന്നുമാണ്. അപ്പൊ IN എന്നും വരാം, അതല്ലെങ്കിൽ NI എന്നും വരാം. ശരിയല്ലേ? 2 ഡിഫറെന്റ് വേസിൽ. അപ്പോൾ അതും കൂടി നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ലേ? അപ്പൊ ഇതാണ് ശരിക്കും M1 എന്ന് പറയുന്നത്. വേണമെങ്കിൽ നമുക്ക് ഇതിനെ ഒന്ന് സിംപ്ലിഫൈ ചെയ്തെടുക്കാം. 7 ഫാക്ടോറിയൽ ക്യാൻ ബി റിട്ടൺ ആസ് 7 into 6 ഫാക്ടോറിയൽ അല്ലെ, മൈനസ് അടുത്തതോ 2 into 6 ഫാക്ടോറിയൽ അല്ലേ. അപ്പൊ 7 times 6 ഫാക്ടോറിയൽ നിന്നും 2 times 6 ഫാക്ടോറിയൽ കളഞ്ഞാൽ നമുക്ക് 5 times 6 ഫാക്ടോറിയൽ അല്ലേ കിട്ടുന്നത്. ഇതാണ് M1 എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്കിനി M2 എന്താണെന്ന് നോക്കാം. ക്വസ്റ്റ്യനിൽ M2 എന്താണെന്നാ പറഞ്ഞിരിക്കുന്നത്? M2 എന്ന് പറയുന്നത് ദ നമ്പർ ഓഫ് വേർഡ്സ് വിച്ച് ബിഗിൻ വിത്ത് I ആൻഡ് എൻഡ് വിത്ത് R.
അപ്പൊ ഐയിൽ സ്റ്റാർട്ട് ചെയ്യുന്നതും ആറിൽ എൻഡ് ചെയ്യുന്നതുമായിട്ടുള്ള വേർഡ്സിന്റെ എണ്ണമാണ് M2 എന്ന് പറയുന്നത്. നമ്മൾ എന്ത് ചെയ്യുന്നു, ഫസ്റ്റ് ലെറ്റർ ഐ ആയിട്ടും ലാസ്റ്റ് ലെറ്റർ ആർ ആയിട്ടും അങ്ങ് ഫിക്സ് ചെയ്തു. ദാറ്റ് ക്യാൻ ബി ഡൺ ഇൻ ഓൺലി വൺ വേ. ശരിയല്ലേ? അപ്പോൾ ഫസ്റ്റ് ലെറ്റർ ഞാൻ ഐ ആയിട്ട് എടുത്തു, ലാസ്റ്റ് ലെറ്റർ ആർ ആയിട്ട് എടുത്തു. ഒരു രീതിയിലേ അത് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി നമുക്ക് ഇവർക്കിടയിൽ 5 ലെറ്റേഴ്സ് അറേഞ്ച് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഈ 5 ഡിസ്റ്റിങ്ക്ട് ലെറ്റേഴ്സിനെ, അതായത് ഐയും ആറും ഒഴിച്ചുള്ള ബാക്കി 5 ഡിസ്റ്റിങ്ക്ട് ലെറ്റേഴ്സിനെ ഇവർക്കിടയിലുള്ള 5 പൊസിഷൻസിൽ നമുക്ക് എത്ര തരത്തിൽ അറേഞ്ച് ചെയ്യാൻ പറ്റുക? 5 ഫാക്ടോറിയൽ. അപ്പൊ M2 എന്ന് പറയുന്നത് 5 ഫാക്ടോറിയൽ ആണ്. ക്ലിയർ അല്ലേ ഞാൻ ഈ പറഞ്ഞത്? അങ്ങനെയാണെങ്കിൽ നമുക്ക് വേണ്ടത് എന്താ? M1 ഡിവൈഡഡ് ബൈ M2 അല്ലേ? സോ M1 ഡിവൈഡഡ് ബൈ M2 ഇസ് ഈക്വൽ ടു എന്താ? M1 എന്ന് പറഞ്ഞാൽ 5 into 6 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 5 ഫാക്ടോറിയൽ വിച്ച് ഈസ് ഈക്വൽ ടു 5 into 6 ഫാക്ടോറിയൽ. നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റുക? 6 into 5 ഫാക്ടോറിയൽ എന്ന് എഴുതിക്കൂടെ? ഡിവൈഡഡ് ബൈ 5 ഫാക്ടോറിയൽ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ന്യൂമറേറ്ററിലെ 5 ഫാക്ടോറിയൽ ഡിനോമിനേറ്ററിലെ 5 ഫാക്ടോറിയൽ ക്യാൻസൽ ചെയ്താൽ നമുക്ക് എന്താ ന്യൂമറേറ്ററിൽ വരിക? 5 into 6 അഥവാ 30 എന്ന് കിട്ടും. സോ 30 ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരിക. ഓപ്ഷൻ 1 അല്ലേ 30 ആയിട്ട് കാണുന്നത്? സോ ഓപ്ഷൻ 1 ഈസ് കറക്റ്റ്. ഓക്കെ ആണല്ലോ? അപ്പൊ സമയം കളയണ്ട, നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ, വീണ്ടും പെർമ്യൂട്ടേഷൻസ് ആൻഡ് കോമ്പിനേഷൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നുമുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. എന്താ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. There are 10 persons named P1, P2, P3, etc. P10. അപ്പൊ 10 പേര് അവിടെ നിൽപ്പുണ്ട്. ശരിയാണല്ലോ? ഈ 10 പേരിൽ നിന്നും നമുക്ക് എത്ര പേരെ എടുത്താണ് അറേഞ്ച് ചെയ്യേണ്ടത്? 5 persons are to be arranged in a line. അപ്പൊ ടോട്ടൽ 10 ആൾക്കാരുണ്ട്. അവരിൽ നിന്ന് നമുക്ക് 5 പേരെ എടുത്ത് അറേഞ്ച് ചെയ്താൽ മതി. ഇത്രയും മാത്രമായിരുന്നു ക്വസ്റ്റ്യൻ എങ്കിൽ നമ്മൾ ഉടനെ തന്നെ ആൻസർ എന്ത് പറഞ്ഞേനെ? 10P5 എന്ന് പറഞ്ഞേനെ. ശരിയല്ലേ? ടോട്ടൽ 10 ആണ്, അതിൽ നിന്ന് 5 പേരെ എടുത്ത് അറേഞ്ച് ചെയ്യുന്നത് 10P5. പക്ഷെ ഇവിടെ നമുക്ക് എങ്ങനെയെങ്കിലും അറേഞ്ച് ചെയ്താൽ പോരാ അല്ലെ? അവരൊരു കാര്യം പറയുന്നുണ്ട്. എന്താ പറയുന്നത്? നമ്മുടെ അറേഞ്ച്മെന്റിൽ ഉറപ്പായിട്ടും P1 വന്നിട്ടുണ്ടാകണം. സോ P1 മസ്റ്റ് ഒക്കർ. ഉറപ്പായിട്ടും P1 വന്നേ മതിയാകൂ. ഇനി അതുപോലെ തന്നെയോ P4ഉം P5ഉം വരാനേ പാടില്ല. അപ്പൊ ഈ രീതിയിൽ വേണം നമുക്ക് അറേഞ്ച് ചെയ്യാനായിട്ട്. അപ്പൊ അതുകൊണ്ട് 10P5 കംപ്ലീറ്റ് ആയിട്ട് വേണ്ട. ശരിയാണല്ലോ? അപ്പൊ എങ്ങനെയാണ് ഈ തരത്തിൽ നമുക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റുക, അല്ലെങ്കിൽ എത്ര വേസിലാണ് ഇത് ചെയ്യാൻ പറ്റുക നോക്കാം. എന്തായാലും P1 വേണം എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പൊ ഞാൻ ആദ്യം ചെയ്യാൻ പോകുന്നത് ഈ 10 പേരിൽ നിന്നും അറേഞ്ച് ചെയ്യേണ്ട 5 പേരെ സെലക്ട് ചെയ്യാൻ പോവാണ്. ഓക്കെ ആണല്ലോ? അപ്പൊ 10 പേരിൽ നിന്ന് 5 പേരെ എനിക്ക് സെലക്ട് ചെയ്യണം. പക്ഷെ അതിനകത്ത് P1 ഉറപ്പായിട്ടും വന്നല്ല പറ്റുള്ളൂ. അപ്പൊ P1നെ എന്തായാലും എടുത്തേ പറ്റുള്ളൂ. അപ്പൊ അത് ഒരു രീതിയിലല്ലേ പറ്റുക? P1നെ സെലക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ഒരു രീതിയിലേ പറ്റുള്ളൂ. കാരണം ആകെ ഒരേ ഒരു P1 ഉള്ളൂ, ഒരാളെ തന്നെയാണ് എടുക്കേണ്ടത്. സോ 1C1 അഥവാ 1 ആണ്. ശരിയല്ലേ ഞാൻ ഈ പറയുന്നത്? ഇനി ബാക്കിയുള്ള 4 പേരെയല്ലേ എടുക്കേണ്ടത്? ബാക്കിയുള്ള 4 പേരെ സെലക്ട് ചെയ്യാനായിട്ട് ഇനി നമ്മുടെ കയ്യിൽ എത്ര പേരുണ്ട്? 9 പേരുണ്ട്. സമ്മതിക്കോ? അല്ലെ? അപ്പൊ മൊത്തം 10 പേരാണ്. അവരിൽ നിന്നാണ് എനിക്ക് എന്ത് ചെയ്യേണ്ടത്? 5 പേരെ എടുത്തിട്ട് അറേഞ്ച് ചെയ്യേണ്ടത്. അപ്പൊ ഞാൻ ആദ്യം 5 പേരെ സെലക്ട് ചെയ്യാൻ പോകുന്നു. അതിനുശേഷം നമുക്ക് അവരെ അറേഞ്ച് ചെയ്യാം. പക്ഷെ ഈ 5 പേരെ ഞാൻ എടുക്കുമ്പോൾ ഇവര് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് P1 എന്ന് പറയുന്ന ആള് വന്നേ മതിയാകൂ. അപ്പൊ അങ്ങനെയാണെങ്കിൽ P1നെ എന്തായാലും ഞാൻ എടുത്തല്ല പറ്റുള്ളൂ. അത് ഒരു തരത്തിലേ പറ്റുള്ളൂ. അപ്പൊ ഇനി ബാക്കി 4 പേരെയാണ് ഞാൻ എന്ത് ചെയ്യേണ്ടത്? ശരിക്കും സെലക്ട് ചെയ്യേണ്ടത്. ഈ 4 പേരെ സെലക്ട് ചെയ്യാൻ ഇനി ബാക്കി 9 പേരല്ലേ ഉള്ളത്? P1നെ ഓൾറെഡി നമ്മൾ എടുത്തല്ലോ. അപ്പൊ ഈ 9 പേരിൽ നിന്നാണ് 4 പേരെ സെലക്ട് ചെയ്യേണ്ടത്. പക്ഷെ വീണ്ടും നോക്കിയേ, അവര് പറഞ്ഞിട്ടുണ്ട് P4നെയും P5നെയും ഒരു കാരണവശാലും നമ്മുടെ സെലക്ഷനകത്ത് ഉൾപ്പെടുത്താൻ പാടില്ല. അപ്പൊ ഞാൻ ഒരു കാര്യം ചെയ്യുന്നു, ഈ 9 പേരിൽ നിന്ന് P4നെയും P5നെയും അങ്ങ് പറഞ്ഞു വിടുന്നു. അവരെ നമുക്ക് വേണ്ടല്ലോ. അങ്ങനെയാണെങ്കിൽ ഇനി ബാക്കി എത്ര പേരാ? 7 പേരല്ലേ? ആ 7 പേരിൽ നിന്ന് ഞാൻ ആരെ എടുത്താൽ മതിയാകും? 4 പേരെ സെലക്ട് ചെയ്താൽ മതിയാകും. മനസ്സിലാകുന്നുണ്ടോ? പക്ഷെ ഇപ്പൊ സെലക്ട് ചെയ്ത് കൈവച്ചിരിക്കുന്നതേ ഉള്ളൂ. ഇവരെ നമുക്ക് എന്ത് വേണം? അറേഞ്ച് ചെയ്യണം. മൊത്തം എത്ര പേരെയാ നമ്മളിപ്പോ സെലക്ട് ചെയ്തിരിക്കുന്നത്? P1നെ ആദ്യമേ തന്നെ എടുത്തു. പിന്നെ ഇപ്പൊ നമ്മൾ 4 പേരെയും കൂടി എടുത്തു വെച്ചിട്ടുണ്ട്. മൊത്തം 5 പേര് നമ്മുടെ കയ്യിലായല്ലോ. ഈ 5 പേരെ എനിക്ക് എത്ര വേസിലാണ് അറേഞ്ച് ചെയ്യാൻ പറ്റുക? 5 ഫാക്ടോറിയൽ വേസിലല്ലേ? അപ്പൊ ഇതല്ലേ നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്? ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. 7C4 7C3ക്ക് ഇക്വലന്റ് ആണ്. അപ്പൊ 7C4നെ എനിക്ക് 7 into 6 into 5 ഡിവൈഡഡ് ബൈ 1 into 2 into 3 എന്ന് എഴുതാമല്ലോ അല്ലെ? 7C3 തന്നെയാണ് 7C4. 5 ഫാക്ടോറിയൽ 120 ആണ്. അപ്പൊ ഇവിടെ 2 into 3 6 ആണ്, ക്യാൻസൽ ചെയ്ത് പോകും. അപ്പൊ നമുക്ക് എത്ര ആൻസർ കിട്ടുക? 7 into 5 into 120 എന്ന് കിട്ടും അല്ലെ? സോ 42 into 100 അഥവാ
4200 എന്ന് ആൻസർ വരും. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നോക്കട്ടെ ഓപ്ഷനിൽ ഏതാണ് വന്നിരിക്കുന്നത്? 4200 എന്ന് വന്നിരിക്കുന്നത് ഓപ്ഷൻ ബി ആണ്. സോ ഓപ്ഷൻ ബി ആണ് ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. മനസ്സിലായല്ലോ? ഓക്കെ ആണല്ലോ? യെസ്. അപ്പൊ തേർഡ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. തേർഡ് ക്വസ്റ്റ്യൻ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നുള്ളതാണ്. നമുക്കറിയാം സ്റ്റാറ്റിസ്റ്റിക്സ് പലപ്പോഴും നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു ചാപ്റ്റർ ആണ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ പഠിക്കേണ്ടതാണ്. ഇനി എന്താ ഇവിടെ പറഞ്ഞിരിക്കുന്നത്? മീൻ ആൻഡ് വേരിയൻസ് ഓഫ് 7 ഒബ്സർവേഷൻസ്. അപ്പൊ ഇവിടെ ടോട്ടൽ 7 ഒബ്സർവേഷൻസ് ആണ് ഉള്ളത്. ശരിയല്ലേ? ഈ 7 ഒബ്സർവേഷൻസിന്റെ അരിത്തമെറ്റിക് മീനും തന്നിട്ടുണ്ട്, വേരിയൻസും തന്നിട്ടുണ്ട്. ശരിയല്ലേ? അരിത്തമെറ്റിക് മീൻ എത്രയാ? 10 ആണ്. വേരിയൻസ് സിഗ്മ സ്ക്വയർ എന്ന് പറയുന്നത് എത്രയാ? 18 ആണ്. ശരിയല്ലേ മക്കളെ? അല്ലെ? 18. അപ്പൊ ഇതാണ് തന്നിരിക്കുന്നത്. എന്നിട്ട് പറഞ്ഞിരിക്കുന്നു ഈ 7 ഒബ്സർവേഷൻസിൽ 5 ഓഫ് ദി ഒബ്സർവേഷൻസ് ആർ 2, 4, 6, 8 and 10. കണ്ടോ? അപ്പൊ 7 ഒബ്സർവേഷൻസിൽ 5 എണ്ണം നമുക്ക് തന്നിട്ടുണ്ട്. ബാക്കി 2 എണ്ണത്തിന്റെ കാര്യമൊക്കെയാണ് നമുക്ക് അറിയേണ്ടത്. ഫൈനലി നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? ദ പ്രോഡക്റ്റ് ഓഫ് ദ റിമൈനിങ് 2 ഒബ്സർവേഷൻസ്. അല്ലെ? ബാക്കിയുള്ള 2 ഒബ്സർവേഷൻസിന്റെ പ്രോഡക്റ്റ് ആണ് വേണ്ടത്. ഞാനൊരു കാര്യം ചെയ്യുന്നു, ബാക്കിയുള്ള 2 ഒബ്സർവേഷൻസിനെ ഒരു എക്സ് എന്നും വൈ എന്നും പേരിട്ട് വിളിക്കുന്നു. ഓക്കെ ആണോ? അല്ലെ? അപ്പൊ മൊത്തം 7 ഒബ്സർവേഷൻസ് ഉണ്ട്. അതിൽ 5 എണ്ണം നമുക്ക് തന്നിട്ടുണ്ട്. ബാക്കി 2 എണ്ണത്തിന്റെ പ്രോഡക്റ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. സോ വി ടേക്ക് ദോസ് 2 റിമൈനിങ് ഒബ്സർവേഷൻസ് ആസ് എക്സ് ആൻഡ് വൈ. ക്ലിയർ അല്ലേ? ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്? ഈ ഒബ്സർവേഷൻസിന്റെ അരിത്തമെറ്റിക് മീൻ 10 ആണെന്ന് പറഞ്ഞിട്ടില്ലേ? എന്താ അരിത്തമെറ്റിക് മീൻ? എല്ലാം കൂടി ആഡ് ചെയ്തിട്ട് അല്ലെ? അപ്പൊ 2 + 4 + 6 + 8 + 10 പ്ലസ് എക്സ് പ്ലസ് വൈ അല്ലെ? ഇതെല്ലാം കൂടെ ആഡ് ചെയ്ത് എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യണം? നമ്പർ 7 നമ്പേഴ്സ് അല്ലേ ഉള്ളത്? ഇതാണ് നമുക്ക് അരിത്തമെറ്റിക് മീൻ ആയിട്ട് കിട്ടിയിരിക്കുന്നത് 10. അപ്പൊ ഇതെല്ലാം കൂടെ നമുക്കൊന്ന് ആഡ് ചെയ്ത് വെച്ചാൽ എത്രയാ കിട്ടുക? എക്സ് പ്ലസ് വൈ ഇതെല്ലാം കൂടെ ആഡ് ചെയ്താൽ 30 കിട്ടും അല്ലെ? ഇസ് ഈക്വൽ ടു 70. അപ്പൊ അവിടെ നിന്ന് എനിക്ക് എക്സ് പ്ലസ് വൈ ഇസ് ഈക്വൽ ടു 40 എന്നല്ലേ കിട്ടുന്നത്? അപ്പൊ റിമൈനിങ് 2 നമ്പേഴ്സിന്റെ സമ്മ് കിട്ടി. നമുക്ക് സമ്മല്ല വേണ്ട കേട്ടോ, പ്രോഡക്റ്റ് ആണ്. അപ്പൊ ഈ പ്രോഡക്റ്റ് കണ്ടുപിടിക്കണമെങ്കിൽ രണ്ടാമത്തെ കണ്ടീഷനും കൂടെ എടുക്കാം. എന്താ രണ്ടാമതായിട്ട് പറഞ്ഞിരിക്കുന്ന കണ്ടീഷൻ? ഇവരുടെ വേരിയൻസ് എന്ന് പറയുന്നത് 18 ആണ്. അപ്പൊ നമുക്കിനി വേരിയൻസ് കൊണ്ട് മുന്നോട്ട് പോയാലോ? അല്ലെ? എന്താ വേരിയൻസ്? വേരിയൻസ് നമ്മൾ എങ്ങനെയാ കണ്ടുപിടിക്കുക? വേരിയൻസ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്ന് പറയുന്നത് സിഗ്മ xi² മൈനസ് എക്സ് ബാറിന്റെ സ്ക്വയർ. ഇതല്ലേ വേരിയൻസിന്റെ ഫോർമുല? മറക്കാൻ പാടില്ല. അപ്പൊ ഈ വേരിയൻസ് ആണ് നമുക്ക് അവിടെ എത്രയായിട്ട് തന്നിരിക്കുന്നത്? 18 ആയിട്ട് തന്നിരിക്കുന്നത്. ഡൗട്ട് ഒന്നുമില്ലല്ലോ അല്ലെ? ഓക്കെ. ഇനി എന്താ സിഗ്മ xi² എന്ന് പറയുന്നത്? നമ്മുടെ ഒബ്സർവേഷൻസിന്റെ ഒക്കെ സ്ക്വയറുകളുടെ സമ്മാണ്. അപ്പൊ നമ്മുടെ ഒബ്സർവേഷൻസിന്റെ ഒക്കെ സ്ക്വയറുകൾ എടുക്കാം. ഒബ്സർവേഷൻസ് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്, ക്ലിയർ ആയിട്ട് കാണാമല്ലോ. അപ്പൊ അതിന്റെയൊക്കെ സ്ക്വയറുകളുടെ സം വേണം. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 2² പ്ലസ് അല്ലെ 4² പ്ലസ് 6² പ്ലസ് 8² പ്ലസ് 10². ശരിയാണോ? പിന്നെ പ്ലസ് x², അതുപോലെ പ്ലസ് y². ശരിയല്ലേ മക്കളെ? സിഗ്മ xi² ആണ് നമ്മൾ എഴുതിയത്. എല്ലാത്തിന്റെയും സ്ക്വയേഴ്സിന്റെ സം ഡിവൈഡഡ് ബൈ n വേണം. n 7 അല്ലേ? മൈനസ് എക്സ് ബാറിന്റെ സ്ക്വയർ. എക്സ് ബാർ നമുക്ക് നേരിട്ട് തന്നിട്ടുണ്ടായിരുന്നല്ലോ. 10 അല്ലേ എക്സ് ബാർ എന്ന് പറയുന്നത് അല്ലെ? മുകളിൽ കാണാം എക്സ് ബാർ ഇസ് ഈക്വൽ ടു 10. അപ്പൊ എക്സ് ബാറിന്റെ സ്ക്വയർ എന്ന് പറയുന്നത് 10ന്റെ സ്ക്വയർ 100 കിട്ടില്ലേ? ഇസ് ഈക്വൽ ടു 18. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവിടെ നിന്ന് നമുക്ക് ഇതെല്ലാം കൂടെ ആഡ് ചെയ്താൽ എത്രയാ കിട്ടുക? 64ഉം 36ഉം കൂടെ ആഡ് ചെയ്താൽ 100 ആകും. അപ്പൊ 100 + 100 200, 220 എന്ന് വരും അല്ലെ? 220 പ്ലസ് x² പ്ലസ് y² ഡിവൈഡഡ് ബൈ 7 ഇസ് ഈക്വൽ ടു ഈ മൈനസ് 100നെ മറു സൈഡിലേക്ക് ചാടിച്ചാൽ 100 ആകും. സോ 100 + 18 എത്രയാ? 118 വരും. ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ ഇവിടെ നിന്ന് x² പ്ലസ് y² അല്ലെ ഇസ് ഈക്വൽ ടു, അല്ലെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം, കാൽക്കുലേറ്റ് ചെയ്ത് തന്നെ എടുക്കാം. 220 പ്ലസ് x² പ്ലസ് y² ഇസ് ഈക്വൽ ടു എത്ര കിട്ടും നോക്കാം അല്ലെ? 7 × 118 അല്ലേ കിട്ടുക? എത്രയാ കിട്ടുക? 7 × 8 56 ആണ്. 826 എന്ന് കിട്ടും. ക്ലിയർ അല്ലേ? അങ്ങനെയാണെങ്കിൽ അവിടെ നിന്ന് എനിക്ക് x² പ്ലസ് y² എന്ന് പറയുന്നത് 826 മൈനസ് 220 എന്ന് കിട്ടും. അതായത് 606 എന്നാണ് കിട്ടുന്നത്. ഓക്കെ ആണ് അല്ലെ? അപ്പൊ ഇപ്പൊ നമുക്ക് എന്ത് കിട്ടിയിട്ടുണ്ട്? നമുക്ക് വേണ്ട 2 നമ്പേഴ്സിന്റെ സ്ക്വയറുകളുടെ സമം കിട്ടിയിട്ടുണ്ട്. നമുക്ക് പ്രോഡക്റ്റ് അല്ലേ വേണ്ടത്? ഒരു കാര്യം ചെയ്തേക്കാം. ഇവിടെ നമുക്ക് x + y 40 എന്ന് കിട്ടിയിട്ടില്ലേ? ഒന്ന് സ്ക്വയർ ചെയ്താലോ? ഞാൻ ഈ x + y 40 എന്നുള്ളതിനെ ഒന്ന് സ്ക്വയർ ചെയ്യുന്നു. സ്ക്വയർ ചെയ്താൽ നമുക്ക് എന്താ കിട്ടുക? x + y യുടെ സ്ക്വയർ ഇസ് ഈക്വൽ ടു 40². അതായത് x² + y² + 2xy ഇസ് ഈക്വൽ ടു 40യുടെ സ്ക്വയർ എത്രയാ?
1600. ക്ലിയർ അല്ലേ? ഇതില് x² + y² ഇവിടെ നമുക്ക് കിട്ടിയിട്ടുണ്ട് 606 എന്നല്ലേ. അപ്പൊ 606 + 2xy = എത്രയാ? 1600 എന്ന് കിട്ടും. അവിടെ നിന്ന് നിങ്ങൾ 2xy കണ്ടുപിടിച്ചാൽ 1600 - 606 എന്നല്ലേ 994 എന്ന് കിട്ടും. അപ്പൊ xy എന്ന് പറയുന്നത് 994 / 2 അല്ലേ? അപ്പൊ എത്രയാ കിട്ടുക? 994 / 2. ഡിവൈഡ് ചെയ്ത് നോക്കാം. ഡിവൈഡ് ചെയ്താൽ 994നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 4 × 2 8 ആണ്. 9 × 2 18 വരും. ദെൻ 7 497 എന്നല്ലേ കിട്ടുക അല്ലെ? അപ്പോ x × y, അതായത് റിമൈനിങ് 2 നമ്പേഴ്സിന്റെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ എത്രയായിട്ട് കിട്ടിയിരിക്കുന്നത്? 497 ആണ്. സോ 497 ആണ് ആൻസർ ആയിട്ട് വരുന്നത്. 497 ഓപ്ഷൻ ബി ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. സോ ഓപ്ഷൻ ബി ഈസ് കറക്റ്റ്. ശരിയല്ലേ മക്കളെ? മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലെ? ഓക്കെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം, അടുത്ത പ്രോബ്ലത്തിലേക്ക് ചാടാം. വീണ്ടും സ്റ്റാറ്റിസ്റ്റിക്സിൽ തന്നെയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. എന്താ പറഞ്ഞിരിക്കുന്നത്? മീൻ ആൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് 40 ഒബ്സർവേഷൻസ്. അപ്പൊ നമുക്ക് ഇവിടെ കുറെ ഒബ്സർവേഷൻസ് ഉണ്ട്. x1, x2 അങ്ങനെ x40 വരെ. ഇവരുടെ എക്സ് ബാർ തന്നിട്ടുണ്ട് അല്ലെ? എക്സ് ബാറും അതുപോലെ തന്നെ സ്റ്റാൻഡേർഡ് ഡീവിയേഷനും ഒക്കെ എത്രയാ? 18 തന്നെയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ എക്സ് ബാറും 18 ആണ്. സിഗ്മ എന്ന സ്റ്റാൻഡേർഡ് ഡീവിയേഷനും എത്രയാ? 18 ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ ആണല്ലോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ആരുടെ കാര്യമാ? x1, x2, x3 എക്സെട്രയുടെ കാര്യമല്ല കണ്ടുപിടിക്കേണ്ടത്. പകരം x1 - 4, x2 - 4, എക്സെട്ര x40 - 4 അവരുടെ സ്ക്വയേഴ്സിന്റെ ആവറേജ് അല്ലെങ്കിൽ അരിത്തമെറ്റിക് മീൻ ആണ് കണ്ടുപിടിക്കേണ്ടത്. ശരിയാണല്ലോ? അപ്പൊ തന്നിരിക്കുന്നതൊക്കെ x1, x2, x3 എക്സെട്രയാണ്. എന്നാൽ കണ്ടുപിടിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് x1, x2, x3 എക്സെട്രയുടെ അല്ല, പകരം x1 - 4, x2 - 4, x3 - 4 എക്സെട്രയുടെ ആണ്. ശരിയാണല്ലോ? അപ്പൊ ഞാൻ ആ വേരിയബിളിനെ പറ്റി ഒന്ന് കൺസിഡർ ചെയ്ത് നോക്കാം. അതായത് എല്ലാ ഒബ്സർവേഷൻസിനെയും നമ്മൾ ഈ ഒബ്സർവേഷൻസിനെയൊക്കെ ഒരു ക്യാപിറ്റൽ X കൊണ്ട് ഡിനോട്ട് ചെയ്താൽ ഈ എല്ലാ ഒബ്സർവേഷൻസിൽ നിന്നും 4 സബ്ട്രാക്ട് ചെയ്താൽ അതിനെ നമുക്ക് x - 4 കൊണ്ട് ഡിനോട്ട് ചെയ്യാം. ശരിയല്ലേ? അപ്പൊ ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട് എക്സ് ബാർ എന്ന് പറയുന്നത് അരിത്തമെറ്റിക് മീൻ ഓഫ് എക്സ് ആണ്. ശരിയല്ലേ അല്ലെ? അപ്പൊ അങ്ങനെയാണെങ്കിൽ എനിക്ക് അരിത്തമെറ്റിക് മീൻ ഓഫ് x - 4 എന്താ കിട്ടുക എന്ന് നോക്കാം. നമുക്കറിയാം ഇതിനെ എങ്ങനെ എഴുതാൻ പറ്റും? അരിത്തമെറ്റിക് മീൻ ഓഫ് x - 4 എന്ന് എഴുതാമല്ലോ അല്ലെ? നമുക്കറിയാവുന്ന റിസൾട്ട് ആണ്. അപ്പൊ ഇവിടെ എനിക്ക് അരിത്തമെറ്റിക് മീൻ ഓഫ് x 18 അല്ലേ? 18 - 4 വിച്ച് ഈസ് ഈക്വൽ ടു എത്രയാ? 14 എന്ന് കിട്ടും. സംശയമുണ്ടോ? ഇല്ല. അതെന്തിനാ നമ്മൾ x - 4 ഒക്കെ എടുത്തത്? കാരണം തന്നിരിക്കുന്നത് x1, x2 എക്സെട്ര ആണെങ്കിലും കണ്ടുപിടിക്കേണ്ട കാര്യം ആരുടെയാ? x1, x2 എക്സെട്രയുടെ അല്ല, x1 - 4, x2 - 4, x3 - 4 എക്സെട്രയുടെയാ. അതുകൊണ്ടാണ് നമ്മൾ ആ -4 വരുന്ന ഒബ്സർവേഷൻസിന്റെ കാര്യം എടുത്തു നോക്കിയത്. അപ്പൊ അങ്ങനെ -4 കൊടുക്കുന്ന ഒബ്സർവേഷൻസിന്റെ ഒക്കെ അരിത്തമെറ്റിക് മീൻ നമുക്ക് എത്ര കിട്ടിയിട്ടുണ്ട്? 14 എന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി അങ്ങനെയാണെങ്കിൽ വേരിയൻസ് അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷന്റെ കാര്യം എടുത്താലോ? സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് x - 4 എന്താ കിട്ടുക? നമുക്കറിയാം നിങ്ങൾ ഒബ്സർവേഷൻസിൽ നിന്നെല്ലാം ഒരു ഫിക്സഡ് നമ്പർ ആഡ് ചെയ്യുകയോ സബ്ട്രാക്ട് ചെയ്യുകയോ ഒക്കെ ചെയ്താലും വേരിയൻസിനോ സ്റ്റാൻഡേർഡ് ഡീവിയേഷനോ മാറ്റമേ വരുന്നില്ല. ശരിയാണോ ഞാൻ പറയുന്നത് അല്ലെ? നമ്മൾ പഠിച്ചിട്ടുണ്ട് വേരിയൻസ് അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുന്നത് ഇൻഡിപെൻഡന്റ് ഓഫ് ചേഞ്ച് ഓഫ് ഒറിജിൻ അല്ലെ? അപ്പൊ ഒറിജിൻ ചേഞ്ച് ചെയ്താൽ, അതായത് എല്ലാ ഒബ്സർവേഷൻസിൽ നിന്നും ഒരു ഫിക്സഡ് നമ്പർ നമ്മൾ സബ്ട്രാക്ട് ചെയ്ത് വെക്കുക, അല്ലെങ്കിൽ എല്ലാ ഒബ്സർവേഷൻസിന്റെയും കൂടി ഒരു ഫിക്സഡ് നമ്പർ ആഡ് ചെയ്യുക. എന്നിട്ട് വീണ്ടും നമ്മൾ വേരിയൻസ് എടുത്താൽ അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എടുത്താൽ ഒരു മാറ്റവുമില്ല, പഴയത് തന്നെ ആയിരിക്കും. അത് വളരെ ക്ലിയർ ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമല്ലേ? അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് ഇവിടെ കണ്ണും പൂട്ടി സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ പഴയ 18 തന്നെ എഴുതാൻ പറ്റും. ശരിയാണോ ഞാൻ ഈ പറയുന്നത് അല്ലെ? സ്റ്റാൻഡേർഡ് ഡീവിയേഷനിലെ നമുക്ക് തന്നിരിക്കുന്നത്. ഓക്കെ, യെസ്. അപ്പൊ ക്ലിയർ ആയി. അങ്ങനെയാണെങ്കിലേ വേരിയൻസ് എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും കിട്ടുക? സ്റ്റാൻഡേർഡ് ഡീവിയേഷന്റെ സ്ക്വയറിനെ അല്ലേ നമ്മൾ വേരിയൻസ് എന്ന് പറയുന്നത്. അപ്പൊ വേരിയൻസ് എന്ന് പറയുന്നത് 18ന്റെ സ്ക്വയർ ആകും, അതായത് 324. പക്ഷെ വേരിയൻസ് കണ്ടുപിടിക്കാനുള്ള ഫോമുല നമുക്കറിയാമല്ലോ. എന്താ വേരിയൻസ് കണ്ടുപിടിക്കാനുള്ള ഫോമുല? സിഗ്മ xi സ്ക്വയർ. പക്ഷെ ഇവിടെ xiക്ക് പകരം xi - 4 അല്ലേ നമ്മൾ എടുത്തിരിക്കുന്നത്. അതിന്റെ സ്ക്വയറുകളുടെ സം ഡിവൈഡഡ് ബൈ n അല്ലെ? n എന്ന് പറഞ്ഞാൽ ഇവിടെ എത്രയാ? 40 ഒബ്സർവേഷൻസ് അല്ലേ? മൈനസ് എക്സ് ബാറിന്റെ സ്ക്വയർ. ഇതാണ് 324. സമ്മതിക്കോ?
അല്ലെ? യെസ്. അപ്പൊ ഇവിടെ നിന്ന് എനിക്ക് സിഗ്മ എക്സ് ഐ മൈനസ് 4 ദ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ 40 മൈനസ് എക്സ് ബാറിന്റെ സ്ക്വയർ. എക്സ് ബാർ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ പുതിയ എക്സ് ബാർ ആണ് എടുക്കേണ്ടത്. കാരണം നമ്മൾ ഈ ചെയ്തുകൊണ്ടിരിക്കുന്നതൊക്കെ എക്സ് ഐകളുടെ കാര്യമല്ല, എക്സ് ഐ മൈനസ് 4കളുടെ കാര്യമാണ്. അപ്പൊ എക്സ് ബാർ എന്ന് പറഞ്ഞാൽ അവരുടെ എക്സ് ബാർ അല്ലേ? അതിപ്പോ നമുക്ക് 14 എന്നല്ലേ കിട്ടിയത്? അപ്പൊ 14ന്റെ സ്ക്വയർ 196 വിച്ച് ഈസ് ഈക്വൽ ടു 324 എന്ന് വരില്ലേ? ഉറപ്പല്ലേ? യെസ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവിടെ നിന്ന് അടുത്ത പേജിലേക്ക് പോയാലോ? യെസ്. ഇംപ്ലൈസ് സിഗ്മ എക്സ് ഐ മൈനസ് 4 ദ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ 40. ഈ മൈനസ് 196നെ മറു സൈഡിലേക്ക് ചാടിച്ചാൽ 196 ആകും. അപ്പൊ അത് എത്ര ആകും? 324 പ്ലസ് 196 എന്ന് പറഞ്ഞാൽ 520 വരും അല്ലെ? 520. കാൽക്കുലേഷൻസ് ഒക്കെ കറക്റ്റ് ആണോ എന്ന് നോക്കണം കേട്ടോ. 520. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവിടെ നിന്ന് എനിക്ക് സിഗ്മ എക്സ് ഐ മൈനസ് 4 ദ ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത് 520 ഇൻറ്റു 40 ഇതല്ലേ? ഇനി എന്താ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്? ഈ എക്സ് ഐ മൈനസ് 4കളുടെ ആവറേജ് അല്ലെ, അതിന്റെ സ്ക്വയറുകളുടെ ആവറേജ് ആണ് വേണ്ടത്. എന്ന് പറഞ്ഞാൽ കണ്ടുപിടിക്കേണ്ടത് സിഗ്മ എക്സ് ഐ മൈനസ് 4 ദ ഹോൾ സ്ക്വയർ. ആവറേജ് എടുക്കണമെങ്കിൽ എല്ലാം കൂടി ആഡ് ചെയ്ത് ബൈ എൻ കൊടുത്താൽ പോരെ? അപ്പൊ ഡിവൈഡഡ് ബൈ 40 ഇതാണ് അല്ലെ? ശരിക്കും എന്താ ഇത് തന്നെയായിരുന്നു കണ്ടുപിടിക്കേണ്ടത്. അടുത്ത സ്റ്റെപ്പ് എഴുതേണ്ട കാര്യം കൂടിയില്ല. ശരിയല്ലേ? ഇതല്ലേ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. എക്സ് ഐ മൈനസ് 4കളെല്ലാം അതിന്റെ സ്ക്വയറുകളെല്ലാം കൂടി ആഡ് ചെയ്തിട്ട് ഡിവൈഡഡ് ബൈ എൻ അല്ലേ കൊടുത്തിരിക്കുന്നത്. ഓക്കെ. അപ്പൊ നമുക്ക് ഈ സ്റ്റെപ്പിലോട്ടൊന്നും പോകേണ്ട കാര്യം കൂടിയില്ല. ഇവിടെ വെച്ച് തന്നെ ആൻസർ കിട്ടിക്കഴിഞ്ഞു. അപ്പോ എക്സ് ഐ മൈനസ് 4കളുടെ സ്ക്വയറുകളുടെ ആവറേജ് എന്ന് പറയുന്നത് 520 എന്നല്ലേ വരുന്നത്. അപ്പൊ 520 നമുക്ക് ഓപ്ഷൻ സി ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. വീണ്ടും നമുക്ക് സ്റ്റാറ്റിസ്റ്റിക്സിലെ ഒരു ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിരിക്കുന്നത്. എന്താ പറഞ്ഞിരിക്കുന്നത്? An online examination is attempted by 70 candidates. ഒരു എക്സാമിനേഷൻ ടോട്ടൽ 70 പേര് എഴുതി. ശരിയല്ലേ? അതിൽ 40 പേര് ബോയ്സ് ആണ്. അപ്പൊ നോക്കിയേ മക്കളെ, ഇവിടെ ടോട്ടൽ എത്ര പേരുണ്ട്? 70 പേരുണ്ട്. അപ്പൊ അതിനകത്ത് കുറെ ബോയ്സ് ആണ്, ബാക്കിയുള്ളവര് ഗേൾസ് ആണ്. ശരിയാണല്ലോ? ഓക്കെ. അപ്പൊ എൻ ടോട്ടൽ എത്ര പേരാ? 70. ശരിയല്ലേ? ഇനി അതിനകത്ത് എത്ര പേരാണ് ബോയ്സ് ആണെന്ന് പറഞ്ഞിരിക്കുന്നത്? 40 ആർ ബോയ്സ്. അപ്പൊ 40 പേര് ബോയ്സ് ആണ്. അപ്പൊ ബാക്കി 30 പേര് ഗേൾസ് അല്ലേ? ശരിയാണോ? ഇനി എന്താ മറ്റു കാര്യങ്ങൾ എന്തൊക്കെയാ പറഞ്ഞിരിക്കുന്നത്? ആവറേജ് മാർക്സ് ഒബ്റ്റൈൻഡ് ബൈ ബോയ്സ് ഈസ് 12. ബോയ്സിന്റെ ആവറേജ് മാർക്ക് എക്സ് ബാർ, അപ്പൊ അത് 12 ആണ് കേട്ടോ. ബോയ്സിന്റെ ആവറേജ് മാർക്ക് 12 ആണ്. ഇനി അതുപോലെ തന്നെ എന്ത് കാര്യം പറഞ്ഞിട്ടുണ്ട്? വിത്ത് എ വേരിയൻസ് ഓഫ് 2. ബോയ്സിന്റെ വേരിയൻസ് എന്ന് പറയുന്നത് 2 ആണ്. വേരിയൻസിനെ സിഗ്മ സ്ക്വയർ എന്ന് വിളിക്കാം. അപ്പോ ബോയ്സിന്റെ കേസിൽ അത് 2 ആണ്. ഡൗട്ട് ഇല്ലല്ലോ? ഡയറക്റ്റ് ആയിട്ട് തന്നിരിക്കുന്ന കാര്യം നമ്മൾ എഴുതിയെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെന്താ പറഞ്ഞിരിക്കുന്നത്? വേരിയൻസ് ഓഫ് മാർക്സ് ഒബ്റ്റൈൻഡ് ബൈ 30 ഗേൾസ്. അപ്പൊ ഗേൾസിന്റെ എണ്ണം 30 ആണ്. അവരുടെ വേരിയൻസ് ഈസ് ഓൾസോ 2. അപ്പൊ ഗേൾസിന്റെ വേരിയൻസും എത്രയാ? 2. അപ്പൊ വേരിയൻസിന് നേരെ ഗേൾസിന് 2 ആണ്. ശരിയല്ലേ? ഇനി പിന്നെന്താ പറഞ്ഞിരിക്കുന്നത്? ദ ആവറേജ് മാർക്സ് ഓഫ് ഓൾ ദ 70 കാൻഡിഡേറ്റ്സ് ഈസ് 15. ടോട്ടൽ ആൾക്കാരുടെ ആവറേജ് എന്ന് പറയുന്നത് എത്രയാ? 15 ആണ്. അപ്പൊ അവിടെയല്ലേ നമ്മൾ 15 എഴുതേണ്ടത്. അങ്ങനെയാണെങ്കിൽ മ്യൂ ഇസ് ദ ആവറേജ് മാർക്ക് ഓഫ് ദി ഗേൾസ്. അപ്പൊ ഗേൾസിന്റെ ആവറേജ് മാർക്ക് മ്യൂ ആണ്. പിന്നെ അതുപോലെ സിഗ്മ സ്ക്വയർ ഇസ് ദ വേരിയൻസ് ഓഫ് ടോട്ടൽ 70 സ്റ്റുഡൻസ്. അപ്പൊ സിഗ്മ സ്ക്വയർ ഇതാ ഇവിടെ കേട്ടോ. അപ്പൊ ഇതല്ലേ തന്നിരിക്കുന്ന ഇൻഫർമേഷൻ എന്ന് പറയുന്നത്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താ? മ്യൂ പ്ലസ് സിഗ്മ സ്ക്വയർ ആണ്. അപ്പൊ മ്യൂ പ്ലസ് സിഗ്മ സ്ക്വയർ കണ്ടുപിടിക്കണം. അപ്പൊ അതിനു വേണ്ടിയിട്ട് നമുക്ക് കമ്പൈൻഡ് മീൻ അതുപോലെ തന്നെ കമ്പൈൻഡ് വേരിയൻസ് ആ കോൺസെപ്റ്റ് അല്ലേ യൂസ് ചെയ്യാൻ പറ്റുക. കമ്പൈൻഡ് മീൻ കണ്ടുപിടിക്കുന്ന ഫോമുല നിങ്ങൾക്ക് അറിയാം അല്ലെ? എന്താ കമ്പൈൻഡ് മീനിന്റെ ഫോമുല? എക്സ് ബാർ എന്ന് പറയുന്നത് n1 x1 ബാർ പ്ലസ് n2 x2 ബാർ ഡിവൈഡഡ് ബൈ n1 പ്ലസ് n2. പഠിച്ചു വെക്കേണ്ട ഫോമുലയല്ലേ കമ്പൈൻഡ് അരിത്തമെറ്റിക് മീൻ കണ്ടുപിടിക്കാനുള്ള ഫോമുല. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവിടെ എക്സ് ബാർ എത്രയാ? 15 അല്ലേ? ടോട്ടൽ ഗ്രൂപ്പിന്റെ അരിത്തമെറ്റിക് മീൻ അതല്ലേ എക്സ് ബാർ. അതിവിടെ 15 ആണെന്ന് തന്നിട്ടുണ്ട്. ഇസ് ഈക്വൽ ടു n1 ഇൻറ്റു n1 എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ഗ്രൂപ്പിൽ എത്ര പേര്? 40 ബോയ്സ് അല്ലേ? ഇൻറ്റു അവരുടെ x1 ബാർ എന്ന് പറഞ്ഞാൽ എന്താ? അവരുടെ ആവറേജ് എത്രയാ? 12 എന്ന് തന്നിട്ടുണ്ട്. പ്ലസ് n2 30 അല്ലേ? ഇൻറ്റു അവരുടെ ആവറേജ് മ്യൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ? ഡിവൈഡഡ് ബൈ n1 പ്ലസ് n2. 40 പ്ലസ് 30 എത്രയാ? 70 അല്ലേ കിട്ടുക? ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇവിടെ വെച്ചിട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ എനിക്ക് എന്ത് കിട്ടും? 15 ഇൻറ്റു 70 1050 എന്ന് വരും. വിച്ച് ഈസ് ഈക്വൽ ടു 480 പ്ലസ് 30 മ്യൂ എന്നല്ലേ കിട്ടുന്നത് അല്ലെ? വേണമെങ്കിൽ ത്രൂ ഔട്ട് ഓരോ സീറോകൾ കട്ട് ചെയ്ത് കളയാം.
അപ്പൊ ഇവിടെ നിന്ന് 3 mu is equal to 105 minus 48 എന്ന് കിട്ടും അല്ലെ. 100 minus 48 എന്ന് കിട്ടും. ഇത് എത്രയാ കിട്ടുക? 15 minus 8 എന്ന് പറഞ്ഞാൽ 7 കിട്ടും. Then 9 minus 4 50. 57 വരും അല്ലെ. Then mu is equal to 57 divided by 3. 57 divided by 3 എന്ന് പറഞ്ഞാൽ 19 ആണ്. അപ്പൊ നോക്കി, നമുക്ക് mu കിട്ടിക്കഴിഞ്ഞു 19 എന്ന്. ഇനി എന്തും കൂടി കണ്ടുപിടിക്കണം, സിഗ്മ സ്ക്വയറും കൂടി കണ്ടുപിടിക്കണം. അപ്പൊ സിഗ്മ സ്ക്വയർ കണ്ടുപിടിക്കാം. സിഗ്മ സ്ക്വയർ കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് കമ്പൈൻഡ് വേരിയൻസിന്റെ ഇക്വേഷൻ യൂസ് ചെയ്യാം. അപ്പൊ ഇതെല്ലാം കൃത്യമായിട്ട് പഠിച്ചിരിക്കേണ്ട കാര്യമല്ലേ. എന്താ കമ്പൈൻഡ് വേരിയൻസിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്? കമ്പൈൻഡ് വേരിയൻസ് സിഗ്മ സ്ക്വയർ ഇസ് ഈക്വൽ ടു, അതായത് ടോട്ടൽ ഗ്രൂപ്പിന്റെ വേരിയൻസ് ഇസ് ഈക്വൽ ടു n1 സിഗ്മ 1 സ്ക്വയർ പ്ലസ് n2 സിഗ്മ 2 സ്ക്വയർ പ്ലസ് n1 s1 സ്ക്വയർ പ്ലസ് n2 s2 സ്ക്വയർ ഡിവൈഡഡ് ബൈ n1 പ്ലസ് n2. അപ്പൊ എന്താ s1 ഉം s2 ഉം ഒക്കെ? s1 എന്ന് പറയുന്നത് നമ്മുടെ ആദ്യത്തെ ഗ്രൂപ്പിന്റെ അരിത്തമെറ്റിക് മീൻ മൈനസ് ടോട്ടൽ ഗ്രൂപ്പിന്റെ അരിത്തമെറ്റിക് മീൻ, കമ്പൈൻഡ് മീൻ. അതുപോലെ തന്നെ s2 എന്ന് പറയുന്നത് രണ്ടാമത്തെ ഗ്രൂപ്പിന്റെ അരിത്തമെറ്റിക് മീൻ മൈനസ് കമ്പൈൻഡ് മീൻ. അപ്പൊ ഇവിടെ നമുക്ക് s1 ഉം s2 ഒന്ന് കണ്ടുപിടിച്ച് വെച്ചാൽ എത്രയാ കിട്ടുക? s1 is equal to x1 ബാറും x ബാറും തമ്മിലുള്ള ഡിഫറൻസ്. x1 ബാർ എന്ന് പറയുന്നത് 12 ആണ്. x ബാർ എന്ന് പറയുന്നത് നമുക്കിപ്പോ എത്ര കിട്ടി? 19 എന്ന് കിട്ടിയിട്ടുണ്ട്. ശരിയല്ലേ? x ബാർ 15 എന്ന് തന്നിട്ടുണ്ട്. ഇതല്ലേ x ബാർ. അപ്പൊ 15ഉം 12ഉം തമ്മിലുള്ള ഡിഫറൻസ് അല്ലേ നമുക്ക് s1 എന്ന് കൊടുക്കേണ്ടത്. 15ഉം 12ഉം തമ്മിലുള്ള ഡിഫറൻസ് 3 അല്ലേ. ഇനി അതുപോലെ തന്നെ s2 എന്ന് പറഞ്ഞാലോ? s2 എന്ന് പറഞ്ഞാല് നമ്മുടെ ഗേൾസിന്റെ ആവറേജും അതുപോലെ തന്നെ കമ്പൈൻഡ് ആവറേജും തമ്മിലുള്ള ഡിഫറൻസ്. ഗേൾസിന്റെ ആവറേജ് നമുക്ക് 19 എന്നല്ലേ കിട്ടിയത് അല്ലെ. അതുപോലെ കമ്പൈൻഡ് ആവറേജ് 15 ആണെന്ന് ഓൾറെഡി തന്നിട്ടുമുണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ 19ഉം 15ഉം തമ്മിലുള്ള ഡിഫറൻസ് 4 ആയിട്ട് വരുന്നത്. ഇനി നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ സിഗ്മ സ്ക്വയർ അതാണ് കണ്ടുപിടിക്കേണ്ടത് അല്ലെ. ഇസ് ഈക്വൽ ടു n1 എന്ന് പറഞ്ഞാൽ 40 അല്ലെ. 40 ബോയ്സ് ഇൻറ്റു സിഗ്മ 1 സ്ക്വയർ എന്ന് പറഞ്ഞാൽ അവരുടെ വേരിയൻസ് 2 അല്ലേ. പ്ലസ് n2 എന്ന് പറയുന്നത് ഗേൾസിന്റെ എണ്ണമാണ് 30 ഇൻറ്റു അവരുടെ വേരിയൻസ്, അതും 2 ആണെന്നാണ് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത്. പ്ലസ് n1 ഇൻറ്റു, അതായത് 40 ഇൻറ്റു s1 സ്ക്വയർ, s1 3 അല്ലേ. പ്ലസ് 30 ഇൻറ്റു s2 സ്ക്വയർ, s2 എത്രയാ? 4 അല്ലേ. അപ്പൊ 4 സ്ക്വയർ 16 വരും. ഡിവൈഡഡ് ബൈ n1 പ്ലസ് n2 എത്രയാ? ടോട്ടൽ 70 വരില്ലേ. 30 പ്ലസ് 40. ഓക്കെ, വിച്ച് ഈസ് ഈക്വൽ. അപ്പൊ ഇത് കാൽക്കുലേറ്റ് ചെയ്താൽ നമുക്ക് സിഗ്മ സ്ക്വയർ കിട്ടും. കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. അപ്പൊ ഇത് 40 ഇൻറ്റു 2 പ്ലസ് 40 ഇൻറ്റു 9, അപ്പോൾ 11 ഇൻറ്റു 40 440 കിട്ടും. ഇനി അതുപോലെ തന്നെ ഇവിടെ 18 ഇൻറ്റു 30 അല്ലെ 540 കിട്ടും. ഡിവൈഡഡ് ബൈ 70. വേണമെങ്കിൽ ഓരോ സീറോകള് കട്ട് ചെയ്ത് കളയാം. അപ്പൊ നമുക്ക് കിട്ടുക 54 പ്ലസ് 44 ഡിവൈഡഡ് ബൈ 7 കിട്ടും. എത്രയാ? 54 പ്ലസ് 44 98 ഡിവൈഡഡ് ബൈ 7 കിട്ടും അല്ലെ. 98 ഡിവൈഡഡ് ബൈ 7 ഇസ് ഈക്വൽ ടു 14. അപ്പൊ നമുക്ക് മ്യൂ കിട്ടിയിട്ടുണ്ട് 19. അതുപോലെ തന്നെ ഇപ്പോ സിഗ്മ സ്ക്വയർ കിട്ടി 14. അങ്ങനെയാണെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താ? മ്യൂ പ്ലസ് സിഗ്മ സ്ക്വയർ അല്ലേ. അപ്പൊ എന്താ മ്യൂ പ്ലസ് സിഗ്മ സ്ക്വയർ കിട്ടുക? മ്യൂ പ്ലസ് സിഗ്മ സ്ക്വയർ ഇസ് ഈക്വൽ ടു മ്യൂ 19 ആണ്. സിഗ്മ സ്ക്വയർ ഇപ്പൊ 14 എന്ന് കിട്ടി. രണ്ടും കൂടെ ആഡ് ചെയ്താൽ നമുക്ക് എത്രയാ കിട്ടുക? 33 കിട്ടും. സോ 33 എന്ന് വന്നിരിക്കുന്നത് ഓപ്ഷൻ എ ആണ്. സോ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയിട്ട് വരുന്നത്. ഓക്കെ, ശരി. അപ്പൊ അടുത്ത പ്രോബ്ലം. ഓക്കെ, ബൈനോമിയൽ തിയറത്തിൽ നിന്നുമുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് അടുത്തതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. എന്താ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്? 7⁻103യെ 25 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എത്രയാണ് റിമൈൻഡർ കിട്ടുന്നത്? ഇതല്ലേ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഒരു കാര്യം ചെയ്യാം, ഞാൻ 7⁻103 എന്നുള്ളതിനെ 7 ഇൻറ്റു, അപ്പൊ ആദ്യം നമുക്ക് 7⁻103 അല്ലെ. 7⁻103യെ 7 ഇൻറ്റു 7⁻102 എന്ന് എഴുതുന്നു. which is equal to 7 into 7⁻102നെ ഞാൻ 7 സ്ക്വയറിന്റെ റേസ് ടു 51 എന്ന് എഴുതി അല്ലെ. which is equal to 7 into 49 raised to 51, which is equal to 7 into, പക്ഷേ 49നെ എനിക്ക് 50 മൈനസ് 1 എന്ന് എഴുതാമല്ലോ. സോ 50 മൈനസ് 1 റേസ് ടു 51 അല്ലേ കിട്ടുക അല്ലെ. which is equal to 7 into, നമുക്കറിയാം a മൈനസ് ബി ദ ഹോൾ റേസ് ടു എന്നിനെ നമ്മൾ എക്സ്പാൻഡ് ചെയ്താൽ, ബൈനോമിയൽ എക്സ്പാൻഷൻ എടുത്താൽ ഫസ്റ്റ് ടേം മുതൽ അങ്ങ് ലാസ്റ്റിന് തൊട്ട് മുമ്പുള്ള ടേം അല്ലെ, അവിടം വരെ നമുക്ക് ഉറപ്പായിട്ടും എ ഉണ്ടായിരിക്കും. അപ്പൊ അതുകൊണ്ട് ഇതിനെ ഒരു മൾട്ടിപ്പിൾ ഓഫ് എ എന്ന് വിളിക്കാം, ആ ടേംസ് എല്ലാം കൂടി ചേർത്തിട്ട്. പിന്നെ ലാസ്റ്റ് ടേം എന്ന് പറയുന്നത് മൈനസ് ബിയുടെ റേസ് ടു എൻ ആയിരിക്കും. അപ്പൊ ബൈനോമിയൽ തിയറത്തിൽ നിന്നും നമുക്ക് അറിയാവുന്ന കാര്യമാണ്, ശരിയല്ലേ.
അപ്പോൾ a മൈനസ് ബി ദ ഹോൾ റൈസ് ടു എന്നിനെ നിങ്ങൾ ബൈനോമിയൽ എക്സ്പാൻഷൻ എഴുതി വെച്ചാൽ അതില് ഒന്നാമത്തെ ടേം മുതൽ ലാസ്റ്റിന് തൊട്ട് മുമ്പുള്ള ടേം വരെ, ശരിയല്ലേ, എല്ലാത്തിനകത്തും a എന്ന് പറയുന്ന നമ്പർ ഉണ്ടായിരിക്കും. അപ്പൊ അതുകൊണ്ട് ഫസ്റ്റ് ടൈം മുതൽ ലാസ്റ്റിന് തൊട്ട് മുമ്പ് വരെയുള്ള ടൈം അവരുടെ എല്ലാം കൂടെ സം ഉറപ്പായിട്ടും എയുടെ ഒരു മൾട്ടിപ്പിൾ ആയിരിക്കുമല്ലോ. അതിനെയാണ് ഞാൻ എം ഓഫ് എ മൾട്ടിപ്പിൾ ഓഫ് എ എന്നുള്ള മീനിങ്ങിൽ എഴുതിയിരിക്കുന്നത്. പക്ഷെ ലാസ്റ്റ് ടൈമിൽ എന്ത് വരില്ല? എ വരില്ല. ലാസ്റ്റ് ടൈം ഏതാണ്? ഇവിടെ മൈനസ് ബിയുടെ റേസ് ടു എൻ ആണല്ലോ, ഉറപ്പാണ് അല്ലെ? അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവിടെയും എനിക്ക് 50 മൈനസ് 1 ദ ഹോൾ റേസ് ടു 51നെ എങ്ങനെ എഴുതാൻ പറ്റുക? മൾട്ടിപ്പിൾ ഓഫ് 50 പ്ലസ് മൈനസ് 1ന്റെ റേസ് ടു 51 which is equal to 7 into multiple of 50 മൈനസ് 1 റേസ് ടു 51 എന്ന് പറയുന്നത് മൈനസ് 1 തന്നെയല്ലേ അല്ലെ? പവർ റോഡ് ആണ്, അപ്പൊ മൈനസ് 1 തന്നെയാണ് വരിക. 7 കൊണ്ട് അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്താൽ 7 into മൾട്ടിപ്പിൾ ഓഫ് 50 മൈനസ് 7 എന്നല്ലേ വരിക. പക്ഷെ നിങ്ങൾക്കറിയാം മൾട്ടിപ്പിൾ ഓഫ് 50 എന്ന് പറയുന്നത് തന്നെ എന്താ? 2 into 25 ആണ്. അപ്പൊ 50യുടെ മൾട്ടിപ്പിൾ ആണെങ്കിൽ ഉറപ്പായിട്ടും അത് 25ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കുമല്ലോ. കാരണം 50 വരുന്നിടത്തൊക്കെ 2 into 25 എന്ന് എഴുതാം. അപ്പൊ 50യുടെ മൾട്ടിപ്പിൾ എന്ന് പറയുന്നതൊക്കെ ഉറപ്പായിട്ടും 25ന്റെ മൾട്ടിപ്പിൾ ആണ്. അപ്പൊ 7 into മൾട്ടിപ്പിൾ ഓഫ് 50 എനിക്ക് മൾട്ടിപ്പിൾ ഓഫ് 25 എന്ന് കണ്ണും പൂട്ടി എഴുതാമല്ലോ അല്ലെ? പിന്നെ ഒരു മൈനസ് 7 ഉണ്ട്. അപ്പൊ ഇതിനെ നിങ്ങൾ 25 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ മൾട്ടിപ്പിൾ ഓഫ് 25 കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ബൈ 25 ആയിരിക്കും. പക്ഷേ മൈനസ് 7 ബാലൻസ് വരുമല്ലോ. മൈനസ് 7നെ നമുക്ക് 25 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ ഇവിടെ റിമൈൻഡർ എന്ന് പറയുന്നത് എത്രയാ വരുന്നത്? റിമൈൻഡർ ഇസ് ഈക്വൽ ടു മൈനസ് 7. ശരിയാണല്ലോ. പക്ഷെ നമ്മൾ റിമൈൻഡർ സാധാരണ നെഗറ്റീവ് ആയിട്ട് പറയില്ല. അപ്പൊ പോസിറ്റീവ് റിമൈൻഡർ കിട്ടണമെങ്കിൽ അല്ലെ, പോസിറ്റീവ് റിമൈൻഡർ കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതിയാകും? ഈ മൈനസ് 7ന്റെ കൂടെ 25 കൊണ്ടല്ലേ ഡിവൈഡ് ചെയ്യുന്നത്, ഒന്ന് ആഡ് ചെയ്താൽ മതി. അപ്പൊ ഫൈനൽ ആൻസർ നമുക്ക് എത്രയാ? 18 എന്നാണ് കിട്ടുന്നത്. സോ റിമൈൻഡർ ഈസ് 18. ഓക്കെ അല്ലേ മക്കളെ? അല്ലേ? നോക്കാം, 18 ആൻസർ കൊടുത്തിരിക്കുന്നത് ഓപ്ഷൻ സി ആയിട്ടാണല്ലോ. സോ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആകുന്നത്. ശരി, ദെൻ നെക്സ്റ്റ് വൺ. വീണ്ടും ബൈനോമിയൽ തിയറത്തിൽ തന്നെയുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് നോക്കാം എന്താ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത്. ലാസ്റ്റ് ടേം ഇൻ ദി എക്സ്പാൻഷൻ ഓഫ്. അപ്പൊ ഒരു ബൈനോമിയൽ എക്സ്പാൻഷന്റെ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. ആ ബൈനോമിയൽ എക്സ്പാൻഷനകത്തെ ലാസ്റ്റ് ടൈം അവർ തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ 5th ടൈം ഫ്രം ദ ബിഗിനിങ് ആണ് നമുക്ക് വേണ്ടത്. നമുക്കറിയാം ബൈനോമിയൽ എക്സ്പാൻഷനകത്തെ ഇത്രാമത്തെ ടൈം കണ്ടുപിടിക്കാനൊക്കെ പറഞ്ഞാൽ എപ്പോഴും നമ്മൾ ആദ്യം ചെയ്യുന്നത് എന്താ? ജനറൽ ടൈം എഴുതിയിട്ട് മുന്നോട്ട് പോകാം. അപ്പൊ ഇവിടെയും ഞാൻ ജനറൽ ടൈം എഴുതി സ്റ്റാർട്ട് ചെയ്യുന്നു. r+1 ടൈമിനെയല്ലേ നമ്മൾ ജനറൽ ടൈം ആയിട്ട് എടുത്തിരിക്കുന്നത്. ഇത് a മൈനസ് ബി ദ ഹോൾ റേസ് ടു n എന്നുള്ള ഫോം ആയതുകൊണ്ട് മുൻപിൽ ഒരു -1 റേസ് ടു r എന്തായാലും കൊടുക്കണമല്ലോ. പിന്നെ NCR, അപ്പോൾ NCR ഇൻറ്റു a റേസ് ടു n മൈനസ് r. ഇവിടെ a എന്ന് പറയുന്നത് ക്യൂബ് റൂട്ട് ഓഫ് 2 അല്ലേ? ക്യൂബ് റൂട്ട് ഓഫ് 2നെ എനിക്ക് 2 റേസ് ടു 1/3 എന്ന് എഴുതാം, റേസ് ടു n മൈനസ് r ഇൻറ്റു b റേസ് ടു r. b എന്ന് പറയുന്നത് 1/√2 ആണ് അല്ലെ? അതായത് 1/2 റേസ് ടു 1/2. √2 എന്ന് പറഞ്ഞാൽ 2 റേസ് ടു 1/2 അല്ലേ? അപ്പൊ അതിന്റെ റേസ് ടു r ആണ്. നമുക്കിതിനെ ഒന്നുകൂടി ഒന്ന് സിമ്പിൾ ആക്കിയിട്ട് എങ്ങനെ എഴുതാം? -1 റേസ് ടു r ഇൻറ്റു NCR ഇൻറ്റു 2 റേസ് ടു എന്തൊക്കെയാ വരിക? അപ്പൊ നമുക്ക് അടുത്ത പേജിലേക്ക് എഴുതാം. ഇവിടെ സ്പേസ് ഇല്ലല്ലോ. അടുത്ത പേജിലേക്ക് പോയിട്ട് എഴുതാം. വിച്ച് ഈസ് ഈക്വൽ ടു -1 റേസ് ടു r ഇൻറ്റു NCR ഇൻറ്റു 2 റേസ് ടു, ആദ്യത്തെ നോക്കിയേ, ആദ്യത്തെ എന്താ കിട്ടുക? 1/3 റേസ് ടു n മൈനസ് r എന്ന്. അപ്പൊ n മൈനസ് r/3 അല്ലേ? ശരിയല്ലേ? ഇനി നോക്കിയേ മക്കളെ, അടുത്ത വീണ്ടും ഇൻറ്റു എന്ന് പറഞ്ഞിട്ട് ഡിനോമിനേറ്ററിൽ അല്ലേ 2 റേസ് ടു r/2. ആ ഡിനോമിനേറ്ററിലെ 2 റേസ് ടു r/2 എന്ന് പറയുമ്പോൾ ആ പവറിനെ ന്യൂമറേറ്ററിൽ കൊണ്ടുവന്ന് -r/2 എന്ന് എഴുതാമല്ലോ. സംശയിക്കാനൊന്നുമില്ല കേട്ടോ. നമ്മൾ ചെയ്തത് എന്താ? x റേസ് ടു m ഡിവൈഡഡ് ബൈ x റേസ് ടു n രൂപത്തിൽ ഇരുന്നതിനെ x റേസ് ടു m മൈനസ് n എന്ന് എഴുതിയെന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ അത് വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കിക്കോണം അല്ലെ? ഓക്കെ, അപ്പൊ നോക്കിയേ, ഇവിടെ 2 റേസ് ടു n മൈനസ് r/3 അത് ന്യൂമറേറ്ററിൽ പവർ ആയിട്ട് തന്നെയുണ്ട്. ഇനി അതുപോലെ അടുത്തതെന്ന് പറഞ്ഞാൽ ഇൻറ്റു 1/2 റേസ് ടു r/2 ആണ്. അപ്പോൾ ഡിവൈഡഡ് ബൈ ആണ്, അതുകൊണ്ട് പവർ ന്യൂമറേറ്ററിൽ കൊണ്ടുവന്ന് മൈനസ് ആക്കി എഴുതി. അപ്പൊ ഇതാണ് r+1 ടൈം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ലാസ്റ്റ് ടൈം അല്ലേ വേണ്ടത്? ലാസ്റ്റ് ടൈം ആണ് അവർ തന്നിരിക്കുന്നത്. ഇത് a മൈനസ് ബി ദ ഹോൾ റേസ് ടു n പവർ n ആയതുകൊണ്ട് നമുക്കറിയാം there will be n+1 ടൈംസ്. സോ ലാസ്റ്റ് ടൈം എന്ന് പറയുന്നത് സംശയിക്കാനില്ല n+1 ടൈം അല്ലേ?
അപ്പൊ n+1 ടേം ആണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പൊ n+1 ടേം വേണമെങ്കിൽ Tn+1 r-ന് n കൊടുത്താൽ പോരെ അല്ലെ? Tr+1 ഉണ്ട്, അപ്പൊ Tn+1 വേണമെങ്കിൽ r-ന് n കൊടുക്കുക. r-ന് n കൊടുത്താൽ ഇത് എന്താകും? -1 the whole raised to n into NCN അല്ലെ? r എല്ലാം n ആക്കി 2 raised to n-n/3, അതായത് 0/3. അത് 0 ആയി -n/2. r-ന് പകരം n അല്ലേ കൊടുക്കുന്നത്, അപ്പൊ നമുക്ക് 0 - n/2 എന്നാണ് കിട്ടുന്നത്. ഓക്കെ ആണോ എഴുതിയിരിക്കുന്നത്? r ഉള്ളിടത്തൊക്കെ നമ്മൾ എന്ത് കൊടുത്തു? n എന്ന് കൊടുത്തു. അപ്പൊ r ഉള്ളിടത്തൊക്കെ n എന്ന് കൊടുത്താൽ ആ 2ന്റെ പവർ എന്തായിട്ട് മാറും? n-n/3, അതായത് 0 ആയിട്ട് മാറത്തില്ലേ? പിന്നെ മൈനസ് വീണ്ടും r-ന് പകരം ഞാൻ എന്ത് കൊടുത്തു? n കൊടുത്തു. അപ്പോ n/2. അതിനെ -n/2 എന്ന് നമുക്ക് അങ്ങ് എഴുതി വെച്ചാൽ മതിയാകും. ഓക്കെ. അപ്പൊ ഇത് പക്ഷേ നമുക്ക് തന്നിട്ടുണ്ട് അല്ലെ? ഇത് എത്രയായിട്ടാണ് നമുക്ക് തന്നിരിക്കുന്നത് നോക്കാം. ഇത് ഈക്വൽ ടു 1/3 ഇൻറ്റു, അപ്പൊ അതിനെ ഞാനൊന്ന് സെപ്പറേറ്റ് ആയിട്ടൊന്ന് എഴുതി നോക്കട്ടെ. നമുക്ക് തന്നിരിക്കുന്നത് 1/3 ഇൻറ്റു ക്യൂബ് റൂട്ട് ഓഫ് 9. ശരിയാണോ? ഒന്ന് വ്യക്തമായിട്ട് നോക്കിയേ. ക്യൂബ് റൂട്ട് ഓഫ് 9 അല്ലേ? ക്യൂബ് റൂട്ട് ഓഫ് 9 അതിനെ എനിക്ക് വേണമെങ്കിൽ 9⁻1/3 എന്ന് എഴുതാമല്ലോ. ക്യൂബ് റൂട്ട് ഓഫ് 9 അല്ലേ? ദ ഹോൾ റൈസ് ടു ലോഗരിതം ഓഫ് 8 to the base 3 ഇതാണ് തന്നിരിക്കുന്നത്. അപ്പൊ നമുക്കിത് തമ്മിൽ ഇക്വേറ്റ് ചെയ്യണം. അപ്പൊ ഞാൻ ഇക്വേറ്റ് ചെയ്യുന്നതിന് മുൻപ് ആ തന്നിരിക്കുന്ന ക്വാണ്ടിറ്റിയെ ഒന്ന് സിംപ്ലിഫൈ ചെയ്തിട്ട് ഇക്വേറ്റ് ചെയ്യാം എന്ന് വെച്ചിട്ടാണ്. അപ്പൊ അതുകൊണ്ടാണ് അതൊന്ന് സെപ്പറേറ്റ് ഞാൻ എടുത്തത് അല്ലെ? യെസ്, വിച്ച് ഈസ് ഈക്വൽ ടു 1/3 ഇൻറ്റു ഈ 9 എന്നുള്ളത് 3² അല്ലേ? അപ്പൊ 9⁻1/3 എന്ന് പറഞ്ഞാൽ ശരിക്കും 3² 1/3 അല്ലേ? 3² 3/2/3 എന്നല്ലേ എഴുതാൻ പറ്റുക അല്ലെ? ദെൻ ഹോൾ റൈസ് ടു ലോഗരിതം ഓഫ് 8 to the base 3 ഇസ് ഈക്വൽ ടു 1/ ഡിനോമിനേറ്ററിൽ x⁻m ഇൻറ്റു x⁻n ആണ്. അപ്പൊ x⁻m+n എന്ന് എഴുതാം. അപ്പൊ എനിക്ക് 1/3 + 2/3 1+2/3 എത്രയാ? 5/3 എന്ന് കിട്ടും. റൈസ് ടു ലോഗരിതം ഓഫ് 8 to the base 3. ഓക്കെ അല്ലെ? വിച്ച് ഈസ് ഈക്വൽ ടു 1/3 5/3 എനിക്ക് 3⁻⁻5/3 എന്ന് എഴുതാമല്ലോ. ദ ഹോൾ റൈസ് ടു ലോഗരിതം ഓഫ് 8 to the base 3, അതായത് 3⁻⁻5/3 ഇൻറ്റു log 8 to the base 3. ഓക്കെ ആണല്ലോ? x⁻m ദ ഹോൾ റൈസ് ടു n എന്ന് വന്നു കഴിഞ്ഞാൽ x⁻m ഇൻറ്റു n ആണെന്ന് അറിയാം. അതല്ലേ അവിടെ ഞാൻ ചെയ്തിരിക്കുന്നത് അല്ലെ? പവറുകളെ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തു. ഓക്കെ, യെസ്, ദാറ്റ് ഈസ് ഈക്വൽ ടു 3 പക്ഷെ നിങ്ങൾക്കറിയാം ലോഗിനെ ഒരു നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ആ നമ്പർ നേരെ ഉള്ളിൽ കയറി പവർ ആയിട്ട് മാറുകയല്ലേ ചെയ്യുക. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവിടെ -5/3 കൊണ്ട് ലോഗിനെ മൾട്ടിപ്ലൈ ചെയ്തിരിക്കുന്നത് എനിക്ക് എന്താക്കാം? ആ 8ന്റെ പവർ ആക്കി എഴുതാം. സമ്മതിച്ചു തരുമോ? യെസ്. ഇങ്ങനെ എഴുതിയാലുള്ള പ്രയോജനം എന്താ? 3 a ലോഗരിതം. ആ ലോഗരിതത്തിന്റെ ബേസും 3 ആണ്. അപ്പൊ 3യുടെ പവർ ആക്കി 3 തന്നെ ബേസ് ആയിട്ടുള്ള ലോഗരിതം എടുത്താൽ രണ്ടും ക്യാൻസൽ ആയിട്ട് ബാക്കി നമുക്ക് എന്തേ കിട്ടുള്ളൂ? 8⁻⁻5/3. ശരിയാണോ ഞാൻ ഈ പറയുന്നത് അല്ലെ? അപ്പൊ 3യുടെ പവർ ആയിട്ട് വന്നിരിക്കുന്നത് ഒരു ലോഗരിതമാണ്. ആ ലോഗരിതത്തിന്റെ ബേസ് എന്ത് തന്നെയാ? 3 തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ രണ്ടും ക്യാൻസൽ ആകും. റിവേഴ്സ് ഓപ്പറേഷൻസ് ആണ്, ഇൻവേഴ്സുകളാണ് അല്ലെ? അങ്ങനെയാണെങ്കിൽ ബാക്കി നമുക്ക് 8⁻⁻5/3 അല്ലേ കിട്ടുക. പക്ഷെ 8 എന്ന് പറയുന്നത് 2³ ആണെന്നറിയാം. അപ്പൊ ഇതിനെ എനിക്ക് 2³ എന്ന് എടുത്തൂടെ? വീണ്ടും അതിനെ 2⁻³ ഇൻറ്റു -5/3 എന്നല്ലേ? അപ്പൊ 3 ഒക്കെ ക്യാൻസൽ ചെയ്തിട്ട് 2⁻⁻5 എന്നല്ലേ കിട്ടുക. അപ്പൊ ഇതാണ് നമുക്ക് തന്നിരിക്കുന്നത്. യെസ്. അപ്പൊ നമുക്ക് നമ്മുടെ അടുത്ത് എന്താ പറഞ്ഞിരിക്കുന്നത്? ലാസ്റ്റ് ടേം എന്ന് പറയുന്നത് അവിടെ തന്നിരിക്കുന്ന ഒരു എക്സ്പ്രഷൻ ആണ്. അപ്പൊ ലാസ്റ്റ് ടേം നമ്മൾ കണ്ടുപിടിച്ചു. നമുക്ക് ലാസ്റ്റ് ടേം ദാ ഇവിടെ കിട്ടിയിട്ടുണ്ട്. ശരിയല്ലേ? ഇനി അതുപോലെ തന്നിരിക്കുന്ന എക്സ്പ്രഷൻ നമ്മളിപ്പോ സിംപ്ലിഫൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് രണ്ടും സെയിം ആണല്ലോ, ഇത് രണ്ടും ഈക്വൽ ആണെന്നല്ലോ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ രണ്ടും കൂടി ഇക്വേറ്റ് ചെയ്യാം. രണ്ടും കൂടെ ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാല് ലാസ്റ്റ് ടേം നമുക്ക് വന്നിരിക്കുന്നത് -1/n ഇൻറ്റു NCN 1 ആണ്. പ്രത്യേകിച്ച് എഴുതേണ്ട കാര്യമില്ല. പിന്നെ 2⁻⁻n/2. ശരിയല്ലേ? ഇത് ഈക്വൽ ടു എന്തെന്നാ? 2⁻⁻5 എന്നല്ലേ? അങ്ങനെയാണെങ്കിൽ നോക്കിയേ, രണ്ട് സൈഡിലും 2ന്റെ പവർ എന്ന് പറയുന്നത് നമുക്കൊന്ന് ജസ്റ്റ് ഇക്വേറ്റ് ചെയ്യാം. പക്ഷെ നോക്കിയേ, LHSല് ഒരു -1/n എക്സ്ട്രാ വന്നിട്ടുണ്ട്. അപ്പൊ അതവിടെ നിൽക്കട്ടെ. ഞാൻ പവറുകൾ ഇക്വേറ്റ് ചെയ്താൽ എന്താ കിട്ടുക? n/2 = 5 എന്ന് കിട്ടത്തില്ലേ?
അങ്ങനെയാണെങ്കിൽ n എന്ന് പറയുന്നത് 10 എന്നല്ലേ കിട്ടുക. അപ്പൊ ഓക്കെയാണ്, n 10 കൊടുത്താൽ ആ -1/10 എന്നുള്ളത് എന്തായിട്ട് മാറും? പ്ലസ് ആയിട്ട് മാറുകയും ചെയ്യും അല്ലെ. അപ്പൊ ആ -1ന്റെ പ്രശ്നം അവിടെ പരിഹരിക്കപ്പെടും. അപ്പൊ ഉറപ്പായി n-ന്റെ വാല്യൂ എത്രയാ? 10 ആണ്. ഓക്കെ ആണോ ഞാൻ ഈ പറയുന്ന കാര്യം അല്ലെ? അപ്പൊ n കിട്ടി, n is equal to 10. ഇനി നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? ശരിക്കും കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് എന്താ? ഫിഫ്ത്ത് ടേം ഫ്രം ദ ബിഗിനിങ് അല്ലേ? ഫിഫ്ത്ത് ടേം ഫ്രം ദ ബിഗിനിങ് എന്ന് പറഞ്ഞാല് T5 അല്ലേ കണ്ടുപിടിക്കേണ്ടത്? T5 കിട്ടണമെങ്കിൽ TR+1-നകത്ത് n-ന് എന്ത് കൊടുത്താൽ മതിയാകും? 4 എന്ന് കൊടുത്താൽ പോരെ? അപ്പൊ n-ന് 4 കൊടുത്താൽ ഇതെന്താ വരിക? -1 the whole raised to 4 into NCR. n ഇപ്പൊ നമുക്ക് 10 എന്ന് കിട്ടിയിട്ടുണ്ട്. സോ 10C4 എന്നല്ലേ വരിക അല്ലെ? ഇൻറ്റു പിന്നെ ബാക്കി എന്താ വരുന്നത്? 2 raised to n-r/3. അപ്പൊ 2 raised to 10-4, അതായത് 6 ആണ്. 6/3 എത്രയാ? 2 അല്ലേ കിട്ടുക അല്ലെ? -r/2. r എന്ന് പറയുന്നത് 4 ആണ്. 4/2 എന്ന് പറയുന്നത് എത്രയാ? 2 തന്നെയല്ലേ? വിച്ച് ഈസ് ഈക്വൽ ടു -1/4 1 തന്നെയാണ്, ഇൻറ്റു 10C4 ഇൻറ്റു 2/0. 2/0 1 അല്ലേ? അപ്പൊ ശരിക്കും നമുക്ക് ഫൈനൽ ആൻസർ 10C4 എന്നല്ലേ കിട്ടുന്നത്. അപ്പൊ 10C4-നെ എനിക്ക് വേണമെങ്കിൽ 10C6 എന്ന് എഴുതുകയും ചെയ്യാം അല്ലെ? 10C4 is same as 10C6, പ്രോപ്പർട്ടി ഓഫ് ബൈനോമിയൽ കോഎഫിഷ്യന്റ്. അങ്ങനെയാണെങ്കിൽ ആൻസർ എനിക്ക് ഓപ്ഷൻ ഡി ആയിട്ടാണ് മാർക്ക് ചെയ്യാൻ പറ്റുക. ഓക്കെ അല്ലേ? യെസ്. അടുത്ത ക്വസ്റ്റ്യൻ. അപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണിത്. ക്വസ്റ്റ്യൻ ഇന്റഗ്രേഷനിൽ നിന്നുമുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഏരിയ അണ്ടർ എ കാർ, അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. നോക്കാം നമുക്ക്. ഏരിയ ബൗണ്ടഡ് ബൈ ദ കാർ. അപ്പൊ നമുക്കൊരു കർവ് തന്നിട്ടുണ്ട് അല്ലെ? നമുക്ക് തന്നിരിക്കുന്ന കർവ് ഏതാണ്? y is equal to x-1 into x-2 into x-3. നമുക്കിതിനെ ഇന്റഗ്രേറ്റ് ചെയ്തിട്ടൊക്കെയാണ് ഏരിയ കണ്ടുപിടിക്കേണ്ടത്. ഇന്റഗ്രേറ്റ് ചെയ്യാനായിട്ട് ഇതൊരു പോളിനോമിയൽ ഫോമിൽ വരുന്നതായിരിക്കും കൂടുതൽ നല്ലത്. കാരണം ഇന്റഗ്രേറ്റ് ചെയ്യാൻ വളരെ സൗകര്യമായിരിക്കും. അപ്പൊ ഞാൻ ഇതിനെ ഒന്ന് എക്സ്പാൻഡ് ചെയ്ത് എഴുതുന്നു വിചാരിച്ചു. അപ്പൊ നമ്മൾ ഇതിനെ എക്സ്പാൻഡ് ചെയ്ത് എഴുതി കഴിഞ്ഞാൽ എനിക്ക് കിട്ടുന്നത് x³ -6x² + 11x -6 എന്ന് ആയിരിക്കും. അപ്പൊ നിങ്ങളത് ഓരോ ടേംസ് ആയിട്ടൊന്ന് ബ്രാക്കറ്റ് ഒക്കെ ഓപ്പൺ ചെയ്ത് കംപ്ലീറ്റും കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് വെക്കണം. അങ്ങനെ വെക്കുമ്പോൾ ഇതായിരിക്കും കിട്ടുക. ഓക്കെ അല്ലേ? യെസ്. അപ്പൊ എന്തായാലും ഇതിന്റെ ഇന്റഗ്രൽ കണ്ടുപിടിക്കേണ്ടി വരുമല്ലോ ഏരിയ എടുക്കാനായിട്ട്. അപ്പൊ ഞാൻ ഇവിടെ തന്നെ ഇതിന്റെ ഇന്റഗ്രൽ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചേക്കാം. കാരണം ഏരിയ കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ ഇതിന്റെ ഇന്റഗ്രൽ നമുക്ക് ആവശ്യമായിട്ട് വരും. അപ്പൊ ഇതിന്റെ ഇന്റഗ്രലിനെ ഞാൻ ഒരു f(x) എന്ന് പേരിട്ട് വിളിച്ചു. ഇന്റഗ്രൽ y dx അല്ലെ ഇസ് ഈക്വൽ ടു ഇന്റഗ്രൽ x³ -6x² + 11x -6 into dx എന്നല്ലേ കിട്ടുന്നത് അല്ലെ? ഇന്റഗ്രേറ്റ് ചെയ്താലോ x³ ഇന്റഗ്രൽ x⁴/4 -6x². 6 into x² x³ അപ്പൊ അത് 2x³ കിട്ടും. അടുത്തത് 11 into x²/2 -6 ഇന്റഗ്രൽ എന്താ? 6x എന്നാണ് കിട്ടുന്നത് അല്ലെ? ഓക്കെ. അപ്പൊ ഇതാണ് f(x) എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഏരിയ കാൽക്കുലേറ്റ് ചെയ്യാം. ഏരിയ കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ആ റീജിയൺ ഒന്ന് ഐഡന്റിഫൈ ചെയ്യേണ്ട ആവശ്യമുണ്ടല്ലേ? അപ്പൊ തന്നിരിക്കുന്ന ഫംഗ്ഷന്റെ ഗ്രാഫ് ഒന്ന് വരച്ചു നോക്കാം. ഇതൊരു പോളിനോമിയൽ ഫംഗ്ഷൻ ആണല്ലോ, ഒരു ക്യൂബിക് പോളിനോമിയൽ ആണ്. മാത്രമല്ല ഈ ക്യൂബിക് പോളിനോമിയല് എക്സ് ആക്സിസിനെ കട്ട് ചെയ്യുന്നത് എവിടെയൊക്കെയാ? ഒരു കർവ് എക്സ് ആക്സിസിനെ കട്ട് ചെയ്യുന്ന പോയിന്റുകൾ വേണമെങ്കിൽ y0 എന്ന് കൊടുത്താൽ മതിയാകുമല്ലോ. അപ്പൊ ഇവിടെ y0 എന്ന് കൊടുത്താൽ നിങ്ങൾക്ക് x-1 into x-2 into x-3 എന്താകും? 0 ആകില്ലേ? അതായത് x1 2 3 എന്നല്ലേ വരുന്നത്. അപ്പൊ എക്സ് ആക്സിസിനെ കട്ട് ചെയ്യുന്ന പോയിന്റുകൾ എന്ന് പറയുന്നത് 1 ഉണ്ടാകും, 2 ഉണ്ട്, 3 ഉണ്ട്. ഓക്കെ ആണോ ഞാൻ ഈ പറയുന്നത്? അപ്പൊ എക്സ് ആക്സിസിലെ 1-ലൂടെയും 2-ലൂടെയും 3-ലൂടെയും കട്ട് ചെയ്ത് പോകുന്ന ഒരു കർവ് ആയിരിക്കുമെന്ന് മനസ്സിലായി. മാത്രമല്ല പോളിനോമിയൽ ഫംഗ്ഷൻ ആയതുകൊണ്ട് കണ്ടിന്യൂസ് കർവ് ആയിരിക്കും എന്നുള്ളത് ഉറപ്പാണ്. ഇനി നിങ്ങൾ 1-നേക്കാൾ ചെറിയൊരു എക്സ് ആണ് എടുക്കുന്നത് എന്ന് വിചാരിച്ചു. 1-നേക്കാൾ ചെറിയൊരു എക്സ് ആണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ x-1ഉം x-2ഉം x-3ഉം ഒക്കെ നെഗറ്റീവ് നമ്പറുകളായിരിക്കുമല്ലോ. എക്സ് 1-നേക്കാൾ ചെറുതാണെങ്കിൽ എക്സ് ചെറുതും 1 വലുതുമല്ലേ? അപ്പൊ x-1 ചെറുതിൽ നിന്ന് വലുത് സബ്ട്രാക്ട് ചെയ്യുന്നതായതുകൊണ്ട് നെഗറ്റീവ് ആയിരിക്കില്ലേ? അതുപോലെ എക്സ് 1-നേക്കാൾ ചെറുതാണെങ്കിൽ ഉറപ്പായിട്ടും എക്സ് 2-നേക്കാളും ചെറുതായിരിക്കുമല്ലോ അല്ലെ? അപ്പൊ അങ്ങനെയാണെങ്കിൽ x-2 നെഗറ്റീവ്, ഇതേപോലെ തന്നെ x-3 നെഗറ്റീവ്. 3 നെഗറ്റീവ് നമ്പറുകൾ മൾട്ടിപ്ലൈ ചെയ്താൽ നെഗറ്റീവ് അല്ലേ കിട്ടുക? അപ്പൊ ഇതിൽ നിന്ന് നമുക്കൊരു കാര്യം മനസ്സിലായി, 1-ന് മുൻപിലേക്ക് ഈ ഫംഗ്ഷൻ നെഗറ്റീവ് ആണ്, അതായത് എക്സ് ആക്സിസിന് താഴെയാണ്. അപ്പോ ഗ്രാഫ് നമ്മൾ വരച്ചാല് ദാ ഇങ്ങനെയാണ്. എന്തായാലും 1-ൽ കട്ട് ചെയ്യണമല്ലോ
അല്ലെ? അപ്പൊ 1ന് മുമ്പിൽ അത് നെഗറ്റീവ് സൈഡിലാണ്, അതായത് എക്സ് ആക്സിസിന് താഴെയാണ്. അപ്പോൾ ദാ ഇങ്ങനെ പോകും. ഇനി അതുപോലെ നിങ്ങൾ 1നും 2നും ഇടയിലുള്ള ഒരു എക്സ് ആണ് എടുക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് വെരിഫൈ ചെയ്ത് നോക്കാം. x-1 പോസിറ്റീവ് ആയിരിക്കും, പക്ഷെ x-2ഉം x-3ഉം നെഗറ്റീവ് ആണ്, അല്ലെ? അപ്പൊ അത് എന്തായാലും പോസിറ്റീവ് വരുള്ളൂ. ശരിയാണോ ഞാൻ പറയുന്നത്? പ്ലസ് ഇൻറ്റു മൈനസ് അങ്ങനെയല്ലേ വരുന്നത്? അപ്പൊ എന്തായാലും ഈ സൈഡിൽ അത് പോസിറ്റീവ് ആണ്. വീണ്ടും അവിടുന്ന് 2നും 3ക്കും ഇടയ്ക്കുള്ള കാര്യം നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് നെഗറ്റീവ് ആണെന്ന് കിട്ടും. അപ്പൊ 2നും 3ക്കും ഇടയ്ക്ക് അത് താഴേക്ക് വരും. ദെൻ അവിടെ നിന്ന് 3 കഴിഞ്ഞുള്ള എക്സ് എടുത്താൽ x-1ഉം x-2ഉം x-3ഉം ഒക്കെ പോസിറ്റീവ് ആയിരിക്കും. അത് വെരിഫൈ ചെയ്ത് നോക്കണം, അല്ലെ? അങ്ങനെയാണെങ്കിൽ പ്രോഡക്റ്റ് പോസിറ്റീവ്. അപ്പൊ ഏതാണ്ട് ഈ രീതിയിലായിരിക്കും ഇതിന്റെ ഗ്രാഫ് നമുക്ക് കാണാൻ പറ്റുക. അപ്പൊ ശരിക്കും നമുക്ക് വേണ്ട ഏരിയ എന്ന് പറഞ്ഞാൽ എന്താ? ഇതും എക്സ് ആക്സിസുമായിട്ടുള്ള ഏരിയ ആണ് വേണ്ടത്, 0 മുതൽ 3 വരെ. അപ്പൊ 0 മുതൽ 3 വരെ നമ്മുടെ കർവും എക്സ് ആക്സിസുമായിട്ടുള്ള ഏരിയ എന്ന് പറഞ്ഞാൽ ഞാൻ ദാ ഈ ഷെയ്ഡ് ചെയ്യുന്ന ഏരിയ ആണ്. അപ്പൊ ഈ ഷെയ്ഡഡ് റീജിയന്റെ ഏരിയ ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. പക്ഷെ നോക്കി, ആ ഷെയ്ഡഡ് റീജിയണില് കുറെ ഭാഗം എക്സ് ആക്സിസിന് താഴെയാണല്ലോ. നമുക്കറിയാം എക്സ് ആക്സിസിന് താഴെയുള്ള ഏരിയ നമ്മൾ കണ്ടുപിടിച്ചാൽ അത് കാൽക്കുലേറ്റഡ് വാല്യൂ എപ്പോഴും എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കില്ലേ? അപ്പൊ റീജിയൻ എക്സ് ആക്സിന് താഴെയാണെങ്കിൽ നമ്മൾ സാധാരണ എന്താ ചെയ്യാറുള്ളത്? ഇന്റഗ്രേറ്റ് ചെയ്താൽ നമുക്ക് നെഗറ്റീവ് ആൻസർ ആയിരിക്കും കിട്ടുക. അതിനെ മോഡുലസ് എടുത്ത് പോസിറ്റീവ് ആക്കിയിട്ടല്ലേ നമ്മൾ ചെയ്യാറുള്ളത്. അപ്പൊ ഇവിടെയും ഞാൻ ഇത് മൂന്നും സെപ്പറേറ്റ് ആയിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യാൻ പോകുന്നു. അപ്പൊ ആദ്യം ഞാൻ 0 മുതൽ 1 വരെ ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്യാം. അപ്പൊ 0 മുതൽ 1 വരെ ഇന്റഗ്രേറ്റ് ചെയ്യുന്നു. ഇന്റഗ്രൽ, അപ്പൊ ഏരിയ ഇസ് ഈക്വൽ ടു, പറഞ്ഞ ഏരിയ എന്ന് പറഞ്ഞാൽ എങ്ങനെയാ വരിക? 0 മുതൽ 1 വരെയുള്ള ഇന്റഗ്രൽ y dx, ശരിയല്ലേ? പക്ഷെ അത് എക്സ് ആക്സിസിന് താഴേക്കായതുകൊണ്ട് മൈനസ് മുൻപിൽ ഇട്ട് കൊടുത്ത് എന്താക്കണം? പോസിറ്റീവ് ആക്കണം, വേണ്ടേ? യെസ്. ഇനി അടുത്തതോ 1 മുതൽ 2 വരെ. 1 മുതൽ 2 വരെ പോസിറ്റീവ് സൈഡിൽ തന്നെയാണ്, നമ്മൾ മൈനസ് ഒന്നും കൊടുക്കേണ്ട, പോസിറ്റീവ് ആൻസർ തന്നെയായിരിക്കും കിട്ടുക. അടുത്ത നമുക്ക് 2 മുതൽ 3 വരെ. 2 മുതൽ 3 വരെയുള്ള റീജിയൻ എടുത്താലും എക്സ് ആക്സിസിന് താഴെയാണ്. എക്സ് ആക്സിന് താഴെ ആയതുകൊണ്ട് കാൽക്കുലേറ്റ് വാല്യൂ നെഗറ്റീവ് ആയിരിക്കും. അപ്പൊ നമ്മൾ അതിന്റെ മൈനസ് ഇട്ട് കൊടുത്ത് പോസിറ്റീവ് ആക്കിയിട്ട് വേണം ഏരിയ എഴുതാൻ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ എനിക്ക് മൈനസ് ആണ് കൊടുക്കേണ്ടത്. ഇത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു, അല്ലെ? നമ്മളത് പഠിച്ചിട്ടുള്ളതാണ്. നിങ്ങൾ എപ്പോഴും എക്സ് ആക്സിസിന് താഴേക്കുള്ള റീജിയന്റെ ഏരിയ ആണ് എടുക്കുന്നതെങ്കിൽ കാൽക്കുലേറ്റഡ് വാല്യൂ നെഗറ്റീവ് ആയിട്ടേ കിട്ടുള്ളൂ. അപ്പൊ നമുക്ക് ഏരിയ എന്ന് പറയുന്നത് മാഗ്നിറ്റ്യൂഡ് അല്ലേ എടുക്കേണ്ടത്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ നെഗറ്റീവ് ഏരിയയെ ഒരു മൈനസും കൂടി ഇട്ട് കൊടുത്ത് പോസിറ്റീവ് ആക്കിയിട്ട് വേണം നമ്മൾ ആഡ് ചെയ്ത് ചേർക്കാനായിട്ട്. അതാണ് ആദ്യത്തെ ടേമിനും അവസാനത്തെ ടേമിനും മുൻപിൽ ഒരു മൈനസ് ഞാൻ അവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പൊ ആര് ചോദിച്ചാലും അത് വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റണം എന്താണ് അവിടെ നമ്മൾ മൈനസ് കൊടുക്കാനുള്ള റീസൺ എന്നുള്ളത്. ഓക്കെ അല്ലേ? അപ്പൊ എന്തായാലും നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്യാം. ദിസ് ഈസ് ഈക്വൽ ടു മൈനസ് ഇന്റഗ്രൽ y dx നമ്മൾ എഫ് ഓഫ് എക്സ് എന്ന് കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടില്ലേ? എന്നിട്ട് ലിമിറ്റ് കൊടുത്താൽ പോരെ 0 to 1. അടുത്തതും ഇന്റഗ്രൽ y dx എഫ് ഓഫ് എക്സ് ആണ് ഓവർ ദ ലിമിറ്റ് 1 to 2. അടുത്തതും എഫ് ഓഫ് എക്സ് ഓവർ ദ ലിമിറ്റ് 2 to 3, അല്ലെ? അത് നമ്മൾ ഓൾറെഡി ഇന്റഗ്രൽ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ പോരെ, വിച്ച് ഈസ് ഈക്വൽ ടു, അപ്പൊ ഇവിടെ അപ്പർ ലിമിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ എഫ് ഓഫ് 1 മൈനസ് ലോവർ ലിമിറ്റ് ആയി 0 കൊടുത്താൽ എഫ് ഓഫ് 0 പ്ലസ് ഇവിടെയാണെങ്കിൽ അപ്പർ ലിമിറ്റ് ആയ 2 കൊടുക്കുന്നു മൈനസ് ലോവർ ലിമിറ്റ് ആയ 1 കൊടുക്കുന്നു. ഇവിടെയും അപ്പർ ലിമിറ്റ് ആയ 3 കൊടുക്കുന്നു മൈനസ് ലോവർ ലിമിറ്റ് ആയ 2 കൊടുക്കുന്നു. കണ്ടോ? വിച്ച് ഈസ് ഈക്വൽ ടു, ഇനി നോക്കി, മൈനസിന് മൈനസ് പ്ലസ് എഫ് ഓഫ് 0, അപ്പോ ഒരു എഫ് ഓഫ് 0 ഉണ്ട്. ദെൻ എഫ് ഓഫ് 1 മൈനസ് എഫ് ഓഫ് 1ഉം മറ്റൊരു മൈനസ് എഫ് ഓഫ് 1ഉം മൈനസ് 2 ഇൻറ്റു എഫ് ഓഫ് 1 അല്ലേ വരുന്നത്. ദെൻ ഇനി എഫ് ഓഫ് 2ന്റെ കാര്യം എടുത്താലോ, എഫ് ഓഫ് 2, ദെൻ ലാസ്റ്റ് ടൈമില് മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് എഫ് ഓഫ് 2, അപ്പൊ അത് 2 എഫ് ഓഫ് 2കളുണ്ട്. ദെൻ എഫ് ഓഫ് 3 ഒരെണ്ണമേ ഉള്ളൂ, മൈനസ് എഫ് ഓഫ് 3. കണ്ടോ? അപ്പൊ ഇതിന്റെ വാല്യൂ ഒക്കെ കൊടുത്താൽ പോരെ, നമുക്കതൊന്ന് കണ്ടുപിടിച്ചാലോ. ദാ എഫ് ഓഫ് എക്സ് ഇവിടെ നമ്മൾ എഴുതി വെച്ചിട്ടുണ്ടല്ലോ. ഇതല്ലേ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത്. ആ എഫ് ഓഫ് എക്സിനകത്ത് എക്സിന് 0 കൊടുത്താൽ നമുക്ക് എന്ത് കിട്ടും? എഫ് ഓഫ് 0 കിട്ടും. അപ്പൊ എക്സിന് 0 കൊടുത്താൽ കംപ്ലീറ്റ് ആയിട്ട് 0 വരും എന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റുമല്ലോ. ഇതുപോലെ എഫ് ഓഫ് 1 കണ്ടുപിടിക്കാം. എഫ് ഓഫ് 1 ഇസ് ഈക്വൽ ടു, എഫ് ഓഫ് 1 നമ്മൾ എടുത്തു കഴിഞ്ഞാൽ എക്സിന് എന്ത് കൊടുക്കണം? 1 കൊടുക്കണം. അപ്പൊ എക്സിന് 1 കൊടുത്ത് നിങ്ങൾ അതെല്ലാം കൂടെ ആഡ് ചെയ്താൽ നിങ്ങൾക്ക് -9/4 എന്ന ആൻസർ കിട്ടും. അത് വെരിഫൈ ചെയ്ത് നോക്കണം. ഇനി അതേപോലെ തന്നെ എക്സിന് 2 എന്ന് കൊടുത്താൽ നമുക്ക് എന്ത് കിട്ടും? എഫ് ഓഫ് 2 കിട്ടും. അപ്പൊ എക്സിന് 2 കൊടുത്ത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എഫ് ഓഫ് 2 എന്ത് കിട്ടും? -2 എന്ന് കിട്ടും. ഇനി അതുപോലെ തന്നെ എക്സിന് 3 കൊടുക്കാം.
എക്സിന് 3 കൊടുത്താൽ എഫ് ഓഫ് 3. സോ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അവിടെയും നമുക്ക് -9/4 എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ നമ്മുടെ എക്സ്പ്രഷൻ അല്ലെങ്കിൽ നമ്മുടെ ഏരിയ എന്തായിട്ട് മാറും? എഫ് ഓഫ് 0 0 അല്ലേ? -2 ഇൻറ്റു എഫ് ഓഫ് 1. എന്താ എഫ് ഓഫ് 1 എന്ന് പറയുന്നത്? -9/4 പ്ലസ് 2 ഇൻറ്റു എഫ് ഓഫ് 2. എത്ര എഫ് ഓഫ് 2? അത് -2 ആണ്. മൈനസ് എഫ് ഓഫ് 3. എഫ് ഓഫ് 3 എന്ന് പറഞ്ഞാൽ -9/4. കണ്ടോ? അപ്പൊ ഇതൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. നമുക്ക് കാൽക്കുലേറ്റ് ചെയ്താൽ 0 പോയി. ദെൻ -2 ഇൻറ്റു -9/4 എന്ന് പറഞ്ഞാലോ 18/4 കിട്ടും. ദെൻ 2 ഇൻറ്റു -2 -4 ആണ്. ദെൻ മൈനസിന് മൈനസ് പ്ലസ് 9/4 എന്ന് കിട്ടും അല്ലെ? അപ്പോ 18/4 പ്ലസ് 9/4 എന്ന് പറഞ്ഞാൽ എത്രയാ കിട്ടുക? 27/4 ആണ്. പിന്നെ -4 ഉണ്ട്. അപ്പൊ ഇവിടെ കാൽക്കുലേറ്റ് ചെയ്താൽ 27 മൈനസ് 4 ഇൻറ്റു 4 16 ഡിവൈഡഡ് ബൈ 4 എന്നല്ലേ? 27 മൈനസ് 16 എന്ന് പറഞ്ഞാൽ എത്രയാ? അത് 11 കിട്ടും അല്ലെ? സോ 11/4 എന്ന് എനിക്ക് ഏരിയ ഫൈനൽ ആൻസർ കിട്ടി. അപ്പൊ ഇതിന്റെ ആൻസർ 11/4 എന്നാണ് കിട്ടുന്നത്. നമുക്ക് നോക്കാം ഓപ്ഷൻസിൽ തന്നിട്ടുണ്ടോ എന്ന്. ഉണ്ട് അല്ലെ? 11/4 എന്ന് കാണിച്ചിരിക്കുന്നത് ഓപ്ഷൻ എ ആണ്. സോ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആകുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യത്തെ 8 ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിരുന്നു. അപ്പൊ ഇത് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പൊ നിങ്ങൾ ഈ എക്സാം ഒക്കെ വളരെ നന്നായി യൂട്ടിലൈസ് ചെയ്യണം. നമുക്കിതിനകത്ത് എത്ര മാർക്ക് കിട്ടി എന്നല്ല ശരിക്കും നമ്മൾ നോക്കേണ്ടത്, മറിച്ച് ഇത് JEE മെയിൻസിന്റെ ഏതാണ്ട് ആ ഒരു സ്റ്റാൻഡേർഡിൽ തന്നെ തയ്യാറാക്കിയിരിക്കുന്ന ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പൊ അതിനകത്ത് നമുക്ക് ഓരോ ചാപ്റ്ററും എങ്ങനെയാണ് ഫീൽ ചെയ്തത് അല്ലെ? വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് ഉണ്ടാകും. അപ്പൊ നമുക്ക് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഏരിയ കാണാം. അതുപോലെ നമുക്ക് വളരെ കോൺഫിഡൻസോട് കൂടി എഴുതാൻ പറ്റിയ ചാപ്റ്റർ ഏതാണ്. അപ്പൊ ഇതൊക്കെ തിരിച്ചറിയാനും നമുക്കുള്ള പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാനും ഒക്കെ ഉള്ള ഒരു അവസരമാണ് ഇങ്ങനെയുള്ള എക്സാമുകൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ മാർക്കല്ല മെയിൻ ആയിട്ടും നിങ്ങൾ ഇതിനകത്ത് നോക്കേണ്ടത്. ഓക്കെ ആണല്ലോ? ഓക്കെ, അപ്പോൾ സാറ് വെയിറ്റ് ചെയ്യുന്നു. അപ്പൊ നമുക്ക് ഇനിയും വീണ്ടും ഇതുപോലൊരു അവസരത്തിൽ കാണാം. ഓക്കെ, ബൈ. ഹായ് മക്കളെ, അപ്പൊ GIB എക്സാം ഒക്കെ വളരെ അടിപൊളിയായിട്ട് എഴുതി കഴിഞ്ഞല്ലോ. ആദ്യത്തെ കുറെ ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി തുടർന്ന് വരുന്ന ക്വസ്റ്റ്യനിലേക്കാണ് നമ്മൾ കടക്കാൻ പോകുന്നത്. നമുക്ക് നേരിട്ട് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഇതാണ് അടുത്ത ക്വസ്റ്റ്യൻ. അതായത് അപ്ലിക്കേഷൻ ഓഫ് ഇന്റഗ്രൽ എന്ന ചാപ്റ്ററിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. എന്താ പറയുന്നത്? ദ ഏരിയ ഓഫ് ദ ഫിഗർ ബൗണ്ടഡ് ബൈ ദ സ്ട്രേറ്റ് ലൈൻ x ഈക്വൽ ടു 0 ആൻഡ് x ഈക്വൽ ടു 2. പിന്നെ എന്താ പറഞ്ഞത്? ദ കർവ് y ഈക്വൽ ടു 2⁻x ആ പറയുന്നത്. ആൻഡ് y ഈക്വൽ ടു 2x മൈനസ് x². ഇത്രയും കാര്യങ്ങളാണല്ലോ പറഞ്ഞിരിക്കുന്നത് അല്ലേ? അങ്ങനെയാണെങ്കിൽ ആ ഏരിയ എന്താണെന്നാ ചോദിച്ചത്. നോക്കണേ, ക്വസ്റ്റ്യൻ പറയുമ്പോൾ നമുക്ക് നോക്കാം. x ഈക്വൽ ടു 0 എന്ന് പറയുമ്പോൾ ഇവിടെയാണ്. ഇത് x ഈക്വൽ ടു 2 എന്ന പാർട്ടായിട്ട് നമുക്ക് ഇതിനെ പരിഗണിക്കാം. x ഈക്വൽ ടു 2 അല്ലേ? അപ്പൊ 0 to 2 ആണ് പറഞ്ഞിരിക്കുന്നത്. ഇനി കർവ്, ആദ്യ കർവ് y ഈക്വൽ ടു 2⁻x ആണല്ലോ. y ഈക്വൽ ടു 2⁻x എന്ന് പറയുമ്പോൾ ഇവിടെ yx 1 എന്ന പോയിന്റിൽ നേരെ അപ്പോഴിലേക്ക് ഇങ്ങനെ മൂവ് ചെയ്തു, ഇങ്ങനല്ലേ വരിക. അപ്പൊ ഇത് ഒന്നും കൂടി എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ ലൈക്ക് ദിസ് ഈ ഫോം കിട്ടുമല്ലോ. അപ്പൊ ഇത് y ഈക്വൽ ടു 2⁻x എന്ന കർവാണ് അല്ലേ? അപ്പൊ ഇത് 2 ആണെങ്കിൽ ഈ പോയിന്റ് നമുക്കറിയാം 2 4 എന്നായിരിക്കും ഈ പോയിന്റ് എന്നറിയാം. ഇനി മറ്റൊരു കർവ് ഉണ്ട് y ഈക്വൽ ടു ഏതാ പറഞ്ഞേ? 2x മൈനസ് x². ഇവിടെ എക്സിന് 0 കൊടുക്കുമ്പോൾ y-യും 0 ആണ് കിട്ടുന്നത്. അതായത് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യും. ഇനി എക്സിന് 1 കൊടുക്കുമ്പോൾ y-യും 1 ആണ് കിട്ടുക. ഏകദേശം ഇവിടെ വരും. ഇനിയോ എക്സിന് 2 കൊടുത്താൽ എന്താ കിട്ടുക? 2 മൈനസ് 2, അതായത് 4 മൈനസ് 4 0 കിട്ടും. ലൈക്ക് ദിസ് കർവ് ഇങ്ങനെയാണ് വരിക നിങ്ങൾക്ക് കർവ് അല്ലേ? അപ്പൊ ഈ ഒരു പാർട്ടിന്റെ ഏരിയ അല്ലേ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് അല്ലേ? അപ്പൊ ഈ ഒരു പാർട്ടിന്റെ ഏരിയ എന്ന് പറയുമ്പോൾ ഈ ഒരു പാർട്ടിന്റെ ഏരിയയെ കുറിച്ച് നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? ഏരിയ ഇസ് ഈക്വൽ ടു ഇന്റഗ്രൽ 0 to 2. അതല്ലേ എക്സ് കോർഡിനേറ്റ് പോകുന്നത് 0 നിന്ന് 2ലേക്കല്ലേ പോകുന്നത്. ഇനിയോ അപ്പർ കർവ് എന്ന് പറഞ്ഞാൽ 2⁻x ആണല്ലോ. ഇതല്ലേ അപ്പർ കർവ് എന്ന് പറയുന്നത്. മൈനസ് ലോവർ കർവ് എന്ന് പറയുമ്പോൾ മൈനസ് ഓഫ് 2x മൈനസ് x² ആണ്. എഴുതുമ്പോൾ -2x പ്ലസ് x² എന്ന് എഴുതാ. ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്യുക, വാല്യൂ കൊടുക്കുക. ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ 2⁻x ആണ്. അതിന്റെ ഇന്റഗ്രൽ 2⁻x ഡിവൈഡഡ് ബൈ log 2 എന്ന് കിട്ടി. -2x ആണ്, എന്ത് കിട്ടും? x² എന്ന് കിട്ടും. പ്ലസ് x³ by 3 ബിറ്റ്വീൻ ദി ലിമിറ്റ് 0 to 2 എന്ന് കൊടുക്കാം.
ഇങ്ങനെ ലിമിറ്റ് കൊടുക്കുമ്പോൾ അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ 4/log2 എന്ന് കിട്ടി, -4 + 8/3 എന്ന് കിട്ടും അപ്പർ ലിമിറ്റ് അല്ലേ. ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോഴോ എക്സിന് 0 ആണ്, ആദ്യം 2⁻0 ആണ് എന്ന് പറഞ്ഞാൽ 1/log2 എന്ന് കിട്ടും, ബാക്കി മുഴുവൻ 0 ആയിട്ട് മാറും. അപ്പൊ ഇവിടെ എന്താ കിട്ടുന്നത്? 4/log2 - 1/log2 എന്ന് പറയുമ്പം 3/log2 എന്ന് കിട്ടും. ഇനി ബാക്കിയോ -4 + 8/3 എന്ന് പറയുമ്പോൾ ആൻസർ എന്താ കിട്ടുന്നത്? -4/3 എന്ന് കിട്ടും. അതായത് 3/log2 -4/3 എന്ന് പറയുമ്പോൾ ഓപ്ഷൻ നമ്പർ ബി ഇസ് ദ റൈറ്റ് ആൻസർ കിട്ടും അല്ലെ. ഓപ്ഷൻ നമ്പർ ബി ആണ് റൈറ്റ് ആൻസർ കിട്ടുക. ക്ലിയർ ആണല്ലോ? നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നോക്കിക്കോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞത്? ദ വാല്യൂ ഓഫ് എ ഫോർ വിച്ച് ഏരിയ ബൗണ്ടഡ് ബൈ ദ ലൈൻ x = 1, x = 2, y = 6x². y = 6x² എന്ന് പറയുമ്പോൾ എന്താണ്? പരാബോളയുടെ ഷേപ്പ് ആണ് അല്ലേ. ആൻഡ് y = f of a മിനിമം. ഏരിയ മിനിമം ആകുമ്പോൾ എയുടെ വാല്യൂ എന്താണെന്നാ ചോദിച്ചത് അല്ലേ. നമുക്ക് ആ കർവ് വരയ്ക്കുമ്പോൾ എങ്ങനെ വരക്കാം? കർവ് വരക്കാം, ഏകദേശ കർവ്. y = 6x² എന്ന് പറഞ്ഞാൽ ലൈക്ക് ദിസ് ഇങ്ങനെ പോകും. ഇതാണ് y = 6x² എന്ന് പറയാം. ഇനി x = 1, x = 2 ഇങ്ങനല്ലേ പോവാ. ഇത് x = 1 ആണ്, ഇത് ആരാണ്? x = 2 ആണ്. ഇനി എന്ത് വേണം? അടുത്ത എന്ത് വേണം? y = f of a. y = f of a ഇവിടെ നോക്ക്, ഇവിടെ വരക്കാം, അല്ലെങ്കിൽ ഇവിടെ വരക്കാം, അല്ലെങ്കിൽ മുകളിലോട്ട് വരക്കാം എന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്ക് എടുത്തു കഴിഞ്ഞാൽ അതിന്റെ മിനിമത്തെ കുറിച്ച് പറയാൻ പറ്റാത്തത് കൊണ്ട് നമുക്ക് എവിടെ വരക്കാം? y = f of a ലൈക്ക് ദിസ്, ഈ ഫോമിൽ വരക്കാം. ഇതാണ് y = f of a എന്ന ഭാഗം. എന്ന് പറയുമ്പോൾ ഈ ഒരു പാർട്ടിന്റെ ഏരിയ കാണണം, ഈ ഒരു പാർട്ടിന്റെ ഏരിയ കാണണം അല്ലേ. അപ്പൊ ഇവിടെ നോക്കിക്കോളെ, ഈ മീറ്റിംഗ് പോയിന്റിനെ കുറിച്ച്, ഈ മീറ്റിംഗ് പോയിന്റിനെ ബേസ് ചെയ്തുകൊണ്ട് എക്സ് ആക്സിലേക്ക് പെർപെൻഡിക്കുലർ വരച്ചു കഴിഞ്ഞാൽ ഇത് എ ആണല്ലോ കിട്ടുക. അതായത് 2 ഇന്റഗ്രൽ ആയിട്ട് എടുക്കുക, ഒന്ന് 1 to a, അടുത്ത a to 2 എന്ന് എടുക്കുക. അങ്ങനെ എടുത്തൂടെ? അങ്ങനെയാണെങ്കിൽ ഏരിയ ഈസ് ഈക്വൽ ടു, നോക്കിക്കോളെ, ഏരിയ ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് പറയാ? ഇന്റഗ്രൽ 1 to a. 1 to a ആണല്ലോ അല്ലേ. 1 to a യുടെ കേസിൽ അപ്പർ പാർട്ട് f of a ആണല്ലോ. ഞാൻ കാൽക്കുലേഷൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് f of a ഈസ് ഈക്വൽ ടു b എന്ന് എഴുതുന്നു. f of a ഈസ് ഈക്വൽ ടു b എന്ന് എഴുതി കഴിയുമ്പോൾ ഇവിടെ b മൈനസ് ലോവർ കർവ് ഏതാ വന്നിരിക്കുന്നത്? 6x² എന്ന് കിട്ടും ഇൻറ്റു dx പ്ലസ് ഇന്റഗ്രൽ a to 2 ആണ്. അവിടെ a to 2 എന്ന് പറയുമ്പോൾ ഇവിടെയാണേ വന്നിരിക്കുന്നത്. അപ്പർ കർവ് ആരാ? 6x² മൈനസ് ലോവർ കർവ് b എന്ന് പറഞ്ഞാൽ f of a ആണ് എന്ന് എഴുതാലോ. ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് bx എന്ന് കിട്ടി. അടുത്തത് -6x² അല്ലേ. അപ്പൊ x³ 3 എന്ന് പറയുമ്പോൾ എന്ത് കിട്ടും? -2x³ എന്ന് കിട്ടി ബിറ്റ്വീൻ ദി ലിമിറ്റ് 1 to a. പ്ലസ് അടുത്തത് 6x² ആണ്. ഇന്റഗ്രേറ്റ് ചെയ്താൽ 2x³ എന്ന് കിട്ടി, -bx എന്ന് കിട്ടും ബിറ്റ്വീൻ ദി ലിമിറ്റ് a to 2. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. നിങ്ങൾ ലിമിറ്റ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നോക്കണേ, ലിമിറ്റ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ ആദ്യത്തെ അകത്ത് നിങ്ങൾക്ക് കിട്ടുക BA മൈനസ് അടുത്തത് a അല്ലേ കൊടുക്കേണ്ടത്? 2a³ എന്ന് കിട്ടി മൈനസ് ലോവർ ലിമിറ്റ് എന്ന് പറഞ്ഞാൽ 1 ആണ്. എക്സിന് 1 കൊടുക്കുമ്പോൾ ആദ്യത്തത് b എന്ന് കിട്ടും. രണ്ടാമത്തത് നിങ്ങൾക്ക് എന്താ കിട്ടുന്നത്? 1 കൊടുക്കുമ്പോൾ -2 എന്ന് പറയുമ്പോൾ +2 എന്ന് കിട്ടും. ഇതാണ് അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും ആദ്യത്തെ അകത്ത് കൊടുത്താൽ കിട്ടാം അല്ലേ. ഇനിയോ ഇതേപോലെ സെക്കൻഡ് 1 എടുക്കുന്നത്. സെക്കൻഡ് 1ന് ലിമിറ്റ് അപ്ലൈ ചെയ്യുന്നത് 2x³ ആണ്. a കൊടുക്കുമ്പോൾ എന്തായിട്ട് മാറി? 2a³ എന്ന് മാറും. 2a³ അല്ലേ മാറുന്നത് അല്ലേ. ഇനിയോ ലിമിറ്റ് മാറി, സോറി, a³ അല്ല, അപ്പർ ലിമിറ്റ് ആരാണ്? ഇവിടെ 2 ആണ്. അതായത് a to 2 ആണ്. അന്ന് പറയുമ്പോൾ 2x³ എന്ന് പറയുമ്പോൾ x³ 8 ആണ്. 8 into 2 എന്ന് പറയുമ്പോൾ എന്തായിട്ട് മാറും? 16 എന്നായിട്ട് മാറുകയെ മക്കളെ. 16 എന്ന് കിട്ടി അല്ലേ. ഇനിയോ അടുത്ത -bx എന്ന് പറയുമ്പോൾ -2b എന്ന് കിട്ടി മൈനസ് ലോവർ ലിമിറ്റ് എക്സിന് a കൊടുക്കുമ്പോൾ -2a³ എന്ന് കിട്ടി മൈനസ് അടുത്ത ടേം മൈനസ് എന്ന് പറയുമ്പോൾ പ്ലസ് ആയി. പ്ലസ് എന്ത് കിട്ടി? ab എന്ന് കിട്ടും അല്ലേ. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം y = f of x ആണല്ലോ അല്ലേ. y = f of x ആണല്ലോ. ആ f of x 6x² ആണല്ലോ അല്ലേ. എങ്കിൽ f of a എന്താ കിട്ടാ? 6a² എന്നല്ലേ കിട്ടാ. 6a² എന്നല്ലേ കിട്ടാ. അതല്ലേ നമ്മൾ b എന്നെടുത്തത്.
ആ ബി അവിടെ കൊടുക്കുമ്പോൾ ബിയുടെ സ്ഥാനത്ത് എന്ത് കൊടുക്കുന്നത് 6a² എന്ന് കൊടുക്കുമ്പോൾ ഇത് നോക്കണേ 6a² × a എന്ന് പറഞ്ഞാൽ 6a³ മൈനസ് 2a³ മൈനസ് ബി ആണ് 6a² പ്ലസ് 2 16 എന്തായിട്ട് മാറി 18 മൈനസ് 2b എന്ന് പറയുമ്പോൾ ബി 6a² ആണ്, അപ്പൊ 12a² എന്ന് കിട്ടി, മൈനസ് 2a³ എന്ന് കിട്ടി, പ്ലസ് എ ബി ആണ് a × 6a² എന്ന് പറയുമ്പോൾ 6a³ എന്ന് കിട്ടും. നോക്കിക്കോ മക്കളെ, 6a³ എന്ത് കിട്ടി 12 മൈനസ് 2 10 മൈനസ് 2 8a³ എന്ന് കിട്ടും ഒന്നാമത്തത്. ഇനിയോ a² ടേം ആരൊക്കെയാ 6a², ഇനിയോ 6a² മൈനസ് 12a² എന്ന് പറയുമ്പോൾ മൈനസ് 18a² എന്ന് കിട്ടി, പ്ലസ് 18 എന്ന് കിട്ടും അല്ലേ. ഫോർ മാക്സിമ ഓർ മിനിമ കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് കാണണമല്ലോ, 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്യണമല്ലോ. ഇവിടെ എയിൽ ഡിഫൈൻ ചെയ്യുന്നതുകൊണ്ട് ഏരിയനെ എ എന്ന് എടുത്തു കഴിഞ്ഞാൽ DA/A അല്ലേ കാണേണ്ടത്, അതായത് ഏരിയയുടെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് എയിലല്ലേ കാണേണ്ടത്. ഇതെന്താ കിട്ടുക 8a³ എന്ന് പറയുമ്പോൾ 24a² എന്ന് കിട്ടി, അടുത്ത 18a² ആണ് 36a എന്ന് കിട്ടും. ഇതിൽ നിന്ന് ഞാൻ 12a കോമൺ ഔട്ട് ചെയ്യുന്നു. 12a കോമൺ ഔട്ട് ചെയ്താൽ ആദ്യത്തത് 2a എന്ന് കിട്ടി, രണ്ടാമത്തത് 3 എന്ന് കിട്ടും അല്ലേ. ഫോർ മാക്സിമം ഓർ മിനിമ കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ DA/DA = എന്തെടുക്കണം 0 അല്ലേ. 0 എന്നെടുത്തു കഴിഞ്ഞാൽ ഇത് സിംപ്ലിഫൈ ചെയ്താൽ നമുക്ക് ഒരു വാല്യൂ കിട്ടുക a = 3/2, മറ്റൊന്ന് 0 ആണ്, 0 ഒഴിവാക്കി a = 3/2 എന്നെടുക്കുന്നത്. അതായത് a = 3/2 എന്ന പോയിന്റിൽ എത്തുമ്പോഴാണ് ഇത് മിനിമം ആകുക. 3/2 എന്നൊരു ഓപ്ഷൻ ഉണ്ടോ? ഇല്ല. പകരം എന്തുണ്ട് 1.5 ഉണ്ട്. ദാറ്റ് മീൻസ് നമുക്ക് എന്ത് പറയാ, ഓപ്ഷൻ നമ്പർ സി ഇസ് ദ റൈറ്റ് ആൻസർ എന്ന് പറയാ. സി ആണ് റൈറ്റ് ആൻസർ എന്ന് പറയാ. ഓക്കെ ആണല്ലോ അല്ലേ? ഓക്കെ ആണല്ലോ അല്ലേ? വളരെ നല്ല ക്വസ്റ്റ്യൻ ആയിരുന്നു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാലോ. അടുത്തത് സ്റ്റാറ്റിയിലെ ക്വസ്റ്റ്യൻ ആണ്. കാണുന്നുണ്ടോ മക്കള് അല്ലേ? എന്താ, ദ മീൻ ആൻഡ് വേരിയൻസ് ഓഫ് 8 ഒബ്സർവേഷൻസ് were 10 and 15 റെസ്പെക്റ്റീവ്ലി. 8 ഒബ്സർവേഷന്റെ മീന് 10 ആണ്, വേരിയൻസ് 15 ആണ്. If one observation 70 is omitted and x and y are respectively mean and variance of the remaining 7 observation. ഒരാൾ ഒഴിവാക്കി 17 ഒഴിവാക്കി അല്ലേ? അങ്ങനെയാണെങ്കിൽ പുതിയ മീന് x ആണ്, പുതിയ വേരിയൻസ് y ആണെന്ന് തന്നിട്ടുണ്ട്. എങ്കിൽ x + 7 - 6 ആരാണെന്നാ ചോദിച്ചത് അല്ലേ? അപ്പോ മീന് ആദ്യത്തെ 8 ഒബ്സർവേഷന്റെ മീന് 10 ആയതുകൊണ്ട് സം എന്ന് പറയുന്നത് എന്താണെന്ന് പറയാ 80 ആണെന്ന് പറയാം. 17 ഒഴിവാക്കി കഴിഞ്ഞാൽ ന്യൂ സം, പുതിയ സം എത്ര കിട്ടും? 80 നിന്ന് 17 ഒഴിവാക്കി കഴിഞ്ഞാൽ 63 കിട്ടും അല്ലെ. 63 7 ഒബ്സർവേഷൻ ഉണ്ട്, അതിന്റെ സമ്മാണ് 63. എങ്കിൽ ആ 63നെ ബേസ് ചെയ്തുകൊണ്ട് മീൻ, ആ 7 ഒബ്സർവേഷന്റെ മീൻ എന്ന് പറയുന്നത് 63/7 ആണ് എന്ന് പറഞ്ഞാൽ 9 കിട്ടി. പുതിയ മീന് 9 കിട്ടി. ഇനി പുതിയ വേരിയൻസ് അല്ലേ കാണേണ്ടത് അല്ലേ? വേരിയൻസ് നിലവിൽ എത്രയാണെന്നാ പറയുന്നത് 15 അല്ലേ പറഞ്ഞത്. അതായത് വേരിയൻസ് കാണാനുള്ള ഇക്വേഷൻ നിങ്ങൾക്ക് അറിയാം, σx², ഓരോ ഒബ്സർവേഷന്റെ സ്ക്വയർ ബൈ n എന്ന് പറയുന്നത് എത്ര ഒബ്സർവേഷൻ ആണ് 8 മൈനസ് മീൻ സ്ക്വയർ, പഴയ മീന് 10 ആണ്, 10² = 15 എന്ന് കിട്ടും അല്ലേ. അപ്പൊ σx² എത്രയാ കിട്ടാ? ഇത് 10 100 ആണ്, 100 10 കൊണ്ടുപോകുമ്പോൾ 115, 115 ഗുണിക്കണം 8 ആണ്, 115 ഗുണിക്കണം 8 എന്ന് പറയുമ്പോൾ 85 40 920 കിട്ടും. ഓരോ ഒബ്സർവേഷന്റെ സ്ക്വയറിന്റെ സമ്മ 920. ഈ 920 നിന്ന് 17 എന്ന ഒബ്സർവേഷൻ ഒഴിവാക്കുക എന്ന് പറഞ്ഞാൽ 17ന്റെ സ്ക്വയർ ആണ് ഒഴിവാക്കേണ്ടത്. അപ്പൊ 17ന്റെ സ്ക്വയർ റിമൂവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ 920 നിന്ന് 17ന്റെ സ്ക്വയർ ഒഴിവാക്കുക. 17ന്റെ സ്ക്വയർ എത്രയാ? 289 അല്ലേ? അത് ഒഴിവാക്കി കഴിഞ്ഞാൽ 289 ഒഴിവാക്കുമ്പോൾ 1 3 6 631 കിട്ടും. ഇപ്പൊ 7 ഒബ്സർവേഷൻ, അതിന്റെ സ്ക്വയറിൽ നിന്ന് സം എത്ര കിട്ടി? 631 കിട്ടി. അപ്പോ പുതിയ വേരിയൻസ് y ആണ്. y എന്ന് പറഞ്ഞാൽ σx², അത് നമുക്ക് കിട്ടി 631/7 മൈനസ് പുതിയ മീനിന്റെ സ്ക്വയർ, പുതിയ മീന് 9 അല്ലേ, 9ന്റെ സ്ക്വയർ, 9ന്റെ സ്ക്വയർ 81 ഗുണിക്കണം എത്ര കിട്ടി? 7 ആണ് എന്ന് പറയുമ്പോൾ റീഅറേഞ്ച് ചെയ്ത് എഴുതുമ്പോൾ നമുക്ക് എന്ത് കിട്ടും മക്കളെ? കാൽക്കുലേഷൻ നിങ്ങൾ ചെയ്തോളാം, 64/7 എന്ന് കിട്ടും. 64/7 അല്ലേ? കാണേണ്ടത് എന്തായിരുന്നു മക്കളെ? നിങ്ങൾക്ക് കാണേണ്ടത് ഇതാണ്, x + 7y - 6 അല്ലേ കാണേണ്ടത്? x നമുക്കറിയാം 9 ആണെന്ന്. 7y എന്ന് പറയുമ്പോൾ 7 × 64/7, 64 അല്ലേ?
നമുക്ക് കിട്ടിയിരിക്കുന്നത് ബൈ 7 -6 ആണ് കിട്ടുക അല്ലേ. അപ്പൊ 7 കട്ട് ചെയ്ത് 9 - 6 എന്ന് പറഞ്ഞാൽ 3 ആണ്. സോ 67 എന്ന ആൻസർ കിട്ടും. ഓപ്ഷൻ നമ്പർ ഡി ഇസ് ദ റൈറ്റ് ആൻസർ. സ്റ്റാറ്റി ആണ്, കൃത്യമായിട്ട് നോക്കി വെച്ചുകൊള്ളാം. വളരെ എളുപ്പമുള്ള ഒരു ടോപ്പിക് ആണ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ, അത് കഴിഞ്ഞല്ലോ. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്ക്, ബൈനോമിയൽ തിയറത്തിനെ ബേസ് ചെയ്തുകൊണ്ട്. എന്താ ബൈനോമിയൽ തിയറം എന്ന് അതൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചതാ. എന്താ പറയുന്നത്? The coefficient of x raised to 15. x raised to 15 coefficient ഏത് എക്സ്പാൻഷനിലെ 1 + x + x³ + x raised to 4 raised to n. കാണുമ്പോൾ 3-4 ടേം ഉണ്ട്, കൺഫ്യൂഷൻ ഒക്കെ തോന്നാം. പക്ഷേ സിമ്പിൾ ആണ്. ഇത് രണ്ടും ഒരുമിച്ചെടുത്തു. ഇനി ഇതിൽ രണ്ടിൽ നിന്നും x³ കോമൺ ഔട്ട് ചെയ്തോ. അങ്ങനെയാണെങ്കിൽ എൻ്റെ മക്കൾക്ക് എന്താ കിട്ടുക? 1 + x കിട്ടി. അടുത്തതിൻ്റെ അകത്ത് x³ കോമൺ ഔട്ട് ചെയ്യുമ്പോൾ വീണ്ടും 1 + x കിട്ടും. ഇത് ഒരു ഗ്രൂപ്പാണ്. റേസ് ടു n കിട്ടിയല്ലോ അല്ലേ. അങ്ങനെയാണെങ്കിൽ 1 + x കോമൺ ഔട്ട് ചെയ്യുക. പിന്നെ കിട്ടുന്നത് 1 + x³ ആണ്. ഹോൾ റേസ് ടു എന്ത് കിട്ടും? n കിട്ടും അല്ലേ. ഞാൻ ഓരോന്നിനെയും എക്സ്പാൻഡ് ചെയ്യാൻ പോകുന്നു എന്ന് പറഞ്ഞാൽ ഇതിങ്ങനെയാണുള്ളത്. 1 + x ഹോൾ റേസ് ടു n ഇൻറ്റു 1 + x³ ഹോൾ റേസ് ടു n. നമുക്ക് വേണ്ടത് കോഎഫിഷ്യന്റ് ഓഫ് x റേസ് ടു 15. അതല്ലടാ വേണ്ടത്. ആൻസർ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലേ. നോക്കാം കറക്റ്റ് ആണോ നമുക്ക് നോക്കാം. നോക്കിക്കോളെ. ഇസ് ഈക്വൽ ടു ബൈനോമിയൽ തിയർ ഉപയോഗിച്ചുകൊണ്ട് എഴുതുമ്പോൾ ആദ്യം കിട്ടുക NC0, ദാറ്റ് മീൻസ് 1 അല്ലേ. അടുത്തതോ NC1, സിമ്പിൾ ആയിട്ട് ഞാൻ C1 എന്ന് എഴുതുന്നത്. C1 × x + C2 × x² + എക്സെട്രാ. ഇതല്ലേ കിട്ടുക ഇൻറ്റു സെക്കൻഡ് ബ്രാക്കറ്റ് എക്സ്പാൻഡ് ചെയ്ത് നോക്കണേ. എന്താ 1 + x³ ഫസ്റ്റ് ടേം 1 ആണല്ലോ. സെക്കൻഡ് ടേം C1 × x³ അല്ലേ. അടുത്തതോ C2 × x³ ഹോൾ സ്ക്വയർ x raised to 6 പ്ലസ് അടുത്തത് C3 × x³ ഹോൾ ക്യൂബ് എന്ന് പറയുമ്പോൾ x raised to 9. അടുത്തത് C4 × x raised to 12 പ്ലസ് C5 × x raised to 15 പ്ലസ് എക്സെട്രാ എന്ന് കിട്ടും. കിട്ടിയല്ലോ. വെയിറ്റ് ചെയ്യടാ ആൻസർ ഇപ്പൊ പറഞ്ഞുതരാ. ഓക്കെ നോക്കണേ. x raised to 15 കോഎഫിഷ്യന്റ് അല്ലേ വേണ്ടത്. നിങ്ങൾ നോക്ക്, ഓരോന്ന് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്തൊക്കെയാ കിട്ടുക? x raised to 15 കിട്ടുന്ന ടേം ഏതൊക്കെയാണെന്ന് നോക്കണേ. ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്താൽ x raised to 15 കിട്ടുമല്ലോ. സോ ഇറ്റ്സ് കോഎഫിഷ്യന്റ്. ഞാൻ കോഎഫിഷ്യന്റ് മാത്രം എഴുതുന്നത് 1 × C1 1 × C5 എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടും? C5 എന്ന് മാത്രം കിട്ടുമല്ലോ. ഇനി നോക്കണേ, അടുത്ത x raised to 15 ടേം. ഇവിടെ x raised to 12 ഉണ്ടല്ലോ അല്ലേ. ഇവിടെ ഒരു x³ ഉണ്ടല്ലോ. x³ എന്ന് പറഞ്ഞാൽ C3 × x³. ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്താൽ x raised to 12 കിട്ടുമല്ലോ. സോ അവിടെ കോഎഫിഷ്യന്റ് ആരൊക്കെയാണ് കിട്ടുന്നത്? C4ഉം C2ഉം. അവയുടെ മൾട്ടിപ്പിൾ ആണല്ലോ വേണ്ടത്. സോ നമുക്ക് എന്ത് എഴുതാം? പ്ലസ് C4 × C3 എന്ന് എഴുതാം. കറക്റ്റ് ആണല്ലോ. അടുത്ത നിങ്ങൾ നോക്കിക്കോളെ. ഇത് x raised to 9 ആണല്ലോ. ഈ x raised to 9 x raised to 15 കിട്ടണമെങ്കിൽ x raised to 6 കൊണ്ടല്ലേ മൾട്ടിപ്ലൈ ചെയ്യേണ്ടത് അല്ലേ. ആ x raised to 6 എവിടെയാ വരിക? ഇവിടെ C6 × x raised to 6 അവിടെ അല്ലേ വരിക. അപ്പൊ കോഎഫിഷ്യന്റ് ആരൊക്കെയാ? C6ഉം C3യും. ആരൊക്കെയാ? C6ഉം C3യും. ഓർഡറിൽ ഞാൻ ഇങ്ങനെ എഴുതുന്നു, C3 C6 എന്ന് എഴുതുന്നു. ശരിയാണല്ലോ. x raised to 9 കഴിഞ്ഞല്ലോ. ഇനി x raised to 6 അല്ലേ. ഈ x raised to 6 എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലാണ് x raised to 15 കിട്ടുക? x raised to 9 കിട്ടണമെങ്കിൽ ഇവിടെ C9 × x raised to 9 അല്ലേ ഉള്ളത്. അതായത് കോഎഫിഷ്യന്റ് C9ഉം ആരാണ്? C9ഉം C2. ഞാൻ എഴുതുന്നത് എന്താണ്? C2 × C9 പ്ലസ് അടുത്തത് നോക്കണേ. അടുത്തത് ഇനി x³ ഈ x³ x raised to 12 കൊണ്ടല്ലേ മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. x raised to 12 എന്ന് പറയുമ്പോൾ ഇവിടെ എന്തായിരിക്കും അതിന്റെ കോഎഫിഷ്യന്റ്? എന്തായിരിക്കും? C12 അല്ലേ അതിന്റെ കോഎഫിഷ്യന്റ്. അതുകൊണ്ട് C1 × C12 എന്ന് കിട്ടി. അപ്പോ ഇതും കഴിഞ്ഞ് ഇനി ഇതല്ലേ ബാക്കി വരുന്നത് അല്ലേ. ഇവിടെ ഒരു C15 × x raised to 15 ഇല്ലേ അല്ലേ. അതുകൊണ്ട് എന്ത് കിട്ടി? 1 × C15 എന്ന് കിട്ടും. അതായത് C15 എന്ന് കിട്ടി അല്ലേ. ഓപ്ഷനിലേക്ക് കണ്ണോടിച്ചു നോക്കുക. അതിനനുസരിച്ച് റീഅറേഞ്ച് ചെയ്യണ്ടേ? എല്ലാം സമ്മേഷൻ ഫോമിലാണല്ലോ ഉള്ളത്. നോക്കണേ, ഒന്ന് വന്നിരിക്കുന്നത് 3, 6, 9, 12, 15. ഏതാ വന്നിരിക്കുന്നത്?
3യുടെ മൾട്ടിപ്ലൈ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അടുത്തത് C5 4 3 2 1 ഈ രീതിയിലല്ലേ പോന്നെ. ശരിക്കും ഇവിടെ വരുന്ന ആരാ? C0 1 ആണല്ലോ അല്ലേ? അങ്ങനെയാണെങ്കിൽ ഞാൻ അതിനെ എഴുതുന്നത് സിഗ്മ എന്താണ് R equal to 0 to 5 വരെ അല്ലേ വേണ്ടു. NC എന്ത് എഴുതാ? NC 5 - R എന്ന് എഴുതാ. നോക്ക് 5 - R എന്ന് എഴുതുമ്പോ ആറിന് 0 കൊടുക്കുമ്പോ എന്ത് കിട്ടും? C5 ഇവിടെ ഉണ്ടല്ലോ. ആറിന് 1 കൊടുത്താൽ C4 ഉണ്ടല്ലോ. ആറിന് 3 അടുത്ത് 1 കൊടുത്താൽ 2 അല്ലേ? 2 കൊടുത്താൽ C3 ഉണ്ടല്ലോ. ലാസ്റ്റ് 5 കൊടുത്താൽ C0 ഉണ്ടല്ലോ അല്ലേ? അടുത്ത എന്താണ്? 3യുടെ മൾട്ടിപ്പിൾ ആണല്ലോ വേണ്ടത് എന്ന് പറയുമ്പോൾ NC3R എന്ന് എഴുതാം. ആദ്യം 0 കൊടുക്കുമ്പോൾ NC0 1 ആണ് ഇവിടെ ഉണ്ടല്ലോ അല്ലേ? നോക്ക് ഓപ്ഷൻ അനുസരിച്ച് ഞാൻ റീഅറേഞ്ച് ചെയ്താണ്. ഓപ്ഷനിലേക്ക് കണ്ണോടിക്കുമ്പോൾ ഓപ്ഷൻ നമ്പർ A ആണ് നമ്മുടെ റൈറ്റ് ആൻസർ. ഓപ്ഷൻ നമ്പർ A ആണ് നമ്മുടെ റൈറ്റ് ആൻസർ. ഓക്കെ ആണല്ലോ മക്കളെ? ഓക്കെ ആണല്ലോ. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ഇതല്ലേ അടുത്ത ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ നിങ്ങൾ ഇതിന്റെ ആൻസർ പറയും. അത്രയും സിമ്പിൾ ആയ ക്വസ്റ്റ്യൻ ആണ്, നിങ്ങൾക്ക് ഫെമിലിയർ ആണ്. നിങ്ങൾ +2 ക്ലാസ് പഠിക്കുമ്പോൾ തന്നെ ഇത്തരത്തിലുള്ള ഒരു ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ട്. ആൻസർ പറയാ. ഓക്കെ, കറക്റ്റ് ആണ്. നോക്കിക്കോളെ മക്കളെ, x⁻x into 1 + log x dx ഇതിന്റെ ഇന്റഗ്രൽ അല്ലേ കാണാൻ പറഞ്ഞേ. And we know that derivative of അതായത് d/dx of x⁻x നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താ ഇതിന്റെ ഡെറിവേറ്റീവ്? x⁻x into 1 + log x എന്ന് നമ്മൾ പഠിച്ച ലോഗരിതമിക് ഡിഫറൻസിയേഷൻ്റെ അകത്ത്. അതായത് y = x⁻x എന്നൊക്കെ എടുത്ത് രണ്ട് സൈഡിൽ ലോഗരിതം അപ്ലൈ ചെയ്യുമ്പോൾ log y എന്ന് എടുക്കുമ്പോൾ x into log x എന്ന് എടുക്കും അല്ലേ? ഇതിന്റെ ഡെറിവേറ്റീവ് കാണുമ്പോൾ x ഫസ്റ്റ് ഫംഗ്ഷൻ റൈറ്റ് സൈഡ് മാത്രമാണ് ഞാൻ പറയുന്നത്. ഇൻറ്റു log xന്റെ ഡെറിവേറ്റീവ് 1/x, എക്സും 1/xും കട്ടിയിട്ട് 1 എന്ന് കിട്ടും. പ്ലസ് അടുത്ത് log x into xന്റെ ഡെറിവേറ്റീവ് 1 ആണ്. അപ്പൊ ഇതല്ലേ കിട്ടുന്നത് അല്ലേ? അതുകൊണ്ട് ഇതിന്റെ ഇന്റഗ്രൽ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് x⁻x ആണ് എന്റെ സാറേ +c എന്ന് പറയാ. അതായത് ഓപ്ഷൻ നമ്പർ C ആണ് റൈറ്റ് ആൻസർ. ഓക്കെ, നിങ്ങൾ കമന്റ് ചെയ്ത ആൻസർ കറക്റ്റ് ആണ്. ഓക്കെ ആണല്ലോ അല്ലേ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ വീണ്ടും ഇന്റഗ്രലിലെ ക്വസ്റ്റ്യൻ. എന്താ? ഇന്റഗ്രൽ ഓഫ് cos of 2 into cot inverse of √1 - x divided by 1 + x. 1 - x 1 - cos x divided by 1 + cos x എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം. സോ വി സബ്സ്റ്റിറ്റ്യൂട്ട് x = cos θ. എക്സിന് എന്ത് കൊടുക്കുന്നത്? cos θ. സോ dx എന്താണെന്ന് പറയാ? -sin θ into dθ ആണെന്ന് പറയാലോ മക്കളെ, ഇങ്ങനെ പറയാലോ അല്ലേ? അങ്ങനെയാണെങ്കിൽ ഈ ഇന്റഗ്രൽ എന്തായിട്ട് മാറും? ഇന്റഗ്രൽ cos of 2 into cot inverse of √1 - cos θ divided by 1 + cos θ എന്ന് എഴുതാ. ഇൻറ്റു എന്താണ്? dx ആണ്. dx -sin θ into dθ ആണ്. ഓക്കെ ആണല്ലോ? ഇനി നോക്കിക്കോളെ, 1 - cos θ എന്ന് പറഞ്ഞാൽ 2 sin² θ/2. 1 + cos θ എന്ന് പറഞ്ഞാൽ 2 cos² θ/2. നോക്കണേ, 2 sin² θ/2 divided by 2 cos² θ/2. 2 കട്ട് ചെയ്ത് tan² θ/2 അല്ലേ കിട്ടാ? √tan² θ/2 എന്ന് പറഞ്ഞാൽ tan θ/2 അല്ലേ കിട്ടാ? അതായത് ഇന്റഗ്രൽ cos of 2 into cot inverse of tan θ/2 into എന്താ വരുന്നത്? അടുത്തത് -sin θ into dθ എന്താ കിട്ടുക അല്ലെ? പക്ഷേ ഇവിടെ കോട്ട് ഇൻവേഴ്സ് ആണല്ലോ വന്നത്, എങ്കിൽ കോട്ടല്ലേ വേണ്ടത് അല്ലെ? ഇവിടെ ടാൻ അല്ലേ കിട്ടിയത്? ടാനും കോട്ടും തമ്മിലുള്ള റിലേഷൻ നമുക്കറിയാം. അതായത് ഈ ടാൻ തീറ്റേനെ നമുക്ക് കോട്ട് ഓഫ് എങ്ങനെ എഴുതാ? π/2 - θ/2 എന്ന് എഴുതാം അല്ലേ? അപ്പോ കോട്ട് ഇൻവേഴ്സ് ഓഫ് ഏത് ഫോമില മാറി? കോട്ട് ഇൻവേഴ്സ് ഓഫ് കോട്ട് തീറ്റ ഫോമിലേക്ക് മാറി. എന്ന് പറയുമ്പം ഈ ഇന്റഗ്രൽ എന്തായിട്ട് കിട്ടും മക്കളെ? ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ കോസ് ഓഫ് ബ്രാക്കറ്റ് 2 into കോട്ട് ഇൻവേഴ്സ് ഓഫ് കോട്ട് തീറ്റ എന്ന് പറയുമ്പം അത് π/2 - θ/2 ആണ്. ഇൻറ്റു -sin θ ഇൻറ്റു dθ എന്ന് എഴുതാം. ഇങ്ങനെ എഴുതിക്കൂടെ? ഇവിടെ ആ ബ്രാക്കറ്റ് റിമൂവ് ചെയ്താൽ π - θ എന്ന് കിട്ടുമല്ലോ. അതായത് നിങ്ങൾ നോക്കണേ, നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത് എന്താണെന്ന് നിങ്ങൾ പരിശോധിച്ചതോ? മക്കൾക്ക് കിട്ടിയോ? ആൻസർ കിട്ടിയോ?
അതായത് കോസ് ഓഫ് എന്ത് കിട്ടി പൈ മൈനസ് തീറ്റ എന്ന് കിട്ടി ഇൻറ്റു മൈനസ് സൈൻ തീറ്റ ഇൻറ്റു ഡി തീറ്റ. ആൻസർ കിട്ടിയടോ? ഇനി ആൻസർ കിട്ടാൻ ഒരു ബുദ്ധിമുട്ടില്ല അല്ലേ? കോസ് ഓഫ് പൈ മൈനസ് തീറ്റ എന്ന് പറഞ്ഞാൽ മൈനസ് കോസ് തീറ്റയാണ്. മൈനസ് കോസ് തീറ്റ ഇൻറ്റു മൈനസ് സൈൻ തീറ്റ ഡി തീറ്റ എന്ന് കിട്ടും. അതായത് ഇത് ഇന്റഗ്രൽ കോസ് തീറ്റ സൈൻ തീറ്റ ഇൻറ്റു ഡി തീറ്റ എന്ന് പറയാം അല്ലേ? നമ്മുടെ അസംഷൻ്റെ അകത്ത് കോസ് തീറ്റ ആരായിരുന്നു? എക്സ് ആണ്. സോ എക്സ് ഇൻറ്റു സൈൻ തീറ്റ ആരായിരുന്നു? നോക്കണേ, ഡി എക്സ് എന്ന് പറഞ്ഞാൽ മൈനസ് സൈൻ തീറ്റ ഇൻറ്റു ഡി തീറ്റ. അപ്പോൾ സൈൻ തീറ്റ ഇൻറ്റു ഡി തീറ്റ മൈനസ് ഡി എക്സ് എന്ന് എഴുതിക്കൂടെ? അപ്പൊ ഇവിടെ ഇന്റഗ്രന്റ് മൈനസ് എക്സ് എന്നാണല്ലോ വന്നത്. മൈനസ് എക്സിന്റെ ഇന്റഗ്രല് മൈനസ് എക്സ് സ്ക്വയർ ബൈ 2 ആണ് പ്ലസ് എ കോൺസ്റ്റന്റ് സി. ദാറ്റ് മീൻസ് നമ്മൾ ഓപ്ഷനിലേക്ക് നോക്കുക. ഓപ്ഷൻ നമ്പർ എ ആണ് റൈറ്റ് ആൻസർ അല്ലേ? 1-2 സ്റ്റെപ്പ് ചെയ്യാൻ കൂടുതലുണ്ടെങ്കിലും വളരെ നല്ലൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു ഇത്. ഓക്കെ ആണല്ലോ മക്കളെ? ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? എങ്കിൽ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. ഇതാ നോക്ക്, അടുത്ത ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? ഇഫ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ലോഗ് ഓഫ് ലോഗ് എക്സ് പ്ലസ് 1 ലോഗ് എക്സ് ഹോൾ സ്ക്വയർ, ഇതല്ലേ തന്നിരിക്കുന്നത്? then integral of f of x, integral of f of x, log of log x അല്ലേ തന്നത്. ഞാൻ ചെറിയൊരു സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തുന്നു. ലോഗ് എക്സിന് ടി എന്ന് കൊടുത്തു നോക്ക്. ലോഗ് എക്സിന് ടി എന്ന് കൊടുത്താൽ എക്സ് എന്ന് പറഞ്ഞാൽ ആരാണ്? ഇ റൈസ് ടു ടി. എക്സ് ഇ റൈസ് ടു ടി ആണെങ്കിൽ ഡി എക്സ് എന്ന് പറഞ്ഞാൽ ഇ റൈസ് ടു ടി ഇൻറ്റു ആരാണ്? ഡി ടി അല്ലേ? അപ്പൊ ഈ ഇന്റഗ്രൽ എന്തായിട്ട് മാറും? നോക്കണേ, ഇന്റഗ്രൽ എഫ് ഓഫ് എക്സ് എന്ന് പറയുമ്പോൾ ലോഗ് ഓഫ് ലോഗ് എക്സ് ടി ആണ്. അപ്പൊ ലോഗ് ടി പ്ലസ് 1 ലോഗ് എക്സ് സ്ക്വയർ എന്ന് പറയുമ്പോൾ 1 ടി സ്ക്വയർ ഇൻറ്റു ഡി എക്സ് എന്ന് പറഞ്ഞാൽ ഇ റൈസ് ടു ടി ഇൻറ്റു ഡി ടി എന്ന് കിട്ടും അല്ലേ? ഞാൻ ഏത് ഫോമിലാണോ കൊണ്ടുപോകാൻ പോകുന്നത്? ഇ റൈസ് ഇന്റഗ്രൽ ഇ റൈസ് ടു എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ് പ്ലസ് എഫ് ഡാഷ് ഓഫ് എക്സ് ഫോമിലേക്ക് ഉണ്ടാകാൻ പോകുന്നത്. നോക്കിക്കോ, അതിനെന്താ ചെയ്യാൻ പോകുന്നത്? ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ ലോഗ് ടി ആദ്യം ഉണ്ട്. ഞാനൊരു 1 ടി ആഡ് ചെയ്ത് 1 ടി സബ്സ്ട്രാക്ട് ചെയ്ത് ഇൻറ്റു 1 ടി സ്ക്വയർ ഇൻറ്റു ഇ റൈസ് ടു ടി ഡി ടി എന്ന് കിട്ടും. അടുത്തത് നോക്കിക്കോളെ, ഒന്നുകൂടി അറേഞ്ച് ചെയ്യാൻ പോകുന്നത് ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ ഒന്നാമത്തത് ലോഗ് ടിയും മൈനസ് 1 ടിയും ഒരുമിച്ച് ചെയ്യുന്നു ഇൻറ്റു ഇ റൈസ് ടു ടി. ഒരുമിച്ച് എഴുതി കൂടെ? ഇത് രണ്ടും ഞാൻ ഒന്നിച്ചെടുക്കുന്നു. ഇനി അടുത്തത് ഇത് രണ്ടും ഉള്ളത്, ഇത് രണ്ടിലും മൈനസ് കോമൺ ഔട്ട് ചെയ്താൽ മൈനസ് ഓഫ് 1 ടി മൈനസ് 1 ടി സ്ക്വയർ ഇൻറ്റു ഇ റൈസ് ടു ടി എന്ന് എഴുതാ ഇൻറ്റു ഡി ടി എന്ന് എഴുതാം. ഇനി നോക്കിക്കോ, ലോഗ് ടി എഫ് ഓഫ് എക്സ് ആണെങ്കിൽ പ്ലസ് ആണ് ഇവിടെ വേണ്ടത്, എഴുതുമ്പോൾ ചെറിയൊരു മിസ്റ്റേക്ക് പറ്റി അല്ലേ? ലോഗ് ടി എഫ് ഓഫ് എക്സ് ആണെങ്കിൽ അതിന്റെ ഡെറിവേറ്റീവ് ഇവിടെ വന്നല്ലോ. നമുക്കറിയാം ഇന്റഗ്രൽ എഫ് ഓഫ് എക്സ് പ്ലസ് എഫ് ഡാഷ് ഓഫ് എക്സ് ഇൻറ്റു ഇ റൈസ് ടു എക്സിനെ കുറിച്ച് അതേ പാറ്റേണിലല്ലേ വന്നിരിക്കുന്നത്. ലോഗ് ഡിയുടെ ഡെറിവേറ്റീവ് 1 ടി ആയതുകൊണ്ട് ഇതിന്റെ ഇന്റഗ്രൽ ആരാണെന്ന് പറയാ? ഇസ് ഈക്വൽ ടു ഇ റൈസ് ടു ടി ഇൻറ്റു എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ ലോഗ് ടി ആണെന്ന് പറയാം. ഇനിയോ മൈനസ് അടുത്ത നിങ്ങൾ നോക്കിക്കോളെ, 1 ടി ആണ് എഫ് ഓഫ് എക്സ്, അതിന്റെ ഡെറിവേറ്റീവ് മൈനസ് 1 ടി സ്ക്വയർ ഇവിടെ ഉണ്ടല്ലോ. സോ വീണ്ടും ഏത് ഫോമിലായിട്ട് മാറി? ഇ റൈസ് ടു എക്സ് ഇൻറ്റു എഫ് എക്സ് പ്ലസ് എഫ് ഡാഷ് ഓഫ് എക്സിന്റെ ഫോമിലല്ലേ. സോ ഇതിന്റെ ആൻസർ നമുക്ക് എന്താണെന്ന് പറയാ? ഇ റൈസ് ടു ടി ഇൻറ്റു 1 ടി ആണെന്ന് പറയാ പ്ലസ് സി. കഴിഞ്ഞല്ലോ അല്ലേ? എന്തായിരുന്നു ഇ റൈസ് ടു ടിയുടെ നമ്മൾ പറഞ്ഞിരിക്കുന്നത്? എക്സ് അല്ലേ? എക്സ് ഇൻറ്റു ലോഗ് ഓഫ് ടി എന്ന് പറഞ്ഞാൽ ലോഗ് എക്സ്. അപ്പൊ എക്സ് ഇൻറ്റു ലോഗ് ഓഫ് ലോഗ് എക്സ് എന്ന് കിട്ടി മൈനസ് എക്സ് ഇ റൈസ് ടു ടി എക്സ് അല്ലേ ഇൻറ്റു 1 ടി ആണ്. ടി എന്ന് പറഞ്ഞാൽ ലോഗ് എക്സ് എന്ന് കിട്ടി പ്ലസ് സി. ഇതാണ് നമുക്ക് ആൻസർ കിട്ടാം. ആൻസർ കീയിലേക്ക് നോക്ക്, എക്സ് ഇൻറ്റു ലോഗ് ഓഫ് ലോഗ് എക്സ്, യെസ്, മൈനസ് എക്സ് ഇൻറ്റു 1 ലോഗ് എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് ബൈ ലോഗ് എക്സ്. ദാറ്റ് മീൻസ് ഓപ്ഷൻ നമ്പർ സി ഈസ് ദ റൈറ്റ് ആൻസർ അല്ലേ? അപ്പോൾ ഈ ഒരു ഫോം കൃത്യമായിട്ട് നിങ്ങൾ ഓർത്ത് വെച്ചോളാം. ഓക്കെ ആണല്ലോ? ഓക്കെ ആണല്ലോ? ഓക്കെ ആണല്ലോ മക്കളെ അല്ലേ? വളരെ വളരെ നല്ല ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾക്ക് GIB എക്സാമിന് തന്നിരിക്കുന്നത്. ഓക്കെ അല്ലേ? ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നിങ്ങൾ നോക്കിയാൽ മതി. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നോക്കുമ്പോൾ തന്നെ നിങ്ങൾ ഇപ്പൊ തന്നെ നിങ്ങൾ കമന്റ് ചെയ്ത് വെക്കുക ഇതിന്റെ ആൻസർ എന്താണെന്ന്. അത്രയും സിമ്പിൾ ആയൊരു ക്വസ്റ്റ്യൻ ആണ്. അത്രയും സിമ്പിൾ ആയൊരു ക്വസ്റ്റ്യൻ ആണ്. എന്താ പറയുന്നത്? ഇന്റഗ്രൽ 0 to π/2 ബോക്സ് സൈൻ എക്സ് ഡി എക്സ് ഈസ് ഈക്വൽ ടു, ഇതല്ലേ ചോദിച്ചത് അല്ലേ? ബോക്സ് എക്സ് എന്താണെന്ന് നമുക്കറിയാലോ, അതിന്റെ അപ്പുറം പറയേണ്ട ആവശ്യമില്ലല്ലോ. അതായത് 0 < x < π/2 എന്ന കേസ്.
അവിടെ സൈനിന്റെ വാല്യൂ നമുക്കറിയാം ഏതാണ്, 0 ലെസ് ദാൻ സൈൻ എക്സ് ലെസ് ദാൻ ആരാണ് 1 ആണ്. ഇൻ ബിറ്റ്വീൻ 1 ആണ്, 0 and 1 ആണ്. ഇൻ ബിറ്റ്വീൻ 0 and 1 ആണല്ലേ. അതുകൊണ്ട് ബോക്സ് വാല്യൂ ബോക്സ് ഓഫ് സൈൻ എക്സ് എന്ന് പറഞ്ഞാൽ ആരാണ് കിട്ടുക, 0 ആണ് കിട്ടുക. അപ്പൊ ഇന്റഗ്രേന്റ് 0 എന്ന് പറയുമ്പോൾ ഇത് കംപ്ലീറ്റ് എന്തായിട്ട് മാറി, 0 ആയിട്ട് മാറിയില്ലേ. ദാറ്റ് മീൻസ് ഓപ്ഷൻ നമ്പർ സി ഈസ് ദ റൈറ്റ് ആൻസർ. നോക്ക്, വിത്തിൻ സെക്കൻഡ് കൊണ്ട് നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ഇത്രയേ ഉള്ളൂ. ഓക്കെ ആണല്ലോ. അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ഞാൻ ഡിസ്കസ് ചെയ്ത് ബാക്കി വരുന്ന ക്വസ്റ്റ്യൻസ് ആയിട്ട് അടുത്ത സാറ് വരുന്നുണ്ട്. അപ്പോ എല്ലാവരും അവിടെ തന്നെ ഇരിക്കുക. പെട്ടെന്ന് സാറ് വരുന്നുണ്ട്. ഇതാ സാർ എത്തിപ്പോയി കഴിഞ്ഞു. അടുത്ത ക്വസ്റ്റ്യൻസുമായിട്ട് നിങ്ങളെ പ്രിയപ്പെട്ട ഏത് സാറാ വരുന്നത് ഞാൻ അറിയില്ല, പ്രിയപ്പെട്ട സാറ് കടന്നു വരുന്നുണ്ട്. ഹായ് സ്റ്റുഡൻസ്, നമ്മൾ കഴിഞ്ഞ GIBയുടെ മാത്തമാറ്റിക്സ് പാർട്ടിലെ കുറച്ച് ക്വസ്റ്റ്യൻസുകളാണ് നമ്മൾക്ക് ഡിസ്കസ് ചെയ്യാന്നുള്ളത്. നമുക്ക് നേരെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇങ്ങനൊരു ക്വസ്റ്റ്യൻ നിങ്ങൾ കണ്ടു കാണുമില്ല. അതൊരു ഡെഫിനിറ്റ് ഇൻ്റഗ്രലിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ഇൻ്റഗ്രൽ 0 to π/2 log of 5 - 3 sin x divided by 5 - 3 cos x dx ആൻസർ. നമുക്ക് എങ്ങനെ ഈ പ്രോബ്ലം ചെയ്യാമെന്ന് നോക്കാം. ഒരു ഡെഫിനിറ്റ് ഇൻ്റഗ്രൽ പ്രോബ്ലം ചെയ്യാൻ ഫണ്ടമെന്റൽ ആയിട്ട് നമ്മൾ പഠിച്ചിട്ട് വെച്ചത് ഇന്റഗ്രേഷന് ശേഷം അപ്പർ ലിമിറ്റ് കൊടുത്ത് മൈനസ് ലോവർ ലിമിറ്റ് കൊടുക്കാനാണ്. അപ്പൊ നമുക്കിവിടെ ഇന്റഗ്രന്റ് ആരാന്ന് നോക്കാം. ഇന്റഗ്രന്റ് ഇപ്പൊ ഇന്റഗ്രൽ 0 to π/2 log of 5 - 3 sin x divided by 5 - 3 cos x dx. അപ്പൊ ആരാണ് ഇന്റഗ്രന്റ് ഇവിടെ? log of 5 - 3 sin x by 5 - 3 cos x. ഇതാണ് ഇവിടുത്തെ ഇന്റഗ്രന്റ്, അതായത് ഇന്റഗ്രേറ്റ് ചെയ്യുന്ന ഫംഗ്ഷൻ. പക്ഷേ നമുക്ക് നോർമൽ കേസിൽ അത് ഇന്റഗ്രേറ്റ് ചെയ്യാൻ പറ്റില്ല, കാരണം അത് കുറച്ച് ബുദ്ധിമുട്ടാണ്. ഒരു സ്റ്റാൻഡേർഡ് ഇന്റഗ്രലിലേക്ക് കൺവേർട്ട് ചെയ്തെടുക്കുക വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോഴാണ് നമ്മൾ ഡെഫിനിറ്റ് ഇന്റഗ്രലിൽ നമ്മൾ എന്ത് ശ്രദ്ധിക്കുക, അതിന്റെ പ്രോപ്പർട്ടീസുകളിൽ ശ്രദ്ധിക്കും. കാര്യമായിട്ടുള്ള ഒരു പ്രോപ്പർട്ടീസ് നിങ്ങൾക്കറിയാം. ഇന്റഗ്രൽ 0 to a f of x dx എന്ന് പറയുന്ന പ്രോബ്ലം എന്തിനും ഈക്വൽ ആണ്? ഇന്റഗ്രൽ 0 to a f of a minus x dx. a plus b ആണെങ്കിൽ f of a plus b minus x dx. അതിൽ a ഇവിടെ 0 ആയതുകൊണ്ടാണ് ഇന്റഗ്രൽ 0 to a f of a minus x dx എന്ന് വന്നത്. ശരി, അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ പ്രോബ്ലത്തെ നമുക്ക് ഇവാലുവേറ്റ് ചെയ്യുക പ്രോബ്ലത്തെ I എന്ന് വിളിച്ചു. ഉടനെ നമുക്ക് വേണമെങ്കിൽ അതൊരു ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുക്കാം. ബൈ പ്രോപ്പർട്ടി നിങ്ങൾക്ക് എന്തെഴുതാം? I = ഇന്റഗ്രൽ 0 to π/2 പ്രോബ്ലത്തിൽ കാണുന്ന എക്സുകൾക്കൊക്കെ പകരം a - x കൊടുക്കാം എന്നാണ് നമ്മളുടെ ഈ പ്രോപ്പർട്ടി പറയുന്നത്. ആരാണ് ഇവിടെ? a, π/2 ആണ്. അപ്പൊ പ്രോബ്ലത്തിലെ സൈൻ എക്സിലെയും കോസ് എക്സിലെയും എക്സിന് പകരം π/2 - x കൊടുക്കുമ്പോൾ സൈൻ എക്സ് ഈസ് ചേഞ്ച്ഡ് ഇൻ ടു കോസ് എക്സ് ആൻഡ് കോസ് എക്സ് പാർട്ട് കോസ് ഓഫ് π/2 - x ആരായി മാറും? സൈൻ എക്സ് ആയി മാറും. സോ ഇറ്റ് ഈസ് 5 - 3 കോസ് എക്സ് ഡിവൈഡഡ് ബൈ 5 - 3 സൈൻ എക്സ് dx എന്നും നമുക്ക് നമ്മുടെ പ്രോബ്ലത്തെ കാണാം ബൈ പ്രോപ്പർട്ടി. അപ്പൊ നമുക്ക് ആഡ് ചെയ്യുമ്പോൾ 1 + 2 gives twice the question. ഇതാണ് 2i ലെഫ്റ്റ് സൈഡ്. റൈറ്റ് സൈഡിൽ നോക്കൂ, സെയിം ഇന്റഗ്രൽ ലിമിറ്റ് ആയതുകൊണ്ട് 0 to π/2 രണ്ട് ലോഗരിതം എക്സ്പ്രഷൻസുകൾ ആഡ് ചെയ്യുമ്പോൾ ഇറ്റ് ഈസ് ഇൻ ദ ഫോം ഓഫ് log a plus log b. 5 - 3 sin x by 5 - 3 cos x നെ എയും 5 - 3 cos x by 5 - 3 sin x നെ ബിയുമായിട്ട് എടുത്താൽ ആഡ് ചെയ്യുമ്പോൾ log a plus log b, ദാറ്റ് ഈസ് log of ab. log of ab എന്ന് പറയുമ്പോൾ എന്താ വരുന്നത് ഇവിടെ? നിങ്ങൾക്ക് നോക്കാം. 5 - 3 sin x by 5 - 3 cos x എന്നതിനെ 5 - 3 cos x ഡിവൈഡഡ് ബൈ 5 - 3 sin x കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ what you get is log 1 0, twice the question is 0. So our question is I = 0. അപ്പോൾ എങ്ങനെയാണ് ആ പ്രോബ്ലം ചെയ്തതെന്ന് ഓർക്കുക. നമ്മൾ ഡെഫിനിറ്റ് ഇന്റഗ്രലിന്റെ ഏറ്റവും ഫണ്ടമെന്റൽ ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ്, വളരെ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു പ്രോപ്പർട്ടിയാണ്. നമുക്ക് എന്തുകൊണ്ടാണ് ഈ പ്രോപ്പർട്ടി ഉപയോഗിക്കണമെന്ന് തോന്നാനുള്ള കാരണം?
മനസ്സിലാവുണ്ടോ പറയുന്നത്? നോർമൽ മെത്തേഡിൽ വളരെ ബേസിക് ആയിട്ട് നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്ത് അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് കൊടുക്കുക. പക്ഷെ ആ ഇന്റഗ്രേഷൻ ഒരു സ്റ്റാൻഡേർഡ് ഇന്റഗ്രന്റ് അല്ലെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ട് വരും. അപ്പൊ ആ ബുദ്ധിമുട്ടിനെ നമ്മൾ ഓവർകം ചെയ്യാൻ വേണ്ടിയാണ് ഡെഫിനിറ്റ് ഇന്റഗ്രലിൽ പഠിച്ചിട്ടുള്ള വളരെ ഫണ്ടമെന്റൽ ആയ ഈ പ്രോപ്പർട്ടി ഉപയോഗിക്കുന്നത്. ഇത് എന്തിന്റെ പർട്ടിക്കുലർ കേസാണ്? ഇന്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ് ആണെങ്കിൽ ഇന്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എ പ്ലസ് ബി മൈനസ് എക്സ് ഡി എക്സിന്റെ പർട്ടിക്കുലർ കേസാണ്. ഇവിടെ എ 0 ആയതുകൊണ്ട് യു ക്യാൻ റൈറ്റ് ഇന്റഗ്രൽ 0 ടു എഫ് ഓഫ് എക്സ് ഡി എക്സ് ഈസ് ഇന്റഗ്രൽ 0 ടു എ എഫ് ഓഫ് എ മൈനസ് എക്സ്. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഡൗട്ട്സ് ഒന്നും ഇല്ല എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പൊ ട്വൈസ് ദ ക്വസ്റ്റ്യൻ ആൻസർ 0 വരാൻ കാരണം log 1 cancel ചെയ്ത log 1 is 0, so nothing to be integrated there, so the answer is 0. Twice the question answer is 0. The question is answer is 0. So option D നമുക്ക് എന്തായിട്ട് പറയാം? ഓപ്ഷൻ ഡി അവിടെ ആൻസർ ആയിട്ട് പറയാം. മറ്റൊരു ക്വസ്റ്റ്യനിലേക്ക്. എന്താണ് ഈ ക്വസ്റ്റ്യൻ പറയുന്നത്? അതൊരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ പ്രോബ്ലവുമായി ബന്ധപ്പെട്ട. ശ്രദ്ധിച്ചോളൂ, അതൊരു ഇനീഷ്യൽ വാല്യൂ പ്രോബ്ലം. ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ it is the equation connecting the rate of change of y with respect to x and x and y. അപ്പൊ അത് ഇനീഷ്യൽ വാല്യൂ എന്ന് പറയുമ്പോൾ അതിന്റെ ജനറൽ ഇക്വേഷൻ എപ്പോഴും എന്ത് സൊല്യൂഷൻ എന്ത് സാറ്റിസ്ഫൈ ചെയ്യണം? y of 0 equal to 1 സാറ്റിസ്ഫൈ ചെയ്യണം. എന്ന് വെച്ചാൽ എക്സിന് 0 കൊടുക്കുമ്പോൾ വൈയുടെ വാല്യൂ 1 ആയിട്ട് വരണം. ആക്ച്വലി നമുക്ക് ഈ ഇനീഷ്യൽ വാല്യൂ എന്ന് പറയുന്നതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്യുമ്പോൾ, ഇപ്പൊ ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആർബിട്രറി സൊല്യൂഷൻ ആയിട്ടാണ് ആദ്യം വരുന്നത്, ഇൻക്ലൂഡിങ് സി. ആ സിയുടെ ഒരു പർട്ടിക്കുലർ വാല്യൂ മനസ്സിലാക്കാൻ വേണ്ടിയാണ് നിങ്ങൾക്ക് y of 0 ഈക്വൽ ടു എന്ത് തന്നിരിക്കുന്നത്? 1 എന്ന് തന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് ആ ഇക്വേഷനിലേക്ക് ഒന്ന് കിടക്കാം. dy by dx പ്ലസ് ആൽഫ y is equal to 0. You are given y of 0 equal to 1. Very simple equation. It's a variable separable form. dy by dx equal to minus alpha y. That is dy by y is equal to minus alpha dx. അപ്പോൾ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഇന്റഗ്രൽ dy by y is equal to minus alpha integral dx. That is log y is equal to minus alpha x plus c. This is the general solution. But you remember y of 0 equal to 1. Given y of 0 is equal to 1. That means എന്താ y of 0 equal to 1 എന്നുള്ളതിന്റെ മീനിങ്? എക്സിന് പകരം 0 കൊടുക്കുമ്പോൾ y 1 ആയിരിക്കും. അതായത് x equal to 0, what you get is y equal to 1. So what you get is, that gives log 1 is equal to, എക്സിന് 0 ആണ് കൊടുക്കുന്നത്, 0 plus c. Again log 1 is 0, that gives what? c equal to 0. അപ്പൊ ഈ ആൻസറിൽ, ഈ ജനറൽ സൊല്യൂഷനിൽ സിയുടെ വാല്യൂ നമുക്ക് മനസ്സിലാക്കാൻ പറ്റി 0 ആണെന്ന്. സോ you can say it is log y. The particular solution is only minus alpha x. നമുക്ക് വേണമെങ്കിൽ ഇതിനകത്തുനിന്ന് y is equal to e power minus alpha x ആയിട്ട് സൊല്യൂഷനെ കൊണ്ടുവരാം. മനസ്സിലാക്കുക, വേരിയബിൾ സെപ്പറബിൾ ആണ്. ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ log y equal to minus alpha x plus c എന്ന് പറയുന്ന ജനറൽ സൊല്യൂഷൻ കിട്ടി. സിയുടെ പർട്ടിക്കുലർ വാല്യൂ കാണാൻ വേണ്ടിയാണ് നമ്മൾക്ക് ഇനീഷ്യൽ ആയിട്ട് അതിന്റെ കണക്ഷൻ തന്നിരിക്കുന്നത്. എക്സ് 0 വരുമ്പോൾ വൈയുടെ വാല്യൂ എപ്പോഴും 1 ആയിരിക്കണം എന്ന് പറയുന്ന കണ്ടീഷൻ. അതാണ് ഇനീഷ്യൽ വാല്യൂ കണ്ടീഷൻ എന്ന് പറയുന്നത്. അത് വെച്ച് നോക്കുകയാണെങ്കിൽ സി ഷുഡ് ബി വാട്ട്? 0. സോ അവർ പർട്ടിക്കുലർ സൊല്യൂഷൻ ഈസ് y ഈക്വൽ ടു ഇ പവർ മൈനസ് ആൽഫ എക്സ്. നോക്കാം, ഒന്നുകൂടി നമുക്ക് നോക്കാതെ എങ്ങനെ വരുന്നത്? y ഈക്വൽ ടു ഇ പവർ മൈനസ് ആൽഫ എക്സ്, ആൽഫ ടേംസിൽ. ഇനി നമ്മൾ ക്വസ്റ്റ്യനിലേക്ക് വന്നാൽ എന്തൊക്കെയാണ്? അങ്ങനെയുള്ള ഈ സൊല്യൂഷൻ ഈ പറയുന്ന ഓപ്ഷൻസിലെ ഏതാണ് ട്രൂ ആക്കുന്നത്? അതാണ് നമ്മൾ നോക്കേണ്ടത്. ഏത് സൊല്യൂഷൻ വേണമെങ്കിൽ ഇവിടെ തന്നെ നമുക്ക് നോക്കാം. y ഈക്വൽ ടു ഇ പവർ മൈനസ് ആൽഫ എക്സ് എന്ന് പറയുന്ന ഈ സൊല്യൂഷൻ, പർട്ടിക്കുലർ സൊല്യൂഷൻ ഓപ്ഷൻ എ ഒബേ ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ ഓപ്ഷൻ എ ട്രൂ ആണോ, ഓപ്ഷൻ ബി ആണോ, ഓപ്ഷൻ സി ആണോ, ഓപ്ഷൻ ഡി ആണോ? നമുക്ക് നോക്കാം. ഓപ്ഷൻ എ പറയുന്നത് there is an alpha such that y of 1 equal to 0 എന്നാണ്. y of 1 equal to 0 എന്ന് പറഞ്ഞാൽ നോക്കാം, y of 1 equal to 0 എന്ന് പറഞ്ഞാൽ ആക്ച്വലി എക്സിന് 1 കൊടുക്കുമ്പോൾ y 0 എന്നാണ്. ദാറ്റ് ഈസ് 0 ഈക്വൽ ടു ഇ പവർ മൈനസ് ആൽഫ. നോക്കണം, there is an alpha such that y of 1 equal to 0. എക്സിന് 1 കൊടുക്കുമ്പോൾ y 0. ബട്ട് ദിസ് ഇക്വേഷൻ ഈസ് റോങ്.
കാരണം 0 ഈക്വൽ ടു ഇ പവർ മൈനസ് ആൽഫ ഒരിക്കലും വരില്ല. കാരണം എക്സ്പോണൻഷ്യൽ ഫംഗ്ഷന്റെ വാല്യൂ ഈസ് ഓൾവേസ് ഗ്രേറ്റർ ദൻ 0 ഫോർ എനി റിയൽ വാല്യൂ ഓഫ് ആൽഫ. ദിസ് ഈസ് റോങ്. ദിസ് ഈസ് റോങ്. എന്താണ് കാരണം? എന്തുകൊണ്ടാണ് റോങ് ആവാൻ കാരണം? ബിക്കോസ് ഇ പവർ മൈനസ് ആൽഫ ഗ്രേറ്റർ ദൻ 0 ഫോർ ഓൾ ആൽഫ ബിലോങ്സ് ടു ആർ. സോ നമ്മുടെ ഓപ്ഷൻ എ നമുക്ക് തെറ്റാണെന്ന് പറയാം. കാരണം ഒരു കാരണവശാലും എക്സ്പോണൻഷ്യൽ വാല്യൂ ഫംഗ്ഷന്റെ വാല്യൂ 0 വരില്ല. ഇനി എന്താണ് രണ്ടാമത്തെ ഓപ്ഷൻ പറയുന്നത്? ദർ ഈസ് എ യുണീക്ക് ആൽഫ സച്ച് ദാറ്റ് ലിമിറ്റ് എക്സ്റ്റെൻസ് ടു ഇൻഫിനിറ്റി y ഓഫ് എക്സ് ഈക്വൽ ടു 0. എങ്ങനെയാണ് അവർ പറയുക? അത് നോക്കാം. ഓപ്ഷൻ ബി എന്താണെന്ന് നോക്കാം. ഓപ്ഷൻ ബിയില് ദർ ഈസ് എ യുണീക്ക് ആൽഫ സച്ച് ദാറ്റ്. അപ്പൊ നോക്കൂ, വാട്ട് ഈസ് y ഓഫ് എക്സ്? ദർ y ഓഫ് എക്സ് എന്ന് പറയുന്നത് y ഓഫ് എക്സ് അവിടെ ഇ പവർ മൈനസ് ആൽഫ എക്സ് ആണ്. വാട്ട് ഈസ് ലിമിറ്റ് എക്സ്റ്റെൻസ് ടു ഇൻഫിനിറ്റി y ഓഫ് എക്സ് എന്ന് പറയുമ്പോൾ നമുക്ക് ലിമിറ്റ് എക്സ്റ്റെൻസ് ടു ഇൻഫിനിറ്റി ഇ പവർ മൈനസ് ഐ ആൽഫ എക്സ്. ദാറ്റ് ഈസ് ലിമിറ്റ് എക്സ്റ്റെൻസ് ടു ഇൻഫിനിറ്റി 1 by ഇ പവർ ആൽഫ എക്സ് ഈക്വൽ ടു 0 ഫോർ ഓൾ ആൽഫ ബിലോങ്സ് ടു ആർ. അങ്ങനെയാണ് മനസ്സിലാക്കണം. കാരണം ഡിനോമിനേറ്ററിൽ ഇ പവർ ഇൻഫിനിറ്റി വരുമ്പോൾ 0 ആയിരിക്കും. അത് ഏത് റിയൽ നമ്പർ ആൽഫയ്ക്കും. ഇവിടെ ദർ ഈസ് എ യുണീക്ക് ആൽഫ എന്നാ പറയണം. ഇൻഫിനിറ്റ് നമ്പർ ഫോർ ഓൾ ആൽഫ എന്ന് പറയുമ്പോൾ ആൽഫ നെഗറ്റീവ് ആവുന്ന സമയത്ത് നമുക്ക് മാറ്റില്ല. ഫോർ ഓൾ ആൽഫ ബിലോങ്സ് ടു നമുക്ക് എന്ത് പറയാം? ആർ പ്ലസ് എന്ന് എടുക്കാം പോസിറ്റീവ് ആൽഫകൾക്ക്. എങ്കിലേ ഇത് ഡിനോമിനേറ്ററിൽ നിൽക്കുള്ളൂ. അപ്പൊ ഇവിടെ പറയുന്നത് എന്താ? ദർ ഈസ് എ യുണീക്ക് ആൽഫ എന്നാ പറയണം. അങ്ങനെയല്ല, ഫോർ മെനി ആൽഫ. ഫോർ മെനി ആൽഫ, മെനി ആൽഫയ്ക്ക് നമുക്ക് എന്ത് കിട്ടും? ലിമിറ്റ് എക്സ്റ്റെൻസ് ടു ആൽഫ y ഓഫ് എക്സ് എന്ത് ലഭിക്കും? 0. അപ്പൊ ഓപ്ഷൻ ബിയും തെറ്റാണ്. അടുത്തത് ദർ ഈസ് നോ ആൽഫ സച്ച് ദാറ്റ് y ഓഫ് 2 ഈക്വൽ ടു 1. അങ്ങനെ വരുമോ എന്ന് നോക്കാം. ദർ ഈസ് നോ ആൽഫ. അതിന്റെ സാധ്യത ഒന്ന് പരിശോധിക്കാം. y ഓഫ് 2 ഈക്വൽ ടു 1 എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് 1 ഈക്വൽ ടു ഇ പവർ 1 ഈക്വൽ ടു എന്ത് വേണം? ഇ പവർ മൈനസ് y of 1 equal to the question y of 2, I'm sorry, y of 2 equal to 1 ആണ് പറയുന്നത്. That is 1 equal to e power minus alpha x. The solution was yes. ഇതിനകത്താണ് ഇപ്പൊ നോക്ക്. ഇവിടെ വെച്ച് പറഞ്ഞാല് y equal to e power minus alpha x ല് നിങ്ങളുടെ ഓപ്ഷൻ സി പറയുന്നത് there is no alpha such that y of 2 equal to 1 ആണ്. So 1 equal to e power minus 2 alpha. 1 equal to e power minus 2 alpha will be satisfied. നമുക്ക് ഇതൊന്ന് സോൾവ് ചെയ്ത് നോക്കാം. But we get is 0 equal to what you get is minus 2 alpha. Applying logarithm. So alpha equal to 0. So alpha equal to 0 ല് 1 equal to e power minus 2 alpha is true for alpha equal to 0. അവിടെ പറയുന്ന ഓപ്ഷൻ എന്താ? There is no alpha such that y of 2. That is also true. Sorry, wrong. There is no alpha such that y of 2 equal to 1 എന്ന് പറയുന്നത് തെറ്റാണ്. കാരണം നമുക്കിവിടെ y of 2 equal to 1 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ 1 equal to e power minus 2 alpha യിൽ നിന്ന് 0 equal to minus 2 alpha, alpha equal to 0 എന്ന് പറയുന്ന ബെസ്റ്റ് സൊല്യൂഷൻ കിട്ടുന്നു. സോ അവർ പറയുന്ന ഈ ഓപ്ഷനും തെറ്റാണ്. പിന്നെ പറയുന്നത് there is a unique alpha such that y of 1 equal to 2. y of 1 equal to 2. അത് നമുക്ക് നോക്കാം. What is y of 1 equal to 2? നോക്കാം. y of 1 equal to 2. y of 1 equal to 2. That means 2 equal to e power minus alpha. So what is ln2? ln2 will be, nodi clear ചെയ്ത് എഴുതാം. Here you are given the option D is y of 1 equal to 2.
y of 1 equal to 2. That means 2 equal to e power minus alpha. എക്സിന് 1 കൊടുക്കുമ്പോൾ വൈയുടെ വാല്യൂ 2 ആയിട്ട് എടുക്കാൻ പറ്റുമോ എന്നാണ്. അങ്ങനെ വന്നാൽ 2 equal to e power minus alpha എന്നാണ് വരുന്നത്. Then what you get is log 2 or ln2 will be, what you get is minus alpha. So alpha equal to minus ln2, or you can take it as log of 1 by 2. So there is an alpha, that is the value of alpha equal to log of 1 by 2, which satisfies this. But there is a unique alpha such that y of 1 equal to 2. So the option D is the correct answer. എങ്ങനെയാണ് അത് വരുന്നത്? y of 1 equal to 2 വരാനുള്ള കാരണം, when you solve, what you get is alpha equal to log of 1 by 2 is a unique value. Is alpha is unique. There is a unique value, that is alpha equal to log of 1 by 2. Minus log 2 എന്നുള്ളതിനെ log of 1 by 2 ആയിട്ട് എഴുതാം, അല്ലെങ്കിൽ minus 2 log 2 നിർത്താം. അപ്പൊ നമുക്ക് ഓപ്ഷൻ ഡി ആണ് അവിടെ ശരിയായിട്ട് വരുന്നത്. മറ്റ് 3 ഓപ്ഷൻസുകളും തെറ്റാണ്. നമ്മുടെ ജനറൽ സൊല്യൂഷൻ, പർട്ടിക്കുലർ സൊല്യൂഷൻ എന്ന് പറയുന്നത് y ഈക്വൽ ടു ഇ പവർ മൈനസ് ആൽഫ എക്സ് എന്നാണ്. ഇതിനെ അടിസ്ഥാനപ്പെടുത്തി ഫസ്റ്റ് ഓപ്ഷൻ പറയുന്നത് ദർ ഈസ് എൻ ആൽഫ സച്ച് ദാറ്റ് y ഓഫ് 1 ഈക്വൽ ടു 0 ഒരിക്കലും വരില്ല, കാരണം ഇ പവർ വാല്യൂ ഒരിക്കലും 0 വരില്ല. രണ്ടാമത് പറയുന്നത് ദർ ഈസ് എ യുണീക്ക് ആൽഫ സച്ച് ദാറ്റ് ലിമിറ്റ് എക്സ്റ്റെൻസ് ടു ഇൻഫിനിറ്റി y ഓഫ് എക്സ്. പോസിറ്റീവ് ആൽഫകൾക്കൊക്കെ അത് സാറ്റിസ്ഫൈ ചെയ്യും. ഒന്നിൽ കൂടുതൽ എത്രയോ ആൽഫകൾക്ക് അത് ശരിയാണ്. അതുകൊണ്ട് അവിടെ യുണീക്ക് ആൽഫ എന്ന് പറയുന്നത് തെറ്റാണ്. പിന്നെ നോ ആൽഫ സച്ച് ദാറ്റ് y ഓഫ് 2 ഈക്വൽ ടു 1, അതും നമ്മൾ തെറ്റായി കണ്ടു. തീർച്ചയായിട്ടും y ഓഫ് 1 ഈക്വൽ ടു 2 ആണ് ട്രൂ ആയിട്ടുള്ളത്. സോ ഓപ്ഷൻ ഡി ഇസ് ദ കറക്റ്റ് ആൻസർ. അടുത്ത ഇതുപോലെ ഉള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ പറയുന്നത് y of x be the solution of the differential equation. എന്താണ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ? The differential equation given as x y square y dash, that means dy by dx, plus y cube equal to sin x by x. ഇതാണ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ സാറ്റിസ്ഫൈങ് y of pi by 2 equal to 0. y of pi by 2 0 ആണ് തന്നിട്ടുണ്ട്. We are asked to find out y of 5 pi by 2 എത്രയാണെന്ന് കണ്ടുപിടിക്കണം. അപ്പൊ നമുക്ക് ഇതിന്റെ പർട്ടിക്കുലർ സൊല്യൂഷൻ കാണണം. ആദ്യം ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്യുക. വേരിയബിൾ സെപ്പറബിൾ വളരെ ബുദ്ധിമുട്ടാണ്, ലീനിയറിലേക്കും കൺവേർട്ട് ചെയ്യുന്ന ബുദ്ധിമുട്ടാണ്, ഹോമോജീനിയസ് അല്ല. അങ്ങനെ വരുമ്പോൾ നമുക്ക് സം ആൽജിബ്രിക് അറേഞ്ച്മെന്റിലൂടെ ഇതിനെ ഒരു ടോട്ടൽ ഡെറിവേറ്റീവ് ആയിട്ട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുമോ നോക്കുന്നു. അത് മീൻസ് ഡി ബൈ ഡി എക്സ് ഓഫ് സം ഫംഗ്ഷൻ ഓഫ് എക്സ് ആൻഡ് വൈ. അതിനു വേണ്ടി ഞാൻ പറയുന്നത് മൾട്ടിപ്ലൈങ് ബൈ 3x² കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. 3x² കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്തായിരിക്കും നമ്മൾ ഇക്വേഷൻ സംഭവിക്കുന്നത് നോക്കാം. ഇറ്റ് വിൽ ബി x³ ഇൻറ്റു 3y², അതാണ് 3x² മൾട്ടിപ്ലൈ ചെയ്തു, ഇൻറ്റു dy ബൈ dx പ്ലസ് 3x² ഈസ് ഈക്വൽ ടു 3x sin x എന്ന് ലഭിക്കും. എന്താണ് ലെഫ്റ്റ് സൈഡിൽ കാണുന്നത്? ദാറ്റ് ഈസ് ഡി ബൈ ഡി എക്സ് ഓഫ് x³ ഇൻറ്റു y³ എന്നാണ്. പ്രോഡക്റ്റ് റൂൾ ചെയ്യുമ്പോൾ x³ അവിടെ നിർത്തി, y³ ഡെറിവേറ്റീവ് 3y² ഇൻറ്റു dy ബൈ dx, പിന്നെ y³ അവിടെ നിർത്തി, x³ ഡെറിവേറ്റീവ് 3x². അതുകൊണ്ട് ലെഫ്റ്റിൽ കാണുന്ന എക്സ്പ്രഷനെ നമുക്ക് ഡി ബൈ ഡി എക്സ് ഓഫ് x³ ഇൻറ്റു y³ എന്ന് എഴുതാം, ഈസ് ഈക്വൽ ടു 3x sin x ആണ്. അപ്പോൾ ഓൺ ഇന്റഗ്രേഷൻ with respect to x, what you get is this x³ y³ equal to 3 into integral x sin x dx. അതിനെ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഇന്റഗ്രേഷൻ ബൈ പാർട്സ് ആണ് ഉപയോഗിക്കുന്നത്. ഫസ്റ്റ് ഫംഗ്ഷൻ എക്സും സൈൻ എക്സ് സെക്കൻഡ് ഫംഗ്ഷനും. സോ വാട്ട് യു ഗെറ്റ് ഈസ് മൈനസ് എക്സ് കോസ് എക്സ്. സൈൻ എക്സിന്റെ ഇന്റഗ്രല് മൈനസ് കോസ് എക്സ് ആയിരുന്നു. പിന്നെ വീണ്ടും പ്ലസ് എന്ന് വരും ഇന്റഗ്രൽ കോസ് എക്സ് ഡി എക്സ്. കാരണം
മൈനസ് ഇന്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് x1 വീണ്ടും സൈൻ എക്സിന്റെ ഇന്റഗ്രൽ മൈനസ് കോസ് എക്സ്. അപ്പൊ അവിടെ മൈനസ് ഇന്റഗ്രൽ മൈനസ് കോസ് എക്സ് ഡി എക്സ്. ദാറ്റ് ഈസ് വൈ പ്ലസ് ഇന്റഗ്രൽ കോസ് എക്സ് ഡി എക്സ്. സോ വാട്ട് യു ഗെറ്റ് ഈസ് ദിസ് x cube y cube equal to x cube y cube is equal to, when you remove the bracket, minus 3x cos x. Second part നോക്കാം, ഇന്റഗ്രൽ കോസ് എക്സ് എന്ന് പറഞ്ഞാൽ വീണ്ടും സൈൻ എക്സ് ആണ് വരുന്നത്. സോ പ്ലസ് 3 sin x but an arbitrary constant to be added. That is what is plus c. That is the general solution. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് ഒരു ഇനീഷ്യൽ വാല്യൂ ആയിട്ട് ഇതിനെ പറഞ്ഞിട്ടുണ്ട്. എന്താണ് ഇനീഷ്യൽ വാല്യൂ? എങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് നോക്കാം. y of pi by 2 equal to 0 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. y of pi by 2. സോ നമ്മൾ ഇതിനകത്ത് y of pi by 2 equal to 0 means put x equal to pi by 2, y equal to 0. So left side is 0 is equal to, put x equal to pi by 2 means first part is 0. Put x equal to pi by 2 means second part is 3 sin pi by 2 1 and plus c. So that gives the value of c as, the particular value is negative 3. So your solution is, particular solution x cube y cube is equal to negative 3x cos x plus 3 sin x minus 3. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മൾ ഡിഫറൻഷ്യൽ ഇക്വേഷൻ പ്രത്യേക കാറ്റഗറിയിൽ അല്ലെങ്കിൽ നമുക്ക് ചില മൾട്ടിപ്ലിക്കേഷൻ ഓർ ഡിവിഷൻ കൊണ്ട് നമുക്ക് ഒരു സൈഡിനെ ഡി ബൈ ഡി എക്സ് ഓഫ് ടോട്ടൽ എക്സ്പ്രഷനായി കാണിക്കാൻ പറ്റുമോ എന്ന് നോക്കുകയാണ്. അത് നോക്കുമ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത് 3x കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡിനെ നമുക്ക് എന്തായിട്ട് കാണാം, ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് ക്യൂബ് വൈ ക്യൂബ് ഈസ് എൻ എക്സ്പ്രഷൻ. സോ രണ്ട് സൈഡിലും ഇന്റഗ്രേറ്റ് ചെയ്യുന്ന സമയത്ത് ഇന്റഗ്രൽ ഓഫ് ഡി ബൈ ഡി എക്സ് വിൽ ബി ക്യാൻസൽ. അതുകൊണ്ടാണ് അത് എക്സ് ക്യൂബ് വൈ ക്യൂബ് ആയി. റൈറ്റ് സൈഡിൽ ഇന്റഗ്രേഷൻ ബൈ പാർട്സ് ക്യാൻസൽ ചെയ്താൽ you get an arbitrary solution as x cube y cube equal to minus 3x cos x plus 3 sin x plus c. But it is given as an initial value problem. എന്ന് വെച്ചാൽ തന്നിരിക്കുന്നത് y of pi by 2 equal to 0. അതായത് x ന് pi by 2 കൊടുക്കുമ്പോൾ you can take y equal to 0. അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ x ന് pi by 2 y ക്ക് 0 കൊടുക്കുമ്പോൾ 0. റൈറ്റ് സൈഡിൽ x ന് pi by 2 കൊടുക്കുമ്പോൾ ഫസ്റ്റ് പാർട്ട് കോസ് ഉള്ള കാരണത്താൽ 0. സെക്കൻഡ് പാർട്ടിൽ എക്സിന് പൈ ബൈ 2 കൊടുത്ത സൈൻ പൈ ബൈ 2 ഇറ്റ് ഈസ് 1. സോ ഇറ്റ് ഈസ് 3 പ്ലസ് സി. അതിനകത്തുനിന്ന് സി മൈനസ് 3 വരുന്നു. വീണ്ടും നമ്മൾ ആ ഇക്വേഷനിൽ കൊടുക്കുന്നു. വി ഗെറ്റ് ദ പർട്ടിക്കുലർ സൊല്യൂഷൻ. ദെൻ യു ആർ ആസ്ക്ഡ് ടു ഫൈൻഡ് ഔട്ട് വാട്ട് ഈസ് y ഓഫ് 5 പൈ ബൈ 2. 5 പൈ ബൈ 2 എന്ന് വെച്ചാൽ യു പുട്ട് എക്സ് ഈക്വൽ ടു 5 പൈ ബൈ 2 ആൻഡ് ഓൺ സിംപ്ലിഫിക്കേഷൻ വാട്ട് വിൽ ബി y. സോ നമുക്ക് ഇങ്ങനെ എഴുതാം, 5 പൈ ബൈ 2 ഹോൾ ക്യൂബ് into y cube is equal to, the right side you know cos 5 pi by 2 will be 0, so it is 0 plus 3 sin 5 pi by 2, that is 3, again minus 3, 3 into 1, 3 sin 5 pi by 2 is 1, so it is 3 minus 3 again 0. What you get is y cube equal to 0 by 5 pi by 2 the whole cube, nothing but 0. You are getting y of 5 pi by 2 as 0. That is the answer. So yes, the answer is option C. You are getting y of 5 pi by 2 is 0. Answer is given as 0. Next question. അടുത്ത ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് യുവും വിയും തമ്മിൽ കണക്ട് ചെയ്തെടുക്കണം. യു ഈസ് ഗിവൻ ആസ് എ ഫംഗ്ഷൻ ഓഫ് എക്സ് ആസ് എക്സ് ക്യൂബ്. യു എന്തായിട്ട് തന്നിരിക്കുന്നത്? എക്സിന്റെ ഫംഗ്ഷൻ എക്സ് ക്യൂബ്. വി വൈയുടെ ഫംഗ്ഷനായ വൈ സ്ക്വയർ തന്നിരിക്കുന്നു. എങ്കിൽ ഈ കണ്ടീഷൻ, ഈ ഫംഗ്ഷണൽ സ്ട്രക്ചർ ട്രാൻസ്ഫോം ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ, ഈ ഡിഫറൻഷ്യൽ ഇക്വേഷനെ 0 ആക്കി ട്രാൻസ്ഫർ ചെയ്യുന്നു ടു ഡി വി ബൈ ഈ ഡിഫറൻഷ്യൽ ഇക്വേഷനെ ഡി വി ബൈ ഡി യുയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. എന്തായിട്ട്? ഡി വി ബൈ ഡി യു ഈക്വൽ ടു ആൽഫ യു ബൈ 2 മൈനസ്. അപ്പൊ നമുക്ക് നോക്കാം എന്തൊക്കെയാ തന്നിരിക്കുന്നത്. യു എക്സ് ക്യൂബ് ആണ്, വി ഈക്വൽ ടു വൈ സ്ക്വയർ തന്നിട്ടുണ്ട്. ആൻഡ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ DE എന്താണ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ? 3x പവർ 5
dx 3x power y dx minus y into y square minus x cube all into dy equal to 0. ഇതാണ് dv. ഓർ ഇതിനകത്തുനിന്ന് നമുക്ക് dy by dx എങ്ങനെ എഴുതാം? dy by dx can be written as 3x power, അതായത് റൈറ്റിലേക്ക് എടുക്കുന്നു, റൈറ്റിലേക്ക് എടുത്തിട്ട് dx റൈറ്റിലേക്ക് ഡിവൈഡ് ചെയ്യുന്നു, y into y square minus x cube ലെഫ്റ്റിലേക്ക് ഡിവൈഡ് ചെയ്താൽ what we get is y into y square minus x cube. This is actual dy by dx. എന്നാൽ ഈ dy by dxനെ, ഈ പറയുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷനെ, ഈ സിറ്റുവേഷൻ എങ്ങനെ ട്രാൻസ്ഫർ ചെയ്യുന്നു? dv by du is given as alpha u or alpha u divided by 2 into u minus v ആയിട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നു. സോ വാട്ട് ഷുഡ് ബി ആൽഫ? എന്തായിരിക്കണം ആൽഫയുടെ വാല്യൂ? അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം. നമ്പർ 2ലെ dv by du ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. What is dv by du? You can have dv by dy is what? 2y, and du by dx is what? 3x square. അങ്ങനെയാണെങ്കിൽ on division dv by dy divided by du by dx will give 3x square. Sorry, the numerator should be 2y. Numerator dv by dy ആണ് 2y by 3x square. But you see from here you can have it is dv by du into dx by dy is what? 2y by 3x square. അപ്പോൾ ഇതിനകത്ത് നിന്ന് നമുക്ക് dv by ഇതിനകത്ത് നമുക്ക് dv by du can be written as 2y by 3x square into dy by dx. That's the main point. ഇതാണ് ആക്ച്വൽ dv by du വരിക. എന്താണ്? We should have dv by du as 2y by 3x square into dy by dx. You know dy by dx? ഈ dy by dx നമ്പർ 1 പ്രകാരം dy by dx അറിയാം. അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് dv by duവിനെ ഇൻഡിപെൻഡന്റ് ഓഫ് എക്സ് ആൻഡ് വൈ ആയിട്ട് എഴുതുന്നു, ആൽഫയിലും യുവിലും വിയിലും. അതെങ്ങനെയാണ് നോക്കാം. അപ്പോൾ ഒന്നുകൂടി നമുക്ക് നോക്കിയാൽ what we get is this dv by du നമുക്ക് കിട്ടിയിരിക്കുന്നത് നോക്കൂ 2y by 3x square into dy by dx. പക്ഷെ dy by dx നേരത്തെ അറിയാം നമുക്ക്, and that can be written as 2y by 3x square into what was dy by dx? 3x power 5 divided by it is y into y square minus x cube. ഇതാണ് വരുന്നത്. അപ്പൊ ഇതിനകത്ത് 3 കട്ടാവുന്നു, എക്സ് സ്ക്വയർ ന്യൂമറേറ്ററിലേക്ക് കട്ടാവുന്നു. what we get is only y is cancelled. So നിങ്ങൾക്കത് after cancellation what we get is this 2x cube is in the numerator, y is cancelled, denominator is like y square minus x cube. ഇതിനകത്ത് നമുക്ക് യുവിനെയും വിനെയും ഇൻസേർട്ട് ചെയ്യാം. എങ്ങനെയാ? യു എന്ന് പറഞ്ഞാൽ എക്സ് ക്യൂബ് ആണ്. സോ ദിസ് ഈസ് 2u. ഡിനോമിനേറ്ററിൽ വി എന്ന് പറഞ്ഞാൽ വൈ സ്ക്വയർ, എക്സ് ക്യൂബ് എന്ന് പറഞ്ഞാൽ യു. സോ ഇറ്റ് ഈസ് വൈ സ്ക്വയർ മൈനസ് എക്സ് ക്യൂബ് മീൻസ് വി മൈനസ് യു. പക്ഷെ നിങ്ങൾക്ക് തന്നിരിക്കുന്ന 2 യു മൈനസ് വിയിലാണ്. ദാറ്റ്സ് വൈ യു ക്യാൻ ഹാവ് dv by du ആ പാറ്റേണിൽ വരാൻ വേണ്ടി -2u by u minus v. But it is given as dv by du is what? Alpha u by
2 into u minus v. Therefore, alpha u by 2 into u minus v is equal to what we obtained is minus 2u by u minus v. That gives you alpha. U by u minus v is cancelled. Alpha equal to minus 4. That is the value. അപ്പൊ എങ്ങനെയൊക്കെയാ ഒന്നുകൂടി നമുക്കൊന്ന് മനസ്സിലാക്കിയാൽ യുവും വിയും എക്സിലും വൈയിലും തന്നിരിക്കുന്നു. കൂടെ dy by dx എന്ന് പറയുന്ന ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ആ ഡിഫറൻഷ്യൽ ഇക്വേഷൻ dx ഉം dy സെപ്പറേറ്റ് ആയിട്ടാണ് തന്നിരിക്കുന്നത്. അതിൽ നിന്ന് നമ്മൾ dy by dx കണ്ടെത്തി. എന്താണ് dy by dx? 3x raised to 5 by y into y square minus x cube. ഇനി അവർ പറഞ്ഞിരിക്കുന്നത് ഈ u എന്ന എക്സ് ക്യൂബും വി എന്ന വൈ സ്ക്വയറും ഈ ഡിഫറൻഷ്യൽ ഇക്വേഷനെ എന്താക്കി മാറ്റുന്നു? നമ്പർ 2 എന്ന് പറയുന്ന ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷനിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു. ഈ സിറ്റുവേഷൻ ഒന്നുകൂടി പറയാം. യു ഈക്വൽ ടു എക്സ് ക്യൂബ്, വി ഈക്വൽ ടു വൈ സ്ക്വയർ എന്ന് പറയുന്ന സിറ്റുവേഷൻ ഈ നമ്പർ 1 എന്ന് എഴുതിയിട്ടുള്ള ഡിഫറൻഷ്യൽ ഇക്വേഷനെ, അത് ഞാൻ അവർ തന്ന ഇക്വേഷൻ എഴുതിയതാണ്, ഏത് രീതിയിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു? നമ്പർ 2 എന്ന് പറയുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആയിട്ട് കൺവേർട്ട് ചെയ്യുമെങ്കിൽ എത്രയായിരിക്കണം ആൽഫയുടെ സ്ഥാനത്തുള്ള നമ്പർ? ഇതാണ് ക്വസ്റ്റ്യൻ. യു ഈക്വൽ ടു എക്സ് ക്യൂബ്, വി ഈക്വൽ ടു വൈ സ്ക്വയർ എന്ന് പറയുന്ന സിറ്റുവേഷൻ നമ്പർ 1 എന്ന് പറയുന്ന ഈ ഡിഫറൻഷ്യൽ ഇക്വേഷനെ നമ്പർ 2 എന്ന് പറയുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷനിലാക്കി ട്രാൻസ്ഫർ ചെയ്യുകയാണെങ്കിൽ, അതിലേക്ക് മാറ്റുന്നെങ്കിൽ, ട്രാൻസ്ഫോം ചെയ്യുകയാണെങ്കിൽ എത്രയായിരിക്കണം ആൽഫയുടെ? അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? ഈ ഡി വി ബൈ ഡി യു നമുക്കറിയുന്ന പോലെ കണ്ടുപിടിക്കണം. നമുക്കറിയുന്ന പോലെ കണ്ടുപിടിച്ചപ്പോൾ നമുക്ക് കിട്ടിയത് ഡി വി ബൈ ഡി യു എന്ന് പറയുന്നത് ഇതാണ്. എങ്ങനെയാണ് ഡി വി ബൈ ഡി യു നമുക്കറിയുന്ന പോലെ കണ്ടെത്തിയത്? ഡി വി ബൈ ഡി യു ഡയറക്റ്റ് ആയിട്ട് കിട്ടണമെങ്കിൽ ഡി വി ബൈ ഡി വൈയെ ഡി യു ബൈ ഡി എക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ലഭിക്കുന്നത് ഡി വി ബൈ ഡി യു ഇൻറ്റു ഡി എക്സ് ബൈ ഡി വൈ എന്നാണ്. അതിന് ആൻസർ ഉണ്ടെങ്കിൽ അതിന്ന് ഡി യു ബൈ ഡി വി ബൈ ഡി വൈ ഈക്വൽ ടു നമുക്ക് ഡി എക്സ് ബൈ ഡി വൈനെ റൈറ്റിലേക്ക് ഡിവൈഡ് ചെയ്യുമ്പോൾ ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് ആയിട്ട് മാറും. അത് നമുക്കറിയാം, ഡി വൈ ബൈ ഡി എക്സ് തന്നിട്ടുണ്ട്. അങ്ങനെയാണ് നമ്മൾ ഡി വി ബൈ ഡി യുവിന് നമുക്ക് കിട്ടുന്ന 2u ബൈ വി മൈനസ് യു കിട്ടി. അതായത് എക്സിനെ വൈനെ എലിമിനേറ്റ് ചെയ്തു, അപ്പോൾ യുവിലും വിയിലും കിട്ടി. ബൈ യൂഷ്വൽ കാൽക്കുലേഷൻ ഡി വി ബൈ ഡി യു എങ്ങനെ കിട്ടി? നമുക്ക് 2u ബൈ വി മൈനസ് യു ആയിട്ട് കിട്ടി. പക്ഷെ അവര് പറയുന്നത് എന്താ? ഡി വി ബൈ ഡി യു മൈനസ് 2u ബൈ യു മൈനസ് വി എന്നാണ്. അപ്പൊ നമുക്ക് കിട്ടിയ അവര് പറയുന്നത് ആൽഫ യു ബൈ യു മൈനസ് വി ആയിരിക്കണം. അപ്പൊ ഡി വി ബൈ ഡി യു നമുക്ക് കിട്ടിയത് കുറച്ചുകൂടി ആ പാറ്റേണിലേക്ക് മാറ്റാൻ വേണ്ടി മൈനസ് 2u ബൈ യു മൈനസ് വി എന്ന് എഴുതി. ഈ മൈനസ് 2u ബൈ യു മൈനസ് വി ആണ് അവർ സജസ്റ്റ് ചെയ്യുന്ന ആൽഫ യു ബൈ 2 ഇൻറ്റു യു മൈനസ് വി എങ്കിൽ ആൽഫയുടെ റോൾ ആരായിരിക്കണം? യു ബൈ യു മൈനസ് വി ക്യാൻസൽ ചെയ്താൽ ആൽഫ ഈക്വൽ ടു ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ what you get is -4. ആൽഫ ഈക്വൽ ടു -4 is the answer. സിറ്റുവേഷൻ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അടുത്തൊരു പ്രോബ്ലത്തിലേക്ക് കിടക്കണം. ഈ പ്രോബ്ലം പെർമ്യൂട്ടേഷൻ കോമ്പിനേഷൻ എന്ന് പറയുന്ന ഭാഗത്തുനിന്ന് വന്നതാണ്. നിങ്ങൾക്ക് വായിക്കുമ്പോൾ മനസ്സിലാവും. എന്താണ് ഇവിടുത്തെ പ്രശ്നം? സിലബസ് എന്ന് പറയുന്ന ഒരു വാക്ക് നോക്കാം. സിലബസ് SYLLABUS ഇതാണ് വാക്ക്. SY സ്പെല്ലിംഗ് തെറ്റിക്കഴിഞ്ഞാൽ നമുക്ക് പ്രശ്നമായി. സിലബസ് SYLLABUS. അവർ പറയുന്ന സിറ്റുവേഷൻ ഒന്ന് വായിച്ചു. ഇതിനകത്ത് 1 2 3 4 5 6 7 8 ലെറ്റേഴ്സ് ഉണ്ട് സിലബസിൽ. പക്ഷേ ഈ സിലബസിൽ നിന്ന് നമ്മൾ 4 ലെറ്റർ ഉപയോഗിച്ച് ഉണ്ടാക്കുന്ന വാക്കുകളുടെ എണ്ണം. പക്ഷെ ആ വാക്കുകൾക്ക് എന്ത് വേണമെന്നില്ല, അർത്ഥം വരണമെന്നില്ല. ഈവൻ അത് പ്രൊനൗൺസ് ചെയ്യാൻ പോലും നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും. ഡിസോർഡറിലായിട്ട് എഴുതി കഴിഞ്ഞാൽ ഇംഗ്ലീഷ് ഭാഷയിൽ നിന്ന് തന്നെ മാറും വാക്കുകൾ. പക്ഷെ അതല്ലല്ലോ ഇവിടെ. ഇവിടെ നമുക്ക് എത്രത്തോളം വ്യത്യസ്തമായ വേർഡ്സുകൾ വിത്ത് മീനിങ് ഓർ വിത്തൗട്ട് മീനിങ് ഡെവലപ്പ് ചെയ്യാം ഈ 8 ലെറ്റേഴ്സിൽ നിന്ന്, ടേക്കിംഗ് 4 അറ്റ് എ ടൈം. പക്ഷേ അവിടെ വീണ്ടും കണ്ടീഷൻ, അറ്റ് എ ടൈം ഫ്രം ദ ലെറ്റേഴ്സ് ഓഫ് ദ വേർഡ് സിലബസ്. 4 ലെറ്റർ ഉപയോഗിച്ച് എത്ര വ്യത്യസ്ത വേർഡ്സുകൾ ഉണ്ടാക്കാം എന്ന് വെച്ചാൽ 4 എണ്ണം സെലക്ട് ചെയ്യുന്നു, അതിനുശേഷം അത് അറേഞ്ച് ചെയ്യുന്നു. അത് മതി. 4 എണ്ണം സെലക്ട് ചെയ്യുന്നു, കോമ്പിനേഷനിലൂടെ സെലക്ട് ചെയ്യുന്നു, ദെൻ അറേഞ്ച് ചെയ്യുന്നു.
പക്ഷേ വീണ്ടും അവർ കൊടുത്തിരിക്കുന്ന കണ്ടീഷൻ എന്താ ചോദിച്ചാൽ, ഇങ്ങനെ നിങ്ങൾ എടുക്കുന്ന ഈ 4 എണ്ണത്തിൽ സച്ച് ദാറ്റ് 2 ലെറ്റർ എപ്പോഴും ഡിസ്റ്റിങ്ക്റ്റും 2 ലെറ്റർ എപ്പോഴും സെയിം ആയിട്ടുള്ള കോമ്പിനേഷൻ വെച്ചാണ് അറേഞ്ച് ചെയ്യേണ്ടത്. 2 ലെറ്റർ എപ്പോഴും സെയിമും 2 ലെറ്റർ എപ്പോഴും ഡിസ്റ്റിങ്ക്റ്റുമായ 4 ലെറ്റേഴ്സിന്റെ കോമ്പിനേഷനിൽ നിന്ന് പിന്നെ അറേഞ്ച് ചെയ്യണം. അപ്പൊ നോക്കാം നമുക്ക്. ഇതിനകത്ത് 2 എസ്സുകളുണ്ട്. ആ 2 എക്സുകളെ ഞാനിവിടെ വെച്ചു. പിന്നെ ഞാൻ ബാക്കി വരുന്ന 6 ലെറ്റേഴ്സിൽ ഒരു LA ഉപയോഗിക്കുന്നുള്ളൂ. LABUS 1 2 3 4 5. ഈ SS 1 വേയിലും സെലക്ട് ചെയ്യാം. ഇതിനകത്തുനിന്ന് 5C2 വേസിലും 2 ലെറ്റർ ഡിസ്റ്റിങ് ലെറ്റർ സെലക്ട് ചെയ്യാം. ഇത് ഞാൻ എന്തിനാ കണ്ടത്? ഡിസ്റ്റിങ്ക്റ്റ്. ഇതെങ്ങനെയാ വരുന്നത്? സെയിം. അത് SS സെയിം ആയതുകൊണ്ട്. ഇനി ഇതെങ്ങനെ ചെയ്യാം? 1 × 5C2 വേസിൽ സെലക്ട് ചെയ്യാം. അതിനുശേഷം അത് അറേഞ്ച് ചെയ്യുന്നു 4 ഫാക്ടോറിയൽ. പക്ഷെ അതിനകത്ത് ആളിന്റെ 2 S ഉണ്ട്. 2 ഫാക്ടോറിയൽ. ദാറ്റ് ഈസ് 5C2, 5 × 4 by 1 × 2, 4 factorial by 12. What you get is 120. ഇവിടെ 2 same yes and 2 distinct. ഇതാണ് കേസ്. ഇതുപോലെ തന്നെ നമുക്ക് അവിടെ എന്തുണ്ട്? 2 L ഉണ്ട്. L സെയിം ആയിട്ട് എടുക്കാം. പിന്നെ നമുക്ക് ബാക്കി എത്ര ഉണ്ട്? 2 L പോന്നു കഴിഞ്ഞാൽ ബാക്കി നമുക്ക് Y A B U 1 2 3 4 5. ഇതിനകത്തുന്നത് 1 × 5C2 × 4 factorial by 2 factorial. That is also 120. മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സിലബസിനകത്ത് 2 എസ്സുകളും 2 എല്ലുകളും ഉണ്ട്. അപ്പൊ 2 എണ്ണം സെയിമും 2 എണ്ണം ഡിസ്റ്റിങ്ക്റ്റുമായിട്ട് എത്ര വ്യത്യസ്ത രീതിയിൽ വാക്കുകൾ ഉണ്ടാക്കാം. ആദ്യം ഞാൻ 2 സെയിമിന് വേണ്ടി 2 എസ്സുകൾ എടുത്തു. ദാറ്റ് ക്യാൻ ബി സെലക്ടഡ് ഇൻ 1 വേ. പിന്നീടുള്ള LABUS എഴുതാൻ പാടുള്ളൂ. വീണ്ടും അതിൽ L എഴുതി കഴിഞ്ഞാൽ നമ്മൾ ഈ 2 എണ്ണം സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് ചിലപ്പോൾ എന്ത് വരാനുള്ള സാധ്യത ഉണ്ട്? 2 L അവിടെ നിന്നും വന്നു കഴിഞ്ഞാൽ കേസ് വ്യത്യസ്തമായി. 2 സെയിം വീണ്ടും 2 സെയിം ആയി മാറും. അത് വരരുത്. അതുകൊണ്ടാണ് ഞാൻ 2 ഡിസ്റ്റിങ്ക്റ്റ് സെലക്ട് ചെയ്യാൻ വേണ്ടി, ശ്രദ്ധിക്കുക, 2 ഡിസ്റ്റിങ്ക്റ്റ് സെലക്ട് ചെയ്യാൻ വേണ്ടി ഞാൻ പർപ്പസ്ഫുള്ളി ഒരു എല്ലിനെ മാറ്റി നിർത്തും. കരുതിക്കുട്ടി ഒരു എല്ലിനെ മാറ്റി നിർത്തിയിട്ട് LABUS എന്ന് 2 ഡിസ്റ്റിങ്ക്റ്റ് 5C2 വേസിലെടുക്കും. SS എന്ന് പറയുന്നത് 1 വേ തന്നെ സെലക്ട് ചെയ്യുന്നു. അങ്ങനെ സെലക്ഷൻ കഴിഞ്ഞു 5C2 വേസിൽ. ഇനി അതിനെ, അപ്പൊ നമ്മുടെ കയ്യിൽ 4 ലെറ്റർ വന്നു കഴിഞ്ഞു. പക്ഷെ അതിനകത്ത് 2 S ഉണ്ട്. ആ 4 ലെറ്റേഴ്സുകളെ എങ്ങനെ അറേഞ്ച് ചെയ്യാം? കണ്ടെയ്നിങ് 2 of them are same. അതുകൊണ്ട് അത് 4 factorial by 2 factorial base. Its answer is 120. അപ്പൊ 2 എസ്സുകൾ സെയിമും 2 ഡിസ്റ്റിങ്ക്റ്റുമായി ചെയ്യാവുന്ന വാക്കുകളുടെ എണ്ണം 120. ഇനി ഇതുപോലെ തന്നെ നമുക്ക് 2 എല്ലുകളും 2 ഡിഫറെന്റ് ലെറ്റേഴ്സുകളുമായിട്ട് അറേഞ്ച് ചെയ്യാവുന്നതും 120 ആണ്. ഇങ്ങനെ 2 സിറ്റുവേഷനിലൂടെ നമുക്ക് മാക്സിമം വേർഡ്സുകൾ ക്രിയേറ്റ് ചെയ്യാം. ഓരോന്നും 120 വേസിൽ. എങ്കിൽ ടോട്ടൽ എത്രയായിരിക്കും എന്ന് നോക്കാം. ടോട്ടൽ ലെറ്റേഴ്സ് വിൽ ബി 240. 240 is the answer. എങ്ങനെ സംഭവിക്കുന്നു 240? SS എന്ന് പറയുന്ന സെയിം ലെറ്റർ, പിന്നെ ബാക്കി 2 വ്യത്യസ്ത ലെറ്റർ കൂടി 120. മറ്റൊരവസരത്തിൽ LL എന്ന് പറയുന്ന 2 സെയിം ലെറ്ററും മറ്റ് 2 ലെറ്റർ വെച്ചുകൊണ്ടുള്ള മാക്സിമം ഇതേപോലെ തന്നെ 120. 2 കൂടി ആഡ് ചെയ്യുമ്പോൾ യു ഗെറ്റ് 240 ലെറ്റേഴ്സ്. അതാണ് ഈ പ്രോബ്ലത്തിന്റെ ആൻസർ. മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം.
എന്താ പറയുന്നത്? ദ മീൻ ഓഫ് 10 നമ്പേഴ്സ്. എങ്ങനെയാ 10 നമ്പേഴ്സ് വരുന്നത് നിങ്ങൾക്ക് നോക്കാം. 6 into 8 ഇതൊരു നമ്പർ. 9 into 10. 9 into 10. 12 into 12. 12 into 12. No. Yeah, 12 into 12. Then 15 into 14. ഇങ്ങനെ 10 letters. So, നമുക്ക് ഈ സം എങ്ങനെ കണ്ടുപിടിക്കാം? I take the general term. ഇതിന്റെ ജനറൽ ടേമിനെ ഞാൻ an into bn ആയിട്ട് എഴുതുന്നു. Then what is an? See, first letters are coming like 6, 9, 12. It's an AP. That is why its nth term will be 6 plus n minus 1 into 3. The second is 8 plus n minus 1 into its common difference is 2. So what I am getting, it is 6 plus 3n minus 3. That is 3 plus 3n. And the second one is 6 plus 2n. വീണ്ടും ആ പ്രോഡക്റ്റിന്റെ ജനറൽ പാറ്റേൺ നമുക്ക് we can write it as like എങ്ങനെ കൊടുക്കാം? That will be, I'm taking 3 from here, 2 from here. So what you get is 6 into 1 plus n into 3 plus n. That is on removal. What we get is 6 into 3 plus 4n plus n square. This is the general product. ഇനി ഇങ്ങനത്തുള്ള പ്രോഡക്റ്റ് എത്ര ടൈംസ്? So what we get is this. We can take it as our an into bn is 6 into 3 plus 4n plus n square. അപ്പൊ ഈ സീക്വൻസിൽ വരുന്ന ജനറൽ ടേമിന്റെ ഫോമാണ് 6 into 3 plus 4n plus n square. ഇനി ഇങ്ങനെയുള്ള an bnകളുടെ സമ്മാണ്. അപ്പോ am എന്ന് പറഞ്ഞാൽ ഇത് 10 ടേംസ് ആണ്. സം ഓഫ് an bn ബ്രാക്കറ്റിൽ n equal to 1, 2, 3 etc. 10 all divided by 10 terms. That is why sum of a and bn inside the bracket n is to be considered as 1, 2, 3 to etc. 10 by 10. That is what is 6 into summation n equal to 1 to 10 of 3 plus 4n plus n square, the whole divided by 10. And what will be the sum of the first n terms here, like equal to 6 by 10 into inside the bracket. When you add 3 10 times, summation 3 means 1 to 10 means 3 into 10 plus 4 into summation n from 1 to 10. That is nothing but 10 by 2 into first term plus last term plus summation of n square from, summation n square is what? N into n plus 1. That is why 10 into 11 into 2n plus 1. Summation of n square, you know, n into n plus 1 into 2n plus 1 all divided by 6. അതിനകത്ത് n ന് 10 കൊടുക്കണം. So what you get is 10 into 11 plus 21 all divided by, that is the last part, 6
6. And on simplification, it will be, this will like 6 into, inside the bracket, what you get is 635 by 10. It is 63.5 into 6. That will be 63.5. 63.5 into 6. That will be 381. Yes. 381 is the answer. Yeah, 381. The spin of 10. ഒന്നുകൂടി നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇങ്ങനെയുള്ള ടേംസുകൾ 10 എണ്ണത്തിന്റെ മീനാണ് ചോദിച്ചത്. ഇതിന്റെ ജനറൽ ടേമിനെ ഞാൻ സിംപ്ലിഫൈ ചെയ്തപ്പോൾ 6 into 3 plus 4n plus n square. ഇനി ഇതിന്റെ സമ്മേഷൻ നടത്തിയാൽ മതി. ഏത് മുതൽ ഏത് വരെ? 1 to 10 വരെ ഉള്ള സമ്മേഷൻ ആണ് നടത്തേണ്ടത്. സമ്മേഷൻ നടത്തുമ്പോൾ 4n 4 into sigma n, sum of the first unnatural number from 1 to 10 ചെയ്താൽ കിട്ടുന്ന ആൻസർ. സം ഓഫ് ദി സ്ക്വയേഴ്സ് ഓഫ് ഫസ്റ്റ് അൺനാച്ചുറൽ നമ്പർ ഫ്രം 1 to 10 ചെയ്താൽ കിട്ടുന്ന ആൻസർ. എന്നിൽ എഴുതുന്നു, എന്നിന് പകരം 10 കൊടുക്കുന്നു. n into n plus 1 divided by 2, sum of the first n natural number. അപ്പൊ സം ഓഫ് ദ ഫസ്റ്റ് 10 natural number, എന്നിന് പകരം 10 കൊടുക്കുന്നു. ലാസ്റ്റ് പാർട്ട് സമ്മേഷൻ നടത്തുമ്പോൾ സമ്മേഷൻ n സ്ക്വയർ എന്ന് പറയുമ്പോൾ സം ഓഫ് ദ സ്ക്വയേഴ്സ് ഓഫ് ഫസ്റ്റ് നാച്ചുറൽ നമ്പർ n into n plus 1 into 2n plus 1 all divided by 6. ആ n into n plus 1 into 2n plus 1 by 6 എന്നിന് പകരം 10 കൊടുത്താൽ 10 into 11 into 21 by 6. ന്യൂമറിക്കൽ സിംപ്ലിഫിക്കേഷൻ പ്രകാരം നിങ്ങൾക്ക് ആവറേജ് കിട്ടാൻ വേണ്ടിയാണ് 10 കൊണ്ട് ഡിവൈഡ് ചെയ്ത്. യു വിൽ ഗെറ്റ് 381. 381 is the option. ന്യൂമറിക്കൽ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ ഓരോ ടേമിന്റെയും സമ്മ്. അപ്പൊ ഇതൊരു ജനറൽ എക്സ്പ്രഷൻ ആക്കി മാറ്റാൻ വേണ്ടിയാണ് ഞാൻ അത് ANBN ആയിട്ട് എഴുതുകയും ANBN എന്ന് പറഞ്ഞാൽ AP ഫോമിലേക്ക് കൺവേർട്ട് ചെയ്ത് എഴുതാൻ പറ്റുകയും ചെയ്യും. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നോക്കിയാൽ ഇവിടെ പറയുന്നത് ദ നമ്പർ ഓഫ് റാഷണൽ ടേംസ് ഇൻ ദ എക്സ്പാൻഷൻ ഓഫ് എന്നാണ്. അതൊരു ബൈനോമിയൽ എക്സ്പാൻഷനിൽ നിന്ന് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ആദ്യം നമുക്ക് ഈ ടേം, ഈ എക്സ്പാൻഷൻ നടത്തിയാൽ ഇതിനകത്ത് എത്ര എക്സ്പ്രഷൻസുകൾ റാഷണൽ ആയി വരുന്നതാണ്. കോയിഫിഷ്യൻസിന്റെ കാര്യത്തിൽ റാഷണൽ ഡൗട്ട്സ് വരില്ല, കാരണം എവരി NCR വാല്യൂ ഈസ് ആൻ ഇൻറ്റീജർ. അതുകൊണ്ട് നമുക്ക് ഇതിന്റെ ജനറൽ ടേം ഒന്ന് പരിശോധിച്ച് നോക്കാം. അപ്പൊ എക്സ്പ്രഷൻ എന്താണ് ഒന്നുകൂടി എഴുതിയാൽ ക്യൂബ് റൂട്ട് 4 പ്ലസ് 6 to the power വേണമെങ്കിൽ -1/4 എന്ന് എഴുതിയാൽ മതി. 1/4 root of 6 the whole raised to 20. അതിന്റെ ജനറൽ എക്സ്പ്രഷൻ r plus 1th ടേം, ജനറൽ ടേം NCR 20CR a raised to n minus a എന്ന് പറഞ്ഞാൽ തന്നെ 4 to the power 1/3 ആണ്. അപ്പൊ 4 to the power 1/3 the whole power 20 minus r. a raised to n minus r, b raised to r, 6 to the power minus r by 4. എന്നാൽ ഇതിൽ കൃത്യമായും ഇൻറ്റിജർ വാല്യൂ വരണമെങ്കിൽ നമ്മൾ ഇതിനെ മാക്സിമം പ്രൈം നമ്പറിന്റെ പവറിലേക്കായിട്ട് കൺവേർട്ട് ചെയ്ത് മാക്സിമം റിഡ്യൂസ് ചെയ്ത് എഴുതിയാൽ 20CR, 4നെ നമുക്ക് 2 സ്ക്വയർ എന്ന് എഴുതാം. അപ്പൊ 2 to the power 2/3 into 20 minus r into the second 6നെ നമുക്ക് 2 to the power minus r by 4 into 3 to the power minus r by 4 എന്ന് എഴുതാം. So listen, how many 2 to the power you can? 20CR 2 to the power നമ്മൾ സിംപ്ലിഫൈ ചെയ്യുമ്പം 40 minus 2r by 3, 40 minus 2r by 3 minus r by 4 into 3 to the power minus r by 4. കാരണം ഇതൊരു
റാഷണൽ ടേം ആയി വരണമെങ്കിൽ 4ന്റെ പവർ വെക്കുമ്പോഴുള്ള പവർ ഇൻഡിജർ ആവണം എന്ന് പറയാൻ വയ്യ. 4ന്റെ അതാണ് ഇവിടെ ഞാൻ അത് 2ലേക്ക് കൺവേർട്ട് ചെയ്യാനുള്ള കാരണം. എന്തുകൊണ്ടാണ് ഈ 6ന് ഇതിനെയൊക്കെ 2ലേക്ക് കൺവേർട്ട് ചെയ്തെടുത്തത് എന്ന് ചോദിച്ചാൽ 4ന്റെ പവർ റാഷണൽ ആയി വരാൻ പവർ ഈസ് ആൻ ഇൻഡിജർ എന്ന് വേണമെന്നില്ല. കാരണം 4ന്റെ പവർ ഇൻഡിജർ അല്ലാത്ത 1/2 വന്നാലും ആൻസർ റാഷണലാ വരാം, √4. അപ്പൊ അതുകൊണ്ട് കൃത്യമായിട്ടും ഇറാഷണൽ ബേസും പവറും വരുമ്പോൾ ആ പവർ ഇൻഡിജർ ആയാൽ മാത്രമേ ഈ ഇറാഷണാലിറ്റിയിൽ നിന്ന് രക്ഷപ്പെട്ട് ടേം റാഷണലായി മാറുള്ളൂ. അതിനുവേണ്ടിയാണ് ബേസ് എപ്പോഴും നമുക്ക് 2, 3 എന്ന് പറയുന്ന പ്രൈം നമ്പറിലേക്ക് കൊണ്ടുവരുന്നത്. അപ്പൊ എന്ത് വരും? 20 is equal to 20 CR. ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 160 minus 8R minus 3R. That will be പവറിൽ 160 minus 11R by 12, 3 to the power minus R by 4. അപ്പൊ നോക്കാം, 2ന്റെ പവർ എന്ന് പറയുന്ന നമ്പർ ഒരു റാഷണൽ ആവണമെങ്കിൽ the power in the exponent of the 2 should be an integer. Exponent of 2 ഒരു ഇൻഡിജർ ആണെങ്കിൽ ടേം ഒരു റാഷണൽ എന്ന് ഉറപ്പിക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ 2ന്റെ ഏതെങ്കിലും ഒരു റൂട്ടിലേക്ക് അത് കൺവേർട്ട് ചെയ്യപ്പെടും. എക്സ്പോണന്റ് ആയ നമ്പർ ഇൻഡിജർ അല്ലെങ്കിൽ, ഇൻഡിജർ അല്ലാത്തൊരു നമ്പറാണ് 2ന്റെ പവറിൽ വന്നതെങ്കിൽ ഉറപ്പായിട്ടും അതൊരു ഇറാഷണലിലേക്ക് വരും. അപ്പൊ 2ന്റെ പവറിൽ വരുന്ന നമ്പർ ഇൻഡിജർ ആയിരിക്കണം എങ്കിൽ 2 power that integer is always a rational number. അതുപോലെ രണ്ടാമത് 3യുടെ പവറിൽ ഇൻഡിജർ അല്ലാത്തൊരു നമ്പർ വന്നാൽ 3യുടെ ഏതെങ്കിലും സ്റ്റേജിലുള്ള റൂട്ട് എടുക്കേണ്ടി വരും, അതും ഇറാഷണൽ ആണ്. അപ്പൊ റാഷണൽ ആയി വരണമെങ്കിൽ തീർച്ചയായിട്ടും 2ന്റെ എക്സ്പോണന്റ് ആയ 160 minus 11R by 12 3യുടെ എക്സ്പോണന്റ് ആയ -R by, ഇത് -R by 4 ഇൻഡിജർ ആയിരിക്കണം. അപ്പൊ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ഇങ്ങനെ ഇവിടെ നിന്ന് അവകാശപ്പെടാം. എന്താണ്? TR+1 will be rational if -R by 4 is an integer and 2ന്റെ പവറിൽ ഇൻഡിജർ വരണം. 160 minus 11R by 12 is also an integer. പക്ഷെ നിങ്ങൾ R-നെ ശ്രദ്ധിച്ച് വേണം കൈകാര്യം ചെയ്യാൻ. കോമ്പിനേഷൻ റിസൾട്ടില് 20 CR എന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഒരു കാരണവശാലും R 20യേക്കാൾ കൂടുതലാവാൻ പാടില്ല. R should be പോസിറ്റീവ്. 0യോ 0യേക്കാൾ കൂടുതലോ, ശരിക്കും പറഞ്ഞാൽ 0യോ 0യേക്കാൾ കൂടുതലോ 20യോ 20യേക്കാൾ കുറവേ R വരാൻ പാടുള്ളൂ. കാരണം അതെന്താ? 20 CR എന്ന് പറയുന്ന കോമ്പിനേഷൻ റിസൾട്ട് ഉണ്ട്. NCRൽ R ഒരു കാരണവശാലും N-നേക്കാൾ കൂടുതലാവില്ല. അതൊരു കൺസെപ്റ്റ് അല്ല. തിങ്സിന്ന് N-നേക്കാൾ കൂടുതൽ ആള് സെലക്ട് ചെയ്യപ്പെടില്ല. അപ്പൊ ഈ കണ്ടീഷൻസ് ഒക്കെ ഒന്ന് നോക്കാം. അപ്പൊ -R by 4 is an integer gives R എന്തൊക്കെ തരാം? 0 വരാം, 4ന്റെ മൾട്ടിപ്പിൾസുകളൊക്കെ വരാം, R equal to 0 വരാം, 4 വരാം, 8 വരാം, 12 വരാം, 16 വരാം, 20 വരാം. അപ്പം 1, 2, 3, 4, 5, 6. ബട്ട് എന്ത് വേണം? 160 minus 11R divided by 12 is an integer ആവണമെങ്കിൽ ഇതിനകത്ത് ഏതൊക്കെ മാത്രമാണ് ഇതിന് ഇൻഡിജർ ആവുന്നത് ചോദിച്ചാൽ gives R equal to 8നും 20ക്കും മാത്രമേ അത് ഇൻഡിജർ ആവുള്ളൂ.
Therefore, both minus r by 4 and 160 minus 11r by 12 are integers if r equal to 8, 20. 8നും 20ക്കും മാത്രമേ നമുക്ക് TR+1 എന്തായി കാണാൻ പറ്റുള്ളൂ? ഇൻറ്റീജർ. 4നും 12നും 16 ഒക്കെ എടുക്കാം, പക്ഷെ അതിൽ ഒരു പാർട്ടേ ഇൻറ്റീജർ ആവുള്ളൂ. 3യുടെ പവറേ ഇൻറ്റീജർ ആവുള്ളൂ. 2വിന്റെ പവർ റാഷണൽ നമ്പർ വരും. 2വിന്റെ പവർ റാഷണൽ നമ്പർ വന്നു കഴിഞ്ഞാൽ ആ ടേം തന്നെ എന്തായി മാറും? ഇറാഷണൽ ആയി മാറും. നമുക്ക് ടേം റാഷണൽ ആയിട്ടാണ് വരേണ്ടത്. അപ്പൊ 2വിന്റെ പവറിലുള്ള നമ്പർ ഇൻറ്റീജർ ആണെങ്കിൽ മാത്രമേ നമുക്ക് ആ 2വിന്റെ പവറുള്ള ടേം റാഷണൽ എന്ന് ഉറപ്പിക്കാവൂ. അതുപോലെ തന്നെ 3യുടെയും. അതുകൊണ്ടാണ് മൈനസ് ആർ ബൈ 4ഉം 160 മൈനസ് 11r by 12ഉം ഒരേ സമയം ഇൻറ്റീജർ ആവാൻ ഹെൽപ്ഫുൾ ആയിട്ടുള്ള സാധിപ്പിക്കുന്ന ആറിന്റെ വാല്യൂസുകൾ 8ഉം 20യും മാത്രമേ ഉള്ളൂ. അപ്പൊ ഈ രണ്ട് റാഷണൽ ടേംസുകൾ മാത്രമേ ഈ എക്സ്പ്രഷനിൽ നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയുള്ളൂ. Therefore, only 2 rational terms എന്ന് വേണമെങ്കിൽ പറയാം. അതാണ് നമ്പർ ഓഫ് റാഷണൽ ടേംസ് ഇൻ ദ എക്സ്പാൻഷൻ 2 ആയിട്ട് വരാനുള്ള കാരണം. അതാണ് ജനറൽ ടേം എഴുതി മാക്സിമം 2ന്റെയും 3യുടെയും പവറിലേക്ക് റെഡ്യൂസ് ചെയ്തു. കാരണം 2വിന്റെ പവറിൽ നമുക്ക് റാഷണാലിറ്റി ഉറപ്പിക്കണമെങ്കിൽ പവർ ഇൻറ്റീജർ. 3യുടെ പവർ ആയി വരുമ്പോഴാണ് പവർ ഇൻറ്റീജർ ആണെങ്കിൽ റാഷണാലിറ്റി ഉറപ്പിക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ പവർ ഇൻറ്റീജർ അല്ലാതെ വരുന്ന നമ്പറുകൾക്കും റാഷണൽ വരാം. ഇപ്പം 16ന്റെ പവർ 1/2 വരാം, 1/4 വരാം. അതൊക്കെ നമുക്ക് എന്ത് തരും? ഇൻറ്റീജേഴ്സ് തരും. 4ഉം 2ഉം ഒക്കെ തരും. അപ്പോൾ പവർ ഇൻറ്റീജർ ആയാൽ മാത്രമേ റാഷണലാലിറ്റി ഉറപ്പിക്കാൻ പറ്റുള്ളൂ എന്നൊരു ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ ഈ 4നെയും 6നെയും 2ന്റെയും 3യുടെയും പവറിലേക്ക് റെഡ്യൂസ് ചെയ്ത് എഴുതിയത്. എങ്കിൽ നമുക്ക് കൺഫർമേഷൻ കിട്ടുന്നു. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. അടുത്ത ക്വസ്റ്റ്യൻ അപ്ലിക്കേഷൻ ഓഫ് ഇന്റഗ്രേഷൻ എന്ന് വേണമെങ്കിൽ പറയാം. രണ്ട് കർവുകൾ എൻക്ലോസ് ചെയ്യുന്ന ഏരിയയാണ്. വായിച്ചു നോക്കാം. ദ ഏരിയ എൻക്ലോസ്ഡ് ബൈ ദ കർവ്സ് y ഈക്വൽ ടു കോസ് എക്സ്. ഇതൊരു കർവ്. മറ്റൊരു കർവ് y ഈക്വൽ ടു 1 പ്ലസ് സൈൻ 2x. എവിടെ മുതൽ ഏതുവരെ? എക്സ് ഈക്വൽ ടു 0 to x equal to I think 3 pi by 2. യെസ്. അതുവരെ വാരി ചെയ്യുമ്പോൾ ഈ രണ്ട് കർവുകൾക്കും കൂടി എൻക്ലോസ് ചെയ്യുന്ന ഏരിയ ഇറ്റ് ഈസ് ഗിവൺ 2 പ്ലസ് a pi by 2 എന്ന് തന്നിട്ടുണ്ട്. ദിസ് ഈസ് ഗിവൺ. ഇതാണ് ഏരിയ. അങ്ങനെയാണെങ്കിൽ വാട്ട് മസ്റ്റ് ബി എ? ദാറ്റ് ഈസ് ദ ക്വസ്റ്റ്യൻ. അപ്പൊ നമുക്കൊന്ന് ആ റീജിയൻ ഒന്ന് കണ്ടു നോക്കാം. ഇവിടെ 1 പ്ലസ് സൈൻ 2x കർവ് വരുന്ന കാരണത്താൽ അപ്പർ വാല്യൂ 2 വരാനും സാധ്യതയുണ്ട്. 1 വരുന്ന കേസും ഉണ്ട് കോസ് എക്സിന്. യെസ്. അതുപോലെ കോസ് എക്സിന്റെ വാല്യൂ -1ലേക്ക് കിടക്കാം. 0 pi by 4 pi by 2 3 pi by 4 pi 5 pi by 4 and 3 pi by 2. അത്ര വരെ ഞാൻ എടുക്കുന്നു. കോസ് എക്സ് വരയ്ക്കുമ്പോൾ നമുക്കറിയാം കോസ് എക്സ് when cos x equal to 0, the curve cos x starts from 1. This is 1. Here it is 2.
cos pi by 2 5 pi by 4. This is the curve of cos x in a large scale. Whereas 1 plus sine 2x, when you put x equal to 0, it's starting from here. When x equal to pi by 2, it reached 2. Here. And when x equal to 3 pi by 4, and when x equal to pi, it reached here again, 3 pi by 4. When x equal to 3 pi by 4, what you get is 2x is 3 pi by 2, that is minus 1, plus 1, 0. So it is like this way, touching here, and at 5 pi by 4 again it touched 2, and at 5 pi by 2 it reached here. This is the graph of, the upper graph is 1 plus sine 2x. This is 1 plus sine 2x. See, when x equal to 3 pi by 2, 2x will be 3 pi. When x equal to 3 pi by 2, what you get is 2x, 3 pi. Therefore, 1 plus sine 2x will be 1. So, upper curve is 1 plus sine 2x and lower curve is cos x. So, what is A? The area is equal to integral 0 to 3 pi by 2. Upper curve, that is 1 plus sine 2x, lower curve is cos x dx. ഇതാണ് നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്താൽ കിട്ടുന്നത്. നമ്മൾ എക്സിന് പൈ ബൈ 4, പൈ ബൈ 2, 3 പൈ ബൈ 4 പൈ ആൻഡ് 5 പൈ ബൈ 4 ആൻഡ് അഗെയിൻ 3 പൈ ബൈ 2 ഇത്രയും വാല്യൂസുകൾ കൊടുക്കുമ്പോൾ what we get is, when you put x equal to 0, 1 plus sine 2x starts from 1. When you put x equal to pi by 2, it reach 2 into pi by 2 sine pi 0. So it should cross here. ഫിഗറിൽ കുറച്ചൊരു നമ്മൾ ഈ പൈ ബൈ 2 മുകളിലാണ് അത് ക്രോസ് ചെയ്യുന്നത്, അത്രയേ ഉള്ളൂ. അതുപോലെ പൈ കൊടുക്കുന്ന സമയത്ത് ഇറ്റ് ഷുഡ് ബി അഗെയിൻ 1. പൈ ബൈ 2ലും പൈയിലും 1ൽ ക്രോസ് ചെയ്യണം. പിന്നെ 5 പൈ ബൈ 4 ആൻഡ് 3 പൈ. യെസ്, ഇത് ഇന്റഗ്രേറ്റ് ചെയ്താൽ കിട്ടുന്ന ആൻസർ ആണ് നമുക്ക് ഇവിടെ തന്നിരിക്കുന്നത് 2 പ്ലസ് എ പൈ ബൈ 2. വെൻ യു ഇന്റഗ്രേറ്റ് ഇറ്റ്, what you get is x minus 1 by 2 cos x minus sin x in the limit 0 to 3 pi by 2. Giving upper limit once more, it is x. It is x minus 1 by 2 cos 2x minus sin x in the limit 0 to 3 pi by 2. When you put 3 pi by 2, what you get is 3 pi by 2 minus 1 by 2 2x. When you put x equal to 3 pi by 2,
you will get 2x equal to cos 3 pi, that is minus 1, minus sin 3 pi by 2 is minus 1. Minus 1, you put x equal to 0, minus half, minus 0. That will be 3 pi by 2 plus 1 by 2 plus 1 plus 1 by 2. What you get is 3 pi by 2 plus 2. Your answer given as 2 plus, it can be written as 2 plus, it is given as a pi by 2. But what we get is 3 pi by 2. This is what is given as 2 plus a pi by 2. So what is a? A is equal to 3. The value of a is 3. 3 is the answer. നമ്മൾ ഗ്രാഫ് വരയ്ക്കുമ്പോൾ അപ്പർ കർവ് എപ്പോഴും 1 പ്ലസ് സൈൻ 2x ഉം ലോവർ കർവ് എപ്പോഴും cos x ആണ് വരിക. അതുകൊണ്ട് 0 മുതൽ 3 പൈ ബൈ 2 വരെ ഇറ്റ് ഈസ് എവിഡന്റ് തന്നിട്ടുണ്ട്. അപ്പോൾ അപ്പർ കർവ് മൈനസ് ലോവർ കർവ് 3 പൈ ബൈ. ഓക്കെ, so the answer is 2 plus a pi by 2, that is compare with 2 plus 3 pi by 2 plus a pi by 2, 2 plus 3 pi by 2 compare ചെയ്യുമ്പോൾ at the place of a what we get is 3. So 3 is the answer. ഇത്രയാണ് നമ്മൾ ഇപ്പോൾ കഴിഞ്ഞ GIBയിലെ ചില പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസുകളാണ് നമ്മളിപ്പോൾ കണ്ടത്. വീണ്ടും കൂടുതൽ ക്വസ്റ്റ്യൻസുകളുമായിട്ട് നമുക്ക് മറ്റൊരു ക്ലാസ്സിൽ കാണാം. എല്ലാവർക്കും കൃത്യമായിട്ടത് മനസ്സിലായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. മക്കളെ 25ാമത്തെ ചോദ്യം എന്താണ്? y is equal to g of x be the inverse of the bijective mapping f x is equal to 3x cube plus 2x. The area bounded with this graph g of x okay, comma the x-axis and the ordinate at x equal to 5 is equal to. അപ്പോൾ അതായത് മക്കളെ ശ്രദ്ധിക്കുക, ഇവിടെ തന്നിരിക്കുന്ന ഒരു ഫംഗ്ഷൻ ആണ്, എന്നിട്ട് ചോദിച്ചിരിക്കുന്നതാണ് അതിന്റെ ഇൻവേഴ്സ് എക്സ് ആക്സുമായിട്ട് ഉണ്ടാക്കുന്ന ഒരു ഗ്രാഫ്, എക്സ് ആക്സുമായി ഉണ്ടാക്കുന്ന ഏരിയ ആണ് ചോദിച്ചിരിക്കുന്നത്. നമ്മൾ ഇവിടെ രണ്ട് രീതിയിൽ ചോദ്യം ചെയ്യാം. ഒന്ന്, അതിന്റെ ഇൻവേഴ്സ് കണ്ടുപിടിച്ചിട്ട് ആ ഏരിയ കണ്ടുപിടിക്കാം. ഓക്കെ അല്ലേ? പക്ഷെ അത് റിസ്ക് ആണ്, സമയമെടുക്കും. അതിനെക്കാട്ടും നല്ലത് നമ്മളൊരു കോൺസെപ്റ്റ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതായത് ശ്രദ്ധിക്കുക, ഒരു ഫംഗ്ഷന്റെ ഗ്രാഫും അതിന്റെ ഇൻവേഴ്സിന്റെ ഗ്രാഫും എന്തായിരിക്കും? y = x എന്ന് പറഞ്ഞ ലൈനുമായിട്ട് എന്തായിരിക്കും? സിമെട്രിക് ആയിരിക്കും. സോ ഞാൻ എന്താക്കിയാൽ മതി, ഇതിന്റെ ഗ്രാഫ് വരയ്ക്കുക. ഓക്കെ അല്ലേ? അപ്പൊ ഇത് ഇവൻ y ആക്സുമായിട്ടുള്ള, ഓക്കെ, ഞാൻ അത് വരച്ച് കാണിച്ചിരുന്നത്. ഓക്കെ, നിങ്ങൾ ശ്രദ്ധിക്കുക, ഈ പറഞ്ഞ പോലെ തന്നെ f(x) = what 3x³ + 2x അല്ലെ എന്ന് പറഞ്ഞ ഈ ചങ്ങാതിയുടെ ഗ്രാഫ് ഞാനിവിടെ ഏകദേശം എന്തായിട്ടുണ്ട് വരച്ചു വെച്ചിട്ടുണ്ട്. അപ്പൊ അത് എങ്ങനെ സാർ വരച്ചു എന്ന് വെച്ചാൽ അതിൽ ചില ടെക്നിക്സ് ആണ് ഉപയോഗിച്ചത്. ഒന്നാമത് പോളിനോമിയൽ ഫംഗ്ഷൻ ആണ്. അപ്പൊ പോളിനോമിയൽ ഫംഗ്ഷൻ ടെക്നിക്ക് ഡീറ്റെയിൽ ആയിട്ട് ഒന്നും പറയുന്നില്ല, എന്തൊക്കെ ഉപയോഗിച്ചു. പോളിനോമിയൽ ഫംഗ്ഷൻ ഗ്രാഫ് വരയ്ക്കുമ്പോൾ ലീഡിംഗ് കോഎഫിഷ്യന്റ് നമ്മൾ നോക്കണം. അപ്പൊ ലീഡിംഗ് കോഎഫിഷ്യന്റ് എന്ന് പറയുമ്പോൾ x³ കോഎഫിഷ്യന്റ് എന്ന് പറയുമ്പോൾ എന്താണ്? 3 ആണ്. അതനുസരിച്ചിട്ടാണ് ഞാൻ എന്താക്കുന്നത്, ഗ്രാഫ് ഇങ്ങനെയാണ് അവസാനിക്കുന്നത് എന്ന് ഞാൻ മനസ്സിലാക്കിയത്. പിന്നെ അതേപോലെ തന്നെ ഇത് ഒറിജിനൽ ടച്ച് ചെയ്യുന്നത്. ഓക്കെ, അതെങ്ങനെ മനസ്സിലാക്കിയത് നോക്കാം. നമുക്ക് ശ്രദ്ധിക്കാം, നമ്മൾ എക്സ് ആക്സിൽ നമ്മുടെ ഗ്രാഫ് ടച്ച് ചെയ്യുന്നത് എവിടേക്കാണ്? നമുക്ക് എങ്ങനെയാണ് മനസ്സിലാവുക? 3x³ + 2x = what 0 അല്ലെ? ഇത് 0 ആകുന്ന പോയിന്റ്സിലാണ് മക്കളെ എന്താവുക, എക്സ് ആക്സില് ഗ്രാഫ് എന്താവുക, ടച്ച് ചെയ്യാന്നറിയാം. ഇത് സോൾവ് ചെയ്ത് നമുക്ക് ആകെ ഒരു റിയൽ സൊല്യൂഷൻ മാത്രമേ കിട്ടുള്ളൂ. വാട്ട് ഇസ് ദാറ്റ്? x = 0. ഓക്കെ അല്ലേ? സോ ദ ഗ്രാഫ് പാസസ് ത്രൂ വാട്ട് ഒറിജിൻ, വേറെ ഒരു റിയൽ സൊല്യൂഷനും കിട്ടത്തില്ല. മനസ്സിലായല്ലേ? സോ പിന്നെ ലീഡിംഗ് കോഎഫിഷ്യന്റ് ഇത് കൺസെപ്റ്റ് ഉപയോഗിച്ചിട്ട് നമുക്ക് എന്താ പറയാം, ഗ്രാഫ് ഇങ്ങനെ പോകും. ഏകദേശം x³ പോലെ തന്നെ ഒരു ഷേപ്പ് ഏകദേശം അങ്ങനെയാണെന്ന് വിചാരിക്കാം. ഓക്കെ അല്ലെ? ഇനി മക്കളെ ശ്രദ്ധിക്കുക, അപ്പൊ ഇവിടെ ഒരു ലൈൻ ഉണ്ടെന്ന് വിചാരിക്കുക. ഓക്കെ അല്ലെ? വാട്ട് ഇസ് ദാറ്റ്? ലൈൻ y = x എന്ന് പറഞ്ഞ ലൈൻ. ഓക്കെ, ഇതാണ് y = x എന്ന് പറഞ്ഞ ലൈൻ. ഓക്കെ അല്ല? അപ്പൊ ഇതിന്റെ സിമെട്രിക് ആയിരിക്കും എന്താ, g of x എന്ന് പറഞ്ഞ ഈ പറഞ്ഞ അടുത്ത ഫംഗ്ഷൻ. മനസ്സിലായല്ലേ? അപ്പൊ ഏകദേശം എങ്ങനെ വരും? ഏകദേശം ഇങ്ങനെ വരും. മനസ്സിലായത് മക്കളെ? റെഡി അല്ലേ? സോ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഇതേപോലെ തന്നെ ഇത് x = 5 ആണെങ്കിൽ ശ്രദ്ധിക്കുക, നമുക്ക് കണ്ടുപിടിക്കേണ്ടത് മക്കളെ ഇതാ ഈ പർട്ടിക്കുലർ ഏരിയ ആണ്. മനസ്സിലായല്ലേ? ഈ പർട്ടിക്കുലർ ഏരിയ ആണ് നമുക്ക് എന്താക്കേണ്ടത്, കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ അല്ലെ? സോ നമ്മൾ ഈ ഗ്രാഫ് വരച്ചത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അതായത് ദിസ് പർട്ടിക്കുലർ ഏരിയ കണ്ടുപിടിക്കുന്നത് നമ്മൾ എന്ത് കണ്ടുപിടിച്ചാൽ മതി? ഇത് കണ്ടുപിടിച്ചാൽ മതി അല്ലെ? കാരണം ശ്രദ്ധിക്കുക, ഈ പർട്ടിക്കുലർ
സ്പെർട്ടിക്കൽ ഏരിയ കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് ഇവിടെ എന്താ അറിയണം മക്കളെ? ജി ഓഫ് എക്സ് അറിയണം. ജി ഓഫ് എക്സ് എന്ന് പറഞ്ഞ സാധനം എന്താണ്? എഫ് ഓഫ് എക്സിന്റെ ഇൻവേഴ്സ് ആണ്. അത് കണ്ടുപിടിച്ചോണം ചെയ്യാൻ. ഓക്കെ അല്ല, ദാറ്റ് ഇസ് റിസ്കി. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ദെൻ മക്കളെ ശ്രദ്ധിക്കുക. അതുകൊണ്ട് ഞാൻ എന്താ ചെയ്യുന്നത്? ശ്രദ്ധിക്കുക, ഇതിന്റെ ഏരിയ കണ്ടുപിടിക്കുക. എഫ് ഓഫ് എക്സ് നമ്മൾ അതിന്റെ ഏരിയ കണ്ടുപിടിക്കുക. ദിസ് പെർട്ടിക്കുലർ ഏരിയ കണ്ടുപിടിക്കുക. ഓക്കെ, ഇതേതാ ഫംഗ്ഷൻ? എഫ് എക്സ് ഇസ് ഇക്വൽ ടു വാട്ട്? 3x³ + 2x അല്ലെ? 3x³ + 2x എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ആണ്. ഇവിടെ ക്ലിയർ ആയോ? അപ്പൊ ഇവിടെ 5 ആണ്. സിമെട്രിസിറ്റി പ്രകാരം ഇവിടെ എന്തായിരിക്കും മക്കളെ? ഇവിടെ 5 ആയിരിക്കും. പറഞ്ഞ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇവിടെ y ഇസ് ഇക്വൽ ടു 5 എന്ന് വരും. ക്ലിയർ ആയോ? അപ്പൊ ദിസ് പെർട്ടിക്കുലർ ഏരിയ കണ്ടുപിടിക്കുന്ന വേണ്ടിയിട്ട് വളരെ എളുപ്പമാണ്. ശ്രദ്ധിക്കുക, ഈ മീറ്റിംഗ് പോയിന്റ് കണ്ടുപിടിക്കണം. ഓക്കെ അല്ലെ? അതായത് ശ്രദ്ധിക്കുക, അതായത് 5 അതെങ്ങനെ കണ്ടുപിടിക്കാം മക്കളെ? നമ്മളെ എഫ് ഓഫ് എക്സിന് പകരം അല്ലെ വൈക്ക് പകരം നമ്മളൊന്ന് കൊടുക്കുക 5 കൊടുക്കുക. അപ്പൊ 3x³ + 2x. ഓക്കെ അല്ലെ? 3x³ + 2x. ഓക്കെ മക്കളെ, ഒറ്റ അടിക്കുക നമുക്ക് ബൈ ട്രയൽ ആൻഡ് എറർ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. x ഇസ് ഇക്വൽ ടു എന്താണ്? 1 ആണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, സോ ദിസ് പെർട്ടിക്കുലർ പോയിന്റ് ഇസ് വാട്ട് ഇസ് 1,5 എന്ന് വരും. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ദിസ് പെർട്ടിക്കുലർ പോയിന്റ് സംതിങ് മട്ട 1,5 എന്ന് വരും. ഓക്കെ, സോ നമ്മൾ ഇതിന്റെ ഏരിയ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യുക മക്കളെ? ശ്രദ്ധിക്കുക, നമ്മൾ ആദ്യം എന്താക്കുക? ഈ സ്ക്വയർ ഏരിയ എടുക്കുക. ഓക്കെ അല്ലെ? ദിസ് സ്ക്വയർ അല്ല, സോറി, റെക്ടാംഗിൾ ഏരിയ എടുക്കുക. ഓക്കെ, നമുക്കറിയാം ദിസ് ഈസ് വാട്ട, ദിസ് ഈസ് ലെങ്ത് ഈസ് വാട്ട, ദിസ് ലെങ്ത് ഈസ് മക്കളെ എന്താണ്? ഇറ്റ് ഈസ് 1 ആണ്. അതേപോലെ തന്നെ ഇതെന്താണ് മക്കളെ? ഇതെന്താണ്? സിംപിളി എന്താണ്? 5 ആണ്. മനസ്സിലായല്ലേ? അത് 1 ആണ്, ഇതെന്താണ്? 5 ആണ്. സോ നമുക്ക് എന്ത് മനസ്സിലാക്കാം? ദിസ് ഏരിയ ഈസ് നത്തിങ് ബട്ട് എന്താണ് മക്കളെ? 1 × 5 അല്ലെ? 1 × 5 അല്ലെ? വാട്ട് ഇസ് ദാറ്റ്? 5 ആണ്. ഓക്കെ അല്ലെ? ശ്രദ്ധിക്കുക, 5 ആണ് മൈനസ്. ഓക്കെ, അവിടുന്ന് നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ ദിസ് പെർട്ടിക്കുലർ ഏരിയ, ഞാൻ ഈ കാണിക്കുന്ന ദിസ് പെർട്ടിക്കുലർ ഏരിയ ഒഴിവാക്കണം. ഓക്കെ അല്ലെ? അതായത് നമുക്ക് വേണ്ടത് ഈ ഷെയ്ഡ് ചെയ്ത റീജിയൻ ആണ് വേണ്ടത്. അപ്പൊ അതിനു വേണ്ടി ഞാൻ ആദ്യം ഈ റെക്ടാംഗിളിന്റെ ഏരിയ കണ്ടുപിടിച്ചു. എന്നിട്ട് അതിൽ നിന്നും എന്താണ് മക്കളെ? ഈ ചങ്ങാതിയെ ഞാൻ എന്താക്കാണ്? ഒഴിവാക്കാണ്. മനസ്സിലായില്ലേ? ഈ ചങ്ങാതിയെ ഞാൻ എന്താക്കാണ് മക്കളെ? ഒഴിവാക്കാണ്. അപ്പൊ ആ ചങ്ങാതി എന്ന് പറയുമ്പോൾ 5 ഇന്റഗ്രൽ വാട്ട് ഇസ് ദാറ്റ്? 0 to 1. മനസ്സിലായില്ലേ? 0 to 1 എന്താണ് മക്കളെ? എഫ് ഓഫ് എക്സ് dx ആണ്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അതാണ് ഇവിടുത്തെ കോൺസെപ്റ്റ്. ഓക്കെ അല്ലെ? സോ ഇവിടെ 5 മൈനസ്. ഓക്കെ, നമുക്ക് എഫ് ഓഫ് എക്സ് എന്ന് പറയുമ്പോൾ ആരാണ്? 3x³ + വാട്ട 2x. ഓക്കെ, 0 to 1. റെഡി അല്ലേ? സോ നമ്മളത് ചെയ്യുകയാണെങ്കിൽ മക്കളെ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് നോക്കാം. 5 മൈനസ്. ഓക്കെ, 5 മൈനസ് വാട്ട് ഇസ് ദാറ്റ്? വാട്ട് ഇസ് ഇന്റഗ്രൽ 0 to 3x³ അതിന്റെ ഇന്റഗ്രൽ എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും മക്കളെ? x⁴/4 ആണ് അല്ലെ? അപ്പൊ 3x⁴ / 4. ഓക്കെ, പ്ലസ് 2x² / 2 എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും മക്കളെ? 2x² / 2 എന്ന് പറയുമ്പോൾ x² എന്ന് കിട്ടും അല്ലെ? വാട്ട് ഇസ് ദാറ്റ്? എവിടെ മുതൽ എത്ര വരെ? 0 മുതൽ 1 വരെ. ഓക്കെ, ദിസ് ഇസ് എ. അപ്പൊ എ ഇസ് ഇക്വൽ ടു വാട്ട്? 5 മൈനസ്. ഓക്കെ, അപ്പർ ലിമിറ്റ് അപ്ലൈ ചെയ്ത് കൊടുത്താൽ നമുക്ക് എന്ത് കിട്ടും? ഇവിടെ 3/4 അല്ലെ? പ്ലസ് നമുക്ക് എന്ത് വരും മക്കളെ? ഇവിടെ 1 അല്ലെ? പിന്നെ ലോവർ ലിമിറ്റ് നമ്മൾ ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം എന്താണ്? 0 ആണ്. ഓക്കെ, മൊത്തം എല്ലാത്തിനും എക്സ്ട്രാ വേണ്ട 0 ആയിട്ട് പോയിക്കോളും. സോ 3/4 + 1 അല്ലെ എന്ന് പറയുമ്പോൾ 5 മൈനസ് 3 4 7 / 4 എന്ന് വന്നു. ഓക്കെ, നമുക്ക് വേണ്ട എന്താണ്? ഇതാണ് എ അല്ലെ? നമുക്ക് എന്താണ് വേണ്ടത് മക്കളെ? 8a ആണ് വേണ്ടത് അല്ലെ? അതായത് ഇവന് 8 കൊണ്ട് മൾട്ടിപ്ലൈ 8 × 5 - 7 / 4 അല്ലെ? എന്ന് പറഞ്ഞാൽ 8 × 5 40 അല്ലെ? മൈനസ് വാട്ട് ഇസ് ദാറ്റ്? 7 / 4 × 8 എന്ന് പറയുമ്പോൾ എന്താണ്? നമുക്ക് 14 എന്ന് കിട്ടും. സോ ആൻസർ ഇസ് വാട്ട്? 26. ഓക്കെ, യെസ്, 26 ഇസ് റൈറ്റ് ആൻസർ. ഓക്കെ, അപ്പൊ ഇവിടെ ഈ ക്വസ്റ്റ്യനിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കോൺസെപ്റ്റ് ഇത്ര മാത്രമേ ഉള്ളൂ. രണ്ട് ഫംഗ്ഷൻ ഇൻവേഴ്സ്, ഒരു ഫംഗ്ഷനെ ഒരു ഫംഗ്ഷൻ അതേപോലെ അതിന്റെ ഇൻവേഴ്സ് എന്താണ്? സിമെട്രിക് അബൌട്ട് ദ ലൈൻ എന്താണ്? y = x ആണ്. ആ കോൺസെപ്റ്റ് മനസ്സിലാക്കുക. എന്നിട്ട് ഈ പറഞ്ഞ പോലെ തന്നെ y = fx എന്ന് പറഞ്ഞ ഗ്രാഫ് വരച്ചതിന്റെ കോൺസെപ്റ്റ് ഉണ്ട്. അത് നിങ്ങൾ അത് മനസ്സിലാക്കുക. ഓക്കെ, അതാണ് ഇവിടെ മനസ്സിലാക്കേണ്ടത്. ഓക്കെ അല്ലെ? ദെൻ നമ്മൾ എന്താക്കുക? ഈ ഏരിയ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ദിസ് പെർട്ടിക്കുലർ ഏരിയ രണ്ടും എന്താണ്? ഈക്വൽ ആണെന്ന് മനസ്സിലാക്കുക. അതായത് ഇത് എ ആണെങ്കിൽ ഇതും എന്താണെന്ന് മനസ്സിലാക്കുക മക്കളെ? എ ആണെന്ന് മനസ്സിലാക്കുക. ഓക്കെ, അതുവരെ ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അത് രണ്ടും എ ആണെന്ന് നമുക്ക് മനസ്സിലാക്കുക. ഓക്കെ, ദെൻ നമ്മൾ ഈ ഏരിയ എങ്ങനെ കണ്ടുപിടിച്ചത് മനസ്സിലാക്കുക. ഒന്നുമില്ല, ഈ പറഞ്ഞ പർട്ടിക്കുലർ റെക്ടാംഗിൾ എടുത്തു. അതിന്റെ ഏരിയ എന്ന് പറയുമ്പോൾ 1 × 5 ആണ്. അവിടുന്ന് ഈ പർട്ടിക്കുലർ ഏരിയ നമ്മൾ എന്താക്കി? കുറച്ചു ഇന്റഗ്രേറ്റ് ചെയ്തോട്ടെ. റെഡി അല്ലേ? ദെൻ ഇത് 1 ആണെന്ന് മനസ്സിലാക്കിയത് ഇതിന് മീറ്റിംഗ് പോയിന്റ് കണ്ടുപിടിച്ചു അല്ലെ? മീറ്റിംഗ് പോയിന്റ് എങ്ങനെയാണ്? നമുക്കറിയാം ഇത് y = 5 ആയിരിക്കും അല്ലെ? സോ ഞാൻ 5 = വാട്ട്? അതായത് അതിന്റെ y കോർഡിനേറ്റ് എന്താണ്? 5 ആണ്. 5 = 3x³ + 2x എന്ന് കൊടുത്തു. ഓക്കെ, അപ്പൊ നമ്മൾ ബൈ ട്രയൽ ആൻഡ് എറർ നമുക്ക് പെട്ടെന്ന് എന്ത് കിട്ടും പറഞ്ഞാൽ എക്സിന് 1 ആണെന്ന് പെട്ടെന്ന് കിട്ടും. ദെൻ ഫിനിഷ്ഡ്. ഓക്കെ, സോ നമുക്ക് we will move to the next one. മക്കളെ 26th ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ 26th ക്വസ്റ്റ്യൻ വരുന്നത് ഇന്റഗ്രേഷനിലെ ക്വസ്റ്റ്യൻ ആണ്. കണ്ടാൽ തന്നെ അറിയാം ഇന്റഗ്രേഷൻ ബൈ പാർഷ്യൽ ഫ്രാക്ഷൻ ആണ്.
ലിസൺ ശ്രദ്ധിക്കുക. അപ്പൊ ഇത് ഇങ്ങനെ സാധനം നിങ്ങൾ ചിലപ്പോൾ പല ആൾക്കാരും പാർഷ്യൽ ഫ്രാക്ഷനും കണ്ടിട്ടുണ്ടാവില്ല. ഓക്കെ അല്ലേ? അതായത് ഇത് NCERT ഇല്ല, പക്ഷെ നമുക്ക് ഇത് ഉണ്ടാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്ന ഒരു സംഭവം മാത്രമേ ഉള്ളൂ മക്കളെ. അതായത് ഇവിടെ ഇന്റഗ്രൽ അല്ലെങ്കിൽ 1+x². ഓക്കെ അല്ലെ? അതായത് 1+x² ഡിവൈഡ് ബൈ 1-x²നെ നമുക്ക് 1-x ഇൻറ്റു 1+x എന്ന് എഴുതാം. ഓക്കെ അല്ലെ? ഇൻറ്റു 1+x+x². ഓക്കെ അല്ലെ? ഇങ്ങനെയാണുള്ളത് മക്കളെ, അല്ലേടാ? അതെ. then ശ്രദ്ധിക്കുക, നമ്മൾ ഇത് എങ്ങനെയാണ് പാർഷ്യൽ ഫ്രാക്ഷനിലേക്ക് മാറ്റുക? പാർഷ്യൽ ഫ്രാക്ഷനിലേക്ക് മാറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിസൺ, ഇവിടെ ശ്രദ്ധിക്കേണ്ട വളരെ സിമ്പിൾ ആയിട്ട് കാര്യമാണ്. അതായത് 2 ലീനിയർ ഫാക്ടറാണ് താഴെ വരിക. അപ്പൊ ലീനിയർ ഫാക്ടർ വരുന്ന സമയത്ത് നമ്മൾ വളരെ സിമ്പിൾ ആയിട്ട് എന്ത് മാത്രമേ കൊടുക്കണ്ടു? a ഡിവൈഡ് ബൈ 1-x പ്ലസ് b ഡിവൈഡ് ബൈ 1+x. ഓക്കെ അല്ലെ? പ്ലസ് ഓക്കെ അല്ലെ? ഇവിടെ നോൺ ഫാക്ടറൈസബിൾ ക്വാഡ്രാറ്റിക് ഫാക്ടർ. നോൺ ഫാക്ടറൈസബിൾ ക്വാഡ്രാറ്റിക് ഫാക്ടർ എന്താ വരിക മക്കളെ? പറ cx+d ഡിവൈഡ് ബൈ 1+x+x². ഇനി മക്കളെ നമ്മൾ എന്ത് ചെയ്യണം? ശ്രദ്ധിക്കുക, ലെഫ്റ്റ് സൈഡിൽ എന്തില്ല, ഇവിടെ മാറ്റമൊന്നുമില്ല അല്ലെ? 1+x² ഡിവൈഡ് ബൈ 1-xi ഇൻറ്റു 1+xi ഇൻറ്റു 1+x+x² എന്നാണുള്ളത്. ഓക്കെ അല്ലെ? ഇതിന് ശ്രദ്ധിക്കുക, നമ്മളിതിന് എന്ത് ചെയ്യണം മക്കളെ? നമ്മളിതിനെ പിന്നെ ഫാക്ടറൈസ് ചെയ്യണം. ഓക്കെ അല്ലെ? ഫാക്ടറൈസ് ചെയ്യണം. സോ നമ്മൾ ഫാക്ടറൈസ് ചെയ്യുന്ന സമയത്ത് എന്താണ് സംഭവിക്കുക? സോറി, ഫാക്ടറൈസ് അല്ല, ഇതിന് LCM എടുക്കണം. അപ്പൊ LCM എടുക്കുന്ന സമയത്ത് നമ്മൾ എന്താണ് ഇവിടുത്തെ LCM? 1-xi ഇൻറ്റു 1+xi ഇൻറ്റു 1+x+x² മക്കളെ, ഇതാണ് എന്ത് LCM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെ? സോ നമുക്ക് വാട്ട് ഇസ് ദാറ്റ് LCM എടുത്താൽ എന്റെ കൂടെ ആരുണ്ടാവും മക്കളെ? a ഇൻറ്റു 1+xi ഇൻറ്റു 1+x+x² അല്ലെ? പ്ലസ് ബിന്റെ കൂടെ ആരുണ്ടാവും മക്കളെ? 1-xi ഇൻറ്റു 1+x+x² അല്ലെ? പ്ലസ് വാട്ട് ഇസ് ദാറ്റ് cx+d അല്ലെ? അതിന്റെ കൂടെ ആരുണ്ടാവും മക്കളെ? 1-xi ഇൻറ്റു 1+x ബാക്കി ഉണ്ടാവും. ഇത് രണ്ടും കൂടി എന്തായിട്ട് പോയി? ക്യാൻസൽ ആയിട്ട് പോയി. ഓക്കെ അല്ലെ? അപ്പൊ ക്യാൻസൽ ആയിട്ട് പോകുമ്പോൾ നമുക്ക് ഇവിടെ നിന്ന് കിട്ടി കമാൻഡ് പറ 1+x² അല്ലെ? ഇവിടെ ആര് ബാക്കിയായി മക്കളെ? 1+x² ബാക്കിയായി. ഓക്കെ അല്ലെ? ലിസൺ, 1+x² ഇവിടെ ബാക്കിയായി അല്ലെ? ഇവിടെ ആര് ബാക്കിയായി മക്കളെ? കമാൻഡ് പറ a ഇൻറ്റു 1+xi ഇൻറ്റു 1+x+x² പ്ലസ് b ഇൻറ്റു 1-xi ഇൻറ്റു 1+x+x² പ്ലസ് വാട്ട cx+d ഇൻറ്റു 1+xi ഇൻറ്റു വാട്ട 1-x എന്ന് വന്നു. ഓക്കെ, ദെൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമുക്ക് എയും ബിയും സിയും കണ്ടുപിടിക്കണം. അപ്പൊ എയും ബിയും സിയും കണ്ടുപിടിക്കണം. നമ്മൾ ആദ്യം എന്താക്കണം? എക്സിന് ആദ്യം എന്ത് കൊടുക്കുക കുഞ്ഞുങ്ങളെ? എക്സിന് ആദ്യം എന്ത് കൊടുക്കുക? 1 കൊടുക്കുക. അപ്പൊ എക്സിന് 1 കൊടുത്തു കഴിഞ്ഞാൽ ഈ 2 ടേമും എന്തായിട്ട് പോകും? 0 ആയിട്ട് പോകും. ഓക്കെ അല്ലെ? ശ്രദ്ധിക്കുക ലിസൺ. അപ്പൊ നമ്മൾ അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടിയപ്പോൾ a is equal to what is that? a is equal to 1/3 എന്ന് കിട്ടി. ഓക്കെ അല്ലെ? ഇനി എക്സിന് -1 കൊടുത്താൽ b കിട്ടും. b is equal to നിങ്ങൾക്ക് 1 കിട്ടും. ഓക്കെ അല്ലെ? ദെൻ എന്നടുത്ത് നമുക്ക് എന്താ വേണ്ടത്? പിന്നെ സിയും അതേപോലെ തന്നെ എന്ത് വേണം മക്കളെ? ഡിയും വേണം. എടാ റെഡി അല്ലെ? അപ്പൊ സിയും അതേപോലെ തന്നെ ഡിയും വേണം. അപ്പൊ ഇതില് ശ്രദ്ധിക്കുക, സി കണ്ടുപിടിക്കാൻ എന്താണ് കുറച്ചും കൂടി എളുപ്പമാണ് അല്ലെ? കാരണം നമ്മൾ ഇവിടെ ചെയ്യാൻ വേണ്ടി പോകുന്ന പ്രൊസീജിയർ എന്താണെന്നറിയോ? 2 സൈഡിലും x³ കോഎഫിഷ്യന്റുകളെ എന്ത് ചെയ്യുക? ഇക്വേറ്റ് ചെയ്യാം. ഓക്കെ അല്ലെ? ഇവിടെ ലെഫ്റ്റ് സൈഡിൽ x³ കോഎഫിഷ്യന്റ് എന്താണ് മക്കളെ? 0 ആണ് അല്ലെ? ലെഫ്റ്റ് സൈഡിൽ x³ കോഎഫിഷ്യന്റ് എന്താണ്? 0 ആണ് അല്ലെ? അപ്പൊ റൈറ്റ് സൈഡിൽ x-ന്റെ കോഎഫിഷ്യന്റ് എങ്ങനെ കിട്ടും? ശ്രദ്ധിക്കുക, ഇവിടെ ഒരു x³ ഉണ്ടാവും എന്റെ കൂടെ അല്ലെ? അതായത് ഇവിടെ ഈ x ഇൻറ്റു x² അല്ലെ? അത് x³ ആണ്. അപ്പൊ ഇവിടെ എയും പുറത്തുള്ളത് കൊണ്ട് a ഇൻറ്റു x ഇൻറ്റു x² x³ അല്ലെ? അഥവാ നമുക്ക് ഇവിടെ ശ്രദ്ധിക്കുക, ഇവിടെ ലെഫ്റ്റ് സൈഡിൽ നമുക്ക് 0 x³ ആണ് അല്ലെ? റൈറ്റ് സൈഡിൽ x³ അതായത് മൊത്തം എക്സ്പാൻഡ് ചെയ്താൽ കിട്ടുന്ന x³ ടേം ആണ് ഞാൻ പറയുന്നത്. മനസ്സിലായില്ലേ? മൊത്തം എക്സ്പാൻഡ് ചെയ്താൽ കിട്ടുന്ന x³ ടേം ആണ് മക്കളെ ഞാൻ എന്താക്കുന്നത് പറയുന്നത്. ഓക്കെ അല്ലെ? അപ്പൊ ഞാൻ ഇവിടെ പിന്നെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ax³ അല്ലെ? പ്ലസ് ഇവിടെ ആണെങ്കിൽ മക്കളെ b ഇൻറ്റു -xi ഇൻറ്റു x² ആണ്, അഥവാ -bx³ ആണ് അല്ലെ? ഇനി മക്കളെ ഇവിടെ ആണെങ്കിൽ cx അല്ലെ? cx x -x അല്ലെ? അഥവാ മൈനസ് വാട്ട cx³ ആണ് അല്ലെ? അപ്പൊ ഇവിടെ x³ പോയി കഴിഞ്ഞാൽ നമുക്ക് 0 is equal to വാട്ട a - b - c. അപ്പൊ c is equal to വാട്ട മക്കളെ എന്ത് കിട്ടും? a - b എന്ന് കിട്ടും അല്ലെ? അഥവാ a എന്ന് പറയുന്ന സാധനം എന്താണ് മക്കളെ? 1/3 ആണ്. b എന്ന് പറയുമ്പോൾ എന്താണ്? -1 ആണ്. സോ നമുക്ക് കിട്ടുന്ന എന്താണ് മക്കളെ? -2/3 എന്ന് വരും. മനസ്സിലായില്ലേ? -2/3 എന്ന് വരും. ഓക്കെ അല്ലെ? ദെൻ മക്കളെ അടുത്തത് എന്താണ് വേണ്ടത്? ഡി ആണ് വേണ്ടത് അല്ലെ? നമ്മൾ എങ്ങനെയാണ് ഡി കണ്ടുപിടിക്കുക? ഓക്കെ, ഡി എങ്ങനെ കണ്ടുപിടിക്കുക? അപ്പൊ നമ്മളിവിടെ ഡി കണ്ടുപിടിക്കാൻ വേണ്ടി ചെയ്യുന്ന പ്രൊസീജിയർ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അറിയുന്ന സാധനങ്ങൾ ഇട്ട് കൊടുക്കുക. 1+x².
അല്ലെ. എന്റെ വാല്യൂ എന്താണ്? വാട്ട് ഇസ് എ എന്താണ്? 1/3 ആണ് അല്ലെ. അപ്പൊ 1/3 ഇൻറ്റു ഇവിടെ എന്തുണ്ട്? 1 പ്ലസ് എക്സ് ഇൻറ്റു 1 പ്ലസ് എക്സ് ഇൻറ്റു വാട്ട 1 പ്ലസ് എക്സ് പ്ലസ് വാട്ട എക്സ് സ്ക്വയർ അല്ലെ. ഇനി അതേപോലെ തന്നെ മക്കളെ ബി എന്താ കിട്ടിയിരിക്കുന്നത് മക്കളെ? 1 ആണ് അല്ലെ. 1 ഇൻറ്റു വാട്ട 1 പ്ലസ് എക്സ് പ്ലസ് വാട്ട എക്സ് സ്ക്വയർ 1 പ്ലസ് എക്സ് പ്ലസ് എക്സ് സ്ക്വയർ ഇൻറ്റു വാട്ട 1 മൈനസ് എക്സ് എന്ന് വരും അല്ലെ. ഇനി സി എക്സ് പ്ലസ് ഡി അല്ലെ. അതിൽ ഡി ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലെ. സിന്റെ വാല്യൂ നമുക്ക് അറിയാൻ ആവശ്യം അത് എഴുതുന്നില്ല, എന്തുകൊണ്ടാണെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പൊ സി എക്സ് അല്ലെ പ്ലസ് ഡി അല്ലെ. ഡി എന്ന് പറഞ്ഞ സാധനം എന്താണ് മക്കളെ? വാട്ട് ഇസ് ഡി? വാട്ട് ഇസ് ഡി? ഡി ആ കണ്ടുപിടിക്കണ്ടേ അല്ലെ. ഓക്കെ, സി എക്സ് പ്ലസ് ഡി ഇൻറ്റു 1 മൈനസ് എക്സ് ഇൻറ്റു വാട്ട 1 പ്ലസ് എക്സ്. മക്കളെ ശ്രദ്ധിക്കുക, ലിസൺ. ഇനി ചെയ്യാൻ നമ്മൾ എന്താ പറയുക? എക്സിന് 0 ഇട്ട് കൊടുക്കാം. ഓക്കെ, അപ്പൊ എക്സിന് 0 ഇട്ട് കൊടുക്കുന്ന സമയത്ത് വാട്ട് വിൽ ഹാപ്പൻ? അതായത് എക്സിന് 0 എന്ന് മാത്രമല്ല, കാരണം നമുക്ക് സി കൂടി അറിയാം. ഓക്കെ അല്ലെ, സിന്റെ വാല്യൂ അറിയാം. ഓക്കെ, നമ്മൾ കൺഫ്യൂഷൻ ആക്കുന്ന സിന്റെ വാല്യൂ എഴുതി വെക്കാണ്. സിന്റെ വാല്യൂ ഏതാണ്? -2/3 ആണ്. അപ്പൊ ഇവിടെ സിന്റെ വാല്യൂ എഴുതേണ്ട ആവശ്യമൊന്നുമില്ല, അല്ലെങ്കിൽ ഉത്തരം കിട്ടും. ഓക്കെ അല്ലെ, ശ്രദ്ധിക്കുക, സിന്റെ വാല്യൂ നമുക്ക് അറിയില്ലെങ്കിലും എന്ത് കിട്ടും? ഉത്തരം കിട്ടും. ഓക്കെ, അപ്പൊ എക്സിന് ഞാൻ പറയാണ് 0 ഇട്ട് കൊടുക്കുക. 0 ഇട്ട് കൊടുക്കുന്ന ലോജിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രദ്ധിക്കുക, ലിസൺ, അല്ലെങ്കിൽ 0 തന്നെ കൊടുക്കണം നിർബന്ധമില്ല. നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ 1ഉം -1ഉം അല്ലാതെ വേറെ എന്തെങ്കിലും കൊടുക്കാം അല്ലെ. കാരണം എന്താണ്? 1ഉം -1 കഴിഞ്ഞാൽ ഡീന്റെ ടേം അങ്ങനെ 0 ആയിട്ട് പോകും. ഓക്കെ, നമുക്ക് ഡീന്റെ ടേം എന്താക്കരുത്? 0 ആവരുത്, ഡി അവിടെ ബാക്കിയാവണം. അതാണ് പ്രൊസീജിയർ. അപ്പൊ 1ഉം -1 അല്ലാതെ വേറെ എന്തെങ്കിലും കൊടുക്കാം. ഓക്കെ, അപ്പൊ 0 കൊടുക്കുമ്പോഴാണ് കുറച്ചും കൂടി എളുപ്പം എന്നുള്ളതാണ് ഞാൻ 0 കൊടുക്കുന്നത്. മനസ്സിലായില്ലേ? സോ ഇവിടെ 1 + 0² നമുക്ക് അറിയുമ്പോൾ എന്താണ്? 1 ആണ് അല്ലെ. അപ്പൊ 1/3 ഇൻറ്റു 1 + 0 1 1 0 0 ഇത് 1/3 എന്നും കിട്ടി. ശരിയല്ലേ? പ്ലസ് 1 ഇൻറ്റു ഇത് 1 + 0 0 ഒക്കെ 1 ആണ്. എവിടെയും 1 ആണ്. അപ്പൊ അവിടെയും എന്താണ് മക്കളെ? അവിടെയും എന്താണ്? ആ ടേം എന്താണ്? 1 ആണ്. ഓക്കെ, സോറി, ഇവിടെ 1/3 ഇൻറ്റു 1 ആണ് അല്ലെ. 1/3 ഇൻറ്റു ഇവിടെ മൊത്തം 0 കൊടുത്താൽ നമുക്ക് ഇവിടെ 1 ആണ് വരിക അല്ലെ. പ്ലസ് 1 ഇൻറ്റു ഇവിടെ മൊത്തം എന്താണ് മക്കളെ? 1 ആണ് വരിക. ഓക്കെ അല്ലെ. ഇനി മക്കളെ ഇവിടെ 0 കൊടുത്തു കഴിഞ്ഞാൽ, ഓക്കെ, ഇവിടെ 0 കൊടുത്തു കഴിഞ്ഞാൽ ഈ ടേം 0 ആയിട്ട് പോയി അല്ലെ. പ്ലസ് ഡി ഇവിടെ ഇത് മൊത്തം എന്തായിട്ട് പോയി? 1 ആയിട്ട് പോയി. ഓക്കെ, സോ നമുക്ക് ഇവിടെ എന്ത് കിട്ടും മക്കളെ? പ്ലസ് ഡി എന്ന് കിട്ടും. ഓക്കെ അല്ലെ. ശ്രദ്ധിക്കുക, ഇവിടെ ഇങ്ങനെ പോയി അല്ലെ. സോ ഡി ഇസ് ഈക്വൽ ടു വാട്ട്? -1/3 എന്ന് കിട്ടും. ഒന്നും ചെയ്തിട്ട് എക്സിന് 0 കൊടുത്തു, അത്രേ ഉള്ളൂ. അപ്പൊ മൊത്തത്തിൽ നമുക്ക് ആൻസർ കിട്ടി. അപ്പൊ നമുക്ക് എ കിട്ടി, ബി കിട്ടി, സി കിട്ടി. ഓക്കെ അല്ലെ. അതേപോലെ ഡിയും കിട്ടി. ഓക്കെ അല്ലെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഇന്റഗ്രൽ എന്തായിട്ട് മാറി? ഓക്കെ, വാട്ട് വാസ് എ അല്ലെ. എ എന്ന് പറഞ്ഞ സാധനം എന്തായിരുന്നു? വാട്ട് വാസ് എ? 1/3 ആണ് അല്ലെ. അപ്പൊ ഐ ഇസ് ഈക്വൽ ടു 1/3 ഇൻറ്റു ഇന്റഗ്രൽ 1/1 മൈനസ് എക്സ് ഡി എക്സ് അല്ലെ. ബി എന്താണ് മക്കളെ? 1 ആണ്. 1 ഇൻറ്റു ഇന്റഗ്രൽ 1/1 പ്ലസ് എക്സ് ഡി എക്സ് അല്ലെ. സി എക്സ് പ്ലസ് ഡി എന്ന് പറഞ്ഞ സാധനം എന്താണ്? വാട്ട് ഇസ് സി എക്സ് പ്ലസ് ഡി? സി എന്ന് പറഞ്ഞ സാധനം വാട്ട് വാസ് ദാറ്റ്? സി എന്ന് പറഞ്ഞ സാധനം എന്തായിരുന്നു? സോറി, സി എന്തായിരുന്നു? വാട്ട് വാസ് സി? -2/3 ആണ് അല്ലെ. സി എന്താണ് മക്കളെ? -2/3 ആണ് അല്ലെ. പ്ലസ് ഡി എന്താണ് മക്കളെ? ഇറ്റ് ഇസ് സിംപ്ലി 1/3 ആണ്. താഴെ എന്താണ്? x² പ്ലസ് എക്സ് പ്ലസ് 1 ആണ്. അപ്പൊ ഇവിടെ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം മക്കളെ? ശ്രദ്ധിക്കുക, ഇവിടെ നിന്ന് എനിക്ക് എന്ത് ചെയ്യാന്നറിയോ? -1/3 ഞാൻ പുറത്തേക്ക് എടുക്കാം. അതെന്തിനാണ് നിങ്ങൾക്ക് അടുത്ത സ്റ്റെപ്പിൽ മനസ്സിലായിക്കോളും. ഓക്കെ അല്ലെ. -1/3 ഞാൻ എന്താക്കി മക്കളെ? പുറത്തേക്ക് എടുത്തു അല്ലെ. അപ്പൊ ഇവിടെ ഇങ്ങനെ ബാക്കിയായി. പറഞ്ഞ മനസ്സിലായില്ലേ? അതെന്തിനാണ് നിങ്ങൾക്ക് അടുത്ത സ്റ്റെപ്പിൽ മനസ്സിലായിക്കോളും. അപ്പൊ ശ്രദ്ധിക്കുക, 1/3 ഇൻറ്റു ഇന്റഗ്രൽ I is equal to 1/3 into integral 1 divided by 1 minus x അല്ല. അതിന് ഇന്റഗ്രൽ എന്ന് പറയുമ്പോൾ നമുക്ക് log mod 1 minus x. അതേപോലെ എക്സിന്റെ കോഎഫിഷ്യന്റ് -1 ആണ്. നമ്മൾ ഡിവൈഡ് ചെയ്യണം -1 കൊണ്ട് അല്ലെ. അപ്പൊ അങ്ങനെ -1 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഇവിടെ ആര് ബാക്കിയാവും മക്കളെ? മൈനസ് ബാക്കിയാവും. ഓക്കെ അല്ലെ. പ്ലസ് 1 ഇൻറ്റു ഇന്റഗ്രൽ 1/1 പ്ലസ് എക്സ് നമുക്കറിയാം എന്താണ്? log mod 1 plus x. ഓക്കെ അല്ലെ. -1/3 ഇൻറ്റു വാട്ട് ഇസ് ദിസ്? ഇതെന്താണ് മക്കളെ? ഇതെന്താണ്? വാട്ട് ഇസ് ദാറ്റ്? ഇതെന്താണ് മക്കളെ? ശ്രദ്ധിക്കുക, ഇത് എഫ് ഡാഷ് ഓഫ് എക്സ് ഡിവൈഡ് ബൈ എഫ് ഓഫ് എക്സ് ഫോം ആണ് അല്ലെ. അതായത് മുകളിലെ ചങ്ങാതിന് ഡെറിവേറ്റീവ് ആണ് എന്താക്കുന്നത്? താഴെ കിടക്കുന്നത്. അപ്പൊ എഫ് ഡാഷ് ഓഫ് എക്സ് ഡിവൈഡ് ബൈ എഫ് ഓഫ് എക്സ് ഇന്റഗ്രൽ എന്ന് പറയുമ്പോൾ ലോഗ് മോഡ് എന്താണ്? എഫ് ഓഫ് എക്സ് ആണ്. സോ നമുക്ക് ഇവിടെ ലോഗ് മോഡ് എന്ത് വരും മക്കളെ? x² പ്ലസ് എക്സ് പ്ലസ് 1 എന്ന് വരും. മനസ്സിലായില്ലേ? അപ്പൊ ഇതാണ് ഇതിന്റെ ഇന്റഗ്രൽ വാല്യൂ. നമുക്ക് ഇനി എന്താണ് വേണ്ടത് മക്കളെ? നമ്മൾ ക്വസ്റ്റ്യനിലേക്ക് വരിക. ക്വസ്റ്റ്യനിൽ പറയുന്നതാണ് നമ്മുടെ ഈ ഫോർമാറ്റിലേക്ക് എത്തിക്കണം. ഓക്കെ അല്ലെ. സി ഇൻറ്റു അല്ലെ, അല്ലെങ്കിൽ ഈ ഫോർമാറ്റിലേക്ക് നമ്മൾ എന്താക്കണം? ഇതിനെ എത്തിക്കണം. ഓക്കെ അല്ലെ. അപ്പൊ ശ്രദ്ധിക്കുക, അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ എന്താക്കാണെന്ന് എല്ലാത്തിനും ലോഗ് അല്ലേ. അപ്പൊ ഞാനിവിടെ പ്ലസ് സിക്ക് പകരം ഞാൻ എന്ത് കൊടുക്കണം? പ്ലസ് ലോഗ് സി. നമ്മൾ ഒരുപാട് നമ്മൾ ഉപയോഗിച്ച പ്രൊസീജിയർ ആണ്. ഓക്കെ അല്ലെ. എന്നിട്ട് നമ്മൾ ഉണ്ടാക്കേണ്ട ഫോർമാറ്റ് എന്താണ് നമുക്ക് നോക്കാം. ഓക്കെ അല്ലെ. നമ്മൾ ഉണ്ടാക്കേണ്ടത് 1 + x ഹോൾ റൈസ് ടു m ഇൻറ്റു 1 - x³ ഹോൾ റൈസ് n എന്ന് പറഞ്ഞ ടേമാണ് ഉണ്ടാക്കേണ്ടത് അല്ലെ. സോ 1 - x³ ഉണ്ടാക്കണം. അതേപോലെ 1 + x ഉണ്ടാക്കണം. ഓക്കെ, തൽക്കാലം ഞാൻ എന്ത് ചെയ്യാനും മക്കളെ? ഈ പറഞ്ഞ 1 + x ഞാൻ ഇവിടെ വെച്ചു. ഓക്കെ, ലോഗ് 1 + x എന്ന് പറഞ്ഞ ടേം ഇവിടെ വെച്ചു. ഓക്കെ അല്ലെ. എന്നിട്ട് ഇവിടെ -1/3 അല്ലെ. ഈ രണ്ട് ടേം ഞാൻ ഒരുമിച്ച് എഴുതാൻ വേണ്ടി പോകണം. -1/3 കോമൺ ആയിട്ട് പുറത്തെടുത്തു. അപ്പൊ നമുക്ക് ലോഗ് 1 - x ഇൻറ്റു x² പ്ലസ് വാട്ട x പ്ലസ് 1 അല്ലെ. പ്ലസ് ആണ് വരിക. ലോഗ് x² പ്ലസ് വാട്ട എക്സ് പ്ലസ് 1 എന്ന് വന്നു അല്ലെ. അവസാനം ഇവിടെ വന്നിട്ട് പ്ലസ് ലോഗ് സി എന്ന് വന്നു.
ഓക്കെ മക്കളെ, ദെൻ ശ്രദ്ധിക്കുക, നമുക്ക് ഇവിടെ ലോഗ് എ ഇൻറ്റു ലോഗ് ബി പ്രോപ്പർട്ടി പ്രകാരം നമുക്ക് ഇതെന്തായിട്ട് മാറി? ലോഗ് എ ഇൻറ്റു ലോഗ് ബി പ്രോപ്പർട്ടി പ്രകാരം ഇതെന്തായിട്ട് മാറി മക്കളെ? ലോഗ് 1 മൈനസ് എക്സ് ആയിരുന്നു ദിസ് വൺ എന്ന് പറയുന്നത്. നമുക്ക് എന്താക്കി? ലോഗ് 1 മൈനസ് എക്സ് ഇൻറ്റു വാട്ട് എക്സ് സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് 1 എന്ന് വന്നു. ഓക്കെ അല്ലെ? ഇനി മക്കളെ ശ്രദ്ധിക്കുക, വളരെ ബേസിക് ആയിട്ടുള്ള പ്രോപ്പർട്ടി പ്രകാരം നമുക്ക് ഇതിനെന്ത് മനസ്സിലാക്കാൻ പറഞ്ഞാട്ടെ? ലോഗ് 1 പ്ലസ് എക്സ് ഓക്കെ അല്ലെ മൈനസ് 1/3 ഇൻറ്റു വാട്ട് ഇസ് ആട്ടാ 1 മൈനസ് എക്സ് പ്ലസ് എക്സ് സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് 1 അല്ലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ട് ഇസ് ആട്ടാ ഇത് എ ക്യൂബ് മൈനസ് ബി ക്യൂബ് ഫോർമാറ്റ് ആണ്. മനസ്സിലായില്ലേ? അതായത് വാട്ട് ഇസ് ആട്ടാ പിന്നെ എ ക്യൂബ് മൈനസ് ബി ക്യൂബ് എന്ന് പറഞ്ഞാൽ എ മൈനസ് ബി ഇൻറ്റു എ സ്ക്വയർ പ്ലസ് എ പ്ലസ് ബി സ്ക്വയർ ഉണ്ടല്ലോ, ആ ഫോർമാറ്റിലെ സംഭവം നടക്കുന്നത്. ഓക്കെ അല്ലെ? സോ നമുക്ക് എന്ത് പറയാം? ഇതിനെ ലോഗ് 1 ക്യൂബ് മൈനസ് എക്സ് ക്യൂബ്, അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം മക്കളെ? 1 മൈനസ് എക്സ് ക്യൂബ് എന്ന് പറയാം. ഇവിടെ ക്ലിയർ ആയോ? 1 മൈനസ് എക്സ് ക്യൂബ് എന്ന് പറയാം. അവസാനം ഇവിടെ പ്ലസ് എന്തുണ്ട്? ലോഗ് സി ഉണ്ട്. ഓക്കെ അല്ലെ? ഇനി മക്കളെ ഈ മൈനസ് 1/3 നമുക്ക് എന്ത് ചെയ്യാം? ഇതിന്റെ പവർ ആയിട്ട് മുകളിലേക്ക് കൊണ്ടുപോകാം. ഓക്കെ അല്ലെ? അപ്പൊ നമുക്ക് ഇടുന്ന കമോൺ പറയുക ലോഗ് 1 പ്ലസ് എക്സ് അല്ലെ, ലോഗ് 1 പ്ലസ് എക്സ് അല്ലെ പ്ലസ് വാട്ട ലോഗ് ഓക്കെ അല്ലെ മൈനസ് 1/3 ആണ് കൊണ്ടുപോകുന്നത്. സോ നമുക്ക് എന്ത് കിട്ടി? ഇവിടെ 1 മൈനസ് എക്സ് ക്യൂബ് ഹോൾ റൈസ് ടു 1/3 എന്നായിട്ട് മാറി. ഓക്കെ അല്ലെ മക്കളെ? ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. കാരണം ആക്ച്വലി ഇത് ഹോൾ റൈസ് 1/3 ആണ് ആക്ച്വലി വരിക അല്ലെ. എങ്ങനെയാ വരിക? ഇത് 1 മൈനസ് ലോഗ് എക്സ് 1 മൈനസ് എക്സ് ക്യൂബ് ഹോൾ റൈസ് ടു മൈനസ് 1/3 എന്നാണ് വരിക. ഓക്കെ അല്ലെ? അതിന് നമ്മൾ എന്താക്കി? ഈ പറഞ്ഞ പോലെ തന്നെ അതെന്താക്കി നമ്മളെ 1 മൈനസ് 1/x ക്യൂബ് ഹോൾ റൈസ് ടു 1/3 അല്ലെ പ്ലസ് വാട്ട് ലോഗ് സി എന്നാക്കി. ഓക്കെ അല്ലെ? ലോഗ് എ പ്ലസ് ലോഗ് ബി പ്ലസ് ലോഗ് സി പ്രകാരം നമുക്ക് ഇതിനെ എങ്ങനെ മാറ്റി എഴുതാം മക്കളെ? ശ്രദ്ധിക്കുക, ലോഗ് ഓക്കെ അല്ലെ ലോഗ് 1 പ്ലസ് എക്സ് ഓക്കെ അല്ലെ ഇൻറ്റു സി ഡിവൈഡഡ് ബൈ വാട്ട് ഇസ് ദാറ്റ് 1 മൈനസ് എക്സ് ക്യൂബ് ഹോൾ റൈസ് ടു 1/3 എന്നായിട്ട് മാറി. ഓക്കെ അല്ലെ മക്കളെ? ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നേ. ഓക്കെ അല്ലെ? ഇത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ദെൻ ഇനി ശ്രദ്ധിക്കുക മക്കളെ, ലിസൺ ശ്രദ്ധിക്കുക. അപ്പോൾ ഈസ് ഈക്വൽ ടു വാട്ട് എഫ് ഓഫ് എക്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ. ദിസ് വൺ അല്ലെ, അതായത് ഇന്റഗ്രലിന്റെ വാല്യൂ എഫ് ഓഫ് എക്സ് എന്നാണ് ആര് പറഞ്ഞിരിക്കുന്നത്? ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ അല്ലെ? ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് ഇന്റഗ്രലിന്റെ വാല്യൂ എന്ന് പറഞ്ഞ സാധനം അതാണ് എഫ് ഓഫ് എക്സ് ആണ്. ഇനി നമുക്ക് ഇതിന് ഇ റൈസ് ടു എഫ് ഓഫ് എക്സിന് ഫോർമാറ്റിലേക്ക് മാറ്റണം. അതായത് ലോഗിനെ കളയണം. ലോഗിനെ കളയുന്നത് എന്ത് വെച്ചിട്ടാണ് മക്കളെ? ഇ വെച്ചിട്ടാണ് അല്ലെ. സോ നമുക്ക് ഇവിടെ നിന്ന് ഡിക്കമോൺ പറയാം. സി ഇൻറ്റു 1 പ്ലസ് എക്സ് ഡിവൈഡ് ബൈ 1 മൈനസ് എക്സ് ക്യൂബ് ദ ഹോൾ റൈസ് ടു 1/3 ഈസ് ഈക്വൽ ടു വാട്ട് ഇ റൈസ് ടു എഫ് ഓഫ് എക്സ് എന്നായിട്ട് മാറി. അപ്പൊ നമ്മൾ ഈ തന്ന ഫോർമാറ്റിലേക്ക് മാറിയ സാധനം അല്ലെ. അപ്പൊ അങ്ങനെ പിന്നെ ഫോർമാറ്റിലേക്ക് മാറുന്ന സമയത്ത് നമുക്ക് എന്താണ് കിട്ടുന്നത് മക്കളെ? ശ്രദ്ധിക്കുക. അപ്പൊ നമുക്ക് ഇവിടെ 1 പ്ലസ് എക്സ് ഹോൾ റൈസ് ടു എം ഇൻറ്റു 1 മൈനസ് എക്സ് ക്യൂബ് ഹോൾ പവർ എൻ എന്നാണ് പറഞ്ഞത് അല്ലെ. 1 മൈനസ് എക്സ് ക്യൂബ് ഹോൾ പവർ എൻ അല്ലെ. അപ്പൊ അങ്ങനെയാണ് വരുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം? നമുക്ക് അതിനെ സി ഇൻറ്റു 1 പ്ലസ് എക്സ് ഐ ഇൻറ്റു 1 മൈനസ് എക്സ് ക്യൂബ് ദി ഹോൾ റൈസ് ടു നമുക്ക് എന്ത് കൊടുക്കാം? മൈനസ് 1/3 എന്ന് കൊടുക്കാം. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ അല്ലെ? റെഡി അല്ലേ മക്കളെ? ശ്രദ്ധിക്കുക, ഇവിടെ ലോഗിനെ മാറ്റിയതൊക്കെ നമുക്ക് മനസ്സിലായി എന്നാണ് വിചാരിക്കുന്നത്. കാരണം എന്താണ്? ശ്രദ്ധിക്കുക, ലോഗ് അല്ലെ എ ടു ദ ബേസ് ബി ഈസ് ഈക്വൽ ടു എൻ ആണെങ്കിൽ എ ഈസ് ഈക്വൽ ടു ബി റൈസ് ടു എൻ പലതവണ നമ്മൾ ഉപയോഗിച്ച സാധനമാണ്. അപ്പൊ ഇതുമായിട്ട് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും മക്കളെ? എം എന്ത് കിട്ടും? വാട്ട് ഇസ് ദാറ്റ്? എം ഈസ് ഈക്വൽ ടു 1ഉം അതേപോലത്തെ എൻ ഈസ് ഈക്വൽ ടു മൈനസ് 1/3 കിട്ടും. ഓക്കെ അല്ലെ? എം ഈസ് ഈക്വൽ ടു 1ഉം എൻ ഈസ് ഈക്വൽ ടു വാട്ട് മൈനസ് 1/3 കിട്ടും അല്ലെ. നമുക്ക് വേണ്ടത് എം പ്ലസ് 3n ആണ്. ഓക്കെ അല്ലെ? എം പ്ലസ് 3 എന്ന് പറയുന്നത് 1 മൈനസ് 1/3 ഇൻറ്റു വാട്ട് 3 ആണ്. സോ നമുക്ക് എന്താണ് മക്കളെ ആൻസർ കിട്ടുക? ആൻസർ ഈസ് വാട്ട് 0 ആണ് കിട്ടേണ്ടത് മക്കളെ. 0 ആണിത്. എന്തോ ടൈപ്പിംഗ് എറർ ആണ്. ഓക്കെ 0. ഓക്കെ, സോ വിൽ മൂവ് ടു ദി നെക്സ്റ്റ് വൺ. ക്വസ്റ്റ്യൻ ഇതാണ്. ഇന്റഗ്രൽ -1 to 4 fx dx is equal to 4. Integral 2 to 4 7 minus fx is 7 and -1 to 2 fx dx is. ഇത് കാണുമ്പോൾ നിങ്ങൾ ഗ്രേറ്റസ്റ്റ് ഫംഗ്ഷൻ ആണെന്ന് വിചാരിക്കേണ്ട. ഗ്രേറ്റസ്റ്റ് ഫംഗ്ഷൻ ആണ് പ്രത്യേക ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടാവും. ഓക്കെ, സോ നമ്മൾ ഇത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്താ വേണ്ടത്? -1 to 2 fx dx ആണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് സിമ്പിൾ പ്രോപ്പർട്ടി ഉണ്ട്. നമ്മുടെ ഡെഫിനറ്റ് ഇന്റഗ്രൽ പ്രോപ്പർട്ടി പ്രകാരം ഇന്റഗ്രൽ എ ടു ബി പോട്ടെ ഞാൻ പറയുന്നില്ല. അപ്പൊ ഇന്റഗ്രൽ -1 to 4 fx dx എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പ്രോപ്പർട്ടി പ്രകാരം ഇന്റഗ്രൽ -1 to 2 fx dx ഓക്കെ പ്ലസ് വാട്ട ഇന്റഗ്രൽ 2 to 4 വാട്ട 7 മൈനസ് വാട്ട fx dx എന്ന് നമുക്ക് എഴുതാം. ഓക്കെ അല്ലെ? സോറി, 2 to 4 വാട്ട 7 fx dx എന്ന് എഴുതാം.
ഓക്കെ അല്ലെ 2 to 4 fx dx എന്ന് എഴുതാം. ഓക്കെ -1 to 4 fx dx എന്ന് പറയുമ്പോൾ -1 to 2 fx dx പ്ലസ് 2 to 4 വാട്ട് എഫ് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്ന പ്രോപ്പർട്ടിയാണ് നമ്മൾ പഠിച്ചതാണ്. ഓക്കെ ദെൻ ഇനി നമുക്ക് ഇവിടെ നിന്നാ വേണ്ടത് -1 to 2 ഇവനാണ് വേണ്ടത് അല്ലെ. അപ്പൊ ഈ പറഞ്ഞ പോലെ തന്നെ അപ്പൊ ഇവർ രണ്ടുപേരുടെയും വാല്യൂ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്താക്കാം ഇവന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ അല്ലെ. അപ്പൊ ഇതില് -1 to 4 fx dx ന്റെ വാല്യൂ നമുക്ക് ഡയറക്റ്റ് വന്നിട്ടുണ്ട്. വാട്ട് ഇസ് 4 എന്ന് വന്നിട്ടുണ്ട്. ഓക്കെ അല്ലെ. ബട്ട് ഇതിന്റെ വാല്യൂ ഡയറക്റ്റ് വന്നിട്ടില്ല. പക്ഷെ ഇത് ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാം മക്കളെ അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് പറ്റും അല്ലെ. അപ്പൊ അതായത് ഇതിനെ ഞാനൊന്ന് മാറ്റി എഴുതുകയാണ്. ഓക്കെ അല്ലെ. എങ്ങനെയാണ് നോക്കാം നമുക്ക് ലിസൺ എങ്ങനെയാണ് നമുക്ക് നോക്കാം. ഇന്റഗ്രൽ 2 to 4 ഓക്കെ ഇന്റഗ്രൽ 2 to 4 7 dx ഓക്കെ അല്ലെ 7 dx മൈനസ് ഇന്റഗ്രൽ 2 to 4 fx dx is equal to what 7 എന്ന് വരും. മക്കളെ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ അല്ലെ. ദെൻ മക്കളെ ശ്രദ്ധിക്കുക അടുത്തത് നമ്മൾ എന്ത് ചെയ്യാം വാട്ട് ഇസ് 7 dx അല്ലെ ഇന്റഗ്രൽ 7 dx നമുക്കറിയാമെന്നാണ്. വാട്ട് ഇസ് ദാറ്റ്? ഇറ്റ് ഇസ് സിംപ്ലി 7x ആണ് അല്ലെ. എവിടെ മുതൽ ഇത്ര വരെ നമുക്കറിയാം 2 to 4 ഓക്കെ അല്ലെ. ദെൻ മക്കളെ ഈ 7 ഇങ്ങോട്ടേക്ക് വരുന്നു. അപ്പൊ ഇത് -7 ആയി. അപ്പോൾ ഇന്റഗ്രൽ 2 to 4 വാട്ട് fx dx മനസ്സിലായില്ലേ. ഇവൻ റൈറ്റിലേക്കും പോസിറ്റീവ് ഇങ്ങോട്ടേക്ക് നെഗറ്റീവ്. അപ്പൊ നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 7 into 4 മൈനസ് 7 into എന്ന് പറയുമ്പോൾ 14 എന്ന് കിട്ടും. ഓക്കെ അല്ലെ. 7 into 4 28 മൈനസ് 14 18 17 7 എന്ന് കിട്ടും. മനസ്സിലായില്ല. സോ ഇന്റഗ്രൽ 2 to 4 fx dx എന്ന് പറയുമ്പോൾ നമുക്ക് എന്താ കിട്ടാം മക്കളെ 7 എന്ന് കിട്ടും. ഓക്കെ അല്ലെ. സോ ശ്രദ്ധിക്കാം ഞാൻ ഇവിടെ എന്താക്കി ഇവിടെ ഇതിന്റെ വാല്യൂ എന്ത് കിട്ടി മക്കളെ നമുക്ക് 7 എന്ന് കിട്ടി. ഓക്കെ അല്ലെ. സോ ഇന്റഗ്രൽ -1 to 2 fx dx ഓക്കെ അല്ലെ. ഇനി ഇവന്റെ വാല്യൂ എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് കിട്ടി? വാട്ട് ഇസ് ദാറ്റ്? -1 to 2 fx dx എന്ന് പറയുമ്പോൾ നമുക്ക് വാട്ട് ഇസ് ദാറ്റ് 4 - 7 അഥവാ നമുക്ക് ആൻസർ എന്ത് കിട്ടി മക്കളെ -3 എന്ന് കിട്ടി. മനസ്സിലായ -3 എന്ന് കിട്ടി. ഓക്കെ അല്ലെ. സോ വിച്ച് ഓപ്ഷൻ ഇസ് ഓപ്ഷൻ അല്ല സോറി ന്യൂമറിക്കൽ ക്വസ്റ്റൻ ആണ്. ഓക്കെ സോ ഞാൻ അടുത്ത ക്വസ്റ്റനിലേക്ക് പോവുകയാണ്. വാട്ട് ഇസ് ദാറ്റ്? Integral 0 to 3 what e raised to fractional part x into fractional part x is equal to. So we can use the property. Which property? Integral 0 to nt. Okay, a function fx dx is equal to what? N into 0 to t. What is that? Fx dx. അല്ലേ അവിടെ t എന്ന് പറയുമ്പോൾ പീരിയഡ് ഓഫ് ദ ഫംഗ്ഷൻ വാട്ട് fx ആണ്. മനസ്സിലായില്ലേ. fx എന്ന് പറഞ്ഞ ഫംഗ്ഷന്റെ പീരിയഡ് ആണ് എന്താ ഈ പറഞ്ഞ ആരാ ടി എന്ന് പറഞ്ഞാൽ. ഓക്കെ മക്കൾ ശ്രദ്ധിക്കുക നമുക്കറിയാം ഇവിടെ ഇറൈസ് ഫ്രാക്ഷൻ പാർട്ട് എക്സ് ഉണ്ട്. ഓക്കെ അതിന്റെ പീരിയഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിംപ്ലി 1 ആണ്. അതേപോലെ ഫ്രാക്ഷൻ പാർട്ട് എക്സിന്റെയും എന്താണ് മക്കളെ പീരിയഡ് എന്ന് പറയുമ്പോൾ എന്താണ് 1 ആണ്. ഓക്കെ അല്ലെ. രണ്ടിന്റെയും പീരിയഡ് എന്താണ് 1 ആണ്. ആക്ച്വലി ഇതിന്റെ ബേസ് എന്താണെന്ന് വെച്ചാൽ ഫ്രാക്ഷൻ പാർട്ട് എക്സിന്റെ പീരിയഡ് എന്ന് പറയുമ്പോൾ എന്താണ് 1 ആണ് അല്ലെ. അപ്പൊ ശ്രദ്ധിക്കുക ഇതെന്താണ് ഇറൈസ് ഫ്രാക്ഷൻ പാർട്ട് എക്സ് എന്ന് പറയുന്ന സമയത്ത് എന്താണ് ആ ഒരു ഫംഗ്ഷന്റെ ഉള്ളിലാണ് എന്താക്കുന്നത് ഫ്രാക്ഷൻ പാർട്ട്. അപ്പൊ അതിന്റെയും തന്നെയാണ് പീരിയഡ് എന്ത് വരും മക്കള് 1 എന്ന് തന്നെ വരും. ഓക്കെ അല്ലെ. ശ്രദ്ധിക്കുക അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഈ ക്വസ്റ്റിനെ മാറ്റി എഴുതാം. ഓക്കെ എങ്ങനെയാണ് ശ്രദ്ധിക്കുക ഇന്റഗ്രൽ നോക്കണേ 0 to 3 ശ്രദ്ധിക്കുക മക്കളെ ശരിക്കും ശ്രദ്ധിക്കണേ. ഇന്റഗ്രൽ 0 to 3 e raised to fractional part x into what a fractional part x അല്ലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് എഴുതാം മക്കളെ പറ 3 into ഇന്റഗ്രൽ 0 to 1 അല്ലെ e raised to fractional part x into what a fractional part x എന്ന് പറഞ്ഞതിനെ മാറ്റി എഴുതാം. മനസ്സിലായില്ലേ. ഓക്കെ ബിക്കോസ് ഫ്രാക്ഷണൽ പാർട്ട് എക്സിന്റെ പീരിയഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് സിംപ്ലി 1 ആണ്. ദാറ്റ് ഇസ് എ കോൺസെപ്റ്റ് ബിഹൈൻഡ് ഇറ്റ്. ഓക്കെ ഇനി മക്കൾ നമ്മൾ എവിടെ മുതൽ എത്ര വരെയാണ് നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുന്നത്? 0 മുതൽ 1 വരെയാണ് അല്ലെ. ദെൻ വാട്ട് ഈസ് 0 മുതൽ 1 വരെ ഫ്രാക്ഷണൽ പാർട്ട് എക്സ് അത് നമുക്ക് കണ്ടുപിടിക്കണം. ഓക്കെ അല്ലെ. അതെങ്ങനെയാണ് കണ്ടുപിടിക്കുക? വളരെ എളുപ്പമാണ്. അതായത് വാട്ട് ഇസ് ദ ഡെഫിനിഷൻ ഓഫ് ഫ്രാക്ഷണൽ പാർട്ട് എക്സ് നമുക്ക് ഇവിടെ ചെയ്താം. ഓക്കെ അല്ലെ ഇവിടെ എഴുതാം. ഓക്കെ വാട്ട് ഇസ് ദ ഡെഫിനിഷൻ ഓഫ് ഫ്രാക്ഷണൽ പാർട്ട് എക്സ്? ഇറ്റ് ഈസ് വാട്ട് എക്സ് മൈനസ് സ്റ്റെപ്പ് എക്സ്. ഓക്കെ അല്ലെ എക്സ് മൈനസ് സ്റ്റെപ്പ് എക്സ് ശരിയല്ലേ. അതാണ് ഫ്രാക്ഷണൽ പാർട്ട് എക്സിന്റെ ഡെഫിനേഷൻ അല്ലെ. ദെൻ മക്കളെ ശ്രദ്ധിക്കുക അപ്പൊ അങ്ങനെയാണെങ്കിൽ എക്സ് മൈനസ് 0ന്റെയും 1ന്റെയും ഇടയ്ക്ക് സ്റ്റെപ്പ് എക്സിന്റെ വാല്യൂ നമുക്കറിയാമെന്നാണ് 0 ആണ്. സോ നമുക്ക് എന്ത് പറയാം ഫ്രാക്ഷണൽ പാർട്ട് എക്സ് എന്ന് പറയുമ്പോൾ നമുക്ക് ആരെ റീപ്ലേസ് ചെയ്യാം? എക്സിനെ റീപ്ലേസ് ചെയ്യാം. മനസ്സിലായില്ലേ. സോ വാട്ട് ഇസ് ദാറ്റ്? നമ്മൾ ഇത് ചെയ്ത് കഴിഞ്ഞാൽ 3 into ഓക്കെ അല്ലെ 3 into ഇന്റഗ്രൽ 0 to 1 e raised to fractional part x അല്ലെ എന്ന് പറയുന്ന സമയത്ത് നമുക്ക് എന്ത് മക്കളെ പറയാം e raised to x into what x അല്ലെ എന്ന് വരും ഇന്റഗ്രൽ 0 to 1. ഓക്കെ അല്ലെ ഇന്റഗ്രൽ 0 to 1. ഓക്കെ ദെൻ ഇനി മക്കളെ ശ്രദ്ധിക്കുക നമ്മളെ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു സംഭവമാണ് എന്താ എക്സ് e raised to x എന്ന് പറഞ്ഞ സംഭവത്തിന്റെ ഇന്റഗ്രൽ അല്ലെ. ഓക്കെ എന്താണ് ദെൻ അതിന്റെ ഇന്റഗ്രൽ മക്കളെ ശ്രദ്ധിക്കുക. അപ്പൊ 3 പുറത്തുണ്ട്. ലിസൺ അപ്പൊ നമ്മൾ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നതാണ് എക്സ് e raised to x എന്ന് പറഞ്ഞ സംഭവത്തിന്റെ ഇന്റഗ്രൽ അല്ലെ. നമുക്ക് എന്ത് വരുന്ന എക്സ് e raised to x ഓക്കെ മൈനസ് വാട്ട് e raised to x. അത് ഇന്റഗ്രേഷൻ ബൈ പാർട്സ് വെച്ചിട്ട് നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുന്നത് കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന സംഭവമാണ് 0 to 1.
ഓക്കെ. ദെൻ മക്കളെ ശ്രദ്ധിക്കാൻ നമുക്ക് ചെയ്ത് കഴിഞ്ഞാൽ 3 into അല്ലെ ലിമിറ്റ് അപ്ലൈ ചെയ്താൽ 1 into e⁻1 minus e⁻1 അല്ലെ മൈനസ് 0 into e⁻0 minus what e⁻0 ചെയ്ത് കഴിഞ്ഞാൽ സിംപ്ലിഫൈ ചെയ്താൽ നമുക്ക് ആൻസർ എന്ത് കിട്ടി 3 into 1 എന്ന് കിട്ടും. മക്കളെ സിംപ്ലിഫൈ ചെയ്താൽ ആൻസർ എന്ത് കിട്ടും മക്കളെ 3 എന്ന് കിട്ടും. ഓക്കെ. സോ വിച്ച് ഓപ്ഷൻ ഇസ് ഓപ്ഷൻ അല്ല അഗൈൻ ദിസ് ഈസ് ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻ. സോ 3 is the right answer. ഓക്കെ അല്ലെ 3 is the right answer. ഓക്കെ. സോ മക്കളെ ഇനി അടുത്തത് ലിസൺ. ഇത് അടുത്ത എന്താണ് നമുക്ക് ഇതൊരു ഡിഫറൻഷ്യൽ ഇക്വേഷനിലെ ഒരു ക്വസ്റ്റ്യൻ ആണ്. ലിസൺ എന്താണ് 29th ക്വസ്റ്റ്യൻ ഐ തിങ്ക്. ഓക്കെ അല്ലെ എന്താണ് ഇഫ് x dy is equal to y into dx plus y dy. ഓക്കെ അല്ലെ y into dx plus y dy, comma y of 1 is equal to 1, then y of x is greater than 0, then what is y of minus 3 എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ അല്ലെ ഇതിന്റെ മക്കളെ ശ്രദ്ധിക്കുക, ഞാൻ അതിനെ ഒന്ന് സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഓക്കെ അല്ലെ എങ്ങനെയാ ശ്രദ്ധിക്കുക, എക്സ് ഡി വൈ ഇത് കണ്ടാൽ തന്നെ നമുക്ക് അറിയാം ഇത് എന്ത് ഫോർമാറ്റിലാണ്. ഇത് എക്സ് ആയിട്ട് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. ഓക്കെ അല്ലെ അപ്പൊ എക്സ് ഡി വൈ ഇസ് ഇക്വൽ ടു വാട്ട വൈ ഡി എക്സ് അല്ലെ മൈനസ് വാട്ട വൈ സ്ക്വയർ ഡി വൈ എന്ന് വരും. മനസ്സിലായല്ലേ? വൈ സ്ക്വയർ ഡി വൈ എന്ന് വരും. മക്കളെ റെഡി ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ. ഇനി മക്കളെ ശ്രദ്ധിക്കുക, ഞാൻ ഈ ചങ്ങാതിയെ ഇങ്ങോട്ട് കൊടുക്കുകയാണ്. ആരെ വൈ സ്ക്വയർ ഡി വൈ. അപ്പോൾ വൈ സ്ക്വയർ ഡി വൈ ഇസ് ഇക്വൽ ടു വാട്ട് വൈ ഡി എക്സ്. ഓക്കെ അല്ലെ അതായത് മൈനസ് അല്ലേ, ഇവിടെ മൈനസ് ആണോ അല്ല പ്ലസ് ആണ് അല്ലെ. അപ്പൊ ഈ ചങ്ങാതി ഇങ്ങോട്ട് വന്നാൽ എന്തായിട്ട് മാറും മൈനസ് ആവും. ഓക്കെ അല്ലെ മൈനസ് വൈ സ്ക്വയർ ഡി വൈ ഇസ് ഇക്വൽ ടു ഓക്കെ അല്ലെ വൈ ഡി എക്സ് മൈനസ് വാട്ട് എക്സ് ഡി വൈ എന്നായിട്ട് മാറി. മനസ്സിലായല്ലേ? സോ മക്കളെ ശ്രദ്ധിക്കുക, ഇവിടെ ഞാൻ ഈ പറഞ്ഞ വൈ സ്ക്വയറിന് റൈറ്റിലേക്ക് കൊണ്ടുപോകണം. ഡി മൈനസ് ഡി വൈ ഇസ് ഇക്വൽ ടു വൈ ഡി എക്സ് മൈനസ് എക്സ് ഡി വൈ ഡിവൈഡഡ് ബൈ എന്ത് വന്നു മക്കളെ വൈ സ്ക്വയർ എന്ന് വന്നു. പറഞ്ഞ മനസ്സിലായില്ലേ? വാട്ട് ഇസ് ആട്ട ഇനി മൈനസ് ഡി വൈ ഇസ് ഇക്വൽ ടു വാട്ട് ഇസ് ആട്ട മൈനസ് ഡി വൈ ഇസ് ഇക്വൽ ടു മക്കളെ ശ്രദ്ധിക്കുക, മൈനസ് ഡി വൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് മൈനസ് ഡി വൈ ഇസ് ഇക്വൽ ടു അല്ലെ വാട്ട് ഇസ് ദിസ് ഇതെന്താ സാധനം മക്കളെ ശ്രദ്ധിക്കുക, വൈ ഡി എക്സ് മൈനസ് എക്സ് ഡി വൈ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഡെറിവേറ്റീവ് ഓഫ് ഓക്കെ അല്ലെ ഡെറിവേറ്റീവ് ഓഫ് വാട്ട് എക്സ് ഡിവൈഡ് ബൈ വൈ ആണ് മക്കളെ. ഓക്കെ അല്ലെ ശ്രദ്ധിക്കുക. ദെൻ മക്കളെ ശ്രദ്ധിക്കുക, നമ്മൾ രണ്ട് സൈഡിലും എന്തൊക്കെ ഇന്റഗ്രേറ്റ് ചെയ്യുക. ഓക്കെ അല്ലെ അപ്പൊ ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇന്റഗ്രൽ ഡി വൈ നമുക്കറിയാം എന്താണ് വൈ ആണ്. ഇന്റഗ്രൽ ഡെറിവേറ്റീവ് ഓഫ് എക്സ് ബൈ വൈ എന്ന് പറയുമ്പോൾ ഇത് സിമ്പിളി എന്താണ് എക്സ് ബൈ വൈ ആണ് അല്ലെ. പ്ലസ് ഇവിടെ ആരുണ്ടാ ഒരു സി എന്ന് പറഞ്ഞ സാധനം കോൺസ്റ്റന്റ് ഉണ്ട്. അപ്പൊ സി കണ്ടുപിടിക്കാൻ വേണ്ടി തന്നിരിക്കുന്നതാണ് വൈ ഓഫ് 1 ഇസ് ഇക്വൽ ടു 1, അഥവാ എക്സിന് 1 കൊടുത്താൽ വൈയും തന്നെയാണ് 1 തന്നെയാണ് അല്ലെ. അപ്പൊ 1/1 + 1 അല്ലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോറി സി അല്ലെ. അപ്പൊ സി ഇസ് ഇക്വൽ ടു നമുക്ക് എന്ത് കിട്ടും മക്കളെടാ -2 എന്ന് കിട്ടും. മനസ്സിലായല്ലേ? സി ഇസ് ഇക്വൽ ടു -2 എന്ന് കിട്ടും. ഓക്കെ അല്ലെ. സോ നമുക്ക് എന്ത് കിട്ടി കമാൻഡ് പറ മൈനസ് വൈ ഇസ് ഇക്വൽ ടു വാട്ട എക്സ് ബൈ വൈ -2 എന്ന് കിട്ടി. മനസ്സിലായില്ലേ? സോ നമ്മൾ ഇത് ചെയ്ത് കഴിഞ്ഞാൽ മൈനസ് വൈ ഇസ് ഇക്വൽ ടു വാട്ട് എക്സ് മൈനസ് 2y ഡിവൈഡ് ബൈ വൈ. അതേപോലെ തന്നെ ഇവനെ ഇങ്ങോട്ടേക്ക് റൈറ്റിലേക്ക് ചാമ്പി കഴിഞ്ഞാൽ ഇവിടെ മൈനസ് വൈ സ്ക്വയർ ഇസ് ഇക്വൽ ടു ദിസ് 1 എന്ന് കിട്ടി. ഓക്കെ. സോ നമ്മൾ ഇത് ഒന്ന് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക മക്കളെ? ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് വൈ ഓഫ് എക്സ് ആണ് കണ്ടുപിടിക്കാൻ വേണ്ടി പറഞ്ഞിരിക്കുന്നത് അല്ലെ. സോറി ക്ഷമിക്കണം, വൈ ഓഫ് എക്സ് ആണ്. അതവിടെ കട്ടെ. നമുക്ക് എന്താ പറഞ്ഞിരിക്കുന്നത്? വൈ ഓഫ് -3 ആണ് കണ്ടുപിടിക്കാൻ വേണ്ടി പറഞ്ഞിരിക്കുന്നത് അല്ലെ. വൈ ഓഫ് -3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സിന് -3 കൊടുത്തു കഴിഞ്ഞാൽ വൈ എന്താണെന്നാണ് ചോദ്യം. ഓക്കെ അല്ലെ. അപ്പൊ എക്സിന് ഞാൻ -3 കൊടുക്കുകയാണ്. അപ്പൊ നമുക്ക് മൈനസ് വൈ ഇസ് ഇക്വൽ ടു -3 ഡിവൈഡ് ബൈ വൈ -2. ഓക്കെ അല്ലെ. നമുക്ക് ഇത് കണ്ടാൽ തന്നെ അറിയാം ഇത് സോൾവ് ചെയ്താൽ കിട്ടിയ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ, അതായത് മൈനസ് വൈ ഇസ് ഇക്വൽ ടു -3 പ്ലസ് വാട്ട സോറി പ്ലസ് അല്ലടാ മക്കളെ -3 മൈനസ് വാട്ട 2y ഡിവൈഡ് ബൈ y എന്ന് വന്നു. ഓക്കെ അല്ലെ. ദെൻ ശ്രദ്ധിക്കുക, നമ്മൾ ഇത് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണ്. അപ്പൊ ഇത് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ നിങ്ങൾ സോൾവ് ചെയ്യുക. ദെൻ യു വിൽ ഗെറ്റ് 2 സൊല്യൂഷൻസ്. സോൾവ് ചെയ്യേണ്ട ആവശ്യം ഞാൻ കാണിച്ചേണ്ട ആവശ്യമില്ല എനിക്കറിയാം. ശ്രദ്ധിക്കുക, യു വിൽ ഗെറ്റ് 2 സൊല്യൂഷൻസ്. അപ്പൊ അതിലൊരു സൊല്യൂഷൻ എന്തായിരിക്കും നെഗറ്റീവ് ആയിരിക്കും, മറ്റേ സൊല്യൂഷൻ എന്താകും പോസിറ്റീവ് ആയിരിക്കും. അപ്പൊ ആ നെഗറ്റീവ് സൊല്യൂഷൻ നമ്മൾ എന്ത് ചെയ്യുക റിജക്ട് ചെയ്യുക. ബിക്കോസ് എന്തുകൊണ്ടാണ് പറഞ്ഞിട്ടുണ്ട് ഇവിടെ y of x is greater than 0 എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് നെഗറ്റീവ് സൊല്യൂഷൻ എന്താക്കുന്നത് റിജക്ട് ചെയ്യുന്നത്. സോ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ പോസിറ്റീവ് സൊല്യൂഷൻ നമുക്ക് എന്ത് കിട്ടും 3 എന്ന് കിട്ടും. മനസ്സിലായില്ലേ? 2 സൊല്യൂഷനിൽ ഒരു സൊല്യൂഷൻ, അതായത് ആ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്താൽ കിട്ടുന്ന 2 സൊല്യൂഷൻ എന്താണ് ഒരു 2 സൊല്യൂഷനിൽ ഒന്ന് പോസിറ്റീവ് മറ്റേ നെഗറ്റീവ് ആണ്. അതിൽ പോസിറ്റീവിനെ ആക്സെപ്റ്റ് ചെയ്തു, മറ്റവനെ റിജക്ട് ചെയ്തു. അത്രേ ഉള്ളൂ. ഓക്കെ ഫിനിഷ്ഡ്. നമ്മളെ അടുത്ത ചോദ്യം എന്താണ്? ക്വസ്റ്റ്യൻ 30. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? Listen, a test consisting of 6 multiple choice questions, each having 4 alternative answers, of which only 1 is correct. Okay അല്ലെ. അതായത് ശ്രദ്ധിക്കുക, 6 മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഞാൻ ഈ പറഞ്ഞ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ നിരത്തി വെച്ച് കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ 1, ക്വസ്റ്റ്യൻ 2, ക്വസ്റ്റ്യൻ 3, ക്വസ്റ്റ്യൻ 4, ക്വസ്റ്റ്യൻ 5, ക്വസ്റ്റ്യൻ 6. ഓക്കെ അല്ലെ. അപ്പൊ അതൊരു മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ്. നമ്മൾ ചെയ്യുന്ന പോലത്തെ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ്, അതായത് ABCD എത്ര വെച്ചുള്ള വളർച്ച നമ്മളെ കുത്തുന്നില്ലേ ആ സാധനം. ഓക്കെ ശ്രദ്ധിക്കുക. അപ്പൊ അതിൽ ശ്രദ്ധിക്കുക 4 ഓൾട്ടർനേറ്റീവ് ഉള്ള മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അതിൽ ഒരാൾ മാത്രം 4 ഓപ്ഷൻസ് ഉള്ള. അപ്പൊ അതിൽ ഒന്ന് മാത്രമാണ് കറക്റ്റ്,
Okay, the number of ways in which a candidate answers all 6 questions such that exactly 4 of these answers are correct. അതായത് 4 എണ്ണം കറക്റ്റ് ആയിട്ട് ആൻസർ ചെയ്യണം. ഓക്കെ അല്ലെ? 4 എണ്ണം കറക്റ്റ് ആയിട്ട് ആൻസർ ചെയ്യണം. ഓക്കെ, 2 എണ്ണം റോങ് ആയിട്ട് ആൻസർ ചെയ്യണം. അതാണ് കണ്ടീഷൻ. പറഞ്ഞ മനസ്സിലായില്ലേ? 4 എണ്ണം കറക്റ്റ് ആയിട്ട് ആൻസർ, അതാണ് എക്സാക്ട്ലി 4 ഓഫ് ദം ആർ കറക്റ്റ് എന്ന് പറഞ്ഞത്. അപ്പൊ 4 എണ്ണം കറക്റ്റ് ആയിട്ട് ആൻസർ ചെയ്യണം. എന്താണ്? അതേപോലെ തന്നെ 2 എണ്ണം റോങ് ആയിട്ട് ആൻസർ ചെയ്യണം. ഓക്കെ അല്ലെ? അപ്പൊ നമ്മൾ ആദ്യം ഇവിടെ ചെയ്യേണ്ട പ്രോസസ് എന്ന് പറഞ്ഞാൽ ആ 4 എണ്ണം കറക്റ്റ് ആയിട്ട് ആൻസർ ചെയ്യേണ്ട ആൾക്കാരെ സെലക്ട് ചെയ്യാം. അത് എത്ര രീതിയിൽ സെലക്ട് ചെയ്യാന്നാണ്. ഓക്കെ അല്ലെ? അത് ആരൊക്കെ 4 എണ്ണം കറക്റ്റ് ആയിട്ട് ആൻസർ ചെയ്യുന്നത് എത്ര രീതിയിൽ സെലക്ട് ചെയ്യാം. ഓക്കെ, നമുക്കറിയാം നമ്മുടെ കയ്യിൽ 6 ക്വസ്റ്റ്യൻസ് ഉണ്ട് അല്ലെ? അത് നമ്മൾ ഈ പറഞ്ഞ 6C4. ഓക്കെ അല്ലെ? 6C4. ഓക്കെ അല്ലെ? അപ്പൊ ഈ 4 എണ്ണത്തിന് കറക്റ്റ് ആക്കേണ്ടവരെ ഞാൻ എന്താക്കി 6C4 ഡിഫറെന്റ് വേസിൽ ഞാൻ എന്താക്കി സെലക്ട് ചെയ്തു വെച്ചു. അപ്പൊ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ഈ പറഞ്ഞ 5 ക്വസ്റ്റ്യനിൽ നിന്നും ഞാൻ എന്താക്കി മക്കളെ 4 ക്വസ്റ്റ്യൻസ്, അതാണെന്ന് അറിയില്ല, ഞാൻ 4 ക്വസ്റ്റ്യൻസ് എന്താക്കി ചുമ്മാ സെലക്ട് ചെയ്ത് വെച്ചു. ഓക്കെ, ഇനി മക്കളെ ശ്രദ്ധിക്കുക, ഈ 4 ക്വസ്റ്റ്യനും എന്താണ് കറക്റ്റ് രീതിയിൽ മാത്രമേ ആൻസർ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. മനസ്സിലായില്ലേ? അതായത് നമുക്കറിയാം ഒരൊറ്റ ഓപ്ഷൻ മാത്രമേ എന്തുള്ളാവുള്ളൂ, കറക്റ്റ് ഉണ്ടാവുള്ളൂ, അതിന് മാത്രമേ കുത്താൻ വേണ്ടി പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ Q1 ആയിക്കോട്ടെ, Q2 ആയിക്കോട്ടെ, Q3 ആയിക്കോട്ടെ, Q4 ആയിക്കോട്ടെ, അവർ നമുക്ക് എത്ര രീതിയിൽ ആൻസർ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ? ഓൺലി ഇൻ 1 വേ. അവരെല്ലാം എന്താണ് 1 വേയിലാണ്. കാരണം 4 ഓപ്ഷൻസ് ഉണ്ട് എങ്കിൽ ഓക്കെ, അതിൽ ഓപ്ഷൻ ഏതെങ്കിലും ഒരു ഓപ്ഷൻ മാത്രമേ ഓരോ ക്വസ്റ്റിനും ഒന്നുണ്ടാവുള്ളൂ, കറക്റ്റ് ഉണ്ടാവുള്ളൂ, അത് മാത്രമേ കുത്താൻ വേണ്ടി പറ്റുള്ളൂ. ഓക്കെ അല്ലെ? കാരണം 4 എണ്ണം എക്സാക്ട്ലി കറക്റ്റ് ആവുന്ന പറഞ്ഞിരിക്കുന്നു. പറഞ്ഞ മനസ്സിലായില്ലേ മക്കളെ? ഇനി മക്കളെ ഈ 4 എണ്ണം കഴിഞ്ഞു അല്ലെ? ഇനി ബാക്കി എത്ര ആൾക്കാരുണ്ട്? 2 ആൾക്കാരുണ്ട് അല്ലെ? അതിൽ നിന്നും 2 ആൾക്കാരെ സെലക്ട് ചെയ്യണം. ഓക്കെ അല്ലെ? വാട്ട് ഇസ് ആട്ട 2C2. അവർ ചെയ്യുന്നത് എന്തായിരിക്കണം? റോങ് ആയിരിക്കണം. അതായത് ഇവിടെ ഞാനിതാ മക്കളെ Q5 അതേപോലെ തന്നെ Q6 കൊടുത്തു. അവർ ചെയ്യുന്നത് എന്തായിരിക്കണം? റോങ് ആയിരിക്കണം അല്ലെ? അവർക്ക് എത്ര രീതിയിൽ റോങ് ആയിട്ട് ചെയ്യാൻ വേണ്ടി പറ്റും? 3 രീതിയിൽ. ഓരോ ക്വസ്റ്റിനും 3 രീതിയിൽ ചെയ്യാൻ വേണ്ടി പറ്റും റോങ് ആയിട്ട്. ഓക്കെ അല്ല? ബിക്കോസ് അതായത് ABCD എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്, അതിൽ D ആണ് കറക്റ്റ് എന്ന് വിചാരിക്കുക. അപ്പൊ തെറ്റിക്കണമെങ്കിൽ അവർക്ക് 3 രീതിയിൽ ചെയ്യാം. ഓക്കെ അല്ലെ? അപ്പൊ ഇവിടെ × 3 അതേപോലെ തന്നെ മക്കളെ × 3 എന്ന് കൊടുക്കാം. പറഞ്ഞ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പൊ 6C4 എന്ന് പറയുമ്പോൾ 15 എന്ന് കിട്ടും. ഇത് 9 × 9 എന്താണ് മക്കളെ? 3 × 3 എന്താണ്? 9 ആണ്. സോ വാട്ട് ഇസ് ആൻസർ? 135 എന്ന് കിട്ടും. ഓക്കെ അല്ലെ? യെസ്, 135. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, വളരെ എളുപ്പമാണ്. 4 ആൾക്കാരെ സെലക്ട് ചെയ്തു. ആ 4 പേർക്ക് ഒറ്റ രീതിയിൽ മാത്രമേ ആൻസർ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. ബിക്കോസ് ഒറ്റന്ന് മാത്രമേ കറക്റ്റ് ആൻസർ ഉള്ളൂ. അപ്പൊ അവിടെ അങ്ങനെ കൊടുത്തു. ഓക്കെ അല്ലെ? ഓക്കെ, അപ്പൊ അതോടെ 1 എന്ന് കൊടുത്തു. ഇനി ബാക്കി 2 ആൾക്കാർക്ക് 3 രീതിയിൽ ആൻസർ ചെയ്യാം. കാരണം 3 രീതിയിൽ നമുക്ക് എന്താക്കാം? ക്വസ്റ്റ്യനെ തെറ്റിക്കാം. ഓക്കെ, അപ്പൊ ആദ്യം നമ്മൾ ശരിയാക്കേണ്ടത് ആരെയാണെന്ന് സെലക്ട് ചെയ്തു. ഓക്കെ അല്ലെ? അപ്പൊ ബാക്കി 2 ആൾക്കാരിൽ നിന്ന് നമ്മൾ 2 ആൾക്കാരെ വീണ്ടും സെലക്ട്, അത്രേ ഉള്ളൂ. ഓക്കെ അല്ലെ? സോ നമ്മളെ ക്വസ്റ്റ്യൻസ് ഒക്കെ കഴിഞ്ഞു മക്കളെ. ക്വസ്റ്റ്യൻസ് ഒക്കെ കഴിഞ്ഞു. നമുക്കറിയാം മാത്തമാറ്റിക്സ് എപ്പോഴും ടഫാണ് ചോദിക്കുക. പക്ഷെ എന്താണ് നമുക്ക് ഇത് കണ്ടാൽ തന്നെ അറിയാം, ഇതൊക്കെ ഒരുപാട് ആൻസറബിൾ ആയിട്ടുള്ള ചോദ്യങ്ങളുണ്ട്. സോ നമ്മൾ ഇനിയും അടുത്ത GIBക്ക് വേണ്ടി നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. ഓരോ GIB ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഓരോ GIB കഴിയുമ്പോഴും നമ്മുടെ മിസ്റ്റേക്കുകൾ എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുക? മുന്നോട്ടേക്ക് പോകുക. ഓക്കെ, സോ